മക്കളെ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് എവരി വൺ. ഓൾ സൈലി മീൻസ് ഗുഡ് ഈവനിങ്. ഇന്നത്തെ എക്സാം ഇപ്പം ഞാൻ ചോദിക്കുകയായിരുന്നു ചാറ്റിൽ, ഇന്നത്തെ എക്സാം പ്രീവിയസ് GIBയേക്കാൾ ബിറ്റ് ഈസിയർ ആയിരുന്നു എന്നാണ് അഭിപ്രായം കേട്ടത്. ദറ്റ്സ് വെരി ഗുഡ്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നേരത്തേക്കാൾ കൂടുതൽ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. രണ്ടാമത്തെ പോയിൻ്റ്, പേപ്പറിൽ ഒരു പക്ഷേ കുറച്ച് ഈസിനെസ് ഉണ്ടായിരുന്നിരിക്കാം. എനിവേ, അങ്ങനെ ഈസി ആണ് എന്ന് കേൾക്കുന്നതിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഞാൻ ഷെയർ ചെയ്യുന്നു. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, സമയം കളയുന്നില്ല. നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് പേപ്പർ ഡിസ്കഷൻ തീർക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കില്ല എന്നറിയാം, എന്നാലും പെട്ടെന്ന്, അതായത് നിങ്ങൾക്ക് സബ്ജക്റ്റ് ഗ്രിപ്പ് കൂടുന്തോറും ഡിസ്കഷൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയാത്തപ്പോഴല്ലേ കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ സോ അതുകൊണ്ട് എനിക്കിന്ന് കുറച്ച് സ്പീഡിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. മോർ ദാൻ ദാറ്റ് അതിൽ ന്യൂമറിക്കൽ പാർട്ടുകളൊന്നും അത്ര ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിവേ, ലെറ്റ് us സ്റ്റാർട്ട്. സോ ഓൾ ദി സ്റ്റാൾവാർഡ്സ് ആർ വെയിറ്റിംഗ് ഫോർ യു. അനൂപ് സാറും സംഗീത മിസ്സും രമ മിസ്സും ഒക്കെ ദേ ആർ ഓൺ ദ ലൈൻ. ഓക്കെ, സോ തുടങ്ങിയേക്കാം. ഓക്കെ, ശരി. സീനിയർ മോസ്റ്റ് എന്ന നിലയിലാണ് ഞാൻ തുടങ്ങുന്നത്. സീനിയർ മോസ്റ്റ് ഇൻ ഏജ്, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ബാക്കിയുള്ളവരൊക്കെ എന്നെക്കാളും ചെറിയ ആൾക്കാരല്ലേ, മെല്ലെ വന്നാൽ മതി. ശരി, അപ്പോൾ മക്കളെ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. സൈലത്തിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ, സൈലം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അറിയാം 3.0, 3.0. യെസ്. ചാറ്റ് ബോക്സിൽ തീയൊന്നും കാണുന്നില്ലല്ലോ. ചാറ്റ് ബോക്സിൽ കുറച്ച് തീയൊക്കെ വാരി ഇട്ടേക്ക് കേട്ടോ. സ്നേഹം വിതറിക്കോ, തീ വിതറിക്കോ. ബിക്കോസ് ഇത് സൈലം അല്ലേ. സൈലത്തിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹമാണെന്ന് നിങ്ങൾക്കറിയില്ലേ. സൈലം സ്നേഹമാണ് സൈലം. ഓക്കെ, ശരി. ക്വസ്റ്റ്യൻ നമ്പർ 1. ബോഡി മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പൊസിഷൻ ഈസ് ഗിവൺ ബൈ ആൻ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു, ഡിഫറൻസിയേഷൻ എന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ. എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 6t². തന്നല്ലോ. തീ അടിപൊളി. തീ വാരി എറിഞ്ഞു. പക്ഷേ സ്നേഹം വന്നിട്ടില്ല. കുറച്ച് സ്നേഹമേ ഉള്ളൂ. കുറച്ചുകൂടെ സ്നേഹമായിക്കോട്ടെ. തീ മാത്രം പോരല്ലോ, സ്നേഹം വേണ്ട. അപ്പോൾ എക്സ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 6t² ഇക്വേഷനാണ്. ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആക്സിലറേഷനാണ്. മക്കളെ, എപ്പോഴും ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വായിച്ച് നോക്കാൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. മിക്കവാറും ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. അപ്പോൾ m/s² എന്ന് കണ്ടാൽ അപ്പം മനസ്സിലായി നമ്മുടെ സ്വന്തം ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം കണ്ടീഷനുണ്ട്, വെലോസിറ്റി 0 ആകുമ്പോഴുള്ള ആക്സിലേഷൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. ഞാനും തിരിച്ച് തന്നേക്കാം. എന്തൊക്കെയോ വരുന്നുണ്ട് അതിൽ. ലവിൻ്റെ കൂടെ ഏതാണ്ട് കോഴിയൊക്കെ വന്നിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് മൈൻഡ് ദാറ്റ്. എന്തായാലും കോഴിയാണ്, ഞാൻ ഏതായാലും കോഴിയല്ല. ശരി, എക്സ് ഈക്വൽ ടു ടി ക്യൂ മൈനസ് 6t² ആണ്. ഉടനെ വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി ഡിഫറൻസിയേഷൻ ആണ്. dx/dt ആണ്. അത് 3t² മൈനസ് 12t കിട്ടും. വെലോസിറ്റി 0 ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പുട്ട് വെലോസിറ്റി ഈക്വൽ ടു 0 ഇംപ്ലൈസ് 3t² വിൽ ബി ഈക്വൽ ടു 12t അല്ലേ. 0 ആക്കുമ്പോൾ അത് മൈനസ് സൈൻ അങ്ങോട്ട് പോയാൽ പ്ലസ് ആയി. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇതിലൊരു ടി കട്ട് ചെയ്ത് പോയി, ഇത് 4 കിട്ടും. സോ ദിസ് വിൽ ഗിവ് യു t ഈക്വൽ ടു 4 സെക്കൻഡ്. അതായത് t ഈക്വൽ ടു 4 സെക്കൻഡിലാണ് വെലോസിറ്റി 0 ആകുന്നത്. ആ സമയത്തുള്ള ആക്സലേഷൻ ആണ് വേണ്ടത്. ഇക്വേഷൻ ഓഫ് ആക്സലേഷൻ എന്ന് പറയുന്നത് dv/dt ആണ്. dv/dt അത് 6t മൈനസ് 12 ആണ്. സോ ദിസ് വിൽ ഗിവ് യു 6 ഇൻറ്റു ടിയുടെ വാല്യൂ 4 കൊടുക്കുക, മൈനസ് 12 കൊടുക്കുക. ആൻസർ 12 m/s² ആണ്. ഓപ്ഷൻ 4 ആണ്. ഹോപ്പ് യു സ്കോർഡ് ഇറ്റ്. ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കട്ടെ. വെരി ഗുഡ്. ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ 4 ആണ്. കിട്ടട്ടെ. നമുക്ക് ആൻസറുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി കിട്ടട്ടെ. ഇപ്പോഴല്ല, മെയ് 7-ാം തീയതിയുള്ള ഒറിജിനൽ എക്സാമിന് ഇങ്ങനെ വരട്ടെ. ഓക്കെ. രണ്ടാമത്തത്, പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 1000 meter ഈച്ച് ഇൻ 2 successive intervals of ഹാഫ് മിനിറ്റ് ആൻഡ് 1/3 മിനിറ്റ്. വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? ആദ്യത്തെ ഹാഫ് മിനിറ്റിൽ 1000 മീറ്റർ,
രണ്ടാമത്തെ 1/3 മിനിറ്റിലും 1000 മീറ്ററാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം, ആദ്യത്തെ ടൈം തന്നിരിക്കുന്ന എത്രയാണ്, T1 ഈക്വൽ ടു എത്രയാണ് നോക്കൂ, അത് ഹാഫ് മിനിറ്റ് ആണ്. ഹാഫ് മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡാണ്, 30 സെക്കൻഡാണ്. രണ്ടാമത്തെ ടൈം തന്നിരിക്കുന്നത് 1/3 ഓഫ് മിനിറ്റ് ആണ്. 1/3 എന്ന് പറയുന്നത് എത്രയാണ്, 60/3 ആണ്, 20 സെക്കൻഡാണ്. ഇവിടെ പറയുന്നത് നോക്കണേ, ഇറ്റ് ട്രാവൽസ് ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. ആദ്യം ഒരു 100 മീറ്റർ ആദ്യം ഒരു 1000 മീറ്റർ. അതിനെടുക്കുന്ന എത്ര ടൈമാണ്, അതിന് 30 ആണ്. അടുത്ത ഇൻ്റർവെൽ എത്രയാണ്, 20. അതിലും ട്രാവൽ ചെയ്യുന്ന എത്രയാണ്, 1000 ആണ്. അപ്പം ആദ്യത്തെ 30 സെക്കൻഡിൽ 1000, രണ്ടാമത്തെ 30 സെക്കൻഡിൽ എത്രയാണ്, 1000. നിങ്ങൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ, S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² പഠിച്ചിട്ടില്ലേ? ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യാമെന്നറിയാമോ? നിങ്ങളുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ടൈമാണ് T എടുക്കേണ്ടത്. മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ടൈമാണ് ആ T എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണോ അതിലെ വെലോസിറ്റി എന്താണെന്നും നിങ്ങൾക്ക് അറിയില്ല. സോ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെ വെലോസിറ്റി ആണ് ഇനീഷ്യൽ വെലോസിറ്റി U എന്ന് വിളിക്കുന്നത്. അത് തന്നിട്ടില്ല, ആക്സിലേഷനും തന്നിട്ടില്ല. അപ്പോൾ 2 അൺനോൺസ് ആണ്. ഒന്ന് U തന്നിട്ടില്ല ആൻഡ് A തന്നിട്ടില്ല. ഇതിൻ്റെ A ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഒരു പോയിന്റിൽ 1 സെക്കൻഡ്, ഇതാണ്. അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെയായിരിക്കും ഇത് സോൾവ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഒരു പണി ചെയ്യാം, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഈ ഒരു പോയിന്റിൽ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലെ വെലോസിറ്റി U ആണെന്ന് നിങ്ങൾ വിചാരിക്കും. അത് ഒറിജിനൽ അല്ല, ആ പോയിന്റിലെ വെലോസിറ്റി U ആണെങ്കിൽ ഞാനിങ്ങനെ എഴുതാം, 1000 ഈസ് ഈക്വൽ ടു U ഇൻറ്റു 30 UT പ്ലസ് ഹാഫ് ഇൻറ്റു A ഇൻറ്റു 30². S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² അവിടെ അപ്ലൈ ചെയ്ത്. രണ്ടാമത് നോക്കണം, ഇതിൻ്റെ പ്രശ്നമുള്ളത് സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഡിസ്റ്റൻസ് ആണ് S. ഇപ്പോൾ രണ്ടാമത്തെ 20യിൽ, അതായത് ടോട്ടൽ ടൈം എടുക്കുക, 30 + 20 എടുത്തിട്ട് വേണം രണ്ടാമത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ആയ 2000 ഈസ് ഈക്വൽ ടു U ഇൻറ്റു 50 പ്ലസ് ഹാഫ് ഇൻറ്റു A ഇൻറ്റു 50². 2 ഇക്വേഷൻ കിട്ടിയില്ല. S ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT² ആണ് യൂസ് ചെയ്തത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ T എന്ന് പറയുന്നത് ബിഗിനിങ് പോയിന്റ്, അതായത് U ഇനീഷ്യൽ വെലോസിറ്റി തൊട്ടുള്ള ടോട്ടൽ ടൈമാണ്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെല് 30, അതിലെ ഡിസ്റ്റൻസ് 1000 ആണ്. രണ്ടാമത്തെ 1000 എന്ന് പറയുമ്പം ടോട്ടൽ 2000 ആയി. അപ്പോൾ ടോട്ടൽ ടൈം എടുക്കുക, ടോട്ടൽ 2000, ടോട്ടൽ ടൈം 50 ആണ്. മക്കളിത് സോൾവ് ചെയ്ത് നോക്കുക, കാരണം 2 ഇക്വേഷനും സിമിലറായ ഇക്വേഷൻസ് ആണ്. 2 അൺനോൺസ് ഉണ്ട്. ഞാനതിന് സമയം കളയുന്നില്ല, നമുക്ക് ടൈം ഷോർട്ടല്ലേ. ഇത് സോൾവ് ചെയ്ത് നോക്കുക. ഓപ്ഷൻ ആക്സലേഷൻ്റെ വാല്യൂ നിങ്ങൾക്ക് A ഈക്വൽ ടു 2/3 കിട്ടും. ഇത് 2 മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. സിംപ്ലിഫൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളിത് പഠിക്കണം. ഫിസിക്സ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈസി ആയിരുന്നു. ശരിയാണ്, ഈസിയാണ്. 600+ എന്തായാലും ഉണ്ടാവുക. വെരി ഗുഡ് നവനീത്, അതൊരു വലിയ കാര്യമാണ്. 600+ ഉണ്ടാവുക എന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം 700+ ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ മക്കളെ സോൾവ് ചെയ്യുന്ന ഭാഗം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്ലീസ് അക്സെപ്റ്റ് ദാറ്റ്. എന്നിട്ട് അതിന് പകരം കുറച്ച് സ്നേഹം എനിക്ക് തന്നേക്ക് ചാറ്റ് ബോക്സിൽ. ഇത് സോൾവ് ചെയ്ത് പഠിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബോട്ട് ഹാസ് എ സ്പീഡ് ഓഫ് 20 km/h വൈൽ മൂവിങ് അലോങ് ആൻഡ് 15 km/h വൈൽ മൂവിങ് ഓപ്പോസിറ്റ്. നിങ്ങൾ ഒരു റിവറിൽ വെള്ളത്തിൻ്റെ ഒപ്പമാണ് നിങ്ങളുടെ ബോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് വാട്ടറിൻ്റെ സ്പീഡാണ്. അപ്പം വെള്ളത്തിൻ്റെ ഡയറക്ഷനിൽ, അതായത് ബോട്ട് പോകുന്നത്, വെള്ളം വാട്ടർ താഴേക്കാണ് പോകുന്നത്, ബോട്ടും അതേ ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ 2 വെലോസിറ്റി കിട്ടും ബോട്ടിന്. അത് ആഡ് ചെയ്യുക. കാരണം വെറുതെ അവിടെ ബോട്ടിൻ്റെ എൻജിൻ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വെള്ളത്തിൻ്റെ കൂടെ അത് പോവില്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ എൻജിൻ ഒരു സ്പീഡ് കൊടുക്കുന്ന 2 കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയാണ്? 20 ആണ്. ഇനി ഇത് ഓപ്പോസിറ്റാണ് പോകുന്നത്, എന്തായിരിക്കും സംഭവിക്കുന്നത്? വി ബോട്ട് മൈനസ് VW ആയിരിക്കും എന്താ കിട്ടുന്നത്? അത് 15 തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് പോകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക, ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ ആഡ് ചെയ്യുക. ഇത് 2 സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് 2 കൂടെ ആഡ് ചെയ്ത് നോക്കൂ. ഒരു -VB മൈനസ് ഒരു പ്ലസ് ആഡ് ചെയ്ത് 0 കിട്ടില്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 2VB ഈക്വൽ ടു 35 കിട്ടും. അപ്പോൾ ബോട്ടിൻ്റെ വെലോസിറ്റി 17.5 കിട്ടും. സെറ്റല്ലേ? ബോട്ടിൻ്റെ വെലോസിറ്റി അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 20 മൈനസ് വാട്ടറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അത് പിന്നെ 20 മൈനസ് 2.5 m/s കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. 17.5ഉം 2.5. അത് ശരിയായെന്ന് വിചാരിക്കട്ടെ. Okay, that is it. Yeah, exam, how was exam? Yes, someone is asking how was the exam? Exam generally വലിയ ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നു. അടുത്തത്
ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ചോദ്യം എന്താണ് ചോദ്യം? ആവറേജ് വെലോസിറ്റി ഫ്രം 0 to 4 സെക്കൻഡ് ആണ്. അപ്പോൾ മക്കളെ ആവറേജ് വെലോസിറ്റി ചോദിച്ചാൽ ചെയ്യേണ്ടത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ചെയ്യുക. അതായത് നിങ്ങൾ നോക്കേണ്ടത് എത്ര സെക്കൻഡ് വരെയാണെന്ന് നോക്കുക. 4 സെക്കൻഡ് വരെയാണ്. അപ്പോൾ 0 തൊട്ട് 4 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം. ഇതിൽ 2 ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം. ആദ്യത്തെ 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയ കണ്ടുപിടിക്കുക. ആ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഏരിയ ഈ ഒരു ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാ? അതിൻ്റെ ബേസ് 2 ആണ്, ഹൈറ്റ് 4 ആണ്. 2 × 4 നിങ്ങൾക്ക് കിട്ടുന്ന 8 ആണ്. ഇനി അതുപോലെ താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കുക. താഴെയുള്ള ഏരിയ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ബേസ് 2 to 4 2 ആണ്, ഹൈറ്റ് 1 ആണ്. ഇതിൻ്റെ ഏരിയ കിട്ടുന്നത് 2 ആണ്. ഇത് നോക്കുക, ഒരെണ്ണം പോസിറ്റീവ് ഏരിയ ആണ്, അടുത്തത് മൈനസ് നെഗറ്റീവ് ഏരിയ ആണ്. നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് മുകളിൽ ഏരിയ എന്ന് താഴത്തെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. 8 - 2 ആണ്. ഡിവൈഡ് ബൈ ടൈം എത്രയാണ്? 4. ദിസ് വിൽ ഗിവ് യു 6/4. 6/4 1.5 m/s ആണ്. പഠിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? അതിനെടുത്ത ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മളോടാണ് ഇതൊക്കെ. നമുക്കിതൊക്കെ പുല്ലുപോലെ സാധിക്കില്ലേ? ഹിഷാം സെയ്സ് ദ എക്സാം വാസ് ഈസിയർ ദാൻ ദ ലാസ്റ്റ് ടൈം. വെരി ഗുഡ് ഹിഷാം, ഗോ ഫോർവേഡ്. ഈ പ്രാവശ്യം എന്തായാലും 650 മുകളിൽ അടിക്കണം എന്ന് വാശി പിടിക്കുക. അതിനുവേണ്ടി പഠിക്കുക. സമയമുണ്ട്, കിട്ടും. അതിൻ്റെ ലക്ഷണമാണ് ഈ പ്രാവശ്യം എക്സാം എളുപ്പമായത്. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിട്ട് ചെയ്യുക. ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ്. എ മാൻ ഈസ് റൈഡിങ് ബൈസിക്കിൾ അറ്റ് 18 km/h. 18 km/h എന്ന് പറഞ്ഞ ഉടനെ എനിക്കറിയാം അത് 5 m/s ആണ്. 18 കൺവേർഷൻ അറിയാമല്ലോ. 18 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെയിം ഡയറക്ഷൻ ട്രെയിൻ ട്രാവലിംഗ് 54 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 54 km/h എന്ന് പറയുന്നത് അത് 3 times 15 m/s ആണ്. രണ്ടുപേരും ഒരേ ഡിറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു പാസ് ദ റൈഡർ. ഇത് ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും. റിലേറ്റീവ് വെലോസിറ്റി ആണ്. ട്രെയിനിൻ്റെ ലെങ്ത്തിനെ റിലേറ്റീവ് വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ടൈം ടേക്കൺ ടു ക്രോസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്തായ എത്രയാണ്? 100 മീറ്ററിനെ റിലേറ്റീവ് വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. റിലേറ്റീവ് വെലോസിറ്റി എത്രയാണെന്ന് നോക്കൂ. രണ്ടും ഒരേ ഡിറക്ഷനിലല്ലേ പോകുന്നത്. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് 15 - 5 ആണ്. അപ്പോൾ 100/10 കിട്ടും. ദിസ് വിൽ ഗിവ് യു 10 സെക്കൻഡ്. 10 സെക്കൻഡാണ് ക്രോസ് ചെയ്യാൻ എടുക്കുന്നത്. ഓപ്ഷനിലൊക്കെ മിനിറ്റ് ആണ്. 10 സെക്കൻഡ് എന്ന് പറയുന്നത് 1 മിനിറ്റിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ. ഇത് 1/6 മിനിറ്റ് ആണ്. അപ്പോൾ മക്കളൊരു കാര്യം ശ്രദ്ധിക്കുക. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ വാട്ടറും ബോട്ടും ഒരേ ഡയറക്ഷനിൽ പോയപ്പോൾ ആഡ് ചെയ്തു ഞാൻ. ഇപ്പം ബൈസിക്കിളും ട്രെയിനും ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഇയാൾ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണേ. ഒന്ന് റിലേറ്റീവ് വെലോസിറ്റി ആണ്, മറ്റേത് റിസൾട്ടൻ്റ് വെലോസിറ്റി ആണ്. വെള്ളത്തിൽ കിടക്കുന്ന ബോട്ടിന് 2 വെലോസിറ്റി കിട്ടും. ഒന്ന് വെള്ളം കൊടുക്കുന്നത്, ഒന്ന് എൻജിൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബോഡിക്ക് 2 വെലോസിറ്റിയാണ്. അതാണ് റിസൾട്ടൻ്റ്. രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, 2 ബോഡികളാണ്. ഒന്ന് മാൻ റൈഡിങ് എ ബൈസിക്കിൾ ഒരു ഒബ്ജക്റ്റ്, അതിനൊരു സ്പീഡുണ്ട്. ട്രെയിനിന് വേറൊരു സ്പീഡുണ്ട്. രണ്ടും കൂടെ ഒരു ബോഡിയിലല്ല ആക്ട് ചെയ്യുന്നത്. 2 ബോഡികളാണ്, 2 വെലോസിറ്റികളാണ്. ഇപ്പോൾ റിലേറ്റീവ് ആണ് എടുക്കേണ്ടത്. അത് ഓർത്ത് വയ്ക്കുക. 6.1 വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് വെൻ അപ്ലൈഡ് ടു ദ ഔട്ടർ ടിപ്പ് ഓഫ് ദ സെക്കൻഡ്സ് നീഡിൽ ഓഫ് എ വാൾ ക്ലോക്ക്. ഒരു വാൾ ക്ലോക്ക് പ്രൊവൈഡഡ് നല്ല വാൾ ക്ലോക്ക് ആണെങ്കിൽ അത് ഒരേ സ്പീഡിലായിരിക്കും കറങ്ങുന്നത്. അതിൻ്റെ റൊട്ടേഷണൽ സ്പീഡ് ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടൈം പീരീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒമേഗ 2π/t. ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആംഗുലാർ വെലോസിറ്റിയിലെ ചേഞ്ചിനെയാണ് ആംഗുലാർ ആക്സലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചേഞ്ച് ഇല്ല, അത് 0 ആയിരിക്കും. ആംഗുലാർ ആക്സലേഷൻ ആണ് ഇവിടെ 0 ആകുന്നത്. അപ്പോൾ ബേസിക് കാര്യങ്ങളാണ് പഠിക്കണം. ആംഗുലാർ ആക്സലേഷൻ ആണ് 0. ആക്സലേഷൻ കോൺസ്റ്റൻ്റ് അല്ല, അതിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, ഡയറക്ഷൻ മാറുന്നുണ്ട്. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് അല്ല, ഡയറക്ഷൻ മാറുന്നുണ്ട്. ആംഗുലാർ ആക്സലേഷൻ അവിടെ 0 ആണ്. ആംഗുലാർ വെലോസിറ്റി ആണ് കോൺസ്റ്റൻ്റ്. 7th one, force gives an acceleration of 0.3 m/s² in a direction at right angle to the direction of motion of a body moving with the velocity 0.8 m/s. ഒരു ബോഡി ഇതാ ഈ ഡയറക്ഷനിൽ അതിൻ്റെ സ്പീഡ് 0.8 m/s ആണ്.
ഇതിലൊരു ഫോഴ്സ് കൊടുത്തിരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആണ്. ആ ഫോഴ്സ് കാരണം അതിനൊരു ആക്സിലേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത് 0.3 m/s² ആണ്. നിങ്ങൾക്ക് ഇതിനെ ഒരെണ്ണത്തിന് എക്സ് ഡയറക്ഷൻ എന്നും മറ്റേത് വൈ ഡയറക്ഷൻ എന്നും വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എക്സ് ഡയറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഇല്ല, ഈ ഒരു ഡയറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഇല്ല, അതുകൊണ്ട് ആ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. വൈ ഡയറക്ഷനിൽ അതിനൊരു ആക്സിലറേഷൻ ഉണ്ട്, അതുകൊണ്ട് വൈ ഡയറക്ഷനിലെ വെലോസിറ്റി ചേഞ്ച് ആകും. സാധാരണ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് വെലോസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ux + ax t എന്നും വെലോസിറ്റി ഇൻ ദ വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് uy + ay t ആണ്. ഇതിൽ ax എത്രയാണെന്നറിയാമോ? 0. ay എത്രയാണ്? അത് 0.3 ആണ്. വാട്ട് ഈസ് ദ റിസൾട്ടൻ്റ്? നോക്കൂ, സ്പീഡ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് √vx² + vy² ആണ്. ഓക്കെ, ഇവിടെ യുഎക്സിൻ്റെ വാല്യൂ നോക്കുക. ux എത്രയാണെന്ന് നോക്കൂ. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 0.8 ആണ്, ആക്സലേഷൻ ഇല്ല, അതുകൊണ്ട് വേറെ ചേഞ്ച് ഒന്നുമില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ vy എന്ന് പറയുമ്പം ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, അതിൽ ആക്സിലേഷൻ എത്രയാണുള്ളത്? 0.3 ആണ്. ഇൻറ്റു ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? 2 സെക്കൻഡ് ആണ്. അതുകൊണ്ട് ആഫ്റ്റർ 2 സെക്കൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി 0.6 ആകും. ഇത് 0.6 ആകും. ടോട്ടൽ വെലോസിറ്റി എന്ന് ചോദിച്ചാൽ 0.8² + 0.6² ആണ്. ഇത് ചെയ്താൽ കിട്ടുന്നത് 1 m/s ആണ്. ഓപ്ഷൻ 3 ആണ്. മോഷൻ ഇൻ എ പ്ലെയിനിൽ വളരെ ബേസിക്കായ കോൺസെപ്റ്റാണ്. v = u + at എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും അപ്ലൈ ചെയ്യുക, എന്നിട്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. അതാണ് ചെയ്യേണ്ടത്. മിത്തിക് ഫാഷൻ 700+. സൂപ്പർ, ഉറപ്പായിട്ട് കിട്ടില്ലേ മക്കൾ? എന്താ പ്രശ്നം? ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, വെരി ഗുഡ്. ഹൂ പുട്ട്സ് എ ക്വസ്റ്റ്യൻ പേപ്പർ? സൈലത്തിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു വിങ് ഉണ്ട്. നമുക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാൻ നമുക്കൊരു വിങ് ഉണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. സൈലം ആ ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത്. അവിടെ ഉറപ്പായിട്ട് എല്ലാ ടീച്ചേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിൽ. അത് പക്ഷേ ഒരു ഓർഗനൈസ്ഡ് ആയ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ. നല്ലൊരു റിസർച്ച് അതിൽ നടക്കുന്നുണ്ട്. എത്തരം പേപ്പറുകളാണ് ഓരോ സമയത്തും കൊടുക്കേണ്ടത്. ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ ടഫായ പേപ്പർ കൊടുത്ത് കുട്ടികളെ കൂടുതൽ പഠിക്കാൻ പ്രൊവോക്ക് ചെയ്യുക. മോഡൽ എക്സാമിൻ്റെ അടുത്ത് വരുമ്പോൾ അത് നീറ്റിൻ്റെ അതേ ലെവലിലേക്ക് കൊണ്ടുവന്ന് കുട്ടികളെ കോൺഫിഡൻസ് കൂട്ടുക. അങ്ങനെ ഒരു നല്ല കൃത്യമായ ഒരു മെത്തേഡ് സൈലത്തിനുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഒറിജിനൽ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അത് മറ്റൊരു മോഡൽ എക്സാമിൻ്റെ അത്ര ലൈറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ സാധിക്കും. Which of the following graph shows the variation of horizontal distance covered by a projectile as a function of time elapsed? മക്കളെ, പ്രൊജക്ടൈൽ മോഷൻ പഠിക്കുക. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൊജക്ടൈൽ മോഷന് ഒരു ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം u cos θ, അത് കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ മോഷൻ യൂണിഫോം മോഷനാണ്. അപ്പോൾ ഒരു പ്രൊജക്ടൈലിൻ്റെ പ്രത്യേകത വെർട്ടിക്കൽ മോഷൻ യൂണിഫോംലി ആക്സലറേറ്റഡ് ആണ്, ഹൊറിസോണ്ടൽ മോഷനോ യൂണിഫോം മോഷനാണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 4 ആണ് അതിൻ്റെ ആൻസർ. ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കുക? എക്സ് = u cos θ × t എന്നാണ് ഇക്വേഷൻ. ഇതിൽ u cos θ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ എക്സ് പ്രൊപ്പോർഷണൽ ടൈമാണ്. സെറ്റ്. ഓക്കെ, റൈറ്റ്. 9ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടാൽ അറിഞ്ഞുകൂടെ? ലോസ് ഓഫ് മോഷൻ ആണ്. പക്ഷേ പലർക്കും ഇത് വെറും ലോസ് ഓഫ് മോഷനായിട്ട് മാറുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കുക, NCERT ബേസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ശരി, നോക്കാം. ലൈറ്റ് ആൻഡ് ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് ഈസ് യൂസ് ടു കണക്ട് 2 ബോഡീസ് ഓഫ് മാസസ് m1 50 kg, m2 150 kg. അപ്പോൾ ഇവിടെ m1 എന്ന് പറയുന്ന മാസ് തന്നിരിക്കുന്നത് അത് 50 kg ആണ്. m1 എത്രയാണ്? 50 kg ആണ്. m2 എത്രയാണ്? 150 kg ആണ്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. ഫോഴ്സ് F ഈസ് അപ്ലൈഡ് ഹിയർ. ഇവിടെ ഒരു പുള്ളിങ് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ പിടിച്ചു വലിക്കുമ്പോൾ 2 ബോഡി ഇങ്ങോട്ട് വരും. ശരിയല്ലേ? മക്കളൊന്ന് ആലോചിച്ച് നോക്ക്. ആ സ്ട്രിങ് കട്ട് ചെയ്താൽ, ഇപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുക, രണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ട്രിങ് കട്ട് ചെയ്താൽ ഏത് ബ്ലോക്കാണ് സ്റ്റോപ്പ് ആവുക എന്നാലോചിക്കുക. സ്ട്രിങ് കട്ട് ചെയ്താൽ ആര് സ്റ്റോപ്പ് ആവും? സ്ട്രിങ് കട്ട് ചെയ്താൽ m2 ആണ് സ്റ്റോപ്പ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ആ സ്ട്രിങ്ങിലെ ഫോഴ്സ് ആണ് ടെൻഷൻ. ടെൻഷൻ്റെ പർപ്പസ്, ടെൻഷൻ ഈസ് ആക്സിലറേറ്റിംഗ് m2. ടെൻഷൻ എന്ന് പറയുന്നത് ആക്സിലറേറ്റിംഗ് ആണ്. ഇതിനെ നിങ്ങൾക്ക് എഴുതാം ടെൻഷൻ ഈസ് ഈക്വൽ ടു m2 × a എന്ന് എഴുതാം. നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ടെൻഷൻ എന്നാണ്, അല്ലേ? ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സ്ട്രിങ്
ഓൺ എയ്തർ ഓഫ് ദ ടു ബോഡീസ്. രണ്ട് ഡയറക്ഷനിലും ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, രണ്ട് ഈക്വൽ ആണ്. അത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം ടെൻഷൻ M2 × A ആണ്. സെറ്റല്ലേ? ഇനി എ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്കറിയാം എ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ് ആണ് എ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ആക്സലേഷൻ നേരിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 m/s² തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇട്ടവനെ സ്തുതിക്കണം. ആക്സലേഷൻ തന്നിട്ടുണ്ട്. എ ഈസ് ഗിവൺ ആസ് 5 m/s². M2 നിങ്ങൾക്കറിയാം 150 ആണ്. സോ ടെൻഷൻ എത്രയായിരിക്കണം? 150 × 5 ആണ്. അത് 750 ന്യൂട്ടൺ ആണ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. 750 ന്യൂട്ടൺ. M1 50 ആണ്, M2 150 ആണ്. യെസ്, M1 M2. ഓക്കെ, ഞാൻ പറഞ്ഞപ്പോൾ മാറിയതാണെന്ന് അറിയില്ല. ഞാൻ എഴുതിയത് കറക്റ്റ് അല്ലേ? M1 50, M2 150 ആണ്. ശരി, അടുത്തത് വീണ്ടും ലോസ് ഓഫ് മോഷൻ ആണ്. ടിപ്പിക്കലായിട്ട് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച്. നമ്മളിവിടെ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. ബോൾ ഓഫ് മാസ് M ഹിറ്റ്സ് ഇൻ ഡിറക്ഷൻ പെർപെൻഡിക്കുലർ ഓൺ ദ സർഫസ് ഓഫ് അനദർ ഹാർഡ് ബോഡി. ഒരു ഹാർഡ് ബോഡി, ഒരു വലിയ ഹാർഡ് ബോഡി, അതിലേക്ക് ഒരു ബോഡി എങ്ങനെ ഹിറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ വന്ന് പെർപെൻഡിക്കുലറായിട്ടാണ്. ദേക്കോ ഇതർ ഭയ്യാ, ഇതാ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇടിച്ചിട്ട് എന്ത് ചെയ്തു? റിവേഴ്സ് അടിച്ചു. റിവേഴ്സ് അടിക്കുമ്പോൾ പ്രത്യേകത, റിവേഴ്സ് വരുമ്പോൾ വെലോസിറ്റിയാണ് V. ഇറ്റ് ദെൻ റീബൗണ്ട്സ് ഇൻ റിവേഴ്സ് ഡിറക്ഷൻ വിത്ത് എ വെലോസിറ്റി. തിരിച്ചു വരുമ്പോഴുള്ള വെലോസിറ്റിയാണ് V. അപ്പോൾ നേരത്തെ എത്രയാണെന്ന് പറയണമല്ലോ. ഇഫ് ദ സ്പീഡ് വിത്ത് വിച്ച് ഇറ്റ് സ്ട്രൈക്സ് ദ ഹാർഡ് ബോഡി ഈസ് ഡബിൾ ദ പ്രസന്റ് സ്പീഡ്. ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണ്? V. അപ്പോൾ ഇടിക്കുന്ന സ്പീഡ് തന്നിട്ടുണ്ട്, അത് ഇപ്പോഴത്തെ സ്പീഡിൻ്റെ ഡബിൾ ആണ്. അപ്പോൾ വരുമ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയായിരുന്നു? 2V ആണ്. ഇനി മക്കളെ, ഇമ്പൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെൻറ്റമാണ്. അതൊരു വെക്ടറാണ്. അതിൻ്റെ ഡയറക്ഷൻസ് നോക്കണം. അപ്പോൾ തുടക്കത്തിലുള്ള വെലോസിറ്റിയെ പോസിറ്റീവ് എന്ന് കൊടുത്താൽ രണ്ടാമത്തെ വെലോസിറ്റിയെ മൈനസ് എന്ന് കൊടുക്കാം. ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്? മാസിൻ്റെ വെലോസിറ്റി അല്ലേ. ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ. ഇപ്പോൾ മൊമെൻറ്റം ഫൈനൽ മൈനസ് മൊമെൻറ്റം ഇനീഷ്യലാണ്. മൊമെൻറ്റം ഫൈനൽ മൈനസ് MV ആണല്ലോ, കാരണം V നെഗറ്റീവാണ്. മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എത്രയാണ്? അത് M × ഇനീഷ്യൽ വെലോസിറ്റി 2V ആണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കാണാം, -MV -2MV. ആൻസർ കിട്ടുന്നത് -3MV ആണ്. ഇതിൽ മൈനസ് എന്ന് പറയുന്ന ഡയറക്ഷൻ റിവേഴ്സായി എന്ന് കാണിക്കാനാണ്. അതിൻ്റെ ചേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് 3MV ആണ് ആൻസർ. NCERT ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ചെയ്ത് പഠിക്കുക. അടുത്ത എക്സാമിന് ഇതിനേക്കാൾ നന്നായിട്ട് സ്കോർ ചെയ്യുക. അങ്ങനെ ഓരോ മോഡൽ കഴിയുമ്പോഴും സ്കോർ കൂടി അവസാനം 700+ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് സാധിക്കും. അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അടുത്തത് വീണ്ടും വരുന്നു ലോസ് ഓഫ് മോഷൻ. A stone slab of mass 4√3 kilogram. ഈ 4√3 കാണുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേഷനാണ്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് 1/2√3. അയ്യോ, എന്തോ ആണ് ഈ √3 കൊണ്ട് കളിക്കുന്നത്. ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇഫ് ഈസ് ട്രൈസ് ടു മൂവ് ദ സ്ലാബ്. ആ സ്ലാബിനെ ഇങ്ങനെ തള്ളി നീക്കാൻ ഒരു ഫോഴ്സ് ശ്രമിക്കുന്നുണ്ട്. തള്ളി നീക്കാൻ ശ്രമിച്ചത് കൊണ്ട് മൂവ് ചെയ്യണമെന്ന് ഇല്ലല്ലോ. അപ്പോൾ മൂവ് ചെയ്യുമോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നിങ്ങളിവിടെ ആക്ട് ചെയ്യാവുന്ന മാക്സിമം ഫ്രിക്ഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതിൻ്റെ ഇക്വേഷനാണ് μ × നോർമൽ ഫോഴ്സ്. μ തന്നിരിക്കുന്നത് 1/2√3 ഇൻറ്റു നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് mg ആണ്. m 4√3 ആണ്. ജിയുടെ വാല്യൂ തന്നിട്ടില്ല. തൽക്കാലം നമുക്ക് 10 അങ്ങോട്ട് എടുക്കാം. വേണമെങ്കിൽ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത് നോക്കൂ. ആൻസർ വരുന്നത് നോക്കൂ, ഈ √3 കട്ട് ചെയ്തു, 2 ഇവിടെ കട്ട് ചെയ്തു, 2 കിട്ടി. നിങ്ങൾക്ക് കിട്ടുന്നത് 20 ന്യൂട്ടൺ ആണ്. ബാപ്പരെ, ഏക്കായ 20 ന്യൂട്ടൺ. ഇതിൻ്റെ അർത്ഥം ഈ ബോഡി ഒന്ന് അനക്കണമെങ്കിൽ ഹൊറിസോണ്ടലി കൊടുക്കേണ്ടത് മിനിമം 20 ന്യൂട്ടൺ കൊടുക്കണം. എന്നാലേ ഒന്ന് അനങ്ങി തരുള്ളൂ. നിങ്ങൾ എത്ര കൊടുക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്നത് 18 ന്യൂട്ടൺ ആണ്. അതായത് ഇതൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ അനങ്ങണമെങ്കിൽ എത്ര കൊടുക്കണം? 20 കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്ന വെറും 18 ആണ്. അനങ്ങില്ലല്ലോ, അനങ്ങില്ല. അത് അനങ്ങാതിരിക്കും. അങ്ങനെ അനങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത 18 ന്യൂട്ടനെ ഫ്രിക്ഷൻ ക്യാൻസൽ ചെയ്യണം. ഫ്രിക്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഫ്രിക്ഷൻ എത്രയായിരിക്കണം? 18 ന്യൂട്ടൺ ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറ് പിന്നെ എന്തുവാ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് എന്ന് ചോദിക്കാം. മക്കളെ, ഈ 20 ന്യൂട്ടൺ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായേക്കാവുന്ന മാക്സിമം ഫ്രിക്ഷനാണ്. പക്ഷെ ഫ്രിക്ഷൻ അത് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല.
മാക്സിമം അവിടെ 20 അതുകൊണ്ടാണ് 20 വേണം ഇതിനൊന്ന് അനക്കാൻ. നിങ്ങൾ കൊടുക്കുന്ന 18 നടക്കില്ല. ആൻസർ 18 ന്യൂട്ടൺ ആണ്. അത് ജിയുടെ വാല്യൂ ഞാൻ 10 എടുത്തിട്ടാണ് 18 ന്യൂട്ടൺ കിട്ടിയത്. ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അത് പിക്ക് ചെയ്തു. ഇനി ഓപ്ഷൻ സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആണെങ്കിൽ 9.8 എടുത്ത് ചെയ്തു നോക്കുക. മാക്സിമം ഫ്രിക്ഷൻ ആണ് 20 ന്യൂട്ടൺ. ശരി, കറക്റ്റാണ്. സിന്ധു കുഞ്ഞുമോൻ, യു ആർ റൈറ്റ്. D1 ആണ്. ഹിഷാം ശരിയാണ്, കറക്റ്റാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഒപ്പോസസ്. NCERT വായിച്ച് നോക്കുക, ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. NCERT പറയുന്നുണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, അതൊരു ബോഡിയുടെ ഇംപെൻഡിങ് മോഷനാണ്, ഇംപെൻഡിങ് റിലേറ്റീവ് മോഷനെയാണ് അത് ഒപ്പോസ് ചെയ്യുന്നത്. കൈനറ്റിക് ഫ്രിക്ഷനാണ് റിലേറ്റീവ് മോഷൻ, ആക്ച്വൽ റിലേറ്റീവ് മോഷനെ ഒപ്പോസ് ചെയ്യുന്നത്. കൈനറ്റിക് ഫ്രിക്ഷൻ റിലേറ്റീവ് മോഷനും ഇംപെൻഡിങ് റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യുന്ന സ്റ്റാറ്റിക്. എന്താണ് ഇംപെൻഡിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് അവിടെ ഉണ്ടായേക്കാവുന്ന മോഷൻ, അവിടെ ഇപ്പോൾ ആക്ച്വലി മോഷൻ നടക്കുന്നില്ല. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞില്ല, ഫോഴ്സ് കൊടുത്തിട്ടില്ല, ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫ്രിക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എങ്ങോട്ടാണ് ഈ ബോഡി മൂവ് ചെയ്യുന്ന ആലോചിക്കുക. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ആ മോഷനെയാണ് ഇംപെൻഡിങ് എന്ന് പറയുന്നത്. അതായത് വരാനിരിക്കുന്ന ഒരു മോഷനാണ്. അതായത് നീറ്റിലൊക്കെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു റാങ്ക് ഇല്ലേ, അതുപോലെയാണ് ഇംപെൻഡിങ് റാങ്ക്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇംപെൻഡിങ് ഫ്രിക്ഷൻ ശരിക്കും പഠിക്കുക. അത് പഠിക്കുമ്പോഴൊക്കെ ആലോചിക്കേണ്ടത് ഇംപെൻഡിങ് റാങ്ക്, അതായത് വരാനിരിക്കുന്ന ഒരു റാങ്ക് ഉണ്ട്, അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് മാറ്റി വെച്ചാൽ നിങ്ങളുടെ കയ്യിലേക്ക് ആ റാങ്ക് വരും. ഇംപെൻഡിങ്, വെരി ഗുഡ്. ഇംപെൻഡിങ് റിലേറ്റീവ് മോഷൻ NCERT പോയിന്റാണ്. ഈ 13th വൺ ഇത് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ബാങ്കിങ്ങിൽ മാക്സിമം സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ്. ഐ ഹോപ്പ് യു നോ. ഇക്വേഷൻ 4 ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. ഇത് പഠിക്കും. ഇത് പ്രീവിയസ് ഇയർ നേരത്തെ ചോദിച്ചതാണ്. ഇപ്പോൾ നീറ്റിൽ ഒറിജിനൽ ക്വസ്റ്റൻ ആണ്. ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ 916 ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ അതാണ് 4. ഓക്കെ, അടുത്തത് എഗെയിൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ +1-ലും +2-ലും അടക്കം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉള്ളത് 3 ചാപ്റ്ററുകളിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ലോസ് ഓഫ് മോഷൻ, ഒന്ന് വർക്ക് എനർജി തിയറം, ഒന്ന് വർക്ക് എനർജി പവർ, പിന്നെ ഒന്ന് സെമി കണ്ടക്ടേഴ്സ്. ഈ 4 ചാപ്റ്ററുകളിലാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അവർ എക്സസൈസിൽ കൊടുത്തിരിക്കുന്നത്. അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഇതേപോലെ അല്ലാതെ ചെറിയൊരു വേരിയേഷനോടുകൂടെ നേരത്തെ നീറ്റിൽ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു റീസെൻ്റ് ഒരു 3-4 വർഷത്തിൻ്റെ ഇടയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു സർക്കുലർ മോഷനിൽ സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സിൻ്റെ പേരാണ് mv²/r. നെറ്റ് ഫോഴ്സിൻ്റെ പേരാണ് mv²/r. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് ബോർ മോഡലിൽ ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു. ഇത് ന്യൂക്ലിയസ് ആണ്, ഇത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുമ്പോൾ ന്യൂക്ലിയസ് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് അതിനെ പിടിക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫോഴ്സ് ആണ് F. ഈ ഇലക്ട്രിക് ഫോഴ്സ് അല്ലാതെ അവിടെ വേറൊരു ഫോഴ്സും ഇല്ല. വേറൊരു ഫോഴ്സ് അവിടെ ഇല്ല. ഫ്രിക്ഷനും എയർ റെസിസ്റ്റൻസും ഒന്നുമില്ല. ഒരൊറ്റ ഫോഴ്സേ ഉള്ളത്. ആ ഫോഴ്സാണ് ഇതിനെ വട്ടം കറക്കുന്നത്. വട്ടം കറക്കുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന ഓമന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതുകൊണ്ട് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ mv²/r എന്നോ mr⍵² എന്നോ വിളിക്കാം. എന്ത് വിളിച്ചാലും, നിങ്ങൾ എന്നെ രാജൻ സാർ എന്ന് വിളിച്ചാലും കല്യാണി എന്ന് വിളിച്ചാലും ജമീല എന്ന് വിളിച്ചാലും ഞാനാണ്, ഞാൻ മാറുന്നില്ലല്ലോ. അതുപോലെ നിങ്ങളിതിനെ mv²/r എന്ന് വിളിച്ചോ mr⍵² എന്ന് വിളിച്ചോ, എന്ത് വിളിച്ചാലും അത് ആ ഫോഴ്സ് F ആണ്. ആൻസർ F ആണ്. അവിടെ വേറൊരു ഫോഴ്സും ഇല്ല. കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലൊക്കെ അത് mv²/r -f അങ്ങനെയാണ്ട് എഴുതിയിട്ട് ഒരു ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. അതിന് വേറൊരു മീനിങ് ഉണ്ട്. നിങ്ങൾ ഇലക്ട്രോണിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ ആ ഒരു രീതിയിൽ ഇക്വേഷൻ എഴുതുന്നത്. അല്ലാതെ റിയൽ ആയിട്ട് എഴുതുന്നത് F = mv²/r ആണ്. എന്ന് വെച്ചാൽ F mv²/r ഈക്വൽ ആവുക എന്നല്ല അർത്ഥം. F ആണ് mv²/r എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F ആണ്. Match the statement given. A body can have negative potential energy. Of course, അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആയിരിക്കും. ഗ്രാവിറ്റേഷനിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനൊക്കെ -gmm/r എന്നാണ് എഴുതുന്നത്. അപ്പം ഇത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. A-S-മായിട്ട് മാച്ച് ചെയ്യുന്നു. बॉडी कैन हैव नेगेटिव काइनेटिक एनर्जी, नहीं चलेगा. काइनेटिक एनर्जी ये कभी नहीं होगा. Kinetic energy can only be 0 or positive, cannot be negative. That's a false statement. So that is P, that matches with Q. Kinetic energy loss is maximum. എവിടെയാണ് കൈനറ്റിക് എനർജിയുടെ ലോസ് മാക്സിമം ആവുന്നതെന്ന് അറിയാമോ? അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. പെർഫെക്റ്റ്. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുന്നത്, ഈ എവിടെയെങ്കിലേക്ക് അടിക്കുകയാണെങ്കിൽ ലൈക്ക് എൻ്റെ കൈ രണ്ടും ഇങ്ങനെ സൗണ്ട് കേട്ടില്ലേ,
ആ സൗണ്ട് എവിടെ നിന്ന് വരുന്നതെന്ന് അറിയാമോ? എൻ്റെ കൈയുടെ കൈനറ്റിക് എനർജിയാണ് അവിടെ സൗണ്ട് എനർജി ആയിട്ട് മാറുന്നത്. അങ്ങനെ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നതെല്ലാം ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്, ഇലാസ്റ്റിക് കൊളീഷൻ അല്ല. കൈനറ്റിക് എനർജി ലോസ് ഇല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഓപ്ഷൻ 2 ആണ് നിങ്ങളുടെ ആൻസർ. ഓൾറൈറ്റ്, അടുത്തത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ ബോഡി ഡ്യൂ ടു ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. റേഷ്യോ ഓഫ് ദ വർക്ക് ഡൺ വെൻ ഫോഴ്സ് വാസ് ഇൻക്രീസിങ്. ഇത് എന്ത് ഗ്രാഫാണ് നോക്കൂ, ഫോഴ്സ് വേഴ്സസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഏരിയയാണ് വർക്ക് ഡൺ. ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇതാണ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. അതായത് അത് 0-ൽ നിന്ന് 20 വരെ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഒരു ഏരിയ കണ്ടുപിടിക്കുക. അത് എത്ര കിട്ടും നോക്കൂ. അതിൻ്റെ ബേസ് 10 ആണ്, ആൾട്ടിറ്റ്യൂഡ് 20 ആണ്. ഹാഫ് BH ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് 10 ആണ്, 20 ആണ്. എത്ര കിട്ടുന്നത്? 100 ജൂൾ വർക്കാണ്. അപ്പോൾ ആദ്യത്തെ W1 എന്ന് പറയുന്നത് 100 ജൂളാണ്. ഏരിയ കണ്ടുപിടിച്ചാൽ മതി. രണ്ടാമത്തത് വർക്ക് ഡൺ ഓൺ ദ പാർട്ടിക്കിൾ ഡ്യൂറിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് 30 മീറ്റർ. റേഷ്യോ ഓഫ് വർക്ക് ഡൺ ഫോഴ്സ് വാസ് ഇൻക്രീസിങ് ടു ദ ടോട്ടൽ വർക്കാണ്. രണ്ടാമത് പറയുന്നത് ടോട്ടൽ വർക്കാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് പറയുമ്പോൾ ഇതിൻ്റെ വർക്ക് കണ്ടുപിടിക്കണം. ബേസ് 10 ആയതുകൊണ്ട് അതിൻ്റെ ഏരിയയും 100 ജൂൾ ആയിരിക്കും. പിന്നെ ഈ ഏരിയ കണ്ടുപിടിക്കുക. അതിൻ്റെ ഏരിയ ബേസ് 10 ഹൈറ്റ് 20 ആയതുകൊണ്ട് അത് 200 ജൂൾ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് W ടോട്ടൽ എന്ന് പറയുന്നത് 100 + 200 + 100 ആണ്. റേഷ്യോ എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 100 / 400 ആണ്. കിത്തനായ 1/4 ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇതിൽ വളരെ സിമ്പിളായ ലോജിക്കാണ്, കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് തന്നാൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അറ്റ് എവറി ഇൻസ്റ്റൻറ്റ് ഓഫ് ഇലാസ്റ്റിക് കൊളീഷൻ. മക്കളെ, ഇത് വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പോയിൻ്റാണ്. മിക്കവാറും ടീച്ചേഴ്സൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ആണെങ്കിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ് എന്ന് പറയാറുണ്ട്. പക്ഷെ മനസ്സിലാക്കി വെക്കേണ്ടത് കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ. കാരണം ഏതൊരു കൊളീഷനും 3 സ്റ്റേറ്റുകളാണ്. ഒന്ന് ജസ്റ്റ് ബിഫോർ, പിന്നെ ഒന്ന് ഡ്യൂറിങ്, പിന്നെ ഒന്ന് ജസ്റ്റ് ആഫ്റ്റർ. ഓക്കെ, കൈനറ്റിക് എനർജി ബിഫോർ ഈക്വൽ ടു കൈനറ്റിക് എനർജി ആഫ്റ്റർ ആകുന്നതാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ഡ്യൂറിങ് ദ ഇലാസ്റ്റിക് കൊളീഷൻ, ആ കൊളീഷൻ നടക്കുന്ന സമയത്ത് കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ല. NCERT വർക്ക് എനർജി പവർ ചാപ്റ്ററിൽ എക്സസൈസിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ അത് ധൈര്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതിലാകെ കൺസേർവ് ആവുന്നത് ലീനിയർ മൊമെൻറ്റം മാത്രമാണ്. ആ ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കുക. ഓൺലി ലീനിയർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് गुड. कीर्तना प्रसाद, ये प्रश्न सरल था. अच्छा, ये प्रश्न है वो पिछला है, कौन सा था? बहुत अच्छा है. अरे भाई साहब देखो यार, a body is released at rest from a height. The power exerted by gravitational force is greatest. Power by a force എന്ന് പറയുന്നത് ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി ആണ്. അപ്പോൾ പവർ ഗ്രാവിറ്റേഷണൽ, ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പവർ ഗ്രേറ്റസ്റ്റ് ആവണമെങ്കിൽ വെലോസിറ്റി ഗ്രേറ്റസ്റ്റ് ആവണം. എപ്പോഴാണ് വെലോസിറ്റി ഏറ്റവും കൂടുതലാവുന്നത്? നോക്കൂ മക്കളെ, പവർ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റാണ്. അതുകൊണ്ടല്ലേ നമ്മളൊരാളുടെ മുഖത്ത് മെല്ലെ ഇടിക്കുന്നതും സ്പീഡിൽ ഇടിക്കുന്നതും തമ്മിൽ വ്യത്യാസം? പവർ ഏതിനാണുള്ളത്? സ്പീഡിൽ ഇടിക്കുന്നതിനല്ലേ. അപ്പോൾ പവർ കൂടണമെങ്കിൽ വെലോസിറ്റി കൂടണം. പവർ മാക്സിമം ആവണമെങ്കിൽ വെലോസിറ്റി മാക്സിമം ആകണം. ഒരു ബോഡി താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എപ്പോഴാണ് മാക്സിമം ആവുന്നത്? അപ്പോഴാണ് പവർ മാക്സിമം ആകുന്നത്. എപ്പോഴാണ് വെലോസിറ്റി മാർക്ക്? നിങ്ങളൊരു കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ സ്പീഡ് ഏറ്റവും കൂടുതൽ വരുന്നത് നിലത്ത് പോയി ഇടിക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കണം. അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ജസ്റ്റ് ബിഫോർ, ആ ഒരു ഇൻസ്റ്റൻറ്റിലാണ് പവർ മാക്സിമം ആവുന്നത്. കാരണം ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ബോഡിയുടെ വെലോസിറ്റി താഴേക്കാണ്, mgയും താഴേക്കാണ്. അതുകൊണ്ട് പവർ എന്ന് പറയുന്നത് പവർ ഈക്വൽ ടു mg × v ആയിരിക്കും. ദാറ്റ്സ് ദ ഹയസ്റ്റ് പവർ. ഏറ്റവും ടോപ്പിലെ പവർ 0 ആയിരിക്കും. താഴേക്ക് വരുന്നതോറും പവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. റൊട്ടേഷണൽ മോഷനാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 3 പാർട്ടിക്കിൾ, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ ചെയ്യാം. എക്സ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് m1 x1. m1 2 കിലോഗ്രാം ആണ്, x1 0 ആണ്. m2 അതും 2 കിലോഗ്രാം ആണ്, × 4. m3 എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണ്. അതിൻ്റെ പൊസിഷൻ -8. ഞാൻ എല്ലാം എക്സ് കോർഡിനേറ്റ് എടുത്തു. ഡിവൈഡഡ് ബൈ
2 + 3 ആണ്. അപ്പോൾ 2 + 2 + 3 7 കിട്ടും. 7/0 4 8 കിട്ടും. 8 -24 -16/7 ആണ് നിങ്ങൾക്ക് എക്സ് കോർഡിനേറ്റ് കിട്ടുന്നത്. ഇതുപോലെ വൈ കോർഡിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് -28/7 ചെയ്യും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ ബേസ്ഡ് ആണ്, ഒന്നും പറയാനില്ലല്ലോ, അതുകൊണ്ട് ഇറ്റ്സ് ഈസി. ഇതൊക്കെ മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്, മസ്റ്റായിട്ട് നിങ്ങൾക്ക് സ്കോർ ഉണ്ടാവേണ്ടതാണ്. റൊട്ടേഷണൽ മോഷനാണ്. ഇതൊരു പക്ഷേ നിങ്ങൾ NCERT ഒരു പിക്ചറുണ്ട്, ഒരു ഗേൾ ഇങ്ങനെ ഡൈവ് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചർ, അതുപോലെ ഒരു ബോയ് ഇങ്ങനെ ചെയറിലിരിക്കുന്ന കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, I1 ω1 = I2 ω2. കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഈ ആംഗുലർ മൊമെൻറ്റം ബിഫോറും ആഫ്റ്ററും ഈക്വൽ ആണ്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ ആണ് I × ω. I × ω രണ്ടിനും ഈക്വൽ ആയാൽ മതി. ഇവിടെ ആദ്യത്തെ I തന്നിട്ടുണ്ട് 6 ആണ്, ആദ്യത്തെ ω തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 6 × 2π/3 ആണ് I1 ω1. ഇനി രണ്ടാമത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഇവിടെ തന്നിട്ടുണ്ട്, അത് 5 ആണ്. രണ്ടാമത്തത് 5 ആണ് × ω2 കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൽ മനസ്സിലാവും. 3 goes here, how many times 2? 2 × 2 4 ആണ്. സോ 4π / 5 ആണ് ω2. അത് 0.8π ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ 2 ആണ്. അപ്പോൾ മക്കളെ കൺസർവേഷനും ഇത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ നോക്കിയാൽ മതി. കൺസർവേഷനും ആംഗുലർ മൊമെൻ്റം ഒരുപാട് നിങ്ങൾ കാണുന്നതാണ്. ഓക്കെ മക്കളെ, 20 ക്വസ്റ്റനായി. നമ്മുടെ 20 ക്വസ്റ്റനായി. എന്താണ് ചാറ്റ് ബോക്സിൽ? സ്നേഹങ്ങളൊന്നും കാണുന്നില്ല, കുറേ നമ്പറുകൾ മാത്രമാണല്ലോ കാണുന്നത്. ചാറ്റ് ബോക്സിലേക്ക് കുറച്ച് സ്നേഹം വാരി വിതറിക്കുക മക്കളെ, കുറച്ച് തീയൊക്കെ വാരി വിതറിക്കുക മക്കളെ. ഒന്ന് ഉഷാറായിക്കുക. 20 ക്വസ്റ്റനായില്ലേ? 20 ക്വസ്റ്റനായി. 20 എണ്ണത്തിലൊരു 10-12 എങ്കിലും നിങ്ങൾക്ക് ശരിയായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയട്ടെ. ഇത് NCERT-യിലുള്ളതാണ്. NCERT-യിലെ റോളിംഗ് മോഷൻ്റെ അവിടെ ഒരു ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ സംഭവമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതാണ് ചോദ്യം നോക്കൂ. വിച്ച് വൺ വിൽ റീച്ച് ദ ബോട്ടം ഫസ്റ്റ് എന്നാണ്. ഏതാണ് ആദ്യം താഴെ വരിക? ഏതാണ് ആദ്യം താഴെ വരിക? മക്കളിത് രണ്ട് രീതിയിൽ ആലോചിച്ച് വയ്ക്കുക. ഒന്ന്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതലുണ്ടെങ്കിൽ അതിന് റോള് ചെയ്ത് വരാൻ മടിയാണ്. മടി, ഇത് നിങ്ങൾക്കെല്ലാം ഉള്ളതാണ്. മടി റോള് ചെയ്യാൻ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള മടിയാണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഏതിനാണോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ അത് മെല്ലയെ വരും. അപ്പോൾ ഇവിടെ നോക്കാം. ഒന്ന് സോളിഡ് സിലിണ്ടർ ആണ്, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ mr²/2 ആണ്. ഇതിനെ ഞാൻ 0.5 mr² എന്ന് വിളിക്കാം. ഇത് സോളിഡ് സിലിണ്ടർ ആണ്. ഇനി രണ്ടാമത്തത് ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ അത് mr² ആണ്. ഇത് അപ്പോൾ ഇതിൽ ആർക്കാണ് കൂടുതൽ? ഇത് ഹോളോ ഹാസ് ഗോട്ട് മോർ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ദാൻ ദ സോളിഡ്. അതുകൊണ്ട് തന്നെ റോൾ ചെയ്ത് വരുമ്പോൾ ആരാണ് ആദ്യം വരുന്നത്? അത് സോളിഡ് ആയിരിക്കും. രണ്ടാമത് വരുന്നതായിരിക്കും ഹോളോ ആയിരിക്കും. ആൻസർ വിച്ച് വിൽ റീച്ച് ദ ബോട്ടം ഫസ്റ്റ്. ആദ്യം വരുന്നത് സോളിഡ് ആണ്, രണ്ടാമതാണ് ഹോളോ വരുന്നത്. ഇത് അതിൻ്റെ ലോജിക്കാണ്. മടി ആർക്കാണോ കൂടുതൽ എന്ന് നോക്കിയാൽ മതി. പക്ഷെ അതല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു കാൽക്കുലേറ്റ് ടൈം ടേക്കൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കണം. 1/sin θ √2h/g into 1 + k²/r². ഇതിൽ k²/r² = 1 for hollow and k²/r² is equal to 1/2 for solid. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ആർക്കാണോ k²/r² കൂടുതൽ ഇറ്റ് ടേക്സ് മോർ ടൈം, അയാൾ മെല്ലയെ വരുള്ളൂ. ആൻസർ സോളിഡ് സിലിണ്ടറാണ്. NCERT-യിൽ ഇക്വേഷൻ ഉണ്ട്, NCERT-യിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, എക്സസൈസിലും ഉണ്ട്, എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, പഠിക്കുക. A particle is rotating about the origin in the XY plane. ഇതൊരു XY പ്ലെയിൻ ആണ്. ഇവിടെ ഒരു XY പ്ലെയിൻ. ഈ XY പ്ലെയിനിൽ ഒരു പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് സെൻസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കാം. ഏത് സെൻസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ. ഇനി നിങ്ങൾ റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുക. റൈറ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്താൽ തമ്പ് കാണിക്കുന്നത് അതിന് പെർപെൻഡിക്കുലറായ ആക്സിസ് ആണ്. ഇതിന് പെർപെൻഡിക്കുലറായ ആക്സിസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഇത് പോസിറ്റീവ് സെഡ് ആക്സിസ് ആണ്. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് സെഡ് ആക്സിസ് ആണ്. ആംഗുലർ മൊമെൻറ്റം, ടോർക്ക്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ആംഗുലർ വെലോസിറ്റി ഇതെല്ലാം ഇങ്ങനെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. സ്നേഹമൊള്ളി, വെരി ഗുഡ്. മുനവർ താങ്ക് യു സോ മച്ച്. യാ ഓക്കെ.
Abhishek, Kirtana, Fatima. Yes, thank you so much. Thank you so much. Weight of a person on the surface of the earth. Weight of a person on the surface of earth എന്ന് പറയുന്നത് mg ആണ് അല്ലേ. വെയിറ്റ് ഓഫ് എ പേഴ്സൺ അറ്റ് എ ഹൈറ്റ് എന്ന് പറയുന്നത് എം ജി അറ്റ് എ ഹൈറ്റ് ആണ്. ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്തിട്ട് എം ജി ഡിവൈഡഡ് ബൈ 1+h/r². ഇതാണ് ഇക്വേഷൻ. ഇതിൻ്റെ അർത്ഥം വെയിറ്റ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ 1+h/r². മക്കളെ ഇത് മസ്റ്റായിട്ട് പഠിക്കുക. കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾ നോക്കിയാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് വെയിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഗ്രാവിറ്റേഷൻ. ഇത് പഠിക്കുക. ഇനി നോക്കാം, വെയിറ്റ് ഓഫ് എ പേഴ്സൺ W ആണ് ഡിവൈഡ് ബൈ, ഇവിടെ h തന്നിരിക്കുന്ന എത്രയാണ് നോക്കൂ. h ഹൈറ്റ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ എർത്ത് ആണ്. ഹൈറ്റ് ഈക്വൽ ടു ഡയമീറ്റർ എന്ന് പറയുമ്പോൾ അത് 2 times റേഡിയസ് അല്ലേ. ഹൈറ്റ് 2 times റേഡിയസ് ആണ്. അപ്പോൾ 1+2 times റേഡിയസ് ബൈ റേഡിയസ് സ്ക്വയർ ചെയ്യുക. അത് 6 കട്ട് ചെയ്ത് പോകും. അപ്പോൾ 1+2 കിട്ടും. അത് 3 ആണ്. 3യുടെ സ്ക്വയർ ആണ്. അപ്പോൾ 9 ആണ്. അപ്പോൾ W/9 ഓപ്ഷൻ സി ആണ്. ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ ഇപ്പോൾ ഒന്നും പഠിക്കാത്ത കുറേ ആൾക്കാരില്ലേ അവിടെ. നിങ്ങൾ ബേസിക്കലി അതിൻ്റെ ഗ്രാവിറ്റേഷൻ്റെ ഇക്വേഷൻ പഠിക്കുക, എനർജിയുടെ ഇക്വേഷൻ പഠിക്കുക, ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ പഠിക്കുക, കെപ്ലേഴ്സ് ലോ പഠിക്കുക. ഉറപ്പായിട്ടും ഈ വർഷത്തെ നീറ്റിൽ നിങ്ങൾക്ക് അത് ഗ്രാവിറ്റേഷൻ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ കുറച്ച് ഇക്വേഷൻ ഉണ്ട്, പിന്നെ എനർജിയുടെ കുറച്ച് ഇക്വേഷൻ ഉണ്ട്, പിന്നെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ടൈം പീരിയഡ് ഓഫ് സാറ്റലൈറ്റ് ഉണ്ട്, കെപ്ലേഴ്സ് ലോ. ഇതെല്ലാം കൂടി ഒരു 10-15 ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുന്നത്. അതങ്ങ് പഠിച്ചാൽ മതി. അത് അപ്ലൈ ചെയ്യും. അത് ഉറപ്പായിട്ട് ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് നീറ്റിന് പഠിക്കും. അത് ഗ്യാരണ്ടിയാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് എന്നെ അന്ന് നാറ്റിച്ചേക്ക്. ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് എന്നെ നാറ്റിച്ചു. ഉറപ്പായിട്ട് വരും. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓഫ് എർത്ത്, അതായത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് നമുക്ക് പറയാം. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഗ്രാഫ് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ ഗ്രാഫ് തന്നെയാണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എർത്താണെങ്കിൽ എർത്ത് എല്ലാത്തിനെയും എർത്തിലേക്കാണല്ലോ അട്രാക്റ്റ് ചെയ്യുന്നത്. അട്രാക്ഷനാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇതിൻ്റെ പൊസിഷൻ വരയ്ക്കുന്നത്, R വെക്ടർ വരയ്ക്കുന്നത് ഔട്ടും അതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇന്നും ആയതുകൊണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. അത് NCERT നോക്കിയാൽ കാണും. നെഗറ്റീവ് സൈൻ ഉണ്ട് അതിൽ. F is equal to -Gm1m2 r² ഇൻറ്റു r³ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതൊരു മൈനസ് സൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ആൻസറുകൾ ഇവിടെ ഏകദേശം ഒരേപോലെ ഉണ്ടാകാം. നിങ്ങൾക്ക് ഇതും രണ്ടും ഒരുപോലെയുണ്ട്. അതിൻ്റെ കർവുകളൊക്കെ ഒരുപോലെയാണ്. പക്ഷേ അതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. നെഗറ്റീവാണ് ഫീൽഡ്. അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഇത് പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ഓക്കെ, അടുത്തത്. സാറ്റലൈറ്റ് ഈസ് റിവോൾവിങ് അറൗണ്ട് എ പ്ലാനറ്റ് ഇൻ സർക്കുലർ ഓർബിറ്റ്, ദെൻ ഇറ്റ്സ് ടോട്ടൽ എനർജി. മക്കളെ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ടോട്ടൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 2 times ദ ടോട്ടൽ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻ പഠിച്ചു വയ്ക്കുക. ടോട്ടൽ എനർജി ഇവിടെ ചോദിക്കുന്ന ടോട്ടൽ എനർജി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ എനർജി അപ്പോൾ എത്രയായിരിക്കണം? ടോട്ടൽ എനർജി പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതിയായിരിക്കണം. ഓപ്ഷൻ 4 ആണ്. ഹാഫ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി. ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിരിക്കും. അതായത് ഇതിൻ്റെ കൈനറ്റിക് 10 ആണെങ്കിൽ ടോട്ടൽ -10 ആയിരിക്കും, പൊട്ടൻഷ്യൽ -20 ആയിരിക്കും. ഇതാണ് കൈനറ്റിക് ടോട്ടൽ പൊട്ടൻഷ്യൽ. ഇതാണ് ഇതിൻ്റെ റിലേഷൻ. ഇങ്ങനെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് കെപ്ലേഴ്സ് ലോ? കെപ്ലേഴ്സ് ലോയിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സർക്കുലർ അല്ല, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. റേഡിയസ് വെക്ടർ സ്വീപ്സ് ഈക്വൽ ഏരിയ, അത് കറക്റ്റാണ്. സ്ക്വയർ ഓഫ് ദ പീരിയഡ് പ്രൊപ്പോർഷൻ ടു ക്യൂബ്, അത് ശരിയാണ്. ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് അല്ല, ആംഗുലർ മൊമെൻറ്റമാണ് കൺസേർവ്ഡ്. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ഇതാണ് നിങ്ങളുടെ റൈറ്റ് ആൻസർ. ഫോർ മോസ്റ്റ് മെറ്റീരിയൽസ് യങ്സ് മോഡുലസ്, NCERT വായിക്കുക. സോളിഡ്സിൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോർ മോസ്റ്റ് മെറ്റീരിയൽസ് G = y/3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം y എത്രയാണ്? 3 times G ആണ്. G എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. അതുകൊണ്ട് ഇവിടെ n-ൻ്റെ വാല്യൂ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ 3 ആണ്.
Pick the incorrect statement from among the following. Just NCERT വായിച്ച് നോക്കിയാൽ മതി. ഹുക്സ് ലോ ഈസ് വാലിഡ് ഓൺലി ഫോർ സ്മോൾ ഡിഫോർമേഷൻസ് എന്നൊക്കെ കൊടുത്ത് NCERTയിൽ നിങ്ങളതിൻ്റെ ലാസ്റ്റ് സമ്മറി ഭാഗമല്ലേ, ആ സമ്മറി ഭാഗത്ത് പോവുക. സമ്മറി ഭാഗത്ത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ആൻസറും കാണാം. ഓക്കെ, ഇത് തിയറിറ്റിക്കലാണ്. അലോയ്സ് ഹാവ് ലാർജ് വാല്യൂസ് ഓഫ് യങ് സ്മോളസ് ദാൻ മെറ്റൽസ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ്. ഹുക്സ് ലോ സ്മോൾ ഡിഫോർമേഷൻ ആണ്. യങ്സ് മോഡുലസും ഷിയർ മോഡുലസും സോളിഡ്സിന് മാത്രമാണ്, ലിക്വിഡ്സിന് ഇല്ല. ബൾക്ക് മോഡുലസ് റെലവൻറ്റ് ഫോർ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ്. എല്ലാത്തിനെയും കംപ്രസ് ചെയ്യാൻ സാധിക്കും. അലോയ്സ് ഓഫ് സ്മോളർ വാല്യൂസ് ഓഫ് യങ്സ് മോഡുലസ്. ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. Ratio of temperature at which oxygen molecule have the same root mean square speed as that of the hydrogen molecule. ഇവിടെ പറയുന്നത് വെലോസിറ്റി ഓഫ് ഓക്സിജൻ എന്തായിരിക്കണം, വെലോസിറ്റി ഓഫ് ഹൈഡ്രജൻ ആണ്. ഇക്വേഷൻ എഴുതുക. റൂട്ട് 3RT of oxygen divided by molar mass of oxygen 32 ആണ്, equal to root of 3R temperature of hydrogen divided by molar mass 2 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൂട്ട് എടുത്ത് കളയാം. 3R കട്ട് ചെയ്ത് പോകും. T0/32 തന്നെ ആയിരിക്കണം, TH/2. ഇതിൻ്റെ അർത്ഥം T ഓഫ് ഓക്സിജൻ ആണ് ചോദിച്ചത്, അത് 16 ടൈംസ് T ഓഫ് ഹൈഡ്രജൻ ആണെന്ന് ആൻസർ കിട്ടും. ആ റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചത്, അത് 16:1 ആണ്. ക്വസ്റ്റ്യൻ 24 ഇല്ലേ, മിസ്സായതാണോ? പക്ഷേ ഞാൻ സ്ലൈഡ് പ്രിപ്പയർ ചെയ്തപ്പോൾ വന്ന മാറ്റമായിരിക്കാം. എനിവേ എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ചെയ്തത്. മേ ബി അത് ഒരു മിസ്റ്റേക്ക് വന്നതാകാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 24. മക്കളെ, അത് എനിക്ക് കിട്ടാനൊരു ഓപ്ഷൻ ഇല്ലല്ലോ. 24 ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. വേറെ ക്വസ്റ്റ്യനൊക്കെ ഓർഡറല്ലേ? ഇസ് ദെയർ എനി അതർ ഇഷ്യൂ വിത്ത് അതർ പേപ്പേഴ്സ്? ക്വസ്റ്റ്യൻ 24 ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ ചെയ്യാം. ക്വസ്റ്റ്യൻ 24 അതെനിക്ക് തോന്നുന്നത് മാറിപ്പോയെന്ന് തോന്നുന്നു അല്ലേ. ക്വസ്റ്റ്യൻ 24 ഓക്കെ, അതെനിക്കൊന്ന് മാറിയത്. എന്തായാലും കണ്ടിന്യൂ ചെയ്യട്ടെ. മീൻ ഫ്രീ പാത്ത് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ്, മീൻ ഫ്രീ പാത്തിന് ഇക്വേഷൻ പഠിച്ചു വെക്കുക. ലാംഡ ഈക്വൽ ടു 1/√2 πn d² ആണ്. ഇതിൽ d ഡയമീറ്റർ ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു നമ്പർ ഓഫ് മോളിക്യൂൾ പെർ യൂണിറ്റ് വോളിയം ആണ്. ഞങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു, സാരമില്ല, അത് ഞാൻ കറക്റ്റ് ചെയ്യാം. ഓക്കെ, ദ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ഓഫ് വാട്ടർ, ഇത് NCERTയിലെ വാല്യൂ ആണ്, 9R ആണ് അതിൻ്റെ ആൻസർ. ഡയറക്റ്റ് ചെയ്യുക. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഡിപ്പെൻസ് ഓൺ, ആവറേജ് കൈനറ്റിക് എനർജി ആസ് പെർ ലോ ഓഫ് ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി പ്രൊപ്പോർഷൻ ടു ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ 1 ആണ്. സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലേഷൻ അറ്റ് ഹയസ്റ്റ് പോയിന്റ്. മക്കളെ, ഒരു പ്രൊജക്ടൈലിൻ്റെ പ്രത്യേകത, അത് ഇങ്ങനെ പോകുമ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ഹൊറിസോണ്ടൽ അല്ലേ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. U cos θ ആണ്. ആക്സിലേഷൻ എങ്ങോട്ടാണ്? താഴേക്കാണ്. ആംഗിൾ ബിറ്റ്വീൻ ദം എത്രയാണ്? 90. രണ്ട് വെക്ടറുകൾ 90 ഡിഗ്രി ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് AB cos θ എന്ന് പഠിച്ചിട്ടില്ലേ. ഈ കോസ് 90 എത്രയായിരിക്കണം? 0 ആയിരിക്കണം. അതുകൊണ്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. പെർപെൻഡിക്കുലർ ആണ്, രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. നോൺ കൺസർവേറ്റീവായ ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ സ്പ്രിംഗ് ഫോഴ്സ് അല്ല, ഇലക്ട്രിക് ഫോഴ്സ് അല്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ല, ഫ്രിക്ഷണൽ ഫോഴ്സ് നോൺ കൺസർവേറ്റീവ് ആണ്. ഈ ഫ്രിക്ഷൻ്റെ പ്രത്യേകത, അതിന് ഈ കൈനറ്റിക് എനർജിയെ ഹീറ്റ് സൗണ്ടൊക്കെ ആയിട്ട് മാറ്റാം. കണ്ടില്ലേ, സൗണ്ട് കേട്ടല്ലോ. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ചൂട് അനുഭവപ്പെടും. അതിൻ്റെ അർത്ഥം അത് എനർജി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഫോഴ്സുകളാണ് നോൺ കൺസർവേറ്റീവ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻവോൾവ്സ് പോസിറ്റീവ് വർക്ക്. പോസിറ്റീവ് വർക്ക് വേണമെങ്കിൽ ഈ ഫോഴ്സ് നോക്കൂ, വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ F.S അല്ലേ, ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ FS cos θ എന്ന് കിട്ടും. വർക്ക് പോസിറ്റീവ് ആവണമെങ്കിൽ തീറ്റയുടെ വാല്യൂ ലെസ് ദാൻ 90 ആയിരിക്കണം, ഈക്വലോ ഗ്രേറ്റർ ദാൻ, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഏകദേശം ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവാണ്. ഇവിടെ നോക്കാം, ഇത് NCERTയിലെ സ്റ്റേറ്റ്മെൻറ്റാണ്. വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ ബൈ മീൻസ് ഓഫ് റോപ്പ് ടൈറ്റ് ടു ദ ബക്കറ്റ്. ഒരു ബക്കറ്റ് നോക്കൂ, നിങ്ങൾ സാധാരണ കണ്ടിട്ടില്ല, ഒരു ബക്കറ്റ് ഇതിൽ റോപ്പ് കെട്ടിയിട്ട്
നിങ്ങൾ മുകളിലേക്കാണല്ലോ ഇതിനെ വലിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണത്? മുകളിലേക്കാണ്. രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആയിരിക്കും. ഇതാണ് ആൻസർ. ബാക്കി എല്ലാ കേസിലും ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ആണ്, അതിലെല്ലാം നെഗറ്റീവ് വർക്കായിരിക്കും. ഓക്കെ, ശരി. പാർട്ട് ബി ആണ് മക്കളെ. A particle A and particle B have velocities 3 and 6 along two straight paths start from the same point. ഇതൊരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഒരു പോയിന്റിൽ നിന്ന് രണ്ട് പാർട്ടിക്കിളുകൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നു, സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. പ്രത്യേകത, ഇവരുടെ ഡയറക്ഷൻസ് 60 ഡിഗ്രിയിലാണ്. ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. രണ്ടാമത്തതിൻ്റെ എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇൻ 12 സെക്കൻഡ്, ടൈം 12 സെക്കൻഡിന് ശേഷം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ 12 സെക്കൻഡിന് ശേഷം എന്ന് പറയുമ്പം ഈ ആദ്യത്തെ പാർട്ടിക്കിൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വി ഇൻറ്റു ടി ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിളിന് സ്പീഡ് 3 ആണ്, ഇൻറ്റു 12 ചെയ്താൽ 36 ആയിരിക്കും. അത് ഫസ്റ്റ് വണ്. സെക്കൻഡ് വണ്ണിന് സ്പീഡ് 6 ആണ്, 12 ആണ്, അത് 72 ആയിരിക്കും. അതായത് ഫസ്റ്റ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരം വരും, സെക്കൻഡ് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് ഇത്രയും ദൂരം വരും. ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ നോക്കൂ. ഇത് 36 മീറ്റർ ആണ്, ഇത് 72 മീറ്റർ ആണ്. ഇവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഈ ഒരു വെക്ടർ അല്ലേ. ഇത് രണ്ട് വെക്ടറുകളുടെ ഡിഫറൻസിന് ഈക്വൽ ആണ്. കാരണം നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവണം, ഇതൊരു പാരലലോഗ്രാം ലോ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പാരലലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാം. ഇതിൽ വെക്ടറിൻ്റെ സം എന്ന് പറയുന്നത് ഈ ഒരു ഡയഗണലാണ്. ഇതാണ് വെക്ടറിൻ്റെ സമ്മ്. മറ്റേ ഡയഗണൽ വെക്ടറിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് രണ്ട് വെക്ടറുണ്ട്, ഒന്ന് 36, ഒന്ന് 72. ആംഗിൾ ബിറ്റ്വീൻ ദം എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ അടുത്ത ഷീറ്റിൽ ഞാനത് ചെയ്യാം, നോക്കിക്കോളൂ. ഡിഫറൻസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36 സ്ക്വയർ പ്ലസ് 72 സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab cos തീറ്റ മൈനസ് 2 ഇൻറ്റു 36 ഇൻറ്റു 72 ഇൻറ്റു cos 60 ആണ്. ഇത് ചെയ്താൽ മക്കളെ ഞാൻ സമയം കളയുന്നില്ല, 36 √3 മീറ്റർ കിട്ടും. അപ്പോൾ വെക്ടറിൻ്റെ ഡിഫറൻസ് ആണ്, എ മൈനസ് ബി ആണ്. ഇവിടെ ആ വെക്ടറിൻ്റെ സബ്ട്രാക്ഷൻ ഉപയോഗിക്കുക, വെക്ടർ എ മൈനസ് വെക്ടർ ബി. റിസൾട്ടൻ്റ് ആണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos തീറ്റ എന്ന് വരാം. ഡിഫറൻസ് എടുക്കുമ്പോൾ പ്ലസ് എ ബി അല്ല മൈനസ് 2ab എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അടുത്തത്. A ball is dropped from the top of a tower of height h equal to 125 meter. Ratio of the total distance. ഇത് ആദ്യം നോക്കുക. ഒരു ബോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു. എത്ര ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്? 125 മീറ്റർ എന്നാണ്. ആദ്യം എത്ര ടൈം എടുക്കുന്നത് കണ്ടുപിടിക്കാം. താഴെ വരാനുള്ള ടൈം എത്രയാണ്? √ 2h/g ആണ്. ഇത് √2 ഇൻറ്റു 125/10 എടുക്കാം. 10 ആണ് ജിയുടെ വാല്യൂ തന്നിരിക്കുന്നത്. 250 ദിസ് വിൽ ഗിവ് യു 5 സെക്കൻഡ്. 5 സെക്കൻഡാണ് താഴെ എത്തുന്നത്. പറയുന്നത് ചോദിച്ചിരിക്കുന്ന റേഷ്യോ എന്താണ്? ലാസ്റ്റ് സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ. ലാസ്റ്റ് സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്യുന്നു എന്നാണ് ചോദിച്ചത്. ലാസ്റ്റ് സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്യുന്നു, അതുപോലെ ഫസ്റ്റ് 3 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്യുന്നു. ലാസ്റ്റ് സെക്കൻഡിൽ നമ്മൾ കണ്ടുപിടിക്കാം. nth ഈക്വൽ ടു u പ്ലസ് എ ഇൻറ്റു n-1/2. ഇവിടെ u 0 ആണ്, എയുടെ വാല്യൂ ആക്സലേഷൻ റൂട്ട് ഗ്രാവിറ്റി 10 ആണ്, ഇൻറ്റു n 5 മൈനസ് 1/2. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് 4.5 ഇൻറ്റു 10 45 മീറ്റർ കിട്ടും. ലാസ്റ്റ് ഒരു സെക്കൻഡിൽ എത്രയാണത്? 45 മീറ്ററാണ്. ഇനി ആദ്യത്തെ 3 സെക്കൻഡിൽ എത്രയാണെന്ന് ചോദിക്കാൻ, അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എസ് ഈക്വൽ ut പ്ലസ് ഹാഫ് AT² ഉപയോഗിച്ചാൽ മതി. ut പ്ലസ് ഹാഫ് AT² ഉപയോഗിക്കുക. ഇത് 0 പ്ലസ് ഹാഫ് ഓഫ് എ 5 ആണ്, ഇൻറ്റു ആദ്യത്തെ 3 സെക്കൻഡ് നിങ്ങൾക്ക് കിട്ടുന്നത് 45 മീറ്ററാണ്. അതായത് ആദ്യത്തെ 3 സെക്കൻഡിൽ 45 മീറ്ററാണ്, അഞ്ചാമത്തെ സെക്കൻഡിലും 45 മീറ്ററാണ്. റേഷ്യോ ചോദിച്ചാൽ എത്ര കിട്ടുന്നത്? 1:1 കിട്ടും. ഓപ്ഷൻ 4 ആണ് ആൻസർ. വെരി ഗുഡ്. അമിന കറക്റ്റാണ്, അലിയ കറക്റ്റാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. 4th ഓപ്ഷനാണ് കറക്റ്റ്. ശരി. ഓക്കെ, അടുത്തത് 38. ഫോഴ്സ് F ഈക്വൽ ടു 10x. ഫോഴ്സ് തന്നിട്ടുണ്ട്. എത്രയാണത്? 10x പ്ലസ് 20 ന്യൂട്ടൺ. ഇതൊരു വേരിയബിൾ ഫോഴ്സ് ആണല്ലോ.
വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രേഷൻ വേണമെന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇൻ്റഗ്രേഷൻ വേണം. വേരിയബിൾ ആണെങ്കിൽ വർക്ക് ഡൺ ഇൻ്റഗ്രേഷൻ, വേറെ വഴിയൊന്നുമില്ല. എന്ത് ഇതിലും കാര്യം ഇൻ്റഗ്രേഷൻ തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്താ? എഫ് ഡി എക്സ് ആണ്. ഇത് ഇൻ്റഗ്രൽ 10x + 20 dx ചെയ്തിട്ട് ഇൻ്റഗ്രൽ -1 to 1 കൊടുക്കുക. ഓക്കെ, ദിസ് വിൽ ഗിവ് യു 10x² / 2 + 20x ബിറ്റ്വീൻ ദ ലിമിറ്റ് -1 to 1 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഞാനത് ചെയ്ത് സമയം കളയുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 40 ജൂളാണ്. ഓപ്ഷൻ 1 കിട്ടും. ഇൻ്റഗ്രേഷൻ്റെ ബേസ് ആ ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് ദയവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് സ്നേഹം വാരി വിതറിക്കോളൂ. ഓക്കെ, ഓക്കെ. അടുത്തത്, a square frame is made of identical rods, each of mass m and length d. Moment of inertia of this frame about, അപ്പോൾ ആദ്യത്തെ ഭാഗം അങ്ങ് ചെയ്ത് നോക്കട്ടെ. ഒരു സ്ക്വയർ ഫ്രെയിമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ക്വയർ ഫ്രെയിം. ഈ സ്ക്വയർ ഫ്രെയിമിൻ്റെ 4 സൈഡും ഒരേ മെറ്റീരിയലാണ്, ഒരേ ലെങ്ത് ആണ്, ഒരേ മാസാണ്. അപ്പോൾ ഇതിൻ്റെ മാസ് m ആണ്, ഇതിൻ്റെ d ആണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് ഫ്രെയിം എബൌട്ട് ആൻ ആക്സിസ്. ആക്സിസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഈ ആക്സിസ് എവിടെയാണ്? സെൻറ്ററിലൂടെയാണ്. അതിന് പെർപെൻഡിക്കുലറാണ്. ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം സെൻറ്ററിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 4 × മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് 1 സൈഡാണ്. ഒരു സൈഡിൻ്റെത് കണ്ടുപിടിക്കുക, × 4 ചെയ്താൽ മതി. ഇനി ഒരു സൈഡിൻ്റെത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് റോഡ്. ഇതിൻ്റെ മാസ് എത്രയാണ്? m. ഡിസ്റ്റൻസ് എത്രയാണ്? d. ഇനി ആക്സിസ് ഇവിടെയാണ്. ഈ ആക്സിസിൽ നിന്ന് ഇതിലേക്കുള്ള ദൂരം നോക്കുക. ഇത് സൈഡിൻ്റെ പകുതിയല്ലേ? നോക്കൂ, ഈ ആദ്യത്തെ പിക്ചറിൽ നോക്കിയാൽ മതി. ഈ ദൂരം, ഇത് ഡിയുടെ പകുതിയാണ് അല്ലേ? നിങ്ങളിവിടെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുക. പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്, പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഒരു സെറ്റ് ഇത് ഇങ്ങോട്ട് വെക്കട്ടെ. പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുക. I = ICM + MD²L. ഇതല്ല ഇക്വേഷൻ. ഇതിൽ ICM എന്ന് പറയുന്നത് റോഡിൻ്റെ സെൻറ്ററിലാണ് ആക്സിസ് കിടക്കുന്നത്. അപ്പോൾ റോഡിൻ്റെ സെൻറ്റർ ആണെങ്കിൽ എത്ര കിട്ടുന്നത്? ML² / 12 എന്നുള്ളതിന് ഇവിടെ MD² / 12 എന്ന് എഴുതാം. പ്ലസ് m × 2 ആക്സിസുകൾ തമ്മിലുള്ള ദൂരത്തിനെയാണ് d/2². ഈ ആദ്യത്തെ ഇക്വേഷനിലെ ഡിയും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ. പ്ലസ് mx² എന്ന് പറയാം. x ആണ് നമ്മുടെ d. x = d/2 ആണ്. This will give you md² / 12 plus md² / 4. ഇത് ആഡ് ചെയ്താൽ 12 + 4 16/48 md² കിട്ടും. ഇതെത്രയാണ്? ഇത് md² / 3 ആണ് കിട്ടുന്നത്. ഇത് ഒരു സൈഡിൻ്റെതാണ്. അങ്ങനെ 4 സൈഡുണ്ട്. അപ്പം ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ 4 × md² / 3 ആണ്. ഇത് I of 1 സൈഡാണ്. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓപ്ഷൻ 4 കിട്ടും. 4/3 md² കിട്ടും. 4/3 md² ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ടു കാൽക്കുലേറ്റ് ദ ഡിഫറൻസ്. മക്കളെ ഇത് തിയറിയാണ്, NCERT-യിലുള്ളതാണ്. സാധാരണ പൊട്ടൻഷ്യൽ എനർജിയുടെ 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് MGH ഉണ്ട്, മൈനൊന്ന് GMM/R എന്ന ഇക്വേഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഈ ഇക്വേഷൻ ആണ് കറക്റ്റ്. ആദ്യത്തേത് സ്മോൾ ഹൈറ്റിന് മാത്രമാണ്. അതായത് ഈ mg(R2 - R1) എന്ന് പറയുന്നത് സ്മോൾ ഹൈറ്റിന് മാത്രമാണ്. അപ്പോൾ നമുക്ക് സ്മോൾ ആണോ എന്ന് അറിയില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഏത് സ്റ്റുഡൻ്റാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ സ്റ്റുഡൻറ്റ് A ഗെറ്റ്സ് മോർ ആക്യുറേറ്റ് റിസൾട്ട്. അതാണ് കൂടുതൽ കറക്റ്റായ ആൻസർ. NCERT ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. NCERT-യിലെ എക്സസൈസിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. According to the law of equipartition of energy, 1 mole of polyatomic molecule at temperature T with 3 translational, 3 rotational degrees of freedom and a certain number of, ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ മക്കളെ. ഇതിൽ 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രി ഉണ്ട്, 3 റൊട്ടേഷണൽ ഡിഗ്രി ഉണ്ട്, പിന്നെ ഉള്ളത് F വൈബ്രേഷൻ ആണ്. ഒരു വൈബ്രേഷന് കൈനറ്റിക് പൊട്ടൻഷ്യൽ അങ്ങനെ 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ടെന്ന് പഠിക്കുക. ഒരു വൈബ്രേഷന് 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇവിടെ F വൈബ്രേഷൻ മോഡ് ഉണ്ടെങ്കിൽ അതിന് 2 × F ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ ആ ഗ്യാസിൻ്റെ ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇതാണ്. എത്രയാണത്? 6 + 2F ആണ് ടോട്ടൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ഇതിൻ്റെ എനർജി, ഈക്വിപാർട്ടീഷൻ ഓഫ് എനർജി അനുസരിച്ചിട്ട് 1 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന് 1/2 kBT ആണ്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ 1/2 kBT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ഹാഫ് KBT കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വൺ സെക്കൻഡ്, ഇത്രയും ഡിഗ്രി ഓഫ് ഫ്രീഡം ആണുള്ളത്. ചോദിക്കുന്നത് ഇൻറ്റേർണൽ എനർജി യു ആണ്. അപ്പോൾ ഇതിൽ ഒരു അവഗാഡ്രോ നമ്പറോട് ഒരു മോളായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ഇത് ഒരു മോളിക്യൂളിൻ്റെതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതൊരു മോളിക്യൂളിൻ്റേതാണ്. ഓപ്ഷൻ നോക്കുമ്പോഴെല്ലാം അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണാം. അതിൻ്റെ അകത്ത് ഒരു മോളിൻ്റെതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 3 + F ഇൻറ്റു NKBT എന്ന ആൻസർ കിട്ടും. NCERT-യിലുള്ളതാണ്, പുറമേ നിന്നുള്ളതൊന്നുമല്ല, NCERT-യിലുള്ളതാണ്. ഇതിലാകെ വേണ്ടത് അവഗാഡ്രോ നമ്പർ തന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ല. അത് ഒരു മോളിനാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു മോളിക്യൂളിൻ്റെതാണ് ആദ്യം എഴുതിയത്. അത് നമ്പർ ഓഫ് മോളിക്യൂൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു മോളിൻ്റേത് കിട്ടും. ഓക്കെ, N × KB എന്ന് വെച്ചാൽ RT ആണ്. അത് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതിനെ 3 + F ഇൻറ്റു RT എന്നും എഴുതാം. ഓക്കെ, കമ്പ്യൂട്ട് ദ ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ. ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നത് -ΔP/ΔV/V എന്നാണ്. അല്ലെങ്കിൽ ഇതിന് -ΔP × V/ΔV എന്നാണ്. ΔV എന്തായിരിക്കണം? അത് ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം ആയിരിക്കണം, ഇല്ലേ? ഇനീഷ്യൽ വോള്യം ആണ് V. അപ്പോൾ ഇത് എഴുതുന്നത് നോക്കൂ, ഇവിടെ പ്രഷറിൻ്റെ ഇൻക്രീസ് ആണ് P തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് -P, ആ പ്രഷർ ΔPക്ക് പകരം P എന്ന് എഴുതുക. ഫൈനൽ വോള്യം ഇനീഷ്യൽ വോള്യമാണ് ഇവിടെ എഴുതുന്നത് V1 ആണ്. താഴെ ചേഞ്ച് ഇൻ വോള്യം എഴുതുക V2 - V1. പക്ഷേ ഇവിടെ മൈനസ് സൈൻ ഇട്ടിട്ടില്ല. ഈ മൈനസ് സൈൻ അതിൻ്റെ റിഡക്ഷൻ എന്ന് കാണിക്കാനാണ്. അപ്പോൾ ന്യൂമറിക്കലി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓപ്ഷൻ 3 എടുത്താൽ ഓപ്ഷൻ 3 ആയിരിക്കും ഇവിടെയുള്ള ബെസ്റ്റ് ആൻസർ. വേറെ എവിടെയും മൈനസ് സൈൻ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. 1 മോൾ എന്ന് ക്വസ്റ്റ്യനിലുണ്ട് സാർ. ഞാൻ കണ്ടില്ലല്ലോ മക്കളെ. ഓ സോറി, ഞാനത് കണ്ടില്ല കേട്ടോ. 1 മോൾ എന്ന് അതിലുണ്ട്, 1 മോൾ എന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ആരാത് പറഞ്ഞത് എന്നോട്? D, ഹൂവർ ഇറ്റ് ഈസ്. താങ്ക് യു സോ മച്ച്. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ, ആ ഒരു പാട്ട് വായിച്ചില്ല. അപ്പോൾ കറക്റ്റാണ് മക്കളെ. 1 മോൾ ആയതുകൊണ്ട് അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. വേറെ സംശയമൊന്നുമില്ല. നോ കൺഫ്യൂഷൻ, ഓൺലി ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. ശരി, അടുത്തത് NCERT-യിലെ ഗ്രാഫാണ്. 43 ഫിഗർ ഷോസ് സ്ട്രെയിൻ സ്ട്രെസ്. ഈൽഡ് സ്ട്രെങ്ത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഈൽഡ് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിന് നേരെയുള്ള സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലാസ്റ്റിക് ലിമിറ്റിന് നേരെയുള്ളത്. പക്ഷേ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ആ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ അവസാനിക്കുന്ന പോയിൻ്റാണ്. അത് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് അപ്രോക്സിമേറ്റ് എന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ എടുക്കുക. ആ വാല്യൂ എത്രയാണ്? 300 ആണ്. ഇൻറ്റു 10⁶ Nm/m² ആണ്. ഇതിനെ 3 × 10⁸ എന്ന് എഴുതിയാൽ ഓപ്ഷൻ 3 കിട്ടും. കറക്റ്റ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്തത് ടോർക്ക് ഓഫ് ഞാൻ ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്തേക്കാം. ടോർക്ക് തന്നിട്ടുണ്ട് 12 × 10⁻². SI യൂണിറ്റ് ആണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നിട്ടുണ്ട്, അത് 2 × 10⁻². ആണ്. സെറ്റല്ലേ? അതുകൊണ്ട് ആൽഫ കണ്ടുപിടിക്കാം. ടോർക്കിന് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12/2 നിങ്ങൾക്ക് 6 rad/s² കിട്ടും ആൽഫ. സെറ്റായല്ലോ? ചോദ്യം ടൈം ടേക്കൺ ടു കം ടു റെസ്റ്റ് ആണ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആക്സലേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ω = ω0 + α t എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ω ഫൈനൽ എത്രയായിരിക്കണം? 0 ആയിരിക്കണം. ഇതിൻ്റെ അർത്ഥം 0 = ω0. ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി എത്രയാണ്? 6 തന്നിട്ടുണ്ട്. ഇനീഷ്യൽ 6 ആണ്. പിന്നെ ഇത് റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ ആയതുകൊണ്ട് മൈനസ് കൊടുക്കുക. ആൽഫ എത്രയാണ്? 6 × t കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 6t = 6 കിട്ടും. t = 1 സെക്കൻഡ് കിട്ടും. മക്കളെ, v = u + at എന്നുള്ള ഇക്വേഷൻ്റെ മറ്റൊരു ഫോമാണ് ω = ω0 + α t. അത് തന്നെയാണ് ഇത് റൊട്ടേഷൻ ആണെന്ന് മാത്രം, വേറെ ഒരു ടെൻഷനും അതിന് വേണ്ട. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ D ആണ് മക്കളെ. വെരി ഗുഡ്, ഐ എം സോ ഹാപ്പി. നന്നായി. ഇനി മക്കളെ കുറച്ച് ചിന്നിച്ചിതറുന്ന എന്തെങ്കിലുമൊക്കെ ഇടി ചാറ്റ് ബോക്സിൽ. ചാറ്റ് ബോക്സ് ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നു. അതിലൊന്നുമില്ല. ഭയങ്കര Dയും Aയും Bയും ഒക്കെ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും കളർഫുൾ ആക്കണ്ടേ ചാറ്റ് ബോക്സ്? മേക്ക് ഇറ്റ് കളർഫുൾ ചാറ്റ് ബോക്സ്. ഒന്ന് അടിപൊളിയാക്കും, കളർഫുൾ ആക്കും ചാറ്റ് ബോക്സ്. ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്യാം, കളർഫുൾ ആക്കി. ഓക്കെ,
ശരി, അടുത്തത് 45th വൺ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ റോഡ് ഓഫ് മാസ് 2m ആൻഡ് ലെങ്ത് 12 അബൌട്ട് ദ മിഡ് പോയിന്റ് ഈസ് I1. ഒരു റോഡ്, ഇതിൻ്റെ സെൻറ്ററിലാണ് ആക്സിസ്, ഇതിൻ്റെ മാസ് 2m ആണ്, ലെങ്ത് 12 ആണ്. ഓ അടിപൊളി, താങ്ക് യു സോ മച്ച്, അടിപൊളി, കളർഫുള്ളായി. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടും, വെറൈറ്റി ആയിട്ട്. ഇപ്പോൾ സാധാരണ കാണുന്ന അല്ലാത്ത വെറൈറ്റി സാധനങ്ങൾ ഇടും, വെറൈറ്റി ആയിട്ട്. നമുക്ക് വെറൈറ്റി ഇട്ടിട്ട് മത്സരിച്ചാലോ, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങളുണ്ടാവും. എന്താണുള്ളതെന്ന് കാണുന്നില്ല, വെറൈറ്റി ടൈപ്പ് ഇടുക. നിങ്ങൾ ഡോക്ടർമാർക്ക് പറ്റിയൊരു സാധനം ഞാൻ വിട്ടിട്ടുണ്ട്, ഇപ്പോൾ വരും, ഡോക്ടേഴ്സിന് പറ്റിയൊരു സാധനം. നിങ്ങൾ ഹൃദയത്തിൽ, അയ്യോ ഇത് പോസ്റ്റ് ആവുന്നില്ലല്ലോ, ഞാൻ പോസ്റ്റായി. യെസ്, വന്നു കിട്ടിയില്ലേ? അതൊരു വെറൈറ്റി സാധനമാണ്, അതൊരു വെറൈറ്റി സാധനം കിട്ടി. എൻ്റെ സ്ക്രീൻ എൻ്റെ ഒന്ന് ശ്രദ്ധി, അതൊന്നും നിങ്ങൾ നോക്കാൻ പാടില്ല, നിങ്ങളതൊന്നും നോക്കരുത്, നിങ്ങൾ ചുമ്മാ അടിച്ചാൽ മതി. ഓക്കെ, ശരി മക്കളെ. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് റോഡ് 2m ആണ്, 12 ആണ് ലെങ്ത്. ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചത് എന്താണെന്ന് അറിയാമോ? ml²/12 എന്നാണ് ഇക്വേഷൻ പഠിച്ചത്. ഇവിടെ എമ്മിന് പകരം എത്ര കൊടുക്കണം? 2m കൊടുക്കണം. എല്ലിന് പകരം എത്ര കൊടുക്കണം? 12 കൊടുത്ത് സ്ക്വയർ ചെയ്യണം, /12 ചെയ്യുക. എത്ര കിട്ടുന്നത്? 2m × 4l² /12 ആണ്. അപ്പം 4 12 3 കിട്ടും. 4 × 2 8/12 ആണ്. 8/12 2/3 ആണ്. സോ ഗീവ് യു 2/3 ml² ആണ് I1. 2/3 ml² ആണ്. ഇസ് ദാറ്റ്സ് ഓക്കെ? അടുത്ത I2 എന്താണെന്ന് നോക്കൂ. അതൊരു സിംഗിൾ പാവം റോഡാണ്. അതിൻ്റെ മാസ് എത്രയാണ്? m ആണ്. ലെങ്ത് എത്രയാണ്? l ആണ്. ഇതിൻ്റെ ആക്സിസ് എവിടെയുള്ളതെന്ന് അറിയാമോ? ഒരു സൈഡിലൂടെയാണ്, പെർപെൻഡിക്കുലർ ആൻഡ് പാസിംഗ് ടു വൺ എൻഡ് ആണ്. നിങ്ങളിത് പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. I2 എന്ന് പറയുന്നത് ml²/3 ആണ്. ml²/3 ആണ്. അപ്പോൾ എന്താണ് റിലേഷൻ? I1 എന്ന് പറയുന്നത് 2I2 ആണ്. ഇനി ഇതിനൊരു വേറെ കോമഡി കൂടെ പറഞ്ഞുതരാം. എന്താ? ഒരു വലിയ റോഡിനെ കുറിച്ചല്ലേ പറയുന്നത്, അത് 2 റോഡുകളുടെ ജോയിൻ്റ് അല്ലേ. അപ്പം ഇതിൽ ഒരു ഭാഗത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഡബിൾ ആയിരിക്കണം 2 എണ്ണത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ml²/3 ആണ്. അതിന് ആക്സ് ഒരു സൈഡ് കൂടിയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലിന് എത്രയാണ്? ഡബിൾ ആയിരിക്കണം, അത് 2ml²/3 ആയിരിക്കണം. ഓക്കെ, ഓക്കെ ശരി. അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ. കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് ആണ് ചോദിക്കുന്നത്. കൈനറ്റിക് എനർജിയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ = F.S ആണ്. മക്കളെ F.S അങ്ങ് ചെയ്താൽ മതി. F.S ചെയ്താൽ നിങ്ങൾക്ക് 2 × 4 8 കിട്ടും, -4 × 1 -4 കിട്ടും, -2 × 7 -14. 8 - 4 -14 ആണ്. -8 -10 ജൂളാണ് ആൻസർ. ഓപ്ഷൻ 4 ആണ്. ഡയറക്റ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വരട്ടില്ലേ. മെയ് 7-ാം തീയതി ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് തുറക്കുമ്പോഴേ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണെങ്കിലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണെങ്കിലോ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, എന്ത് കണ്ടാലും ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് ശരിക്കുമില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതെങ്ങാനൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചാനലിൽ അടിച്ചു പൊളിച്ചേനെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിനും പ്രശ്നമുണ്ട് അല്ലേ, ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എക്സാം ക്യാൻസൽ ആവാനൊരു സാധ്യതയുണ്ട്. വേണ്ട, എനിക്കറിയാമെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. മക്കളെ, എ സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ ഗ്രൗണ്ട് വിത്ത് സ്പീഡ് 30 m/s ആൻഡ് ആൻ ആംഗിൾ ഓഫ് 60 degree വിത്ത് ദ ഹൊറിസോണ്ടൽ. അതായത് ഇത് ഗ്രൗണ്ടാണ്. ഇവിടെ നിന്നൊരു സ്റ്റോൺ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു, ഇത് എവിടെയെങ്കിലും പോയി വീഴും. അറ്റ് ദ സെയിം ടൈം another stone is projected from the ground with the speed 20 angle 30 with the horizontal in the same direction. അപ്പം നമ്മൾ ആദ്യം ഒരു കല്ലിങ്ങനെ എറിഞ്ഞു, അതേ സമയത്ത് മറ്റൊരു കല്ല് എറിയുന്നുണ്ട്. ഇവിടുന്ന് അതേ ഡയറക്ഷനിലാണ് എറിയുന്നത്. ഫ്രം എ ഡിഫറെൻറ്റ് പോയിന്റ്, മറ്റൊരു സ്ഥലത്തു നിന്ന് എറിഞ്ഞു, അതായത് ഇവിടെ നിന്ന് എറിഞ്ഞു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? രണ്ടും 2 stones strike the same point on ground. രണ്ടും ഗ്രൗണ്ടിൽ പോയിട്ട് ഒറ്റ സ്ഥലത്ത് വീഴിച്ചു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ. ഇവർ പ്രൊജക്റ്റ് ചെയ്ത പോയിന്റുകൾ ഇത് രണ്ടുമാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അത് വളരെ സിമ്പിൾ അല്ലേ. ഈ ദൂരം എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റെ റേഞ്ചാണ്, ഇത് രണ്ടാമത്തേതിൻ്റെ റേഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 - R2 ആണ്.
ഇനി R1 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? R1 ഉറപ്പായിട്ട് പറഞ്ഞു തരണേ, ഞങ്ങൾ പാവമല്ലേ മക്കളെ? നിങ്ങൾ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡിയോ എല്ലാവരും പാവങ്ങളാണ്, എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്യും, അതിനൊരു ടെൻഷനേ വേണ്ട എല്ലാവർക്കും. R1ൻ്റെ ഇക്വേഷൻ എന്താണ്? U സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഡയറക്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 30 സ്ക്വയർ സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 120 ആയിരിക്കും, ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 10 ആണ്. ഇത് എത്ര കിട്ടുന്നത്? സൈൻ 120യുടെ വാല്യൂ അറിയണം അല്ലേ? 30 സ്ക്വയർ എന്ന് പറയുമ്പോൾ 900/10 ഇൻറ്റു √3/2 ആണ്. അപ്പോൾ 10 പോയി 45√3 കിട്ടും. ആദ്യത്തേതിൻ്റെ റേഞ്ച് 45√3 ആണ്. ഇനി രണ്ടാമത്തേതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. രണ്ടാമത്തേതിൻ്റെ റേഞ്ച് R2 എന്ന് പറയുന്നത് 20 സ്ക്വയർ ഇൻറ്റു സൈൻ 60 ആണ്. സൈൻ 60 അതായത് സൈൻ 30യുടെ ഡബിൾ സൈൻ 2 തീറ്റ, അത് √3/2 ആണ്, ഡിവൈഡ് ബൈ G 10 ആണ്. അപ്പോൾ 400/10 40 ഇൻറ്റു √3/2 ആണ് കിട്ടുന്നത്, 20√3 ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേഞ്ച്, ഒന്നിൻ്റെ റേഞ്ച് 45√3 ആണ്. R1 45√3 മൈനസ് 20√3 ആണ്. എത്ര കിട്ടുന്നത്? 25√3 ആണ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇതൊക്കെ യെസ്, ഓപ്ഷൻ ഡി 25√3 ആണ്. വെരി ഗുഡ്, കറക്റ്റാണ്, വെരി ഗുഡ്. സൈലിമീൻസിന് മാത്രം പറഞ്ഞു തന്നാൽ മതിയെന്ന്, അതൊരു വലിയ കോൺഫ്ലിക്റ്റ് ആണ്. സൈലിമീൻസിന് മാത്രം പറഞ്ഞാൽ മതി, എല്ലാം നമ്മുടെ സ്റ്റുഡൻസ് അല്ലേ, മറ്റുള്ളവരും ഇതുപോലെ അല്ലേ, പക്ഷേ മറ്റുള്ളവർ നമ്മുടെ അടുത്തല്ലല്ലോ പഠിക്കുന്നു, അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊരു ഭയങ്കര പ്രശ്നമാണ്. പേഴ്സണലി എല്ലാവരും അറിയണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷേ പ്രൊഫഷണലി എനിക്കത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അയ്യോ, സ്ക്വയർ ഇക്വേഷൻ എഴുതിയപ്പോൾ ഉണ്ടായിരുന്നു, ബട്ട് ആൻസർ എഴുതിയപ്പോൾ സാധാരണ സംഭവിക്കുന്നതാണ്. തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ആ സ്ക്വയർ ഇല്ലാത്തതൊക്കെ ചിലപ്പോൾ എഴുതി പോകും. സാരമില്ല, സ്ക്വയർ √2 സംശയമാണ്, സാരമില്ല, ശ്രമിക്കുക. ഈച്ച് ഓഫ് ദ മാസസ് ഇൻ ദ ഗിവൺ സിസ്റ്റം ഹാസ് ആൻ ആക്സിലേഷൻ G/3. ആക്സിലേഷൻ തന്നിട്ടുണ്ട്, G/3 ആണ്. അതായത് ഇതിൽ 10 താഴേക്കും ഇത് മുകളിലേക്കും ആയിരിക്കും പോകുന്ന ആക്സിലേഷൻ G/3 തന്നിട്ട്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു G ആണ് ആക്സിലേഷൻ. ഇതാണ് ആദ്യത്തെ ആക്സിലേഷൻ. രണ്ടാമത് എന്താ വെച്ചാൽ സംഭവിക്കുന്നു, 2 മാസം ഡബിൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാം 2M1 മൈനസ് 2M2 ബൈ 2M1 പ്ലസ് 2M2 ഇൻറ്റു G ആണ്. ഇതിൽ 2 പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇത് 2 ഇൻറ്റു M1 മൈനസ് M2 ഇൻറ്റു G ബൈ 2 ഇൻറ്റു M1 പ്ലസ് M2 ആണ്. കട്ട് ചെയ്തു പോയാൽ ഇത് A1 തന്നെയല്ലേ, അപ്പോൾ A2 A1 ഈക്വൽ ആണ്. എത്രയാണ്? G/3 ആണ്. ഓപ്ഷൻ എ ആണ്. വെരി ഗുഡ്, ഓപ്ഷൻ എ ആണ്. 49 ഒരു ക്വസ്റ്റ്യൻ കൂട്ടുള്ള. A stone is thrown horizontally from the edge of a cliff. ഒരു ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്റ്റോൺ എറിയുന്നു, ഇങ്ങനെ എറിയുന്നു, അതിങ്ങനെ താഴെ വീഴുന്നു. ഇതെന്ത് പ്രൊജക്ഷനാണെന്ന് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്രൊജക്ഷനാണ്. ചോദ്യം ടൈം ടേക്കൺ ആണ് ചോദിക്കുന്നത്. ടൈം ടേക്കൺ എത്രയാ? √2h/g അല്ലേ മക്കളെ? അത് √2 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 500. ജിയുടെ വാല്യൂ എത്രയാ? 10 ആണ്. 1000/10 100. 100ൻ്റെ റൂട്ട് എത്രയാ? 10 സെക്കൻഡ്. 10 സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. 10 സെക്കൻഡിൻ്റെ ഓപ്ഷൻ ഉണ്ടോ നോക്കൂ. ആ ഓപ്ഷൻ 1 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ അടുത്തത് ചെയ്താൽ മതി. അടുത്തത് വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ടൈൽ ഏതാണ് നോക്കൂ. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്നാണ് പറഞ്ഞത്. ഹൊറിസോണ്ടൽ വെലോസിറ്റിയുടെ പ്രത്യേകത അത് തിരുത്തമാട്ടെ, അത് ചേഞ്ച് ആവില്ല. ഓക്കെ, അത് ചേഞ്ച് ആവുന്നില്ല. ഇനീഷ്യൽ എത്രയാണോ അത് തന്നെ ആയിരിക്കണം, 15 ആയിരിക്കണം. വെലോസിറ്റി ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് 15 ആണ്. ആൻസർ 10 സെക്കൻഡും 15 മീറ്റർ പെർ സെക്കൻഡുമാണ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വയർ ഈസ് സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക്കലി ടു പ്രൊഡ്യൂസ് ഇലോങ്ങേഷൻ ഈക്വൽ ടു 1/10. ഇലോങ്ങേഷൻ ഈക്വൽ ടു 1/100th ഓഫ് ദ ലെങ്ത് ആണ്. അതിൻ്റെ അർത്ഥം സ്ട്രെയിൻ ΔL/L എത്രയാണ്? 1/100 ആണ്. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു y ഇൻറ്റു സ്ട്രെയിൻ സ്ക്വയർ ആണ്. ഹാഫ് ടൈംസ് 10⁻11 ടൈംസ് 1/100ൻ്റെ സ്ക്വയർ ആണ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലേ? 0.5 ഇൻറ്റു 11/4 10⁻7 ആണ് കിട്ടേണ്ടത്. ഇത് അപ്രോക്സിമേറ്റ്ലി 10⁻7 ജൂൾ പെർ മീറ്റർ ക്യൂബ് എന്ന് പറയാം. 0.5ന് അപ്രോക്സിമേറ്റ് ഇത് അങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 4 ആണ്.
അതോടെ നമ്മുടെ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി, സോറി. അത് നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. തൽക്കാലം നിങ്ങൾക്ക് കെമിസ്ട്രി പേപ്പറുമായിട്ട് നമ്മുടെ അനൂപ് സാർ ഇത് വെയിറ്റിംഗ് ആണ്. അനൂപ് സാർ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും ഐ വെൽക്കം അനൂപ് സാർ. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ് മക്കളെ. ടാറ്റാ. Hello everyone, am I audible to you? And is my screen visible to you? On the comment box, comment cheyamo. Hello. Yes. Hi. Yes, hi. ഓഡിബിൾ അല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ കെമിസ്ട്രി എക്സാം? നിങ്ങളുടെ കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഈസി ആയിരുന്നോ? മോഡറേറ്റ് ആയിരുന്നോ? ടഫ് ആയിരുന്നോ? ഓർഗാനിക് കെമിസ്ട്രി പോർഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി പോർഷൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വേഗം തുടങ്ങാം അല്ലേ നമുക്ക്? യെസ്, വിഷ്ണുപ്രിയ പറയുന്നു വേഗം തുടങ്ങാം, നമുക്കധികം ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി, നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. ഓക്കെ, ലെറ്റ് us നോട്ട് വേസ്റ്റ് മച്ച് ടൈം. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും ക്വസ്റ്റ്യനൊക്കെ നല്ലതായിട്ട് എഴുതി കാണുമെന്ന് ഞാൻ കരുതുന്നു. ശരി, മോഡറേറ്റ്, ഓർഗാനിക് ഈസി ആയിരുന്നു, സൂപ്പറായിരുന്നു എന്ന് പറയുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, കുറേ പേര് മോഡറേറ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ശരി, നമുക്ക് നോക്കാം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഡിസ്കഷൻ വേണമായിരിക്കും. അപ്പോൾ നമുക്കത് വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ശരി, നോക്കൂ. In the first order decomposition of hydrogen peroxide, the temperature dependent rate constant was found to follow the equation log K is equal to minus 2000 by T plus 6. The pre-exponential factor A and activation at GEA respectively are. Okay, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയാം അല്ലേ? നമുക്കറിയാം K is equal to എന്താണ്? K is equal to A e raised to minus EA by RT ആണ്. നമ്മൾ പഠിച്ച അരീനിയസ് ഇക്വേഷൻ ആണ് അല്ലേ? രണ്ട് സൈഡിൽ ഞാൻ ലോഗ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? ln K is equal to ln A minus EA by RT log E എന്ന് കിട്ടും. എന്താ ലോഗ് ഇ എന്ന് പറഞ്ഞാൽ? ലോഗ് ഇ നിങ്ങൾക്ക് അറിയാം 1 ആണ്. ഓക്കെ, സോ ലോഗ് എ മൈനസ് EA by RT എന്ന് കിട്ടും അല്ലേ? സോ ഇവിടെ ലോഗരിതത്തിൻ്റെ ബേസ് ഇ ആണ്. ബേസ് 10 ആക്കണമെങ്കിൽ നിങ്ങൾ 2.303 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം നിങ്ങൾക്ക് അറിയാം. സോ ലോഗ് കെ ഈസ് ഈക്വൽ ടു ലോഗ് എ മൈനസ് EA ഡിവൈഡഡ് ബൈ 2.303 RT എന്ന് വരും. ഓക്കെ, സോ ആ ഒരു ഫോമിലാണ് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ അല്ലേ?
നോക്കൂ ലോഗ് കെ ഈസ് ഈക്വൽ ടു എന്താ തന്നിരിക്കുന്നത്, ലോഗ് കെ ഈസ് ഈക്വൽ ടു 6 ഓക്കെ മൈനസ് 2000/t 6 മൈനസ് 2000/t. അപ്പം നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പം ലോഗ് കെയുടെ സ്ഥാനത്ത് എന്താണ്, ലോഗ് കെ തന്നെയാണ്. ലോഗ് എയുടെ സ്ഥാനത്ത് ആരായിരിക്കുന്നത്, 6 ആണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം എനിക്ക് എഴുതാൻ പറ്റും ലോഗ് എ ഈസ് ഈക്വൽ ടു 6 ആണ്. ലോഗ് എ 6 ആണെങ്കിൽ എന്താണ് എയുടെ വാല്യൂ, എ ഈസ് ഈക്വൽ ടു 10⁻6 ആണ്. ലോഗ് എ 6 ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 10⁻6 ആണ്. അത് പറഞ്ഞപ്പോഴേ ആൻസർ ആയോ, ഇല്ല, അത് പറഞ്ഞപ്പോൾ ആൻസർ ആയില്ല അല്ലേ. കാരണം എയിലും ബിയിലും സിയിലും ഒക്കെ അതാണ് പറയുന്നത്. ഓക്കെ, എയുടെ വാല്യൂ 10⁻6 ആണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് എന്താ അറിയാം, EA ഡിവൈഡഡ് ബൈ 2.303 R എന്ന് പറയുന്നത് എന്താണ്, അത് 2000 ആണെന്നല്ലേ പറയുന്നത്. EA ഡിവൈഡഡ് ബൈ 2.303 R ഇത് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇത് കമ്പയർ ചെയ്യാം. അപ്പം EA ഡിവൈഡഡ് ബൈ 2.303 R സ്ഥാനത്ത് ആരാ, 2000 ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് ആക്ടിവേഷൻ എനർജി, ആക്ടിവേഷൻ എനർജി എനിക്ക് എന്തിനാണ് വേണ്ടത്, കിലോ ജൂളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 6 കിലോ ജൂളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. 2000 ഇൻറ്റു 2.303 അല്ലെങ്കിൽ 2.3 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 8.314 ഇൻറ്റു 10⁻³ കിലോ ജൂൾ എന്ന് കൊടുക്കുക. 10⁻³ 10⁻³ നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ബാക്കി എന്താ വരിക, 2 ഇൻറ്റു 2.3 എന്ന് പറഞ്ഞാൽ 4.6 ഇൻറ്റു 8.314 എന്ന് വരും അല്ലേ. 4×8 32 അപ്പോൾ 32നേക്കാൾ കുറച്ചും കൂടെ കൂടിയൊരു വാല്യൂ ആയിരിക്കും. 32നേക്കാൾ കുറച്ചും കൂടെ കൂടിയ വാല്യൂ എന്ന് പറയുന്നത് ആയിരിക്കും 38.3 കിലോ ജൂൾ ആയിരിക്കും അല്ലേ. ഡെഫിനറ്റ്ലി ഇത് ചെയ്യുമ്പോൾ നമുക്ക് 38.3 കിലോ ജൂൾ എന്നാണ് കിട്ടുക, 38.3 കിലോ ജൂൾ പെർ മോൾ. അപ്പം ആക്ടിവേഷൻ എനർജീൻ്റെ വാല്യൂ 38.3 കിലോ ജൂൾ പെർ മോൾ ആണ്. അതുപോലെ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എത്രയാണ്, 1 × 10⁻6 ആണ്. ഏത് ഓപ്ഷനാണ് കറക്റ്റ്, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്, ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ക്ലിയർ ആണോ, അതോ ഞാൻ ഒന്നുകൂടെ ഏതെങ്കിലും പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യണോ. നമ്മൾ ജസ്റ്റ് അരീനിയസ് ഇക്വേഷൻ എടുത്തു, രണ്ട് സൈഡിലും ലോഗ് എടുത്തു, എന്നിട്ട് നമ്മൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനുമായിട്ട് കമ്പയർ ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. അപ്പം ലോഗ് എ എന്ന വാല്യൂ 10⁻6 ആണെങ്കിൽ എ എന്താണ്, സോറി ലോഗ് എ 6 ആണെങ്കിൽ എ എന്താണ്, 10⁻6 ആണ്. അതുപോലെ EA ബൈ 2.303 R 2000 ആണെങ്കിൽ ആക്ടിവേഷൻ എനർജിൻ്റെ വാല്യൂ എത്രയാണ്, 38.3 കിലോ ജൂൾ പെർ മോൾ എന്നാണ് കിട്ടുക. ഓക്കെ, സോ ദാറ്റ് ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സിന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണിത് അല്ലേ. ശരി, ഓക്കെ, ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ടു യു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. പറ മക്കളെ, ഏതാ ഇൻകറക്റ്റ്. ഇൻ ദ ഡീകമ്പോസിഷൻ ഓഫ് N2O5 T½ ഈസ് 5 hours at 0 degree Celsius. ഓക്കെ, N2O5 ഡീകമ്പോസ് ചെയ്യുന്ന റിയാക്ഷനിൽ 0 degree Celsiusലെ ഹാഫ് ലൈഫ് 5 മണിക്കൂറാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു NCERT എക്സാമ്പിളാണ് എന്ന് പറയാം. ഓക്കെ, NCERTയിലെ ആ റെലവൻ്റ് ആയ പോർഷൻ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ റെലവൻ്റ് ആയ പോർഷൻ. ഓക്കെ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയുന്ന പോർഷൻ. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറയുന്ന പോർഷനിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താ പറയുന്നത്, അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചെയ്യും എന്നാണ് ഉത്തരം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഡെഫിനറ്റ് ആയിട്ടും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നിട്ട് അവർ പറയുകയാണ്, ഈ N2O5 ഡീകമ്പോസ് ചെയ്യുന്ന കേസ് നിങ്ങൾ എടുക്കുക. N2O5 ഡീകമ്പോസ് ചെയ്യുന്ന കേസ് എടുക്കുക. എന്നിട്ട് ഈ റിയാക്ഷൻ നിങ്ങൾ 50 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുന്നതെങ്കിൽ ഹൈ ടെമ്പറേച്ചർ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞ ഹൈ ടെമ്പറേച്ചറിൽ നടത്തുകയാണെങ്കിൽ ഈ റിയാക്ഷൻ നടക്കാൻ അതിൻ്റെ ഹാഫ് ലൈഫ് വെറും 12 മിനിറ്റേ ഉള്ളൂ എന്നാണ് പറയുന്നത്. 50 ഡിഗ്രി സെൽഷ്യസിൽ അതിൻ്റെ ഹാഫ് ലൈഫ് വെറും 12 മിനിറ്റേ ഉള്ളൂ. അതേസമയം 25 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ ഹാഫ് ലൈഫ് 5 മണിക്കൂറാണെന്ന് പറയുന്നു. അതേസമയം 0 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഈ റിയാക്ഷൻ ഹാഫ് ആവാൻ 10 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. വെറുതെ ഒരു എക്സാമ്പിളായിട്ട് NCERT പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്നും ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും എന്നും കാണിക്കാൻ വേണ്ടി NCERT പറയുന്ന ഒരു എക്സാമ്പിളാണ്. N2O5 ഡീകമ്പോസ് ചെയ്യുന്ന റിയാക്ഷനിൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ് നിങ്ങൾ റിയാക്ഷൻ ചെയ്യുന്നതെങ്കിൽ 10 ദിവസം എടുക്കും N2O5ൻ്റെ കോൺസെൻട്രേഷൻ പകുതിയാവാൻ വേണ്ടി. അതേസമയം റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ വെറും 5 മണിക്കൂറുകൾ കൊണ്ട് N2O5ൻ്റെ കോൺസെൻട്രേഷൻ പകുതിയായിട്ട് മാറും. അതേസമയം 50 ഡിഗ്രി സെൽഷ്യസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ വെറും 12 മിനിറ്റേ എടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങളിവിടെ നോക്കൂ, ഇൻ ദ ഡീകമ്പോസിഷൻ ഓഫ് N2O5 T½ ഈസ് 5 hours at 0 degree Celsius. അത് തെറ്റാണ്, ഡെഫിനറ്റ്ലി അതെന്താണ്, തെറ്റാണ് അല്ലേ. കാരണം 0 ഡിഗ്രി സെൽഷ്യസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ 12 ദിവസം എടുക്കും എന്നാണ് NCERTയിൽ അവർ എക്സാമ്പിളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ തെറ്റായ
ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഞാനത് ഉറപ്പായിട്ടും ആരെ മാർക്ക് ചെയ്യാണ്? ഓപ്ഷൻ എ മാർക്ക് ചെയ്യാണ്. ഓപ്ഷൻ എ ഡെഫിനറ്റ് ആയിട്ടും തെറ്റാണ്. 0 ഡിഗ്രി സെൽഷ്യസിൽ ആ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അത് 12 ദിവസം എടുക്കുമെന്ന് NCERT വളരെ വ്യക്തമായിട്ട് പറയുന്നു. റെലവൻ്റ് ആയ പോർഷൻ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് റെലവൻ്റ് ആയ പോർഷൻ. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നിങ്ങൾക്ക് ബാക്കി ഓപ്ഷനുകൾ സംശയമുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഒരു പക്ഷേ കുട്ടികൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനും തെറ്റല്ലേ എന്ന് ചിന്തിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ഓക്കെ, ഇൻ റിയാലിറ്റി ഹൈഡ്രോളിസിസ് ഓഫ് ഈത്തൈൽ അസറ്റേറ്റ് ആൻഡ് H2O ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ പലരും കരുതുന്നുണ്ടാവും ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ എന്ന് കരുതുന്നുണ്ടാവും അല്ലേ. കുറേ കുട്ടികൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓപ്ഷൻ ബി തെറ്റാണെന്ന് മാർക്ക് ചെയ്ത കുട്ടികളുണ്ടാവും. കാരണം കുട്ടികൾ പലപ്പോഴും കരുതുന്നുണ്ടാവുക എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് എന്നാണ്. ശരിക്കും സത്യത്തിൽ എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. പക്ഷേ H2O കോൺസെൻട്രേഷൻ വളരെ കൂടുതലാവുമ്പോൾ മാത്രമാണ് അത് എന്തായിട്ട് മാറുക? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് മാറുക. ഓക്കെ, അത് ആ പെർട്ടിക്കുലർ കേസിൽ മാത്രമാണ്. നമ്മളിപ്പോൾ ഈ റിയാക്ഷൻ എഴുതുകയാണ്. ഓക്കെ, CH3COO C2H5. ഓക്കെ, ഈത്തൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. ഓക്കെ, അതിൻ്റെ ഹൈഡ്രോളിസിസ് നമ്മൾ എഴുതുകയാണ്. അപ്പോൾ അതിൻ്റെ ഹൈഡ്രോളിസിസ് എഴുതുമ്പം നമുക്ക് എന്താ കിട്ടുക? CH3COOH C2H5OH കിട്ടും. സത്യത്തിൽ ഈ റിയാക്ഷൻ എന്താണ്? ഈ റിയാക്ഷൻ ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ആക്ച്വലി റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ. പക്ഷേ NCERT പ്രത്യേകം പറയുന്നുണ്ട് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ വളരെ അധികമാണെങ്കിൽ, എക്സസ് ആയിട്ട് നിങ്ങൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിട്ട് മാറും? ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് മാറും. നമ്മൾ അങ്ങനത്തെ റിയാക്ഷൻ്റെ പ്രത്യേക പേര് പറയും അല്ലേ മക്കളെ? എന്താ നമ്മൾ അങ്ങനത്തെ റിയാക്ഷൻ പറയുന്ന പേര്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. അതായത് ആക്ച്വലി സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ എക്സസ് റിയേജൻ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓർഡർ സെക്കൻഡ് ഓർഡർ എന്നുള്ളത് മാറി ഫസ്റ്റ് ഓർഡർ ആയിട്ട് മാറും. അത്തരം റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരെന്താ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. നമ്മൾ അത്തരം റിയാക്ഷനെ പറയുന്ന പേര് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുക അല്ലേ, അല്ലെങ്കിൽ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, എഗെയിൻ റെലവൻ്റ് ആയ പോർഷൻ ഞാനൊന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. NCERT പോർഷനാണ്, നിങ്ങൾക്ക് അവിടെ നോക്കി കാണാൻ പറ്റും. എക്സാക്ട്ലി NCERT സ്റ്റേറ്റ്മെൻറ്റ് ആ സെൻറ്റൻസ് അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? The order of a reaction is sometimes altered by condition. Okay, there are many reactions which obey first order rate law, although they are higher order reaction. Consider the hydrolysis of ethyl acetate, which is a chemical reaction between ethyl acetate and water. In reality, it is a second order reaction. പറഞ്ഞു കേട്ടോ നിങ്ങൾ? സത്യത്തിൽ ആ റിയാക്ഷൻ എന്താണെന്നാണ് പറയുന്നത്? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയുന്നത്. ഇൻ റിയാലിറ്റി, ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യാം, ഇൻ റിയാലിറ്റി ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് ഈത്തൈൽ അസറ്റേറ്റ് ആൻഡ് വാട്ടർ എഫക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. പിന്നീട് അവരെന്ത് പറയാണ്? ബട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്, സത്യത്തിൽ അതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. ഈത്തൈൽ അസറ്റേറ്റിൻ്റെ കോൺസെൻട്രേഷനും വാട്ടറിൻ്റെ കോൺസെൻട്രേഷനും രണ്ടും റേറ്റിനെ എഫക്ട് ചെയ്യും. പക്ഷേ water is taken in large excess for hydrolysis, therefore concentration of water is not altered much during the reaction. Thus rate of reaction is affected by concentration of ethyl acetate only. അതായത് അത്തരം റിയാക്ഷൻ നമ്മൾ എന്ത് വിളിക്കുക? സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കുക. സത്യത്തിൽ ആ റിയാക്ഷൻ ഒരു സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. പക്ഷേ നിങ്ങൾ എക്സസ് ആയിട്ട് വാട്ടർ എടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയിട്ട് മാറും എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഓപ്ഷൻ ബിയിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ. ഇൻ റിയാലിറ്റി ഹൈഡ്രോളിസിസ് ഓഫ് ഈത്തൈൽ അസറ്റേറ്റ് ആൻഡ് വാട്ടർ ഈസ് എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. മൂന്നാമത് എന്താ പറയുന്നത്? തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് HI ഓൺ ഗോൾഡ് സർഫസ് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അതായത് ഒരു ഗോൾഡ് സർഫസിൻ്റെ മുകളിൽ HI ഡീകമ്പോസ് ചെയ്യുന്നത് എന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന്. ഡെഫിനറ്റ്ലി സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. NCERT അതുപോലെ തന്നെ പറയുന്നുണ്ട്. ദാ റെലവൻ്റ് ആയ പോർഷൻ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ദ തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് HI ഓൺ ഗോൾഡ് സർഫസ് ഈസ് അനദർ എക്സാമ്പിൾ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. നമ്മൾ പൊതുവെ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ്റ് ആണ്. ചില എൻസൈം കാറ്റലൈസ് റിയാക്ഷൻസ്, ചില ഫോട്ടോ കെമിക്കൽ റിയാക്ഷനുകൾ, അതുപോലെ മെറ്റൽ സർഫസിൻ്റെ മുകളിൽ ഒരു ഗ്യാസ് ഡീകമ്പോസ് ചെയ്യുകയാണ് ഹൈ പ്രഷറിൽ. അത്തരം റിയാക്ഷൻസ് ഒക്കെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്. നാലാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്? ഇൻ ദ ഡീകമ്പോസിഷൻ ഓഫ് H2O2 വിച്ച് ഈസ് കാറ്റലൈസ്ഡ് ബൈ I- അയോൺ ഇൻ ആൽക്കലൈൻ മീഡിയം ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു I-. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുകയാണ് എവിടെ? ആൽക്കലൈൻ മീഡിയത്തിൽ. അത്
ആര് കാറ്റലൈസ് ചെയ്യാണ്? അയോഡൈഡ് കാറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ആണെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡുമായുള്ള റിയാക്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ബേസിക് മീഡിയത്തിൽ ഡീകമ്പോസ് ചെയ്യുകയാണ്. എന്നിട്ട് എന്തായിട്ട് മാറുകയാണ്? 2H2Oയും O2ഉമായിട്ട് മാറുകയാണ്. ഈ റിയാക്ഷൻ ഒരു 2 സ്റ്റെപ്പ് മെക്കാനിസം ആണെന്ന് NCERT പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് H2O2 I- കമ്പൈൻ ചെയ്യുന്നു. അവിടെ I- ആണ് കാറ്റലിസ്റ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് കിട്ടുന്നു? നമുക്ക് H2Oയും IO- കിട്ടുന്നു. എന്നിട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ H2O2 വീണ്ടും IO- കമ്പൈൻ ചെയ്യുന്നു. H2O2 ആ ഫോം ചെയ്ത IO- കമ്പൈൻ ചെയ്തിട്ട് H2Oയും I- O2 മാറുന്നു. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ലോവസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് ഫാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ നെറ്റ് റിയാക്ഷൻ എഴുതുന്ന സമയത്ത് IO- ക്യാൻസൽ ആയി പോയിക്കോളും. I- ക്യാൻസൽ ആവും. നമുക്ക് എഴുതാൻ പറ്റും 2H2O2 gives 2H2O plus O2 എന്ന് പറഞ്ഞ നെറ്റ് ഇക്വേഷൻ കിട്ടും. എനിവേ, ഇവിടെ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അവിടെ നമുക്കറിയാം സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പം R is equal to rate constant into concentration of H2O2 raised to 1 concentration of I- raised to 1 എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു H2O2, ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു I-. ഓക്കെ, ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു H2O2 ആൻഡ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു I-. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ഓപ്ഷൻ ഡിയും കറക്റ്റാണ്. ഈ പോർഷൻ കൂടെ NCERT റെലവൻ്റ് ആയ പോർഷൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ NCERT പോർഷനാണ്. നോക്കൂ, 2H2O2 ആൽക്കലൈൻ മീഡിയത്തിൽ 2H2Oയും O2ഉമായിട്ട് മാറുകയാണ്. ദിസ് റിയാക്ഷൻ ഈസ് ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബോത്ത് H2O2 ആൻഡ് I- എന്നുള്ളത് NCERT അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷനിൽ ഓപ്ഷൻ എ മാത്രമാണ് തെറ്റ്. 0 ഡിഗ്രി സെൽഷ്യസിൽ റേറ്റ് വളരെ കുറവായിരിക്കും, ഹാഫ് ലൈഫ് 12 ദിവസമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2 ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ മക്കളെ, ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 2 പറഞ്ഞ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാ ഓപ്ഷനുകളും മനസ്സിലായില്ലേ എന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ദ ഗ്രാഫ് ഷോൺ കറക്റ്റ്ലി ഫോർ ദ റിയാക്ഷൻ. നോക്കൂ, ഈ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് ആണ്. എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക, അല്ലേ? എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. നമുക്കറിയാം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താ? KT ഈസ് ഈക്വൽ ടു 2.303 log A0/A. ദിസ് ഈസ് ദ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എക്സ്പ്രഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഞാൻ ആ log A0/A അവിടെ തന്നെ വെക്കുകയാണ്. അപ്പോൾ log A0/A എന്താണെന്ന് കിട്ടും? KT ഡിവൈഡഡ് ബൈ 2.303 എന്ന് കിട്ടും, അല്ലേ? ദിസ് ഈസ് ഓഫ് ദ ഫോം y ഈസ് ഈക്വൽ ടു mx. ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? y ഈസ് ഈക്വൽ ടു mx എന്നുള്ള ഫോമിലാണ് ഉള്ളത്. ഞാൻ y ആക്സിസിൽ log A0/A മാർക്ക് ചെയ്യുകയാണ്. x ആക്സിസിൽ ഞാൻ ടൈം മാർക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഗ്രാഫ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. ഓക്കെ, log A0/A ഞാൻ y ആക്സിൽ മാർക്ക് ചെയ്യുകയാണ്. എക്സ് ആക്സിസിൽ ഞാൻ എന്ത് മാർക്ക് ചെയ്യുകയാണ്? ടൈം മാർക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ. അതിൻ്റെ y ഇൻ്റർസെപ്റ്റ് 0 ആണ്, അല്ലേ? y ഇൻ്റർസെപ്റ്റ് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഗ്രാഫ് പാസിംഗ് ത്രൂ ഒറിജിൻ. ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ മക്കളെ വരിക? ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക K ഡിവൈഡഡ് ബൈ 2.303 ആണ്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഹാവിംഗ് 0 y ഇൻ്റർസെപ്റ്റ് ആൻഡ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു K ബൈ 2.303. ഓക്കെ, അപ്പോൾ ഏതാണ്? ഒബ്വിയസ്ലി കറക്റ്റ് ചോയ്സ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിളായ ചോദ്യമാണ്, നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതി. എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും എന്താ മക്കളെ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ് ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഈ ഗ്രാഫ് വളരെ സിമ്പിളായ ഗ്രാഫാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 15 milligram radioactive sample will 90% disintegrate in 4 years. 99.9% disintegrate will be occurring. റേഡിയോ ആക്ടിവിറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. റേഡിയോ ആക്ടിവിറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാം ആ റിയാക്ഷൻ ഏത് ഓർഡറാണ് പറയുന്നത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഓൾ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസ് ആർ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്.
അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? KT ഈസ് ഈക്വൽ ടു 2.303 ലോഗ് A0/A എന്ന് പറയാൻ പറ്റും. പറഞ്ഞൂടെ? ഞാൻ ഓരോ കണ്ടീഷനായിട്ട് അപ്ലൈ ചെയ്യണേ. ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ എഴുതുകയാണ്. K ഇൻറ്റു T90%. K ഇൻറ്റു T90% എത്രയാണ്? 2.303 ഇൻറ്റു ലോഗ്. ഇനീഷ്യലി ഞാൻ 100 എടുത്തു, 90% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക? ബാക്കി 10 ഉണ്ടാവും. 90% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 10 ഉണ്ടാവും അല്ലേ? ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 1. അതുപോലെ ഞാൻ 99.9%ന് മറ്റൊരു ഇക്വേഷൻ എഴുതുകയാണ്. എങ്ങനെയാണ്? K ഇൻറ്റു T99.9% ഈസ് ഈക്വൽ ടു 2.303 ഇൻറ്റു ലോഗ്. ഇനീഷ്യലി 100 എടുത്തത്, 99.9% ഫിനിഷ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ബാക്കി ഇത്ര ഉണ്ടാവുക 0.1 ആണ് ഉണ്ടാവുക അല്ലേ? അത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. എന്നിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയേ, എല്ലാം കട്ടായി പോകും അല്ലേ? നോക്ക്, കെയും ഇവിടെ കട്ടായി പോകും. 2.303 2.303 ഇവിടെ കട്ടായി പോയി അല്ലേ? നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എന്താ കിട്ടുക? T90%. അത് എത്രയാണെന്നാ പറഞ്ഞേ? 4 കൊല്ലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 ഡിവൈഡഡ് ബൈ T99.9% ഈസ് ഈക്വൽ ടു എത്രയാ? ലോഗ് 10. ലോഗ് 10 എത്രയാ? 1 ആണ്. ഡിവൈഡഡ് ബൈ 10⁻⁻1. ഈ കാണുന്ന 10⁻⁻1 മുകളിലേക്ക് പോകുമ്പോൾ 10 ആവും. ലോഗ് 1000 അല്ലെങ്കിൽ ലോഗ് 10⁻³ എന്ന് പറയുന്നത് എന്താ? 3 ലോഗ് 10 ആണ് അല്ലെങ്കിൽ 3 ആണ് അല്ലേ? സോ വളരെ പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? വാട്ട് ഈസ് T99.9%? T99.9% ഈക്വൽ ടു 4 × 3, 12 കൊല്ലം. 12 years ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ എ. യെസ്, വിഷ്ണുപ്രിയ ഒക്കെ ഓൾറെഡി ആൻസർ ഓപ്ഷൻ എ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, യെസ്, കറക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഈസ് ഇറ്റ് ക്ലിയർ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നതിന് സ്പീഡ് കൂടുതലാണോ അതോ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ മക്കളെ. യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. 1 ആണ്, 12 കൊല്ലമാണ്. യെസ്. ഓക്കെ, ഞാൻ പറയുന്നതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ പറയുന്ന സ്പീഡ് കൂടുതലാവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്? ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്ലൂറൈഡ്സ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. ക്ലോറൈഡുകൾക്കും ബ്രോമൈഡുകൾക്കും ഐഡൈഡുകൾക്കും അത് കൂടുതൽ നെഗറ്റീവ് ആവും, താഴേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ലിഥിയം ബ്രോമൈഡ് അസറ്റോണിലും ഈത്തർ അസറ്റൈലും സോല്യബിൾ ആണ്, പക്ഷേ എത്തനോളിൽ സോല്യബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഫ്ലൂറൈഡും ക്ലോറൈഡിനും ബ്രോമൈഡിനും മാരിഡിനൊക്കെ ഹൈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ? ഏതാ മക്കളെ നിങ്ങൾ ആൻസർ എഴുതിയത്? പറഞ്ഞ ചാറ്റ് ബോക്സിൽ. ചിന്നു പറയുന്നത് ഞാൻ ക്ലാസ് എടുക്കുന്നത് സ്ലോ ആണെന്നാണ്. സ്ലോ ആയാൽ കുഴപ്പമില്ല കേട്ടോ, സ്ലോ ആയാൽ കുഴപ്പമില്ല. കാരണം എല്ലാവർക്കും അപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? പിന്നീട് ഫാസ്റ്റ് അടിച്ചതൊക്കെ കേട്ടാൽ മതി. ഓക്കെ, ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ആർക്കും മനസ്സിലാവാതിരിക്കരുത്. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റിന് ആൻസർ, 5ാമത്തെ ക്വസ്റ്റിന് ആൻസർ നിങ്ങൾ ഏതാ എഴുതിയ പറയൂ? ഏതാണ് എഴുതിയത്? ഇവിടെ ബേസിക്കലി ലിഥിയം ബ്രോമൈഡ് അസറ്റോണിലും ഈത്തൈൽ അസറ്റൈലിലും ആൽക്കഹോളിലും എല്ലാത്തിലും സോല്യബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് ഇതാണ് കറക്റ്റായ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ ഒരു NCERT ഒരു പാരഗ്രാഫിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറേ പേര് എക്സാമിന് മുന്നേ ഡൗട്ട് കൊണ്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. NCERT ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ട് ആ ഒരു പാരഗ്രാഫ് കാണിച്ചിട്ട് ആ പാരഗ്രാഫ് വായിച്ച് അർത്ഥം പറഞ്ഞു തരുമോ എന്ന് കുറേ പേര് കൊണ്ടുവന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റെലവൻ്റ് ആയ പാരഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കാം NCERTയിൽ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാരഗ്രാഫാണ്. നമുക്ക് എന്താണ് ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ അർത്ഥം എന്നൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, ഇതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നമ്മുടെ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഹാലൈഡുകളിൽ ഇങ്ങനൊരു പാരഗ്രാഫ് കാണാൻ പറ്റും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. എന്താ പറയുന്നത്? ദ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറൈഡോ ക്ലോറൈഡോ ബ്രോമൈഡോ ഐഡൈഡോ ആയിക്കോട്ടെ, ആർ ഓൾ ഹൈ മെൽറ്റിംഗ് കളർലെസ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. എല്ലാ ആൽക്കലി മെറ്റൽ ഹാലൈഡുകളും മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലുള്ള കളർലെസ് ആയിട്ടുള്ള ക്രിസ്റ്റലൈൻ സോളിഡുകളാണ്. They can be prepared by the reaction of appropriate oxide, hydroxide or carbonate with aqueous hydrohalic acid. എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ആൽക്കലി മെറ്റലുകളുടെ ഓക്സൈഡോ ഹൈഡ്രോക്സൈഡോ കാർബണേറ്റോ എടുക്കും. എന്നിട്ട് അതിനെ HF വെച്ച് ട്രീറ്റ് ചെയ്താൽ എനിക്ക് ഫ്ലൂറൈഡ് കിട്ടും, HCl വെച്ച് ട്രീറ്റ് ചെയ്താൽ എനിക്ക് ക്ലോറൈഡ് കിട്ടും, HBr വെച്ച് ട്രീറ്റ് ചെയ്താൽ ബ്രോമൈഡ് കിട്ടും, HI വെച്ച് ട്രീറ്റ് ചെയ്താൽ ആൽക്കലി അയോഡൈഡ് കിട്ടും അല്ലേ? ഓൾ ഓഫ് ദീസ് ഹാലൈഡ്സ് ഹാവ് ഹൈ നെഗറ്റീവ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അതായിരുന്നു നമ്മുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം
വളരെ ഹൈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ ഫോം ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജി എന്താണ് വളരെ ഹൈ ആണ് എന്നാണ് അർത്ഥം അല്ലേ ലിത്തിയം സോളിഡ് ഫ്ലൂറിൻ ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 1 മോൾ ലിത്തിയം ഫ്ലൂറൈഡ് ഫോം ചെയ്യാണ് അല്ലെങ്കിൽ ക്ലോറൈഡ് ഫോം ചെയ്യാണ് എല്ലാവരുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ് വളരെ ഹൈ ആണ് എന്ന് അവർ പറയുന്നു The enthalpy of formation values for fluorides become less negative as we go down the group. എന്താ മക്കളെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അർത്ഥം വളരെ റെലവൻ്റ് ആയ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ ഒരു പക്ഷേ നീറ്റിനത് ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക എല്ലാ വരികളും ഇമ്പോർട്ടൻ്റ് ആണ് NCERT-ലുള്ള ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്റ്റേറ്റ്മെൻ്റ് അർത്ഥം എന്താണ് നമ്മൾ താഴേക്ക് പോകും തോറും ഫ്ലൂറൈഡുകൾ ലെസ് സ്റ്റേബിളായിട്ട് മാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ കാരണം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയ ആനയോൺ ആണ് അല്ലേ ഈ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ ചെറിയ ആനയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ചെറിയ കാറ്റയോണുകൾക്ക് മാത്രമേ സാധിക്കൂ ഇപ്പം ഏറ്റവും ചെറിയ കാറ്റയോൺ ആരാ Li+. അപ്പം F- ഏറ്റവും നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക ആരാണ് Li+ ആണ് കുറച്ചുകൂടെ വലിയ കാറ്റയോൺ വരുമ്പം സ്റ്റെബിലിറ്റി കുറഞ്ഞു അങ്ങനെ താഴേക്ക് പോകുന്തോറും ഇപ്പം സീഷ്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാറ്റയോൺ ആണ് F- എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞ ആനയോൺ ആണ് അപ്പോൾ ഒരിക്കലും അതെന്താവില്ല ഒരു സ്ട്രോങ് ലാറ്റിസ് ആവില്ല ചെറിയ ആനയോണുകളെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റിയ ചെറിയ കാറ്റയോണുകൾക്കാണ് അതുകൊണ്ടാണ് ഫ്ലൂറൈഡുകളുടെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും കുറഞ്ഞു വരും അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന എനർജി കുറഞ്ഞു വരും അല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ലെസ് നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും ഓക്കെ while the reverse is true for chlorides, bromides and iodides. അതേ സാഹചര്യത്തിൽ ക്ലോറൈഡുകളോ ബ്രോമൈഡുകളോ അയഡൈഡുകളോ ആണെങ്കിൽ താഴേക്ക് പോകുന്തോറും സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുക കാരണം ക്ലോറൈഡും ബ്രോമൈഡും അയഡൈഡും ഒക്കെ വലിയ ആനയോൺസ് ആണ് വലിയ ആനയോണുകളെ ഏറ്റവും നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യുക വലിയ കാറ്റയോണുകളാണ് അപ്പോൾ ഫ്ലൂറൈഡുകളുടെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും കുറഞ്ഞു വരും ക്ലോറൈഡുകളുടെയും ബ്രോമൈഡുകളുടെയും അയോഡൈഡുകളുടെയും സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും കൂടി പോവുകയാണ് ചെയ്യുക ഫോർ എ ഗിവൺ മെറ്റൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓൾവേസ് ബിക്കം ലെസ് നെഗറ്റീവ് ഫ്രം ഫ്ലൂറൈഡ് ടു അയോഡൈഡ് ഇനി മെറ്റൽ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫ്ലൂറൈഡിൽ നിന്ന് അയോഡൈഡിലേക്ക് സ്റ്റെബിലിറ്റി കുറയുകയാണ് ചെയ്യുക ഏറ്റവും സ്റ്റേബിൾ ആരാ ഫ്ലൂറൈഡുകളാണ് ഓക്കെ അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പം A എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിയാണ് ഓക്കെ B എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിയാണ് D എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിയാണ് ഇനി C തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ അതും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത് കേട്ടോ ഇവിടെ പറയുന്നുണ്ട് അതർ ഹാലൈഡ്സ് ഓഫ് ലിഥിയം ഓക്കെ അതർ ഹാലൈഡ്സ് ഓഫ് ലിഥിയം ആരൊഴികെ ലിഥിയം ഫ്ലൂറൈഡ് ഒഴികെ ലിഥിയത്തിൻ്റെ ബാക്കി ഹാലൈഡുകളൊക്കെ എവിടെ സോല്യബിൾ ആണെന്നാണ് പറയുന്നത് എത്തനോളിലും അസറ്റോണിലും ഈത്തൈൽ അസറ്റേറ്റിലും ഒക്കെ സോല്യബിൾ ആണ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ പറയുന്നത് ലിഥിയം ഫ്ലൂറൈഡ് ഒഴികെ ബാക്കി എല്ലാവരും ലിഥിയം ഫ്ലൂറൈഡ് ഒഴികെ ബാക്കി ലിഥിയത്തിൻ്റെ എല്ലാ ഹാലൈഡുകളും എത്തനോളിലും അസറ്റോണിലും ഈത്തൈൽ അസറ്റേറ്റിലും ഒക്കെ സോല്യബിൾ ആണ് എന്ന് പറയുന്നു ലിഥിയം ക്ലോറൈഡിൽ എവിടെയും സോല്യബിൾ ആണെന്ന് പറയുന്നു പിരഡിലും സോല്യബിൾ ആണ് എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ലിഥിയം ബ്രോമൈഡ് ഉറപ്പായിട്ടും എവിടെ സോല്യബിൾ ആണ് എത്തനോളിൽ സോല്യബിൾ ആണ് എന്നാണ് NCERT പറയുന്നത് അതുകൊണ്ട് ഓപ്ഷൻ C ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് അതാണ് നമ്മുടെ ആൻസർ ഓക്കെ ഈ പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ പാരഗ്രാഫ് നിർബന്ധമായും എല്ലാവർക്കും മനസ്സിലാവണം ഓക്കെ ആ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വരുന്നു ഫ്ലൂറൈഡുകളുടെ സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും കുറയുകയാണ് ചെയ്യുക ക്ലോറൈഡുകളും ബ്രോമൈഡുകളും അയഡൈഡുകളുടെയും സ്റ്റെബിലിറ്റി താഴേക്ക് പോകുന്തോറും കൂടുകയാണ് ചെയ്യുക ഓക്കെ ശരി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിക്കുന്നത് സോഡിയം കാർബണേറ്റ് ആൻഡ് പൊട്ടാസ്യം കാർബണേറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ സോൾവേ പ്രോസസ് ഉറപ്പായിട്ടും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ നിങ്ങൾക്ക് ഒരിക്കലും പൊട്ടാസ്യം കാർബണേറ്റ് സോൾവേ പ്രോസസ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് കാരണം പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്താണ് സോല്യബിൾ ആണ് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ സോൾവേ പ്രോസസ്സിൽ എങ്ങനെയാണ് സോഡിയം കാർബണേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ഫോം ചെയ്യിക്കും ആ സോഡിയം ബൈകാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഹീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് സോഡിയം കാർബണേറ്റ് കിട്ടുന്നത് അപ്പോൾ ഈ പറഞ്ഞ തെറ്റാണ് പൊട്ടാസ്യം കാർബണേറ്റ് നിങ്ങൾക്ക് ഒരിക്കലും സോൾവേ പ്രോസസ് വഴി പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം പൊട്ടാസ്യം ബൈകാർബണേറ്റ് ഈസ് സോല്യബിൾ ഇറ്റ് കനോട്ട് ബി പ്രസിപ്പിറ്റേറ്റഡ് 373 കെൽവിനിൽ താഴെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഷിംഗ് സോഡയ്ക്ക് എല്ലാ വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ നഷ്ടമാവും എന്നാണ് പറഞ്ഞത് അതും തെറ്റാണ് NCERT വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് 373 കെൽവിനിൽ 9 വാട്ടർ മോളിക്യൂൾസേ നഷ്ടമാവൂ പിന്നെയും ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ട് അതെപ്പോഴാണ് ഫ്രീ ആവുക നിങ്ങൾ 373 കെൽവിൻ്റെ മുകളിൽ 100 ഡിഗ്രിക്ക് മുകളിൽ ഹീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവൂ ആ അവസാനം വന്ന വാട്ടർ മോളിക്യൂളും ഫ്രീ ആവൂ എന്ന് പറയുന്നുണ്ട് സോഡിയം കാർബണേറ്റ് ഗെറ്റ്സ് ഹൈഡ്രോളൈസ്ഡ് ഇൻ വാട്ടർ ടു ഫോം എ സൊല്യൂഷൻ വിത്ത് pH ലെസ് ദാൻ 7 അല്ലേ അതും തെറ്റാണ് കാരണം സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ സോൾട്ടാണ്
ഇറ്റ് ഈസ് എ സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. ഏതാണ് വീക്ക് ആസിഡ്? കാർബോണിക് ആസിഡ് എന്ന് പറഞ്ഞ വീക്ക് ആസിഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ സ്ട്രോങ് ബേസിൻ്റെയും സോൾട്ടാണ് ആര്? സോഡിയം കാർബണേറ്റ്. ഇവിടെ ആരാ സ്ട്രോങ്? ബേസാണ് സ്ട്രോങ്. അപ്പം ഈ സോൾട്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പം സൊല്യൂഷൻ ആരായിട്ടാണ് മാറുക? സൊല്യൂഷൻ ബേസിക് ആയിട്ടാണ് മാറുക. ഇത് ആനയോണിക് ഹൈഡ്രോളിസിൻ്റെ കേസാണ്. ഇറ്റ് ഈസ് ദ കേസ് ഓഫ് ആനയോണിക് ഹൈഡ്രോളിസിസ്. അവിടെ ബേസ് ആണ് സ്ട്രോങ്, അതുകൊണ്ട് സൊല്യൂഷൻ ബേസിക് ആയിട്ടാണ് മാറുക. ഓക്കെ, സോ അവിടെ pH എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. അതും തെറ്റാണ്. അപ്പം സോഡിയം ബൈകാർബണേറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. സോഡിയം ബൈകാർബണേറ്റിൻ്റെ ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആപ്ലിക്കേഷൻ എന്താണ്? അത് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, റെലവൻ്റ് ആയ പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Potassium bicarbonate is too soluble to be precipitated. Therefore, you cannot extend this solvay process for the manufacture of potassium carbonate എന്ന് NCERT പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് എന്താണ്? സോഡിയം കാർബണേറ്റിനെ നമ്മൾ ഏതാണ്ട് ഒരു 100 ഡിഗ്രി അല്ലെങ്കിൽ അതിനടുത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? 100 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ അതിൽ നിന്ന് Na2CO3.10H2O ആയിട്ട് മാത്രമേ മാറുന്നുള്ളൂ. Na2CO3.H2O ആയിട്ട് മാത്രമേ മാറുന്നുള്ളൂ. അതായത് 9 വാട്ടർ മോളിക്യൂൾസ് മാത്രമേ നഷ്ടമാവുന്നുള്ളൂ. അതേസമയം 100 ഡിഗ്രിക്ക് മുകളിൽ നിങ്ങൾ ചൂടാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിലെ എല്ലാ വാട്ടർ മോളിക്യൂൾസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? സോഡ ആഷ് കിട്ടുന്നത് എന്ന് NCERT പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പറയുന്നുണ്ട്? അതുപോലെ തന്നെ യെസ്, സോഡിയം ബൈകാർബണേറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണെന്ന് പറയുന്നു. അതുപോലെ അത് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ടെന്നും NCERT പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എല്ലാ ചോദ്യങ്ങളും ഞാൻ കൃത്യമായിട്ട് NCERTൻ്റെ റെഫറൻസ് വെച്ചാണ് പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് ഓരോ ലൈനും ശ്രദ്ധിച്ച് കേട്ട് ഓരോ പോയിന്റും മനസ്സിലാക്കി പോവുക. ആൻസർ പറയുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ്, മറ്റ് ഓപ്ഷനുകൾ എന്തുകൊണ്ട് തെറ്റാണ് അല്ലെങ്കിൽ മറ്റ് ഓപ്ഷനുകൾ എന്തുകൊണ്ട് ശരിയാണ് എന്നുകൂടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്? നോക്കൂ, എന്താ പറയുന്നത്? E0 for M2 + bar M ഈസ് നിയർലി കോൺസ്റ്റൻറ്റ്. കാൽസ്യം, സ്ട്രോൺഷ്യം, ബാരിയം എന്ന് പറഞ്ഞ ആളുകളുടെ E0 വാല്യൂ ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് പറയുന്നത്, അല്ലേ? ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ NCERT ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് NCERT ടേബിൾ. ഈ ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. E0 വാല്യൂ നോക്കുമ്പം -1.97, -2.36. പിന്നെ ഈ ഒരു റീജിയനിൽ ഓൾമോസ്റ്റ് അത് കോൺസ്റ്റൻ്റ് ആണ്, വലിയ വാരിയേഷൻ ഇല്ല എന്ന് കാണാൻ പറ്റും. -2.84, -2.89, -2.92. ഓക്കെ, ഇറ്റ് ഓൾമോസ്റ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് എന്ന് കാണാൻ പറ്റും. കാൽസ്യം, സ്ട്രോൺഷ്യം, ബാരിയം എന്നിവയുടെ E0 വാല്യൂസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. ഓക്കെ, ഈ പോയിന്റ് കാണുന്നില്ല നിങ്ങൾ? കാൽസ്യം, സ്ട്രോൺഷ്യം, ബാരിയം. ഓക്കെ, ഇറ്റ് റിമൈൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, നോക്കൂ, NCERTയിലുള്ള എല്ലാ ടേബിളുകളും നിങ്ങൾ മീനിങ് ഫുൾ സ്റ്റേറ്റ്മെൻറ്റുകളാക്കി മാറ്റണം കേട്ടോ. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ട്രെൻഡുകളും നിങ്ങൾ നോട്ട് ചെയ്യണം. അതിനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. അതിൻ്റെ കാരണം നോക്കണം. അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് ആർ മോർ സോല്യബിൾ ദാൻ ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഹൈഡ്രോക്സൈഡ്സ് കൂടുതൽ സോല്യബിൾ അല്ല, ഇറ്റ് ഈസ് ലെസ് സോല്യബിൾ. ഓക്കെ, ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇൻകറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്. നോക്കൂ, എന്താണ് NCERT പറയുന്നതെന്ന്. NCERT പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. The alkaline earth metal hydroxides are less basic and less stable than alkali metal hydroxides. അല്ലേ? ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ ഹൈഡ്രോക്സൈഡുകൾ ആൽക്കലി മെറ്റലിൻ്റെ ഹൈഡ്രോക്സൈഡുകളേക്കാൾ ബേസിസിറ്റി കുറവാണ്, അതുപോലെ എന്തും കുറവാണ്? സ്റ്റെബിലിറ്റിയും കുറവാണ് എന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ എന്നാണ് പറഞ്ഞത്. തെറ്റാണത്. ഓക്കെ, നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട റൂള് ബിഗ്ഗർ കാറ്റയോൺ മേക്ക് സ്ട്രോങ്ങർ ബേസ് എന്നുള്ളതാണ്. എപ്പോഴും ഏറ്റവും വലിയ കാറ്റയോൺ ആണ് ഏറ്റവും സ്ട്രോങ് ആയ ബേസ് ഫോം ചെയ്യുക. ഏത് പീരീഡ് നമ്മൾ എടുത്താലും ആൽക്കലി മെറ്റൽസിനാണ് എല്ലാ പീരീഡിലും ലാർജസ്റ്റ് സൈസ് ഉള്ളത്. അപ്പം ഏറ്റവും സ്ട്രോങ് ആയ ബേസ് ഫോം ചെയ്യുന്നത് ആരായിരിക്കും? ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. ഇനി അവരിൽ തന്നെ താഴേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക? വീണ്ടും ബേസിക് ക്യാരക്ടർ കൂടുക ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡിനേക്കാൾ ബേസിക് ആയിരിക്കും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതിനേക്കാൾ ബേസിക് ആയിരിക്കും റുബീഡിയം ഹൈഡ്രോക്സൈഡ്, അതിനേക്കാൾ ബേസിക് ആയിരിക്കും ആര്? സീഷ്യം ഹൈഡ്രോക്സൈഡ്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ബേസ് ആരാന്ന് വെച്ചാൽ ഒരു സംശയവും വേണ്ട, സീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് എന്ന് തന്നെയാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ,
അപ്പം ഓർത്തിരിക്കുക, ബിഗ്ഗർ കാറ്റയോൺസ് മേക്ക് സ്ട്രോങ്ങർ ബേസസ്, അതാണ് നമ്മുടെ റൂള് കേട്ടോ. അപ്പം സ്റ്റെബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ബേസിക് നേച്ചർ ആണെങ്കിലും ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ്സിൻ്റെ സ്റ്റെബിലിറ്റിയും ബേസിക് നേച്ചറും ആരേക്കാൾ കൂടുതലാണ്? ആൽക്കലൈൻ എർത്ത് മെറ്റലിനേക്കാൾ കൂടുതലാണ്. പിന്നെയോ BeO ഈസ് ഓൾമോസ്റ്റ് ഇൻസോല്യബിൾ ബട്ട് ബെറിലിയം സൾഫേറ്റ് ഈസ് സോല്യബിൾ ഇൻ വാട്ടർ എന്നാണ് പറയുന്നത്. കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബെറിലിയം ഓക്സൈഡ് ഓൾമോസ്റ്റ് ഇൻസോല്യബിൾ ആണ്, പക്ഷേ ബെറിലിയം സൾഫേറ്റ് എന്താണ്? സോല്യബിൾ ആണ്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവരുടെ ഓക്സൈഡുകളെ പറ്റി പറയുന്ന റെലവൻ്റ് ആയ പോർഷനിൽ പറയുന്നു, all these oxides except BeO are basic in nature and react with water to form sparingly soluble hydroxides. അതായത് എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ ഓക്സൈഡുകളും ആരൊഴികെ? ബെറിലിയം ഓക്സൈഡ് ഒഴികെ ബാക്കി എല്ലാ ആൽക്കലൈൻ എർത്ത് മെറ്റലിൻ്റെ ഓക്സൈഡുകളും എന്താണെന്നാണ് പറയുന്നത്? ബേസിക് ആണെന്ന് പറയുന്നു. പിന്നെയോ അവർ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യുമെന്ന് പറയുന്നു. മെഗ്നീഷ്യം ഓക്സൈഡ് ആയിക്കോട്ടെ, മെഗ്നീഷ്യം ഓക്സൈഡ് ആണെങ്കിലും കാൽസ്യം ഓക്സൈഡ് ആണെങ്കിലും സ്ട്രോൺഷ്യം ഓക്സൈഡ് ആണെങ്കിലും ബാരിയം ഓക്സൈഡ് ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ വെള്ളവുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? MOH ട്വൈസ് എന്ന് പറഞ്ഞ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. പക്ഷേ ബെറിലിയം ഓക്സൈഡിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് ബെറിലിയം ഓക്സൈഡ് വെള്ളത്തിൽ സോല്യബിൾ ആവില്ല. അപ്പം ബെറിലിയം ഓക്സൈഡ് ഓൾമോസ്റ്റ് ഇൻസോല്യബിൾ ആണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെയോ ബെറിലിയം സൾഫേറ്റ് വെള്ളത്തിൽ സോല്യബിൾ ആണ് എന്നാണ് പറയുന്നത് അല്ലേ? അതെവിടെയാണ് പറയുന്നത്? നോക്കൂ നിങ്ങളിതാ ഈ സ്റ്റേറ്റ്മെൻറ്റ് സൾഫേറ്റുകൾ പറയുന്ന പോർഷൻ എടുത്ത് നോക്കൂ. ദ സോല്യബിലിറ്റി the greater hydration enthalpy of beryllium 2+, the solubility decreases from calcium sulfate to barium sulfate. അല്ലേ? ബെറിലിയം സൾഫേറ്റ് ആൻഡ് മെഗ്നീഷ്യം സൾഫേറ്റ് ആർ റെഡിലി സോല്യബിൾ ഇൻ വാട്ടർ എന്ന് NCERT വളരെ പ്രത്യേകം പറയുന്നുണ്ട്. ബെറിലിയം സൾഫേറ്റും മെഗ്നീഷ്യം സൾഫേറ്റും വളരെ പെട്ടെന്ന് വെള്ളത്തിൽ സോല്യബിൾ ആവുന്ന ആളുകളാണ്. ഈ പറയുന്ന ഓപ്ഷനുകളെല്ലാം NCERT സ്റ്റേറ്റ്മെൻറ്റുകൾ അതുപോലെ വരുന്നതാണ് മക്കളെ കേട്ടോ. അപ്പം ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി അത് റീസൺ വെച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബെറിലിയം സൾഫേറ്റും മെഗ്നീഷ്യം സൾഫേറ്റും റെഡിലി സോല്യബിൾ ആണ്. ബെറിലിയം ഓക്സൈഡ് ഒഴികെ ബാക്കി എല്ലാ ഓക്സൈഡുകളും വെള്ളത്തിൽ സോല്യബിൾ ആണ്. അതായത് ബെറിലിയം ഓക്സൈഡ് ഇൻസോല്യബിൾ ആണ്. അതുപോലെ തന്നെയാണ് ബാരിയത്തിൻ്റെ കാര്യത്തിലും. ബാരിയം ഓക്സൈഡ് സോല്യബിൾ ആണെന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ബെറിലിയം ഓക്സൈഡ് ഒഴികെ ബാക്കി എല്ലാവരും സോല്യബിൾ ആണ്. അപ്പം ബാരിയം ഓക്സൈഡ് ഉറപ്പായിട്ടും സോല്യബിൾ ആണ്. അതേസമയം ബാരിയം സൾഫേറ്റ് ഇൻസോല്യബിൾ ആണെന്ന് ഇവിടെ പറയുന്നുണ്ട്. എവിടെ നോക്കൂ നിങ്ങൾ, സോല്യബിലിറ്റി ഡിക്രീസസ് ഫ്രം കാൽസ്യം സൾഫേറ്റ് ടു ബാരിയം സൾഫേറ്റ്. ബാരിയം സൾഫേറ്റ് ഓൾമോസ്റ്റ് എന്താണ്? ഇൻസോല്യബിൾ ആണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തെറ്റായ ഓപ്ഷൻ ഏത് മാത്രമാണ്? ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റായ ഓപ്ഷൻ. റെഡിയാണോ? എല്ലാ ഓപ്ഷനുകളും മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, എല്ലാ ഓപ്ഷനുകളും മനസ്സിലായോ? ഓക്കെ, ഐ ഹോപ്പ് ഓൾ ഓപ്ഷൻസ് ആർ ക്ലിയർ ടു യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ക്രൂഡ് NaCl വെൻ എക്സ്പോസ്ഡ് ടു എയർ ബിക്കം വെറ്റ് ഓൺ കീപ്പിംഗ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് ലൈക്ക്, അല്ലേ? നമ്മൾ സോഡിയം ക്ലോറൈഡ് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും എന്താ പറയുക, മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ നമ്മൾ NaCl ഉപ്പെടുത്ത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിട്ട് കാണാൻ പറ്റും? അത് നനഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം ഉപ്പിൽ പലപ്പോഴും ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ആരാണ്ടാവുക? കാൽസ്യം ക്ലോറൈഡും മെഗ്നീഷ്യം ക്ലോറൈഡും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കാൽസ്യം ക്ലോറൈഡും മെഗ്നീഷ്യം ക്ലോറൈഡും ഒക്കെ എന്താണ്? ഡെലിക്വസൻ്റ് ആണ്. ഡെലിക്വസൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. വാട്ടറിനെ അബ്സോർബ് ചെയ്ത് എന്തായിട്ട് മാറും? വാട്ടറിനെ അബ്സോർബ് ചെയ്തിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് മാറും, അല്ലേ? സോ ഡെഫിനറ്റ്ലി ഉപ്പ് നമ്മൾ തുറന്ന് വെക്കുകയാണെങ്കിൽ, മോയ്സ്ചർ കണ്ടന്റുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ തുറന്ന് വെക്കുകയാണെങ്കിൽ, ഇമ്പ്യൂരിറ്റീസ് ഉള്ള ഉപ്പാണെങ്കിൽ അത് ഉറപ്പായിട്ടും നനയും എന്നാണ് പറയുന്നത്. അതിന് കാരണം ആരാ? മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. മെഗ്നീഷ്യം ക്ലോറൈഡ് ആവാം, അല്ലെങ്കിൽ കാൽസ്യം ക്ലോറൈഡ് ആവാം എന്നാണ് പറയുന്നത്. ഓക്കെ, ബിക്കോസ് MgCl2 ആൻഡ് CaCl2 ആർ ടു ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ സോഡിയം ക്ലോറൈഡ് ആൻഡ് ദീസ് ആർ ഡെലിക്വസൻറ്റ്. അവരെന്താണ്? ഡെലിക്വസൻ്റ് ആണ്. ഓക്കെ, റെലവൻ്റ് ആയ പോർഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കാൽസ്യം ക്ലോറൈഡ് ആൻഡ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആർ ഇമ്പ്യൂരിറ്റീസ് ബിക്കോസ് ദേ ആർ ഡെലിക്വസൻറ്റ്. ദേ അബ്സോർബ് മോയ്സ്ചർ റെഡിലി ഫ്രം ദ അറ്റ്മോസ്ഫിയർ. ഞാൻ ഈ പറയുന്ന റെലവൻറ്റ് പോർഷൻ ഇവിടെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പം റെഫർ ചെയ്യുമ്പോൾ സുഖമായിരിക്കും. ഓക്കെ, ഇവർ ഡെലിക്വസൻ്റ് ആണ്. ഓക്കെ, ഓൾ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Which is force regarding the simplest borane, a highly toxic gas with boiling point 180 Kelvin. നമ്മുടെ ബൊറൈനെ പറ്റി തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് അവർ ചോദിക്കുന്നത്, അല്ലേ?
BF3 is prepared from BF3 using lithium aluminum hydride or sodium hydride. ശരിയാണ്. നമ്മൾ ബൊറൈൻ അല്ലെങ്കിൽ ഡൈബൊറൈൻ എന്ന് പറഞ്ഞ ആളെ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ചിട്ടാണ്. BF3 നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യാണ്? ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് B2H6 കിട്ടും. പിന്നെയോ ലിത്തിയം ഫ്ലൂറൈഡും അതുപോലെ തന്നെ എന്തും കിട്ടും? അലൂമിനിയം ഫ്ലൂറൈഡും കിട്ടും. ലിത്തിയം ഫ്ലൂറൈഡും അലൂമിനിയം ഫ്ലൂറൈഡും കിട്ടും. അപ്പം നമ്മൾ ഈ പറയുന്ന ഡൈബൊറൈൻ പ്രിപ്പയർ ചെയ്യണത് BF3 ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡോ സോഡിയം ബോറോ ഹൈഡ്രൈഡോ വെച്ച് ട്രീറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഇറ്റ് അണ്ടർഗോസ് ക്ലീവേജ് റിയാക്ഷൻ വിത്ത് ലൂയിസ് ബേസസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, NCERT അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡൈബൊറൈൻ അണ്ടർഗോ ക്ലീവേജ് റിയാക്ഷൻസ് വിത്ത് ലൂയിസ് ബേസസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡൈബൊറൈനെ ഞാൻ അമോണിയ വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഞാനൊരു ടേർഷ്യറി അമീൻ വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. ട്രൈമീത്തൈൽ അമീൻ എന്ന് പറഞ്ഞാൽ ടേർഷ്യറി അമീൻ വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു 2BH3.NCH3 ത്രൈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് അണ്ടർഗോ ചെയ്യുന്നുണ്ട്? ഇറ്റ് അണ്ടർഗോ ക്ലീവേജ് റിയാക്ഷൻ. ഓക്കെ, സോ ഇതൊരു ലൂയിസ് ബേസ് ആണ് അല്ലെ. ട്രൈമീത്തൈൽ അമീൻ എന്ന് പറയുന്ന ഒരു ലൂയിസ് ബേസുമായിട്ട് നമ്മൾ ഡൈബൊറൈനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് അണ്ടർഗോ ചെയ്യുന്നുണ്ട്? ക്ലീവേജ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അതുപോലെ ഡൈബൊറൈനെ നമ്മൾ കാർബൺ മോണോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്, അപ്പോഴും അത് ക്ലീവേജ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്ത് എന്തായിട്ട് മാറും? BH3 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പം ഇറ്റ് അണ്ടർഗോസ് ക്ലീവേജ് റിയാക്ഷൻ വിത്ത് ലൂയിസ് ബേസസ് എന്ന് പറയുന്നത് ശരിയാണ്. പിന്നെയോ ഇറ്റ് ഹാസ് 2 3-centered 2 electron bonds. ആ 3-centered 2 electron ബോണ്ടിൻ്റെ ബോണ്ട് ലെങ്ത് 134 പൈക്കോമീറ്റർ ആണെന്നും ബോണ്ട് ആംഗിൾ 97 ഡിഗ്രി ആണെന്നും പറയുന്നു. അതും ശരിയാണ്. എന്താണ് തെറ്റ്? ഈ പറയുന്നത് അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. അത് മാത്രമാണ് അവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത് മാത്രമാണ് അവിടെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. നിങ്ങൾ നോക്കൂ, basically a convenient laboratory method for the preparation of diborane involves oxidation of sodium borohydride with iodine. sodium borohydride നെ അയോഡിൻ വെച്ച് ഓക്സിഡൈസ് ചെയ്യുന്നത് B2H6ൻ്റെ ഒരു പ്രിപ്പറേഷൻ ആണ്. പക്ഷെ അത് എന്ത് പ്രിപ്പറേഷൻ ആണ്? ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്, അല്ലാതെ എന്ത് പ്രിപ്പറേഷൻ അല്ല? ഇൻഡസ്ട്രിയൽ സ്കെയിലുള്ള പ്രിപ്പറേഷൻ അല്ല. ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് അല്ല ആ പറഞ്ഞ മെത്തേഡ് എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, എന്താ പിന്നെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ നമ്മൾ BF3 സോഡിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ് B2H6ൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്കതിൻ്റെ ക്ലീവേജ് റിയാക്ഷൻ ഒക്കെ ഇവിടെ NCERTയിലെ റെലവൻറ്റ് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. 3-centered 2 electron bond. ഓക്കെ, ഇതാണ് 3-centered 2 electron bond. അതിൻ്റെ ബോണ്ട് ലെങ്ത് 134 പൈക്കോമീറ്റർ ആണ്. അതിൻ്റെ ബോണ്ട് ആംഗിൾ 97 ഡിഗ്രി ആണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, I hope this question is also clear to you. അപ്പം അതിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അതല്ല, ഇത് ജസ്റ്റ് ഒരു ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ് എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ദിസ് ഈസ് ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഡൈബൊറൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ശരി, പറയൂ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. സിലിക്ക NaOH HFുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്താണ് കിട്ടുക? ഓക്കെ, സിലിക്ക പൊതുവേ അൺറിയാക്റ്റീവ് ആണെന്ന് NCERT പറയുന്നുണ്ട് അല്ലേ. സിലിക്ക പൊതുവേ അൺറിയാക്റ്റീവ് ആണ്. ഹൗവെവർ സിലിക്ക ആരുമായിട്ട് റിയാക്ട് ചെയ്യും? NaOH HFുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, SiO2 എന്ന് പറയുന്ന സിലിക്ക സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? സിലിക്കേറ്റ് ആണ് കിട്ടുക. സോഡിയം സിലിക്കേറ്റ് ആണ് കിട്ടുക. അതേസമയം സിലിക്ക HFുമായിട്ട് റിയാക്ട് ചെയ്യാണ്, അപ്പോൾ എന്താ കിട്ടുക? ആ സമയത്ത് നമുക്ക് കിട്ടുക SiF4 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പം സിലിക്ക എന്ന് പറഞ്ഞ ആൾ NaOH HFുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എന്താ കിട്ടുക? സോഡിയം സിലിക്കേറ്റും SiF4ഉമാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് മാച്ചിങ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഇവിടെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ആൻസർ പറയുമോ? സിലിക്ക എന്ന് പറഞ്ഞ ഓക്സൈഡ് അസിഡിക് ആണോ അതോ ബേസിക് ആണോ അതോ ആംഫോട്രിക് ആണോ? ഒന്ന് ആൻസർ പറഞ്ഞേ. സിലിക്ക SiO2 എന്ന് പറഞ്ഞ ആൾ അസിഡിക് ആണോ ബേസിക് ആണോ അതോ ആംഫോട്രിക് ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ പറയാമോ? യെസ്, സുസ്മി, സുരേഷ്, ഡെന്നി, പ്രമോദ് എല്ലാവരും ഓൾറെഡി ആൻസർ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിളായ ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ല, നമ്മുടെ ഈ ചോദ്യമല്ല. സിലിക്ക എന്ന് പറഞ്ഞ ആൾ ആ ഓക്സൈഡിൻ്റെ നേച്ചർ എന്താണ്? അസിഡിക് ആണോ ബേസിക് ആണോ ആംഫോട്രിക് ആണോ? യെസ്, നീറ്റ് ആസ്പിരൻറ്റ് കമൻറ്റ് ചെയ്യുന്നു അസിഡിക് ആണ്. വാട്ട് അബൌട്ട് അതേഴ്സ്? പലരും ഈ റിയാക്ഷൻ കണ്ടിട്ട് എന്ത് പറയാറുണ്ട് അറിയോ? ഈ റിയാക്ഷൻ കണ്ടിട്ട് സിലിക്ക ആംഫോട്രിക് ആണ് എന്ന് പറയാറുണ്ട്.
അതിന് പറയാനുള്ള കാരണം ഇവിടെ സിലിക്ക എന്ത് ചെയ്യുന്നുണ്ട്, അവർ നോക്കുമ്പോൾ സിലിക്ക ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്, ബേസുമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണം ചിലപ്പോൾ എന്ത് പറയാറുണ്ട്, സിലിക്ക ആംഫോട്രിക് ആണെന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. സിലിക്ക അസിഡിക് ഓക്സൈഡ് തന്നെയാണ് കേട്ടോ. സിലിക്ക എന്ന് പറഞ്ഞാൽ അസിഡിക് ഓക്സൈഡ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇത് HFുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യൂ, അതല്ലാതെ വേറെ ആസിഡ്സ് ആയിട്ട് ഒന്നും റിയാക്ട് ചെയ്യില്ല. അപ്പം ആംഫോട്രിക് ആയ ഒരു ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, സാധാരണഗതിയിൽ അത് എന്ത് ചെയ്യണം, H+ഉമായിട്ട് റിയാക്ട് ചെയ്യണം. ഇത് അങ്ങനെയല്ല. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് എന്ന് പറഞ്ഞ ആസിഡ് വന്നാൽ മാത്രമേ സിലിക്ക റിയാക്ട് ചെയ്യൂ. അതുകൊണ്ട് സിലിക്ക ഈ റിയാക്ഷൻ കണ്ടിട്ട് ആംഫോട്രിക് ആണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. സിലിക്ക അസിഡിക് ഓക്സൈഡ് തന്നെയാണ് എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ശരി. പിന്നെയോ ക്വാഡ്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ക്വാഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് യെസ് യു നോ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ, മൊബൈൽ റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ക്വാഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സിലിക്ക ജെൽ എന്തുമായിട്ടാണ് മാച്ച് ആവുക പറയൂ? സിലിക്ക ജെൽ. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സപ്പോർട്ട് ഫോർ കാറ്റലിസ്റ്റ് അല്ലേ. സിലിക്ക ജെല്ല് കാറ്റലിസ്റ്റുകളുടെ സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, കീസൽഗർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫിൽട്രേഷൻ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അതുപോലെ ഹൈഡ്രേറ്റഡ് സിയോലൈറ്റ്സ് എല്ലാവർക്കും അറിയാം, അയോൺ എക്സ്ചേഞ്ചേഴ്സ്. നിങ്ങളെല്ലാവരും ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് ആക്കുന്ന മെത്തേഡൊക്കെ പറഞ്ഞു അല്ലേ, അയോൺ എക്സ്ചേഞ്ച് മെത്തേഡ്. ഓക്കെ, അതേപോലെ തന്നെ സിയോലൈറ്റ്. എന്താ സിയോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേറ്റഡ് സോഡിയം അലൂമിനിയം സിലിക്കേറ്റുകളാണ്. അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാന്നൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഓക്കെ, ശരി. ഓക്കെ, ഇവിടെ റെലവൻ്റ് ആയ പോർഷൻ ഉണ്ട്. NCERTയിലെ റെലവൻ്റ് ആയ പോർഷനാണ് സിലിക്ക NaOHുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, സിലിക്ക HFുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാഡ്സ് എന്ന് പറഞ്ഞാൽ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ മോഡേൺ റേഡിയോ ആൻഡ് ടെലിവിഷൻ ആൻഡ് മൊബൈൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സിലിക്ക ജെൽ ഒരു ഡ്രൈയിങ് ഏജന്റ് ആണെന്നും ഇറ്റ് ഈസ് യൂസ്ഡ് എസ് എ സപ്പോർട്ട് ഫോർ ക്രൊമാറ്റോഗ്രാഫിക് മെറ്റീരിയൽ ആൻഡ് കാറ്റലിസ്റ്റ് എന്നും പറയുന്നുണ്ട്. അതേപോലെ കീസൽഗർ ആൻ അമോഫസ് ഫോം ഓഫ് സിലിക്ക ഈസ് യൂസ്ഡ് ഇൻ ഫിൽട്രേഷൻ പ്ലാന്റ്സ് എന്നും പറയുന്നുണ്ട്. ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ എല്ലാം NCERTയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബെറിലിയം ആൻഡ് അലൂമിനിയം എക്സിബിറ്റ് മെനി പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ സിമിലർ ബട്ട് 2 എലമെന്റ്സ് ഡിഫർ ഇൻ. ബെറിലിയവും അലൂമിനിയത്തിനും ഒരുപാട് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ബെറിലിയവും അലൂമിനിയവും ഒരു പ്രോപ്പർട്ടീസിൽ ഡിഫറൻറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഏതാണ് ആ പ്രോപ്പർട്ടി ഒന്ന് പറയാമോ? എക്സിബിറ്റിംഗ് മാക്സിമം കോവാലൻസി അല്ലേ മക്കളെ. ബെറിലിയം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പീരീഡ് എലമെന്റ് അല്ലേ. സെക്കൻഡ് പീരീഡ് എലമെന്റുകളുടെ മാക്സിമം കോവാലൻസി എന്ന് പറയുന്നത് 4 ആണ്. ദ മാക്സിമം കോവാലൻസി ഓഫ് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ആർ 4. അതേസമയം അലൂമിനിയം എന്ന് പറഞ്ഞാൽ തേർഡ് പീരീഡ് എലമെന്റ് ആണ്. അതിന്റെ ഒക്ടറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും അല്ലേ. സോ എക്സിബിറ്റിംഗ് മാക്സിമം കോവാലൻസി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ എലമെന്റ് ദാറ്റ് ഡസ് നോട്ട് ഷോ കാറ്റനേഷൻ ഈസ്. നിങ്ങൾ NCERT എടുത്താൽ കാണാൻ പറ്റും, ഏറ്റവും ഹയസ്റ്റ് എക്സ്റ്റെൻറ്റിൽ കാറ്റനേഷൻ കാണിക്കുക കാർബൺ ആണ്. അതിനേക്കാൾ കുറവാണ് സിലിക്കണ്, അതിനേക്കാൾ കുറവാണ് ജർമാനിയവും ടിന്നും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. ലെഡ് ഡസ് നോട്ട് ഷോ കാറ്റനേഷൻ എന്ന് NCERTയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കാർബൺ ആണ് കാണിക്കുക, അത് കഴിഞ്ഞിട്ട് സിലിക്കൺ ആണ്, അത് കഴിഞ്ഞിട്ട് ജർമാനിയവും ടിന്നും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. ആൻഡ് ലെഡ് ഡസ് നോട്ട് ഷോ കാറ്റനേഷൻ എന്ന് പറയുന്നുണ്ട് NCERTയിൽ അല്ലേ. ഇതാ ഏറ്റവും അധികം കാണിക്കുക കാർബൺ ആണ്, പിന്നെ സിലിക്കൺ, ജർമാനിയവും ടിന്നും അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. ലെഡ് ഡസ് നോട്ട് ഷോ കാറ്റനേഷൻ. സൈസ് കൂടുന്തോറും കാറ്റനേഷൻ നടത്താനുള്ള എബിലിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അടുത്ത ചോദ്യം എന്താണിത്? എലിംഗൺ ഡയഗ്രത്തിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഗിവൺ എലിംഗൺ ഡയഗ്രം ഈസ്. എലിംഗൺ ഡയഗ്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ്റെ ഡെൽറ്റ G0 വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എലിംഗൺ ഡയഗ്രം എന്ന് വിളിക്കുക അല്ലേ. ഇറ്റ് ഈസ് എ ഡെൽറ്റ G0 വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് ഫോർ ദ റിയാക്ഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്. ഈ പറയുന്ന ഗ്രാഫിൽ, ഈ പറയുന്ന എലിംഗൺ ഡയഗ്രത്തിൽ 3 പോയിന്റുകൾ വളരെ റെലവൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാ 3 പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ്, എ മെറ്റൽ ക്യാൻ റെഡ്യൂസ് ഓൾ ദ മെറ്റൽ ഓക്സൈഡ്സ് വിച്ച് ലൈസ് എബവ് ഇറ്റ് ഇൻ എലിംഗൺ ഡയഗ്രം. ഒരു മെറ്റലിന് അതിൻ്റെ മുകളിലുള്ള എല്ലാ മെറ്റൽ ഓക്സൈഡുകളെയും എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, എ മെറ്റൽ ക്യാൻ റെഡ്യൂസ് ഓൾ ദ മെറ്റൽ ഓക്സൈഡ്സ് വിച്ച് ലൈസ് എബവ് ഇറ്റ് ഇൻ എലിംഗൺ ഡയഗ്രം. രണ്ടാമത്തെ പോയിന്റ്, ഒരു സ്ലോപ്പ് ചേഞ്ച് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഫേസ് ചേഞ്ച് ഉണ്ടായി എന്നാണ് അർത്ഥം. മൂന്നാമത്തെ പോയിന്റ്, എലിംഗൺ ഡയഗ്രത്തിന് ഏറ്റവും ടോപ്പിലുള്ള മെറ്റൽ ഓക്സൈഡുകൾ വളരെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യുന്നവയാണ് എന്നാണ് പറയുന്നത്. ഈ 3 പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്?
ഇവിടെ പറയുന്നത് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഗിവൺ എലിമെൻറ്റ് ഡയഗ്രം ഈസ് at 1400 degrees Celsius aluminum can be used for the extraction of zinc from zinc oxide. നിങ്ങൾ നോക്കൂ 1400 ഡിഗ്രി സെൽഷ്യസിൽ 1400 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവിടെയല്ലേ വരിക. ആ സമയത്ത് അലൂമിനിയത്തിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അലൂമിനിയം ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ എക്സ്ട്രാക്ഷൻ ഓഫ് സിങ്ക് ഫ്രം സിങ്ക് ഓക്സൈഡ്. ഡെഫിനറ്റ്ലി അല്ലേ, ഉറപ്പായിട്ടും അത് കറക്റ്റാണ്. കാരണം അലൂമിനിയത്തിൻ്റെ ലൈനിൻ്റെ മുകളിലാണ് സിങ്കിൻ്റെ ലൈന്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ മെറ്റൽ ക്യാൻ റെഡ്യൂസ് ഓൾ ദ മെറ്റൽ ഓക്സൈഡ്സ് വിച്ച് ലൈസ് എബവ് ഇറ്റ് ഇൻ എലിംഗൻ ഡയഗ്രാം. ആൻസർ ഓപ്ഷൻ ബി ആണ്. മക്കളെ, ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുന്നു അല്ലേ. ഞാൻ നിങ്ങളുടെ സമയം അധികം വേസ്റ്റ് ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. അപ്പം ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതെങ്കിലും ഓപ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ കുട്ടികളെ? അവിടെ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഏതെങ്കിലും ഓപ്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. യെസ്, റുക്സാന, ഫാത്തിമ, അനഗ, ബി കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ശരി, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത നോക്കൂ. ദ റിഡക്ഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ഈസ് ഈസിയർ ഇഫ് ദ മെറ്റൽ ഫോംഡ് ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് റിഡക്ഷൻ. അതായത് ഒരു മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ് എപ്പം ആ റെഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ ഈ പറയുന്ന മെറ്റല് ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. ശരിയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, മെറ്റൽ ഫോം ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് കാരണം എന്താ പറയുന്നത്? എൻട്രോപ്പി ഈസ് ഹയർ ഇഫ് ദ മെറ്റൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ദെൻ വെൻ ഇൻ ദ സോളിഡ് സ്റ്റേറ്റ്. അതും കറക്റ്റാണ്. അതായത് മെറ്റൽ ഫോം ചെയ്യുന്നത്, മെറ്റൽ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്തിട്ട് മെറ്റൽ ഫോം ചെയ്യുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അവിടെ എൻട്രോപ്പി കൂടുതലായിരിക്കും. എൻട്രോപ്പി കൂടുക എന്ന് പറയുന്നത് സ്പോണ്ടേനിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അതായത് ഏതൊരു റിയാക്ഷനും സ്പോണ്ടേനിയസ് ആവാൻ രണ്ട് ഫാക്ടറുകളാണ് സപ്പോർട്ടീവ് ആയിട്ടുള്ളത്. ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0 ആവണം, ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ 0 ആവണം. അപ്പം മെറ്റൽ ലിക്വിഡ് ആണെങ്കിൽ അവിടെ എൻട്രോപ്പി കൂടുതലായിരിക്കും. അപ്പോൾ എൻട്രോപ്പി കൂടിയ സ്പോണ്ടേനിയസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, മെറ്റൽ ലിക്വിഡായി മെൽറ്റ് ചെയ്തുവെങ്കിൽ, ലിക്വിഡ് മെറ്റലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ റിഡക്ഷൻ എളുപ്പമായിരിക്കും. ശരിയാണ്, അതിൻ്റെ കാരണവും ശരിയാണ്, അസേഷൻ ശരിയാണ്, റീസൺ ശരിയാണ്. അസേഷൻ റീസണിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. റെലവൻ്റ് ആയ പോർഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇത് NCERTയിലെ പോർഷനാണ് ഞാനിവിടെ കൊടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ ഇവിടെ. ഇഫ് എ കോമ്പൗണ്ട് മെൽറ്റ്സ് ഓർ വേപ്പറൈസസ് സിൻസ് മോളിക്കുലർ റാൻഡംനെസ് ഇൻക്രീസസ് ഓൺ ചേഞ്ചിങ് ദ ഫേസ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ഓർ ഫ്രം ലിക്വിഡ് ടു ഗ്യാസ്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് NCERTയിൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, so you can just read that. Okay, however delta S depends upon the physical state of the compound. Since entropy depends on disorder or randomness in the system, it will increase if a compound melts or vaporizes. ഓക്കെ, അപ്പം ലിക്വിഡ് മെറ്റലാണ് ഫോം ചെയ്യുന്നത് എങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ആ റിഡക്ഷൻ ഈസിയർ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് ഇത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ മാച്ച് ചെയ്താൽ മതി. സിഡറൈറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ ഓറാണ്? സിഡറൈറ്റ് എന്ന് പറഞ്ഞാൽ അയേണിൻ്റെ ഓറാണ് അല്ലേ. സിഡറൈറ്റ് എന്ന് പറഞ്ഞാൽ അയേണിൻ്റെ ഓറാണ്. പിന്നെയോ കയോലിനൈറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ ഓറാണ്? അലൂമിനിയത്തിൻ്റെ ഓറാണ്. ബോക്സൈറ്റും കയോലിനൈറ്റും അലൂമിനിയത്തിൻ്റെ ഓറാണ്. മാലക്കൈറ്റ് കോപ്പറിൻ്റെ ഓറാണ്. കലാമിൻ എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ഓറാണ്. ഓക്കെ കുട്ടികളെ, ഞാനൊരു കാര്യം റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങൾ NCERTയിലുള്ള ഓറുകൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക തന്നെയാണ് വേണ്ടത് കേട്ടോ. പലരും ഒരുപാട് ഓറുകൾ പല ബുക്കുകളിൽ നിന്നും റെഫർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കണ്ട എന്നല്ല, പക്ഷെ നിങ്ങൾ യു മേക്ക് ഷുവർ ദാറ്റ് വാട്ട് എവർ ഓൾസ് ലിസ്റ്റഡ് ഇൻ NCERT ആർ ക്രിസ്റ്റൽ ക്ലിയർ ടു യു. അതൊരിക്കലും തെറ്റിക്കരുത് കേട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ എക്സാമിന് വരാനും സാധ്യത. അതുകൊണ്ടാണ് പറയുന്നത്. പല കുട്ടികളും ഓറുകൾ പഠിക്കുമ്പം ഒരുപാട് ഓറുകൾ ലിസ്റ്റ് ചെയ്ത് അതെല്ലാം ബൈഹാർട്ടാക്കിയിട്ട് പലതും മറന്നു പോകും. അതിൻ്റെ കൂട്ടത്തിൽ NCERTയിലുള്ള ഈ ഓറുകളും മറന്നു പോകാറുണ്ട്. ഇതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഓറ്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സിഡറൈറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ ഓറാണ്? FeCO3 ആണ്. മാലക്കൈറ്റ് CuCO3.CuOH2 ആണ്. അതേപോലെ കലാമിൻ ZnCO3 ആണ്. കയോലിനൈറ്റ് കളിമണ്ണിനൊരു ഫോമാണ്. കയോലിനൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കളിമണ്ണാണ്. അതിൻ്റെ ഫോമിലൊക്കെ നോക്കി വെക്കുക കേട്ടോ. Al2OH 4 times Si2O5 അതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, ശരി, ഓൾ റൈറ്റ്. അടുത്തത് ഫോർമേഷൻ ഓഫ് നിക്കൽ
tetracarbonyl and its subsequent decomposition into nickel and carbon monoxide make the basis of Mons process. Okay. പല കുട്ടികളും മോൺസ് പ്രോസസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ച് വന്ന് കാണും. ഓക്കെ, നിക്കൽ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, നിക്കൽ ടെട്രാ കാർബണിൽ ഫോം ചെയ്യുന്നു, അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നിക്കലും കാർബൺ മോണോക്സൈഡും കിട്ടുന്നു. ഓക്കെ, പക്ഷേ അവർ ഈ ചതി പ്രതീക്ഷിച്ച് കാണില്ല. എന്താണ് ഈ ചതി? ടെമ്പറേച്ചറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏത് ടെമ്പറേച്ചറിലാണ് നിക്കൽ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നിക്കൽ ടെട്രാ കാർബണിൽ ഫോം ചെയ്യുക? അതുപോലെ ഏത് ടെമ്പറേച്ചറിലാണ് ആ കാണുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്തിട്ട് നിക്കലും കാർബൺ മോണോക്സൈഡുമായിട്ട് മാറുക എന്നാണ് ചോദിച്ചത് അല്ലേ. വാട്ട് ഈസ് ആൻസർ? 350 കെൽവിനിലാണ് അത് കോംപ്ലക്സ് ഫോം ചെയ്യുക, 470 കെൽവിനിലാണ് അത് ഡീകമ്പോസ് ചെയ്യുക. ഓക്കെ, ടെമ്പറേച്ചർ മാത്രം പഠിച്ചില്ല, അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നിങ്ങൾ നീറ്റ് NCERTയിലെ ഓരോ പോയിന്റുകളും പ്രത്യേകം നോട്ട് ചെയ്യണം എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനാണ് ഓരോ ഗ്രേഡിംഗ് ബാച്ചിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എന്ത് പഠിച്ചു? മോൺസ് പ്രോസസ് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇന്ന് ഇപ്പോൾ ഈ ക്ലാസ് കാണാൻ വന്നിരിക്കുന്ന ആരോട് ചോദിച്ചു കഴിഞ്ഞാലും മോൺസ് പ്രോസസ് പറയും. പക്ഷേ എക്സാമിന് ചോദിച്ചാൽ എന്താണ്? ആ ടെമ്പറേച്ചർ ഏതാണ്? ഏത് ടെമ്പറേച്ചറിലാണ് അത് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്? ഏത് ടെമ്പറേച്ചറിലാണ് അത് ഡീകമ്പോസ് ചെയ്യുന്നത് അല്ലേ? NCERTയിൽ പറയുന്ന ടെമ്പറേച്ചറാണ് കേട്ടോ. 330 to 350 കെൽവിനിലാണ് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കുന്നത്. അതുപോലെ 450 to 470 ഇടയ്ക്കാണ് അത് ഡീകമ്പോസ് ചെയ്യുന്നത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എന്താണ്? യെസ് മക്കളെ പറയൂ, എന്താണ് IUPAC നെയിം? ശരി, എൻ്റെ ചോദ്യം ഓപ്ഷൻ A ആണോ ഓപ്ഷൻ D ആണോ കറക്റ്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ A ആണോ ഓപ്ഷൻ D ആണോ കറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറയൂ. സപ്പോസ് ഒരു കുട്ടി ഇതിനെ ഇങ്ങനെ നമ്പർ ചെയ്യാന്ന് കരുതുക. 1 2 3 4 5 എന്ന് നമ്പർ ചെയ്യുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഇതിന് പറയുന്ന ആൻസർ എന്തായിരിക്കും? 3 കാർബോക്സി പെൻറ്റെയിൻ. ഓക്കെ, 3 കാർബോക്സി പെൻറ്റെയിൻ 1,5 ഡൈഓയിക് ആസിഡ് എന്നായിരിക്കും ആ കുട്ടി പറയുന്ന പേര്. അതേസമയം ഒരു കുട്ടി അതിനെ എങ്ങനെ നമ്പർ ചെയ്യാണ്? 1 2 3 എന്ന് നമ്പർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി പറയുന്ന പേര് പ്രൊപ്പെയിൻ 1 2 3 ട്രൈ കാർബോക്സിലിക് ആസിഡ് എന്നായിരിക്കും. ഇതിലേതാണ് ശരി എന്നാണ് എൻ്റെ ചോദ്യം. യെസ്, ആൻസർ പോരട്ടെ. ലിനറ്റ് പറയുന്നു ഓപ്ഷൻ A ആണെന്ന്. ഹാരി പോട്ടർ പറയുന്നു ഓപ്ഷൻ D ആണ്. സിന്ധു പറയുന്നത് ഓപ്ഷൻ D ആണെന്നാണ്. ഓക്കെ, പല ആൻസേഴ്സ് വരുന്നുണ്ട് അല്ലേ. ശരി, നിങ്ങൾ ഈ ഒരു കാര്യം NCERTയിൽ പ്രത്യേകം പറയുന്നുണ്ട്. NCERTയിൽ ഇത് പറയുന്നത് ആൾഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിൽ ഒരു ആൾഡിഹൈഡിൻ്റെ നെയിമിങ്ങിലാണ്. സിമിലറായ ഒരു ആൾഡിഹൈഡ് അത് നെയിം ചെയ്യുമ്പം നിങ്ങൾ ഓർക്കണം, ഈ ഓപ്ഷൻ Aയിൽ കാണുന്ന ഈ പേരില്ലേ, ഓപ്ഷൻ Aയിൽ കാണുന്ന പേര് ദിസ് ഈസ് റൈറ്റ് അക്കോർഡിംഗ് ടു ഓൾഡ് IUPAC സിസ്റ്റം. പഴയ IUPAC സിസ്റ്റം പ്രകാരം എന്ത് ശരിയാണ്? ഓപ്ഷൻ A ശരിയാണ്. കാരണം പണ്ടത്തെ IUPAC സിസ്റ്റം ഇങ്ങനെയായിരുന്നു. ഒന്നിലധികം പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പും ഇൻക്ലൂഡ് ചെയ്യുന്ന ചെയിൻ, അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്ന ചെയിനാണ് പാരന്റ് ചെയിൻ എന്നായിരുന്നു പഴയ റൂള്. പക്ഷേ ഇപ്പം റൂൾ അതല്ല. പുതിയ IUPAC റൂൾ പറയുന്നത് യു ഹാവ് ടു ഗിവ് ഐഡൻറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ ദ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ്. അതായത് ഈ 3 ആളുകളും എന്താണ്? നമ്മുടെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ 3 പേർക്കും എന്ത് ചെയ്യണം? ഐഡൻറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതിൽ 2 പേരെ പാരന്റ് ചെയിൻ്റെ ഭാഗമാക്കുകയും ഒരാളെ വെറും പ്രിഫിക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പുതിയ IUPAC സിസ്റ്റം. ഒന്നുകിൽ എല്ലാ COOHനെയും പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കുക, അല്ലെങ്കിൽ ആരെയും ആക്കാതിരിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഈ 3 COOHനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെയിൻ ഫോം ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്താ ചെയ്യാം? ഒരു COOHനെയും നമ്മൾ പാരന്റ് ചെയിൻ്റെ പാർട്ടാക്കുന്നില്ല. സോ കറക്റ്റ് ആൻസർ പ്രൊപ്പെയിൻ 1 2 3 ട്രൈ കാർബോക്സിലിക് ആസിഡ് എന്നുള്ള ഓപ്ഷൻ D ആണ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ടു യു. എല്ലാവരും ഓപ്ഷൻ D മാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഓപ്ഷൻ D മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ D തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇയാളുടെ IUPAC നെയിം എന്താണ്? ഇവിടെ ആരാ മക്കളെ? ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ആണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ. പ്രയോറിറ്റി നോക്കുമ്പം അമിനോ ഗ്രൂപ്പിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ആർക്ക് തന്നെയാണ്? CHO ഗ്രൂപ്പ് തന്നെയാണ്. നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക. 1 എവിടെയാണ് 2 കൊടുക്കുക?
എവിടെയാണോ ലോവസ്റ്റ് ലോ, ബാക്കി എല്ലാവരും സബ്സ്റ്റിറ്റ്യൂൻസ് ആട്ടോ. വൺസ് യു സെലക്ട് യുവർ പ്രിൻസിപ്പൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ്, ബാക്കി എല്ലാ ഗ്രൂപ്പുകളും പിന്നെന്താ സബ്സ്റ്റിറ്റ്യൂൻസ് മാത്രമാണ്, പ്രിഫിക്സുകൾ മാത്രമാണ്. അവിടെ കൂടുതൽ സെറ്റ് ഓഫ് ലോഗിൻ്റെ എവിടെയാണോ മിനിമം ആവുക ആ രീതിയിൽ പോവുക. അപ്പോൾ ഇവിടെ 2 കൊടുക്കും, ഇവിടെ 3 കൊടുക്കും, 4 കൊടുക്കും, 5 കൊടുക്കും, 6 കൊടുക്കും. ദിസ് ഈസ് ദ കറക്റ്റ് വേ ഓഫ് നമ്പറിങ്. അപ്പോൾ എന്താ ഇതിന് പറയാം? ഇതിനെ പറയുന്ന പേര് 5 അമിനോ അല്ലേ? 5 അമിനോ 5 അമിനോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ആൻസറായി. ഏതാ? സി ഓപ്ഷൻ. 5 അമിനോ 4 ഹൈഡ്രോക്സി മീത്തൈൽ 2 നൈട്രോ ബെൻസാൽഡിഹൈഡ്. ഓക്കെ, 2 നൈട്രോ ബെൻസാൽഡിഹൈഡ് എന്നുള്ളതാണ് അയാളുടെ കറക്റ്റ് IUPAC നെയിം. 5 അമിനോ 4 ഹൈഡ്രോക്സി മീത്തൈൽ 2 നൈട്രോ ബെൻസാൽഡിഹൈഡ്. ക്ലിയർ? യെസ്, എല്ലാവരും ഓപ്ഷൻ 3 മാർക്ക് ചെയ്തിട്ടുണ്ട്, സംശയമൊന്നുമില്ല എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Compound with molecular formula C3H6O can show. C3H6 CnH2NO എന്ന് പറയുമ്പോഴേ നമുക്ക് എന്തറിയാം? അത് ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും ജനറൽ ഫോർമുലയാണ് എന്നറിയാം അല്ലേ? CH3 CH2 C ഡബിൾ ബോണ്ട് OH. ആരാ ഇത്? പ്രൊപ്പനാളാണ്. ഇത് പ്രൊപ്പനാളാണ്. CH3 C ഡബിൾ ബോണ്ട് O CH3 ഇതാരാണ്? ഇത് പ്രൊപ്പനോണാണ്. പ്രൊപ്പനാളും പ്രൊപ്പനോണും എന്ത് ഐസോമേഴ്സ് ആണ്? പ്രൊപ്പനാളും പ്രൊപ്പനോണും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ആൽഡിഹൈഡ്സ് ആർ ഫങ്ഷണൽ ഐസോമേഴ്സ് വിത്ത് കീറ്റോൺസ്. ആൽഡിഹൈഡ്സ് ആർ ഫങ്ഷണൽ ഐസോമേഴ്സ് വിത്ത് കീറ്റോൺസ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് കോമ്പൗണ്ട്സ് ആർ പൊസിഷൻ ഐസോമേഴ്സ്? എന്താണ് പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ? പൊസിഷൻ ഐസോമറിസം അറൈസസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ പൊസിഷൻ ഓഫ് സബ്സ്റ്റിറ്റ്വൻസ്, മൾട്ടിപ്പിൾ ബോണ്ട്സ് ഓർ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെയോ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെയോ അതുമല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെയോ പൊസിഷൻ മാറുമ്പോൾ ഉണ്ടാവുന്ന ഐസോമറിസം ആണെന്ത്? പൊസിഷണൽ ഐസോമറിസം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇത് 1 2 3 4 5 ദിസ് ഈസ് പെൻഡന്റ് 2 ഓൺ അല്ലേ? ഇതാരാണ്? പെൻഡന്റ് 2 ഓൺ ആണ്. ഇതാരാണ്? പെൻഡന്റ് 3 ഓൺ ആണ്. പെൻഡന്റ് 2 ഓണും പെൻഡന്റ് 3 ഓണും എന്ത് ഐസോമേഴ്സ് ആണ്? പൊസിഷൻ ഐസോമേഴ്സ് ആണ്. പെൻഡന്റ് 2 ഓൺ ആൻഡ് പെൻഡന്റ് 3 ഓൺ ആർ പൊസിഷൻ ഐസോമേഴ്സ്. ദേ ഡിഫർ വിത്ത് റെസ്പെക്ട് ടു പൊസിഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓപ്ഷൻ ബി നിങ്ങൾ നോക്കൂ. ഇതെന്താ? ഇതൊരു ആൽഡിഹൈഡും ഇതൊരു കീറ്റോണുമാണ്. അതെന്ത് ഐസോമേഴ്സ് ആയിരിക്കും? ഫങ്ഷണൽ ഐസോമേഴ്സ് ആയിരിക്കും. ഇത് ആൽഡിഹൈഡും ഇത് കീറ്റോണുമാണ് അല്ലേ? അതേപോലെ ഇത് ആൽഡിഹൈഡും ഇത് കീറ്റോണുമാണ്. അതൊന്നും എന്തല്ല? പൊസിഷൻ ഐസോമേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ പൊസിഷൻ ഐസോമേഴ്സ് ആര് മാത്രമാണ്? ഓപ്ഷൻ എ മാത്രമാണ്. യെസ്, എല്ലാവരും ഓപ്ഷനിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കറക്റ്റായി കാണുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21. ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് ഷോൺ ബൈ. ഉറപ്പായിട്ടും ആരാണ്? ബ്യൂട്ടുവീൻ ആണ്. നിങ്ങൾക്ക് അറിയാം അല്ലേ? സിസ് ബ്യൂട്ടുവീനുമുണ്ട്, ട്രാൻസ് 2 ബ്യൂട്ടീനുമുണ്ട്. CH3 ഓക്കെ, CH ഡബിൾ ബോണ്ട് CH3 ഇതാരാണ്? ഇത് സിസ് ബ്യൂട്ടുവീൻ ആണ്. ഓക്കെ, പിന്നെയോ അതേസമയം ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ ഇതെന്താണ്? ഇത് ട്രാൻസ് ബ്യൂട്ടുവീൻ ആണ് അല്ലേ? സോ 2 ബ്യൂട്ടീന് 2 ഐസോമേഴ്സ് ഉണ്ട്. സിസ് ബ്യൂട്ടുവീനുമുണ്ട്, ട്രാൻസ് ബ്യൂട്ടുവീനുമുണ്ട്. അതേസമയം 2 ബ്യൂട്ടൈനും 2 ബ്യൂട്ടനോളും ഒന്നും എന്ത് കാണിക്കില്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. ജോമെട്രിക്കൽ ഐസോമറിസം അറൈസസ് ഇൻ കോമ്പൗണ്ട്സ് വെർ ദർ ഈസ് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആൻഡ് A not equal to B and C not equal to D അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈപ്പർ കോൺജുഗേഷൻ ഇൻവോൾവ്സ് ഓവർലാപ്പ് ഓഫ് ദ ഫോളോയിങ് ഓർബിറ്റൽസ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ പൈ കോൺജുഗേഷൻ അല്ലെങ്കിൽ നോബോൺ റെസൊണൻസ് അല്ലെങ്കിൽ ബേക്കർ-നാഥൻ എഫക്റ്റ്. ഹൈപ്പർ കോൺജുഗേഷൻ്റെ മറ്റൊരു പേര് തന്നെ എന്താണ്? സിഗ്മ പൈ കോൺജുഗേഷൻ എന്നാണ്. റെസൊണൻസ് പൈ കോൺജുഗേഷൻ ആണെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ സിഗ്മ പൈ കോൺജുഗേഷൻ ആണ്. ഏതാ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഹൈപ്പർ കോൺജുഗേഷൻ ഇൻവോൾവ്സ് ഓവർലാപ്പ് ഓഫ് ദ സിഗ്മ ആൻഡ് പൈ ഓർബിറ്റൽ. ഞാനിപ്പോൾ പ്രൊപ്പീൻ വരച്ച് കാണിക്കുകയാണ്. പ്രൊപ്പീൻ എന്ന് പറഞ്ഞ ആളെടുത്തു ഞാൻ. പ്രൊപ്പീൻ എന്ന് പറഞ്ഞ ആളുടെ ഹൈപ്പർ കോൺജുഗേഷൻ ഞാൻ കാണിക്കുകയാണ്. നോക്കൂ നിങ്ങൾ. CH3 CH ഡബിൾ ബോണ്ട് CH2. കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്ത sp3 കാർബണിയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് പറയുക. ആൽഫ കാർബണോട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻസ് ആണെന്ത്? ആൽഫ ഹൈഡ്രജൻ. And whenever a carbon hydrogen sigma bond is connected to a carbon double bond, the sigma electrons of carbon hydrogen sigma bond enter into conjugation with the pi electrons of carbon double bond. നോക്കൂ, ഈ സിഗ്മ ബോണ്ട് പൈ ബോണ്ട് ആയിട്ട് മാറും, ഈ പൈ ബോണ്ട് ലോൺ പെയർ ആയിട്ട് മാറും. സച്ച് എ കോൺജുഗേഷൻ ഈസ് നോൺ ആസ് സിഗ്മ പൈ കോൺജുഗേഷൻ ഓർ ഹൈപ്പർ കോൺജുഗേഷൻ.
ഓക്കെ, ഇത്തരം കോൺജുഗേഷനാണ് നമ്മൾ എന്ത് വിളിക്കുക? സിഗ്മ പൈ കോൺജുഗേഷൻ അല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് വിളിക്കുക. ഇതാണ് അതിൻ്റെ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ. അവിടെ എച്ച് പ്ലസ് ബോണ്ട് ഒന്നും ഇല്ലാതെ നിൽക്കും. അതുകൊണ്ടാണ് അതിനെ നോ ബോണ്ട് റെസൊണൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? ശരി, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ കറക്റ്റ് സ്റ്റെബിലിറ്റി ഓർഡർ ഓഫ് ദ ഫോളോയിങ് റെസൊണൻസ് സ്ട്രക്ചർ ഈസ്. നിങ്ങളോട് എപ്പോഴെങ്കിലും റെസൊണേറ്റിംഗ് സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് പൈ ബോണ്ടുകളുടെ എണ്ണമാണ്. സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പൈ ബോണ്ട്സ്. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും പൈ ബോണ്ടുകളുടെ എണ്ണമാണ്. ഏത് സ്ട്രക്ചറിലാണോ പൈ ബോണ്ടുകളുടെ എണ്ണം കൂടുതൽ, അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ട്? ഇവിടെ 2 പൈ ബോണ്ട് ഉണ്ട്. ഇവിടെ 1 ഉള്ളൂ. ഇവിടെയും 2 പൈ ബോണ്ട് ഉണ്ട്. ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും 1ഉം 3ഉമാണ് ഏറ്റവും സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും കമ്പയർഡ് ടു 2 and 4. ഇത് ആദ്യമേ പറയാൻ പറ്റും. ഓക്കെ, ആദ്യം നമ്മൾ എന്താ നോക്കുക? പൈ ബോണ്ടുകളുടെ എണ്ണമാണ് കേട്ടോ. ബിക്കോസ് സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പൈ ബോണ്ട്സ്. പൈ ബോണ്ടുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ നോക്കുക? ചാർജ് സെപ്പറേഷൻ ആണ്. ചാർജ് സെപ്പറേഷൻ ഇല്ലാത്ത സ്ട്രക്ചർ ചാർജ് സെപ്പറേഷൻ ഉള്ള സ്ട്രക്ചറിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആണ്. ഇവിടെ എല്ലാത്തിലും ചാർജ് സെപ്പറേഷൻ ഉണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല. മൂന്നാമത് നമ്മൾ നോക്കുക മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് വിത്ത് കംപ്ലീറ്റഡ് ഒക്ടറ്റ് ആണ്. സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാക്സിമം നമ്പർ ഓഫ് ആറ്റംസ് വിത്ത് കംപ്ലീറ്റഡ് ഒക്ടറ്റ്. നാലാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നെഗറ്റീവ് ചാർജ് ഓൺ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഈസ് മോർ സ്റ്റേബിൾ ആൻഡ് വൈസ് വേഴ്സ എന്നാണ്. അഞ്ചാമത് നമ്മൾ നോക്കേണ്ടത് സ്റ്റെബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്ലോസ്നെസ് ഓഫ് ഓപ്പോസിറ്റ് ചാർജസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ റൂളുകൾ ഓർഡറിലാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പൈ ബോണ്ടുകളുടെ എണ്ണം നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒന്നാമത്തെ സ്ട്രക്ചറും മൂന്നാമത്തെ സ്ട്രക്ചറും ആരേക്കാൾ സ്റ്റേബിൾ ആണ്. പൈ ബോണ്ടുകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് തന്നെ 2നേക്കാളും 4നേക്കാളും സ്റ്റേബിൾ ആണ്. ഇനി 1ഉം 3ഉം ഞാൻ കമ്പയർ ചെയ്യുമ്പം ഇതിൽ ആരാ കൂടുതൽ സ്റ്റേബിൾ? ഇവിടെ എനിക്ക് കാണാൻ പറ്റും 2ലും പോസിറ്റീവ് ചാർജ് നൈട്രജൻ്റെ മുകളിലുണ്ട്. ഇവിടെ നെഗറ്റീവ് ചാർജ് നൈട്രജൻ്റെ മുകളിലാണ്. ഇവിടെ നെഗറ്റീവ് ചാർജ് കാർബണിൻ്റെ മുകളിലാണ്. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റത്തിൻ്റെ മുകളിലാവുമ്പോഴല്ലേ കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഫസ്റ്റ് സ്ട്രക്ചർ ഈസ് മോർ സ്റ്റേബിൾ ദാൻ തേർഡ് സ്ട്രക്ചർ. പിന്നെയോ അതേപോലെ ഞാൻ 2ഉം 4ഉം കമ്പയർ ചെയ്യാം. 2ഉം 4ഉം കമ്പയർ ചെയ്യുമ്പം രണ്ടിലും നെഗറ്റീവ് ചാർജ് അല്ല 2ഉം 4ഉം കമ്പയർ ചെയ്യുമ്പം എനിക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ്? ഹിയർ നെഗറ്റീവ് ചാർജ് ഈസ് ഓൺ നൈട്രജൻ ആറ്റം അല്ലേ? നെഗറ്റീവ് ചാർജ് നൈട്രജൻ്റെ മുകളിലാണ്. അത് ഹൈലി അൺസ്റ്റേബിൾ ആണ് അല്ലേ? കാരണം ഹൈലി ഇലക്ട്രോ നെഗറ്റീവായ നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വരുമ്പം അൺസ്റ്റേബിൾ ആണ്. ഇവിടെയാണ് കാർബണിൻ്റെ മുകളിലാണ്, അത് പിന്നെയും സ്റ്റേബിൾ ആണ്. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും 2 ഈസ് മോർ സ്റ്റേബിൾ ദാൻ 4. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ഓർഡർ. ഏത് ഓപ്ഷനാണ്? 1, 3, 2, 4 എന്ന് പറയുമ്പം ഓപ്ഷൻ ബി ആണ്. യെസ്, എല്ലാവരും ഓൾറെഡി ബി കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് എനിക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ റൂളുകൾ ഒന്നുകൂടെ പറഞ്ഞത്. ഈ 5 റൂളുകൾ, ഞാൻ പറഞ്ഞ 5 റൂളുകൾ നിങ്ങൾ ഓർഡറിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺ ക്യാൻ ബി യൂസ് ടു സെപ്പറേറ്റ് ബെൻസോയിക് ആസിഡ് ഫ്രം എ മിക്സ്ചർ ഓഫ് ബെൻസോയിക് ആസിഡ്, ഫിനോൾ, ബെൻസാൾഡിഹൈഡ് ആൻഡ് ടോളുവിൻ? ഓക്കെ, സോഡിയം ബൈകാർബണേറ്റ് ആണ് ആൻസർ. എന്തുകൊണ്ടാണ്? ബെൻസോയിക് ആസിഡ് അസിഡിക് ആണ് അല്ലേ? ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആണ്. അപ്പോൾ ഈ ബെൻസോയിക് ആസിഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ടോ ബെൻസോയിക് ആസിഡിലെ അസിഡിക് ഹൈഡ്രജനെ സോഡിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് COONയും കാർബോണിക് ആസിഡും ഫോം ചെയ്യും. ഈ കാർബോണിക് ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനൊരു റിയാക്ഷൻ നടക്കാനുള്ള കാരണം എന്താണ്? Because acid-base reaction always proceeds from strong direction to weak direction, and benzoic acid is a stronger acid compared to carbonic acid. ബെൻസോയിക് ആസിഡും കാർബോണിക് ആസിഡും നോക്കുമ്പോൾ ആരാ സ്ട്രോങ്? ബെൻസോയിക് ആസിഡാണ് സ്ട്രോങ്. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടക്കും. അതേസമയം നിങ്ങൾക്ക് ഇവിടെ പറയാം ഫിനോളും അസിഡിക് അല്ലേ സാർ എന്ന് ചോദിക്കാം. പക്ഷേ ഫിനോൾ അസിഡിക് ആണ്. പക്ഷേ ഫിനോൾ സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ടത് സോഡിയം ഫിനോക്സൈഡും കാർബോണിക് ആസിഡുമാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? കാർബോണിക് ആസിഡ് ഇസ് എ സ്ട്രോങ്ങർ ആസിഡ് ദാൻ ഫിനോൾ. കാർബോണിക് ആസിഡും ഫിനോളും കമ്പയർ ചെയ്യുമ്പം കാർബോണിക് ആസിഡാണ് സ്ട്രോങ്. അപ്പം ഇങ്ങനെ ഒരു റിയാക്ഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല? പ്രൊസീഡ് ചെയ്യില്ല. ഓക്കെ, അപ്പം ബേസിക്കലി ഞാൻ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആര് മാത്രമേ റിയാക്ട് ചെയ്യൂ? ബെൻസോയിക് ആസിഡ് മാത്രമേ റിയാക്ട് ചെയ്യൂ. ഫിനോളിൽ അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ ആസിഡ് ബേസ് റിയാക്ഷൻ ഒരിക്കലും വീക്ക് ഡയറക്ഷനിൽ നിന്ന് സ്ട്രോങ് ഡയറക്ഷനിലേക്ക് പ്രൊസീഡ് ചെയ്യില്ല. ബെൻസാൾഡിഹൈഡും ടോളുവിനും അസിഡിക് ഹൈഡ്രജനേ ഇല്ല. അപ്പോൾ പിന്നെ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും സോഡിയം ബൈകാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ആര് മാത്രമാണ്?
ബെൻസോയിക് ആസിഡ് മാത്രമാണ്. ഓക്കെ, ആസിഡിൻ്റെ ഓർഡർ പഠിച്ചു വെക്കണേ. ഞാൻ റിവിഷൻ ക്ലാസ്സിൽ, നമ്മുടെ ഗ്രേഡിയൻ ബാച്ചിലെ റിവിഷൻ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. ഏറ്റവും അസിഡിക് സൾഫോണിക് ആസിഡാണ്. നമ്മുടെ ആസിഡ്സിൽ വെച്ച് ഏറ്റവും അസിഡിക് സൾഫോണിക് ആസിഡാണ്. അത് കഴിഞ്ഞാൽ ആരാണ്? ഫോമിക് ആസിഡാണ്. സൾഫോണിക് ആസിഡ് കഴിഞ്ഞാൽ പിന്നെ ഫോമിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡിൽ വെച്ച് ഏറ്റവും ശക്തൻ ഫോമിക് ആസിഡാണ്. ഫോമിക് ആസിഡ് ഈസ് ഈവൻ സ്ട്രോങ്ങർ ദാൻ ബെൻസോയിക് ആസിഡ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. Formic acid is even stronger than benzoic acid, and benzoic acid is stronger than all the other aliphatic carboxylic acid. Benzoic acid ബാക്കി എല്ലാ aliphatic carboxylic acidsനേക്കാളും സ്ട്രോങ് ആണ്. ദിസ് ഈസ് സ്ട്രോങ്ങർ ദാൻ കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് ആരേക്കാൾ സ്ട്രോങ് ആണ്? ഫിനോളിനേക്കാൾ സ്ട്രോങ് ആണ്. ഫിനോൾ ആരേക്കാൾ സ്ട്രോങ് ആണ്? വെള്ളത്തേക്കാൾ സ്ട്രോങ് ആണ്. വെള്ളം ആരേക്കാൾ സ്ട്രോങ് ആണ്? ആൽക്കഹോളിനേക്കാൾ സ്ട്രോങ് ആണ്. ആൽക്കഹോൾ ആൽക്കൈനേക്കാൾ സ്ട്രോങ് ആണ്. ആൽക്കൈൻ അമോണിയേക്കാൾ സ്ട്രോങ് ആണ്. അമോണിയ ആൽക്കീനേക്കാൾ സ്ട്രോങ് ആണ്. ആൽക്കീൻസ് ആൽക്കൈനേക്കാൾ സ്ട്രോങ് ആണ്. ഇത് ആസിഡിക് സ്ട്രെങ്ത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓർഡറാണ്, നിർബന്ധമായും പഠിച്ചു വെക്കുക. അപ്പം ഇവിടെ റെലവൻ്റ് ആയ കാര്യം എന്താ വെച്ചാൽ, ഈ ബെൻസോയിക് ആസിഡ് കാർബോണിക് ആസിഡിനേക്കാൾ സ്ട്രോങ് ആണ്, പക്ഷേ ഫിനോൾ കാർബോണിക് ആസിഡിനേക്കാൾ വീക്കാണ്. അതുകൊണ്ട് ഫിനോളിനെയും ബെൻസോയിക് ആസിഡിനെയും സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? സോഡിയം ബൈകാർബണേറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, എൻ്റെ മുന്നിലിരിക്കുന്ന കുറേ കുട്ടികൾ ഇതെല്ലാം പഠിച്ച് റെഡി ആയിട്ട് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഇത് വീണ്ടും പറയുന്നത് നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഡിസ്കഷൻ സമയത്ത് ഇത് വൃത്തിയായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ച് മാത്രമാണ്. ഓക്കെ, ശരി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വിൽ ഗീവ് ബ്ലഡ് റെഡ് കളർ വൈൽ ഡൂയിങ് ലസൈൻ ടെസ്റ്റ് ഫോർ നൈട്രജൻ? നിങ്ങൾക്കറിയാം, ലസൈൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നൈട്രജൻ്റെ കൂടെ സൾഫറും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ബ്ലഡ് റെഡ് കളർ കിട്ടുക. ഓക്കെ, ഇഫ് സൾഫർ ഈസ് ഓൾസോ പ്രസൻറ്റ് ഇൻ അഡീഷൻ ടു നൈട്രജൻ, then that compound will give red blood color during Lassigne's test for nitrogen. എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ്. വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് ദ ഫോളോയിങ് ഈസ്. നോക്കൂ, നമ്മൾ ബെൻസോയിക് ആസിഡും അതിൻ്റെ ഡെറിവേറ്റീവ്സും അതുപോലെ ഫിനോളും അതിൻ്റെ ഡെറിവേറ്റീവ്സും നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ബെൻസോയിക് ആസിഡും അതിൻ്റെ ഡെറിവേറ്റീവ്സും ആരേക്കാൾ സ്ട്രോങ് ആണ്? ഫിനോൾസ് ആൻഡ് ദ ഡെറിവേറ്റീവ്സിനേക്കാൾ ജനറലി സ്ട്രോങ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും 3 and 4 വിൽ ബി ഡെഫിനറ്റ്ലി സ്ട്രോങ്ങർ ദാൻ 1 and 2. ബെൻസോയിക് ആസിഡും അതിൻ്റെ ഡെറിവേറ്റീവുകളും ഫിനോൾ ആൻഡ് ദ ഡെറിവേറ്റീവ്സിനേക്കാൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും. ഇനി ഈ CH3 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ്? ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ എന്താ ചെയ്യുക? അസിഡിക് സ്ട്രെങ്ത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ അസിഡിക് സ്ട്രെങ്ത്തിനെ കുറയ്ക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ അസിഡിക് സ്ട്രെങ്ത്തിനെ കൂട്ടും എന്നല്ലേ നിങ്ങൾ പഠിച്ചത്? അപ്പോൾ ഏറ്റവും അസിഡിക് ആരാ? തേർഡ് വൺ. അത് കഴിഞ്ഞിട്ട് ആരാ? ഫോർത്ത് വൺ. അതുപോലെ ഈ ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണോ ഡൊണേറ്റിംഗ് ആണോ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് 4-ക്ലോറോ ഫിനോൾ എന്ന് പറഞ്ഞാൽ ആരേക്കാൾ അസിഡിക് ആയിരിക്കും? ഫിനോളിനേക്കാൾ അസിഡിക് ആയിരിക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി. ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണല്ലേ. 3 greater than 4 greater than 2 greater than 1 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ഓൾസോ ക്ലിയർ ടു യു. യെസ്, അഞ്ജു, ജിനി KS, സുൽഫത്ത്, കൃഷ്ണപ്രിയ KS, സുസ്മി എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് കോൺജുഗേറ്റഡ് പൊസിഷൻ NO2 imparts. NO2 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തനായ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് അല്ലേ? ഏറ്റവും ശക്തനായ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ആര്? NO2. ഭയങ്കര പവർഫുള്ളായ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതിന് -R എഫക്റ്റ് അല്ലെങ്കിൽ -M എഫക്റ്റും ഉണ്ട്, -I എഫക്റ്റും ഉണ്ട്. ഓക്കെ, ഇറ്റ് വിഡ്രോസ് ഇലക്ട്രോൺ ത്രൂ റെസൊണൻസ് ആൻഡ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. ഇറ്റ് ഹാസ് -R എഫക്റ്റ് ആൻഡ് -I എഫക്റ്റ്. ഓക്കെ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ആര്? NO2 എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. റെസൊണൻസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ. നിങ്ങൾക്കറിയാം റെസൊണൻസ് ഈസ് പോസിബിൾ ഇൻ സ്ട്രക്ചേഴ്സ് ഹാവിങ് കോൺജുഗേഷൻ. എന്താ കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ? ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് വേക്കൻറ്റ് ഓർബിറ്റൽ ആവാം, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ആവാം, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് അൺപെയർഡ് ഇലക്ട്രോൺ ആവാം, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവാം, ലോൺ പെയർ വേക്കൻറ്റ് ഓർബിറ്റൽ ആവാം. ഇത്തരം കോൺജുഗേഷനുകൾ ഉള്ള സ്ട്രക്ചറുകളിൽ പൈ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ്ഡ് ആയി പോകുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? റെസൊണൻസ് എന്ന് പറയുക. ഓക്കെ, ഇവിടെ റെസൊണൻസ് ഉണ്ടോ? യെസ്, ഇവിടെ റെസൊണൻസ് ഉണ്ട്. കാരണം എന്താ? കാർബൺ വിത്ത് എ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ
അതിന് വേക്കൻ്റ് ഓർബിറ്റലുണ്ട്. ഓക്സിജൻ എന്തുണ്ട്? ലോൺ പെയർ ഉണ്ട്. ഇങ്ങനെ വേക്കൻ്റ് ഓർബിറ്റലും ലോൺ പെയറും അടുത്തടുത്ത് വന്നാൽ അതെന്താണ്? ഒരു കോൺജുഗേഷൻ ആണ്. ലോൺ പെയറും വേക്കൻ്റ് ഓർബിറ്റലും അടുത്തടുത്ത് വന്നാൽ ഒരു കോൺജുഗേഷൻ ആണ്. അതിന് നമ്മളൊരു പ്രത്യേക പേര് പറയും, ബാക്ക് ബോണ്ടിങ് എന്നാണ് പറയുക. അതിനെ പറയുന്ന പേര് ബാക്ക് ബോണ്ടിങ് റെസൊണൻസ് എന്നാണ് പറയുക. ഓക്കെ, ഓപ്ഷൻ 2 റെസൊണൻസ് ഇല്ല കേട്ടോ. ഇവിടെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, പിന്നെ ഇവിടെ എന്തില്ല, അവിടെ ലോൺ പെയർ ഒന്നും ഇല്ല. ഓക്കെ, നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടാവില്ല. നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ടാവില്ല. കാർബണിൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നാൽ എന്തുണ്ട്? വേക്കൻ്റ് ഓർബിറ്റൽ ഉണ്ട്. നൈട്രജൻ്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ അവിടെ വേക്കൻ്റ് ഓർബിറ്റലും ഇല്ല, ലോൺ പെയറും ഇല്ല. സോ ദർ ഇസ് നോ കോൺജുഗേഷൻ ഹിയർ ആൻഡ് ദർ ഇസ് നോ റെസൊണൻസ്. ഇവിടെയും റെസൊണൻസ് ഉണ്ട് അല്ലേ? CH2 ഡബിൾ ബോണ്ട്, CH, ഓക്കെ, N ഡബിൾ ബോണ്ട് O, കോർഡിനേറ്റ് ബോണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, കോൺജുഗേഷൻ കാണാൻ പറ്റും. ഇവിടെയും ബോറോൺ 3 ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ബോറോൺ എപ്പോഴും എന്ത് കാണും മക്കളെ? ഒരു വേക്കൻ്റ് ഓർബിറ്റൽ കാണും. ഇവിടെയും ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കൻ്റ് ഓർബിറ്റലുള്ളത് കണ്ടോ? എങ്ങനെയാണ് വരുന്നത്? ബോറോൺ എന്ന് പറഞ്ഞ ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? ബോറോൺ എന്ന് പറഞ്ഞാൽ 2s2 2p1 അല്ലേ? അപ്പോൾ ബോറോൺ എന്ന് പറഞ്ഞ ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2s2 2p1 ആണ്. ഇനി ബോറോണിൻ്റെ ശരിക്കും അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് എക്സൈറ്റ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? ഇങ്ങനല്ലേ കിട്ടുക? അപ്പോൾ ബോറോൺ എത്ര ബോണ്ട് ഫോം ചെയ്യും? 3 കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഈ കാണുന്ന എന്താണ്? ഇത് വേക്കൻ്റ് ഓർബിറ്റലാണ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ബോറോൺ 3 ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് അതിനെപ്പോഴും എന്ത് കാണും? ഒരു വേക്കൻ്റ് ഓർബിറ്റൽ അവിടെ കാണും. സോ ഈ പറഞ്ഞ ആൾക്ക് ഇവിടെ കോൺജുഗേഷൻ ഉണ്ട്. ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കൻ്റ് ഓർബിറ്റലാണ്. ഇവിടെ വേക്കൻ്റ് ഓർബിറ്റൽ ലോൺ പെയർ എന്ന് പറഞ്ഞ കോൺജുഗേഷൻ ഉണ്ട്. ഇവിടെയും കോൺജുഗേഷൻ ഉണ്ട്. കോൺജുഗേഷൻ ഇല്ലാത്തത് എവിടെ മാത്രമാണ്? ഓപ്ഷൻ ബിയിൽ മാത്രമാണ്. കോൺജുഗേഷൻ ഇല്ലെങ്കിൽ അവിടെ റെസൊണൻസും പോസിബിൾ അല്ല. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, യെസ്, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? ഇവിടെ ഏതാണ് ഇൻകറക്ട്ലി മാച്ച്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സംഭവിക്കുക? നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എന്താ എടുക്കുന്നത്? നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് CH3, CH3, C, CH3, CH3, CH, CH3OH അല്ലേ? ഇതാണ് ആ കോമ്പൗണ്ട് അല്ലേ? അപ്പോൾ ഇതിന് എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യാണ്? H+ വെച്ച് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ H+ എന്ന് പറഞ്ഞ ആളാരാണ്? ഇലക്ട്രോഫൈലാണ്. ഓക്കെ, ഇലക്ട്രോഫൈൽ എവിടെ അറ്റാക്ക് ചെയ്യുക? ഇലക്ട്രോൺ റിച്ച് സെൻറ്ററിലാണ് അറ്റാക്ക് ചെയ്യുക. ഇലക്ട്രോഫൈൽസ് അറ്റാക്ക് ചെയ്യുക ഇലക്ട്രോൺ റിച്ച് സെൻറ്ററിലാണ്. അപ്പോൾ H+ നേരെ ഇലക്ട്രോൺ റിച്ച് സെൻറ്ററായ ഓക്സിജനിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ H+ ഇലക്ട്രോൺ റിച്ച് സെൻറ്ററായ ഓക്സിജനിൽ അറ്റാക്ക് ചെയ്താൽ ഓക്സോണിയം അയോൺ അവിടെ ഫോം ചെയ്യും. ഓക്സിജൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജ് വരും. ഇതിനെ പറയുന്ന പേരാണ് ഓക്സോണിയം അയോൺ. ഓക്സോണിയം അയോൺ അൺസ്റ്റേബിൾ ആണ്. ദർ വിൽ ബി എലിമിനേഷൻ ഓഫ് വാട്ടർ. അത് വാട്ടറായിട്ട് അങ്ങ് ലീവ് ചെയ്യും. ആ ബോണ്ടും കൊണ്ടങ്ങ് ലീവ് ചെയ്യും. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് CH3, C, CH3, CH3, C, CH3, H. ഓക്കെ, ഇതാണ് കിട്ടുക. ഈ കാർബോകാറ്റയോണിന് എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? കാർബോകാറ്റയോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണുമായിട്ട് കണക്ട് ചെയ്ത കാർബണിനാണ് ആൽഫ കാർബൺ എന്ന് പറയുക. ആൽഫ കാർബണിൻ്റെ മുകളിലെ ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. ഇവിടെ ഇതാണ് ആൽഫ കാർബൺ. അവിടെ 3 ആൽഫ ഹൈഡ്രജൻ മാത്രമേ ഇതിനുള്ളൂ. നിങ്ങൾക്കറിയാം കാർബോകാറ്റയോൺസ് ആർ കേപ്പബിൾ ഓഫ് ഷിഫ്റ്റിംഗ് എന്നറിയാം അല്ലേ? തൊട്ടടുത്ത കാർബോകാറ്റയോൺ കൂടുതൽ സ്റ്റേബിൾ ആണെങ്കിൽ കാർബോകാറ്റയോൺ എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഈ കാർബോകാറ്റയോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. പകരം ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും. സോ വാട്ട് ഡു യു ഗെറ്റ്? CH3, C, CH3 പ്ലസ് C, CH3, CH, CH3 ഇങ്ങനെയാണ് കിട്ടുക. അത് കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഡീ പ്രോട്ടോണേഷൻ നടക്കും. അപ്പോൾ ഇവിടുന്ന് H+ പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? C, CH3, CH3 ഡബിൾ ബോണ്ട് C, CH3, CH3. യെസ്, അവർ പറഞ്ഞ അതേ ആൻസറാണ് നമുക്ക് കിട്ടുക അല്ലേ? അവിടെ എലിമിനേഷൻ റിയാക്ഷൻ ആണ്, റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്. യെസ്, ഓപ്ഷൻ എ കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ഓപ്ഷൻ ബി നോക്കൂ. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? ഓപ്ഷൻ ബി പറയുന്നത് ഞാനിവിടെ വരയ്ക്കാം. CH3, C, CH3, CH3, CH2I അല്ലേ? ഒരു ആൽക്കൈൽ അയോഡൈഡ് ആണ്. അതിനെ നമ്മൾ OH- വെച്ച് ട്രീറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം I- ലീവ് ചെയ്യും അല്ലേ? I- ലീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു കാർബോകാറ്റയോൺ കിട്ടും. I- ലീവ് ചെയ്യുമ്പം നമുക്കൊരു കാർബോകാറ്റയോൺ കിട്ടും. ഈ കാർബോകാറ്റയോൺ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതിന് 0 ആൽഫ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഒരു ആൽഫ ഹൈഡ്രജൻ പോലും ഇല്ല.
അപ്പോൾ ഉറപ്പായിട്ടും തൊട്ടടുത്ത പോയിന്റിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യും. കാരണം തൊട്ടടുത്ത പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂട്ടാൻ പറ്റും. പകരം ഒരു മീഥൈൽ ഗ്രൂപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും. സോ മീഥൈൽ ഷിഫ്റ്റ് നടക്കും. അപ്പോൾ എന്താ കിട്ടുക? CH3 CCH3 CH2 CH2 CH3 ഇതാണ് കിട്ടുക. ഓക്കെ, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഡീപ്പ് പ്രൊട്ടനേഷൻ നടക്കും. സോ വാട്ട് ഡു യു ഗെറ്റ്? അല്ല, ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് OH- പോയിട്ട് അറ്റാക്ക് ചെയ്യും. ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് OH- ന്യൂക്ലിയോഫൈൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പം OH- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ ഉണ്ട്. ആ ന്യൂക്ലിയോഫൈൽ പുതിയ കാർബോഹൈഡ്രേറ്റ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ CH3 CH3 OH CH2 CH3 എന്നാണ് കിട്ടുക. സോ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, ഉറപ്പായിട്ടും അത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അവിടെ എന്ത് നടന്നിട്ടുണ്ട്? റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഓപ്ഷനും ശരിയാണ്, അതിലും തെറ്റൊന്നും ഇല്ല. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? അടുത്ത റിയാക്ഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഇതിനെ നമ്മൾ H3PO4 വെച്ച് ഹീറ്റ് ചെയ്യാണ് അല്ലേ? നിങ്ങൾക്കറിയാം ഇത് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണ്. ഉറപ്പായിട്ടും H+ എവിടെയാണ് പോയിട്ട് അറ്റാക്ക് ചെയ്യാം? ഇലക്ട്രോൺ റിച്ച് സെൻറ്ററായ ഓക്സിജനിലാണ് H+ പോയിട്ട് അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ഓക്സിജൻ ഇലക്ട്രോൺ റിച്ച് സെൻറ്ററായ ഓക്സിജനിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുമ്പം ഓക്സോണിയം അയോൺ ഫോം ചെയ്യും. ഓക്സോണിയം അയോൺ അൺസ്റ്റേബിൾ ആണ്. ദർ വിൽ ബി എലിമിനേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു കാർബോഹൈഡ്രേറ്റ് കിട്ടി. ഈ പോയിന്റിൽ വെച്ച് എന്ത് സംഭവിക്കും? ഡീപ്പ് പ്രോട്ടോണേഷൻ നടക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈക്ലോഹെക്സീൻ കിട്ടും. ആ പറഞ്ഞിരിക്കുന്ന റിയാക്ഷനും ശരിയാണ്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന റിയാക്ഷനും ശരിയാണ്. അപ്പോൾ ലാസ്റ്റ് റിയാക്ഷൻ പ്രോബബ്ലി അതായിരിക്കും തെറ്റ് അല്ലേ? ഓപ്ഷൻ ഡി നമുക്കൊന്ന് നോക്കി നോക്കാം. ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ഓപ്ഷൻ ഡി പറയുന്നത് CH3 CH3 H CH2 CH2 Cl. ഇതിന് നമ്മൾ NaOH വെച്ച് ട്രീറ്റ് ചെയ്യാണ് അല്ലേ? അപ്പം ഈ പറഞ്ഞ പോലെ ആദ്യം എന്ത് ലീവ് ചെയ്തു? Cl- ലീവ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, Cl- ലീവ് ചെയ്ത് കഴിഞ്ഞാൽ CH3 CH3 CH2 പ്ലസ് എന്ന് പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കിട്ടിയെന്നും കരുതുക. ഈ കാർബോഹൈഡ്രേറ്റ് എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 2 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. തൊട്ടടുത്ത പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അതിന് എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവൂ? തൊട്ടടുത്ത പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആൽഫ ഹൈഡ്രജൻ എണ്ണം കൂടുന്നുണ്ടോ? അല്ല, അവിടെ കൊടുത്തിരിക്കുന്ന റിയാക്ഷനിൽ അങ്ങനെ ഷിഫ്റ്റിംഗ് കാണിക്കുന്നില്ല അല്ലേ? അവിടെ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്ത ആൻസർ SN2 മെക്കാനിസം നടന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, SN2 മെക്കാനിസം നടന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം അവിടെ ഷിഫ്റ്റിംഗ് കാണിക്കുന്നില്ല. എന്താ കാണിക്കുന്നത്? CH2OH. ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ആൻസർ കൊടുത്തത് എങ്കിൽ അവിടെ എന്താണ്? അവിടെ ഇറ്റ് ഈസ് എ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ SN2 മെക്കാനിസം. അത് SN1 അല്ല, SN2 മെക്കാനിസം ആണ്. കാരണം ഇതൊരു പ്രൈമറി ആണല്ലോ. പ്രൈമറി സബ്സ്ട്രേറ്റ് ആണെങ്കിൽ അവിടെ എന്ത് പോസിബിൾ ആണ്? SN2 മെക്കാനിസം പോസിബിൾ ആണ്. SN2 മെക്കാനിസം ആണ് അവിടെ നടന്നിരിക്കുന്നത്. അവിടെ റീഅറേഞ്ച്മെന്റ് ഒന്നുമില്ല. SN2 മെക്കാനിസം ആണെങ്കിൽ ദർ ഈസ് നോ റീഅറേഞ്ച്മെന്റ്, ദർ ഈസ് നോ കാർബോകാറ്റയോൺ ഫോർമേഷൻ ആയത്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും അവിടെ ഏതാണ് തെറ്റായ ഓപ്ഷൻ. ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് നടന്നു എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇൻകറക്ട്ലി മാച്ച്ഡ് ആരാണ്? ഓപ്ഷൻ ഡി ആണ്. അതിൽ ഇൻകറക്ഷൻ എന്താണ്? തെറ്റെന്താണ്? റീഅറേഞ്ച്മെൻറ്റ് നടന്നു എന്ന് പറയുന്നതാണ്. അവിടെ റീഅറേഞ്ച്മെൻറ്റ് ഇല്ല. അവിടെ SN1 അല്ല. അവിടെ ഏത് വഴിയാണ് പ്രൊസീഡ് ചെയ്തത്? SN2 മെക്കാനിസം വഴിയാണ് അവിടെ പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? കുറേ പേര് ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേര് ഓപ്ഷൻ ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഇവിടെ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടില്ല. കാരണം Cl നിന്ന് അതേ സ്ഥാനത്താണ് ആര് വരുന്നത്? OH വന്നിരിക്കുന്നത്. അവിടെ റീഅറേഞ്ച്മെൻറ്റ് നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഓക്കെ, ദർ ഈസ് നോ റീഅറേഞ്ച്മെൻറ്റ് ഹിയർ. ദെർഫോർ ഓപ്ഷൻ ഡി ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്. റെഡി? ആർ യു ഫോളോയിങ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ്. ഇതിൽ ഏത് റിങ്ങിനെയാണ് ഇലക്ട്രോഫൈൽ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം ഈ CH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് +H ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഹൈപ്പർ കോൺജുഗേഷൻ വഴി റിങ്ങിലേക്ക് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് CH3 ഗ്രൂപ്പ്. അതിന് 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അതേസമയം OCH3 എന്ന് പറഞ്ഞ ആളെന്താണ്? അതൊരു +M ഗ്രൂപ്പാണ് അല്ലെങ്കിൽ +R ഗ്രൂപ്പാണ്. റെസൊണൻസ് എഫക്റ്റ് വഴി റിങ്ങിലേക്ക് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് എന്ത്? OCH3. ദ അറ്റാച്ച്മെൻറ്റ് ഈസ് ത്രൂ ആൻ ആറ്റം ഹാവിംഗ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അതൊരു +M ഗ്രൂപ്പാണ് എന്ന്. CF3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു -I ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പം ഇവിടെ ഏത് റിങ്ങിലേക്ക് പോകാനായിരിക്കും ഇലക്ട്രോഫൈലിന് ഏറ്റവും ഇഷ്ടം? ഏത് റിങ്ങാണോ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് അങ്ങോട്ട് പോകാനായിരിക്കും ഇലക്ട്രോഫൈലിന് ഏറ്റവും ഇഷ്ടം. അത് ഏത് റിങ്ങാണ്? 3rd റിങ്ങാണ്.
അത് കഴിഞ്ഞാലോ ഫസ്റ്റ് റിംഗ് ആണ്, അത് കഴിഞ്ഞാലോ സെക്കൻഡ് റിംഗ് ആണ്, അത് കഴിഞ്ഞാലോ ഫോർത്ത് റിംഗ് ആണ്. സോ വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? 3 1 2 4. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, റെഡി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. ദ ഇന്റർമീഡിയറ്റ് ഡ്യൂറിംഗ് ദ അഡീഷൻ ഓഫ് HBr ടു പ്രൊപ്പീൻ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ് ഈസ്. ഓക്കെ, പെറോക്സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ കറാഷ് എഫക്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ കയ്യിൽ പ്രൊപ്പീൻ ഉണ്ട്, CH3 CH ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് നമ്മൾ HBr ആഡ് ചെയ്യാണ് ഇൻ പ്രസൻസ് ഓഫ് എ പെറോക്സൈഡ്. അപ്പം നമുക്കറിയാം അവിടെ പ്രൊഡക്റ്റ് എപ്പോഴും എന്താണ്? പെറോക്സൈഡ് എഫക്റ്റ് അല്ലേ? പെറോക്സൈഡ് എഫക്റ്റ് കാരണം അല്ലെങ്കിൽ കറാഷ് എഫക്റ്റ് കാരണം ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്നറിയാം അല്ലേ? ഇവിടെ നടക്കുന്ന മെക്കാനിസം എന്താണ് എന്ന് നമുക്കറിയണം. എന്താ മെക്കാനിസം നടക്കുന്നത്? ആദ്യം നമ്മുടെ പെറോക്സി ബോണ്ട് എന്ത് ചെയ്യും? ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? രണ്ട് ഫ്രീ റാഡിക്കലുകൾ ഫോം ചെയ്യും. ആദ്യം ആ പെറോക്സി ബോണ്ട് ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്ത് 2 ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? ഈ ഫ്രീ റാഡിക്കൽ നേരെ പോയിട്ട് ആരെ അറ്റാക്ക് ചെയ്യും? HBrനെ അറ്റാക്ക് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽ നേരെ പോയിട്ട് HBrനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ബോണ്ടും ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് കിട്ടും? Br റാഡിക്കൽ കിട്ടും. അത് കഴിഞ്ഞ് ആ Br റാഡിക്കൽ നേരെ പോയിട്ട് ആരെ അറ്റാക്ക് ചെയ്യും? പ്രൊപ്പീൻ അറ്റാക്ക് ചെയ്യും. ആ Br റാഡിക്കൽ നേരെ പോയിട്ട് പ്രൊപ്പീൻ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ബോണ്ടും ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. നമുക്ക് എന്താ കിട്ടുക? CH3 CH റാഡിക്കൽ CH2 Br. ഇതാണ് കിട്ടുക. അത് കിട്ടാനുള്ള കാരണം ആ റാഡിക്കൽ കൂടുതൽ സ്റ്റേബിൾ ആണ്. സെക്കൻഡറി പൊസിഷനിൽ ആ റാഡിക്കൽ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ കാണുന്ന റാഡിക്കൽ ആരെ പോയിട്ട് അറ്റാക്ക് ചെയ്യും? HBrനെ അറ്റാക്ക് ചെയ്യും. ആ കാണുന്ന റാഡിക്കൽ പോയിട്ട് HBrനെ അറ്റാക്ക് ചെയ്യും. വീണ്ടും ബോണ്ടുകൾ ഹോമോലിറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. CH3 CH2 Br ആൻഡ് Br റാഡിക്കൽ കിട്ടും. വീണ്ടും Br റാഡിക്കൽ പോയിട്ട് ആൽക്കീൻ അറ്റാക്ക് ചെയ്യും. ഈ റാഡിക്കൽ കിട്ടും. വീണ്ടും ഈ റാഡിക്കൽ വന്നിട്ട് HBrനെ അറ്റാക്ക് ചെയ്യും. Br റാഡിക്കൽ കിട്ടും. വീണ്ടും Br റാഡിക്കൽ പോയിട്ട് ആൽക്കീൻ അറ്റാക്ക് ചെയ്യും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളതിനെ പറയുക പ്രൊപ്പഗേഷൻ എന്നാണ്. 3 4 3 4 3 4 റിപ്പീറ്റ്സ്. ഇറ്റ് ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ. ഇതിനെ പറയുന്ന പേരെന്താ? ഇതിനെ പറയുന്ന പേര് ഫസ്റ്റ് 2 സ്റ്റെപ്പിനെ പറയുന്ന പേര് ഇനീഷ്യേഷൻ എന്നാണ്. അടുത്ത സ്റ്റെപ്പുകളെ പറയുന്ന പേര് പ്രൊപ്പഗേഷൻ എന്നാണ്. അവസാനം ടെർമിനേഷനും ഉണ്ടാവും. അപ്പം ഇവിടെ ഫോം ചെയ്യുന്ന റാഡിക്കൽ ആരാ? ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് അവിടെ ഫോം ചെയ്യുന്ന റാഡിക്കൽ. അത് ഏത് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ്. യെസ്, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഞാൻ അതിൻ്റെ മെക്കാനിസം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 32. ദ ലീസ്റ്റ് സ്റ്റേബിൾ ആൽക്കീനീസ്. ആൽക്കീനുകളുടെ സ്റ്റെബിലിറ്റി നമ്മൾ ആൽഫ ഹൈഡ്രജൻ വെച്ചിട്ടാണ് പറയുക. കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്ത sp3 കാർബൺ ആണ് ആൽഫ കാർബൺ. ആൽഫ കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്ത sp3 കാർബൺ ആണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിൻ്റെ മുകളിലെ ഹൈഡ്രജൻ ആണ് ആൽഫ ഹൈഡ്രജൻ. ഇവിടെ നിങ്ങൾ പറ, എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇതാണ് കാർബൺ ഡബിൾ ബോണ്ട്. അപ്പോൾ ഇതാണ് ആൽഫ കാർബൺ. അവിടെ എത്ര ആൽഫ ഹൈഡ്രജനാ? 2 ആൽഫ ഹൈഡ്രജനാ. അടുത്തതിനോ കാർബൺ ഡബിൾ ബോണ്ടിനോട് sp3 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ 0 ആൽഫ ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ടെന്ന് പറയൂ. ഇതാണ് കാർബൺ ഡബിൾ ബോണ്ട്. ഇത് ആൽഫ കാർബൺ ആണ്, ഇത് ആൽഫ കാർബൺ ആണ്, ഇത് ആൽഫ കാർബൺ ആണ്. അപ്പം 3ഉം 2ഉം 5ഉം 2ഉം 7 ആൽഫ ഹൈഡ്രജൻ ഇതിന് കാണും. അടുത്തതിനോ ഇതാണ് കാർബൺ ഡബിൾ ബോണ്ട്. ഇതും ആൽഫ കാർബൺ ആണ്, ഇതും ആൽഫ കാർബൺ ആണ്. 2ഉം 1ഉം 3 ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇതിലാണ് ആരാണ് ഏറ്റവും സ്റ്റേബിൾ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയുക? സി ആണ് ഏറ്റവും സ്റ്റേബിൾ. പിന്നെ ആരാണ്? ഡി ആണ്. പിന്നെ ആരാണ്? എ ആണ്. പിന്നെ ആരാണ്? ബി ആണ്. നമ്മളോട് ചോദിച്ചത് ലീസ്റ്റ് സ്റ്റേബിൾ ആരാന്നാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി. യെസ്, ഡെന്നി, പ്രമോദ്, ചിന്നു, സിന്ധു, രുക്സാന എല്ലാവരും ആൻസർ ചെയ്തു അല്ലേ? കൃഷ്ണപ്രിയ, എവ്രി വൺ ആൻസേർഡ് ഓപ്ഷൻ ബി. വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻസർ. Question number 33. Coloration of Br2 bar CCl4 will be discharged by. നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഒന്നിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്, ഒന്നിൽ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ്. ഏതിലാണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മൾ Br2 ബ്രോമിൻ ഇൻ CCl4 ആഡ് ചെയ്യും അല്ലേ? ഏത് കണ്ടെയ്നറിലാണോ ഡീകളറൈസേഷൻ സംഭവിക്കുന്നത് നമ്മൾ പറയും അതിൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയാണ് അൺസാച്ചുറേഷൻ നമുക്ക് കാണാൻ പറ്റുക? കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേഷൻ വേണേ. കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഒന്നും പോരാ. കാർബൺ ഡബിൾ ബോണ്ട് അൺസാച്ചുറേഷൻ ഉള്ളത് ഓപ്ഷൻ എയിലാണ്. സോ ഓപ്ഷൻ എ എന്ത് ചെയ്യും? നമ്മുടെ ബ്രോമിൻ ഇൻ CCl4നെ ഡീകളറൈസ് ചെയ്യും. അതേസമയം ഓപ്ഷൻ ബിയിലും ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഡിയിലും ഒന്നും ഇല്ല, കാർബൺ ഡബിൾ ബോണ്ട് ഇല്ല. ഓക്കെ, അവിടെയൊന്നും ആ ഡീകളറൈസേഷൻ നടക്കില്ല. സോ ഡെഫിനറ്റ്ലി ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ഒരു സംശയമില്ല, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, അവിടെ എം എന്താണ്? ഇപ്പോൾ ഈ CH2 ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ റിയാക്ഷൻ സിമിലർ ആണ് ഈ റിയാക്ഷൻ കേട്ടോ.
നോക്കൂ, ഇവിടെ ശരിക്കും സത്യത്തിൽ എന്താ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ആൽക്കീൻ ഉണ്ട്. ഈ ആൽക്കീനിലേക്ക് നിങ്ങൾ HClO മറ്റോ ആഡ് ചെയ്യുകയാണ് എന്ന് കരുതുക. അപ്പം നിങ്ങൾക്കറിയാം അത് ഇലക്ട്രോഫിലിക് അഡീഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ആദ്യം ആരാ അറ്റാക്ക് ചെയ്യാൻ വരിക? H+. എന്തുകൊണ്ടാണ് H+ ആദ്യം അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ബിക്കോസ് പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് എ ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ. ഈ കാണുന്ന പൈ ഇലക്ട്രോൺ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ റിച്ച് സെൻറ്റർ ആണ്. അവിടെ ആര് വന്ന് അറ്റാക്ക് ചെയ്യും? H+ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് CH3 CH+ CH3 കിട്ടും അല്ലേ. അത് കഴിഞ്ഞ് ആര് വന്ന് അറ്റാക്ക് ചെയ്യും? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പം ഈ ഒരു റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫിലിക് അഡീഷൻ. ഓക്കെ, ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫിലിക് അഡീഷൻ. ഇനി ഇതേ റിയാക്ഷൻ ഞാൻ ആൽക്കീനിലേക്ക് ആരെ കൊടുക്കുകയാണ്? ബ്രോമിനെ കൊടുക്കുകയാണ് എന്ന് കരുതുക. ഞാൻ ആൽക്കീനിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യാണ്, ബ്രോമിൻ CCl4 ആഡ് ചെയ്യാണ് എന്ന് കരുതുക. അങ്ങനെ ഞാൻ ആൽക്കീനിലേക്ക് ബ്രോമിൻ CCl4 ആഡ് ചെയ്യുമ്പം അവിടെ എന്ത് സംഭവിക്കില്ല? അവിടെ ഒരു ഇലക്ട്രോഫൈൽ വരാൻ പറ്റില്ല അല്ലേ. ഇവിടെ Br2 in CCl4 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇലക്ട്രോഫൈൽ ഇല്ല. പക്ഷേ എന്നാലും ഈ റിയാക്ഷൻ ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ് കേട്ടോ. നിങ്ങൾക്കറിയാം ആൽക്കീനുകൾ ബ്രോമിൻ വാട്ടറിനെ ഡീകളറൈസ് ചെയ്യും, അല്ലെങ്കിൽ ബ്രോമിൻ CCl4നെ ഡീകളറൈസ് ചെയ്യും, നിങ്ങൾക്കറിയാം. അതുപോലെ ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. അതൊരു പ്രത്യേകതരം ഇലക്ട്രോഫിലിക് അഡീഷൻ ആണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് NCC മെക്കാനിസം എന്നാണ്. എന്താ NCC എന്ന് പറഞ്ഞാൽ? NCC സ്റ്റാൻഡ്സ് ഫോർ നോൺ ക്ലാസിക്കൽ കാർബോകാറ്റയോൺ മെക്കാനിസം. അങ്ങനെ പറയുന്ന പേര് നോൺ ക്ലാസിക്കൽ കാർബോകാറ്റയോൺ മെക്കാനിസം എന്നാണ്. ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഈ Br2 ഒരിക്കലും എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ല? Br+ഉം Br- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ല. അപ്പോൾ ഈ Br2 ഇവിടെ വന്ന് ആൽക്കീൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പം ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ശ്രദ്ധിക്കണേ, അതൊരു ഫുള്ളി ഡെവലപ്ഡ് പോസിറ്റീവ് ചാർജ് അല്ല, അതൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജാണ്. അപ്പം ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ ഒരു പ്ലസിനെ ഇൻഡ്യൂസ് ചെയ്യിക്കും, എന്നിട്ട് അതിങ്ങനെ അട്രാക്ട് ചെയ്ത് പിടിക്കും. ഇതിനെ നമ്മൾ പിടിക്കുക സൈക്ലിക് ഹാലോണിയം അയോൺ എന്നാണ്. ഇതൊക്കെ NCERT-ലുള്ളതാണ്. സൈക്ലിക് ഹാലോണിയം അയോൺ ഫോം ചെയ്യും എന്ന് NCERT പ്രത്യേകം പറയുന്നുണ്ട് ബ്രോമിൻ ആഡ് ചെയ്യുമ്പം. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? ഇവിടെ ഒരു സൈക്ലിക് ഹാലോണിയം അയോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ Br ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നേരെ പോയിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പം നമുക്ക് എന്താ കിട്ടുക? CH3 CHBr CH2Br. സത്യത്തിൽ ഈ റിയാക്ഷൻ നടക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനെ പറയുന്ന പേര് ആൻറ്റി അഡീഷൻ എന്ന് കൂടിയാണ്. ആൻറ്റി അഡീഷൻ എന്ന് പറയാൻ കാരണം ആ രണ്ട് ബ്രോമിനും എന്തായിരിക്കും? ഔട്ട് ഓഫ് പ്ലെയിൻസ് ആയിരിക്കും. ഒന്ന് വെഡ്ജ് ആണെങ്കിൽ മറ്റേത് ഡാഷ് ആയിരിക്കും. ഒന്ന് നിങ്ങൾക്ക് നേരെ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, ഇനി ഇത് എവിടേക്കാണ് ഈ NCC മെക്കാനിസം നടക്കുക? നിങ്ങൾ Br2 in CCl4 ആഡ് ചെയ്യാണ്, അല്ലെങ്കിൽ Br2 in H2O ആഡ് ചെയ്യാണ്. അപ്പം ന്യൂക്ലിയോഫൈൽ H2O ആണെന്ന് ഓർക്കണേ. അല്ലെങ്കിൽ Cl2 in CCl4 ആഡ് ചെയ്യാണ്, അല്ലെങ്കിൽ Cl2 in H2O ആഡ് ചെയ്യാണ്. അതുമല്ലെങ്കിൽ HOCl HOBr NOCl ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർത്തോളൂ, അത് NCC മെക്കാനിസം ആണ്, നോൺ ക്ലാസിക്കൽ കാർബോകാറ്റയോൺ മെക്കാനിസം. ഇറ്റ് ഈസ് ഇലക്ട്രോഫിലിക് അഡീഷൻ ബൈ നോൺ ക്ലാസിക്കൽ കാർബോകാറ്റയോൺ മെക്കാനിസം. അപ്പം നിങ്ങൾ നോക്കിയേ, CH3 അവിടെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആരാ? എത്തീനാണ് അല്ലേ. CH2 ഡബിൾ ബോണ്ട് CH2. HOCl ഒരിക്കലും എന്ത് ചെയ്യില്ല? പ്രോപ്പറായിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഈ HOCl എങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ വന്ന് നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഓക്കെ, നിങ്ങൾക്കറിയാം OH- Cl+ ആണ് അല്ലേ. OH ആണ് മൈനസ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഓക്സിജൻ ആണ് കൂടുതൽ. അപ്പോൾ OH- Cl+ ആണ്. അപ്പം ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇവിടെ ഡെൽ മൈനസ് വരും, ഇവിടെ ഡെൽ പ്ലസ് വരും. ഇവിടെ ഒരു ഡെൽ പ്ലസിന് അത് ഇൻഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു സൈക്ലിക് ഹാലോണിയം അയോൺ ഫോം ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. സോ വാട്ട് ഡു യു ഗെറ്റ്? യു ഗെറ്റ് CH2 OH CH2 Cl. ഇതാണ് കിട്ടുക. ഏത് ഓപ്ഷനാണ് കിട്ടില്ല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. അവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഞാൻ അതിൻ്റെ സ്റ്റീരിയോ കെമിസ്ട്രി കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, യെസ് എല്ലാവരും. അപ്പം ഞാനിത് പറഞ്ഞത് ദിസ് ഈസ് ദ സെയിം റിയാക്ഷൻ ആസ് ആൽക്കിൻ റിയാക്ട് വിത്ത് Br2. ആൽക്കിൻ എങ്ങനെയാണ് ഇവരോടൊക്കെ റിയാക്ട് ചെയ്യുന്നത്, മെക്കാനിസം എല്ലാം എന്താണ്? സെയിം ആണ് എന്ന് ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ടത് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൽക്കെയിൻസ് ക്യാൻ ബി അയോഡിനേറ്റഡ് ഇൻ പ്രസൻസ് ഓഫ് എന്താണ്? HiO3. പൊതുവെ അയോഡിനേഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ ആണ്, ഹൈലി എൻഡോതെർമിക് ആണ്. പക്ഷേ HiO3 അല്ലെങ്കിൽ HNO3 പോലത്തെ കാറ്റലിസ്റ്റുകളുടെ പ്രസൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയോഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലൂറിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അൺകൺട്രോളബിൾ ആൻഡ് എക്സ്പ്ലോസീവ് ആണ്. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഹൈലി അൺസെലക്റ്റീവ് ആണ്. അതായത് ഒരു ആൽക്കൈനെ നിങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുകയാണെങ്കിൽ എവിടെയൊക്കെ ക്ലോറിൻ അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ക്ലോറിൻ അറ്റാച്ച് ചെയ്യും. ബ്രോമിനേഷൻ അതേ സ്ഥാനത്ത് ഹൈലി സെലക്റ്റീവ് ആണ്.
ഒരു ആൽക്കൈൻ നിങ്ങൾ ബ്രോമിനേറ്റ് ചെയ്യുമ്പം ഏറ്റവും സ്റ്റേബിളായ ഫ്രീ റാഡിക്കൽ എവിടെയാണോ ഫോം ചെയ്യുക അവിടെയാണ് ബ്രോമിൻ അറ്റാച്ച് ചെയ്യുക. അയോഡിനേഷൻ ഹൈലി എൻഡോതെർമിക് ആൻഡ് റിവേഴ്സിബിൾ ആണ്. അയോഡിനേഷൻ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ HiO3 HNO3 പോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റുകളുടെ പ്രസൻസിൽ മാത്രമേ അത് നടക്കൂ എന്ന് നിങ്ങൾ പഠിച്ചു കാണും. ആൻസർ ഈസ് ഓപ്ഷൻ സി. Now we are moving to section B. സെക്ഷൻ എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ളത്? സെക്ഷൻ ബി ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. റെഡി? സെക്ഷൻ എയിലെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഡൗട്ട് ഉണ്ടോ മക്കളെ? സെക്ഷൻ എയിലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞു തരേണ്ടതുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. സെക്ഷൻ എയിലെ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരേണ്ടതുണ്ടോ? കൃഷ്ണപ്രിയ, വിസ്മയ, വിഷ്ണുപ്രിയ, ജസ്വിൻ, സിന്ധു, ആർക്കെങ്കിലും സെക്ഷനിലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ സംശയം ഉള്ളതായിട്ടുണ്ടോ? ഏതെങ്കിലും ഓപ്ഷൻ ക്ലിയർ ആവാത്തതുണ്ടോ? ഇല്ല. വിഷ്ണുപ്രിയ റെഡിയാണ്. ഡെന്നിക്ക് സംശയമൊന്നുമില്ല എന്നാണ് ഡെന്നി പറയുന്നത്. യെസ്, റെഡി 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 റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് ദ മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റയോൺ ഈസ്. ഇതിൽ ഏറ്റവും സ്റ്റേബിളായ കാർബോകാറ്റയോൺ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഈ കാർബോകാറ്റയോൺ എന്തിന് സ്റ്റെബിലിറ്റി ഉള്ളൂ? ആൽഫ ഹൈഡ്രജൻ അല്ലേ? സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. 6 ആൽഫ ഹൈഡ്രജൻ്റെ സ്റ്റെബിലിറ്റി ഉണ്ട്. മക്കളെ ഇങ്ങനെ എഴുതിയാൽ എന്താ അർത്ഥം? ഇങ്ങനെ എഴുതിയാൽ കോൺജുഗേറ്റഡ് കാർബോകാറ്റയോൺ ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു സൈക്ലിക് ആയ കോമ്പൗണ്ട് ആണ്. അതുപോലെ ഇത് പ്ലാനാർ ആണ്. എല്ലാ കാർബണും sp2 ഹൈബ്രൈസ്ഡ് ആണ്. ഇറ്റ് ഈസ് എ സൈക്ലിക് പ്ലാനാർ ഫുള്ളി കോൺജുഗേറ്റഡ് സ്ട്രക്ചർ അല്ലേ? സൈക്ലിക് പ്ലാനാർ ഫുള്ളി കോൺജുഗേറ്റഡ് സ്ട്രക്ചർ ആണ്. എന്താ കോൺജുഗേഷൻ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കൻറ്റ് ഓർബിറ്റൽ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. സൈക്ലിക് പ്ലാനാർ ഫുള്ളി കോൺജുഗേറ്റഡ് സ്ട്രക്ചർ വിത്ത് 2 pi ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് കാർബോകാറ്റയോൺ ഈസ് എ പാർട്ട് ഓഫ് അരോമാറ്റിസിറ്റി. അരോമാറ്റിസിറ്റിയുടെ പാർട്ടായ ഒരു കാർബോകാറ്റയോൺ ആണ് വിച്ച് ഈസ് ഹൈലി സ്റ്റേബിൾ. മൂന്നാമത് നോക്കിയേ, ഓപ്ഷൻ സി നോക്കിയേ. ഓപ്ഷൻ സിയിലെ കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളിതിനെ മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇത് സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. എത്ര പൈ ഇലക്ട്രോണാണ്? 4 pi ഇലക്ട്രോണാണ്. അവിടെ കാർബോകാറ്റയോൺ ആരുടെ പാർട്ടാണ്? ആൻറ്റി അരോമാറ്റിസിറ്റിയുടെ പാർട്ടാണ് വിച്ച് ഈസ് ഹൈലി അൺസ്റ്റേബിൾ. ഇവിടെ നമുക്ക് കാണാൻ പറ്റിയ ഒരു ബ്രിഡ്ജഡ് കാർബോകാറ്റയോൺ ആണ്. ഇതും ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും സ്റ്റേബിളായ കാർബോകാറ്റയോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, കാർബോകാറ്റയോൺ പാർട്ട് ഓഫ് അരോമാറ്റിസിറ്റി. Most stable carbocation is carbocation part of aromaticity which is given in option B. Clear alle? Clear alle? Okay. I hope first question in section B is clear to you. Adutha chodyam. Which of the following carbocations have no potential for rearrangement? ഇതിൽ ഏത് കാർബോകാറ്റയോൺ ആണ് റീഅറേഞ്ച് ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എയിൽ കാണുന്ന കാർബോകാറ്റയോണിന് 2 1 3 ആൽഫ ഹൈഡ്രജൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഉള്ളത്. അത് ഉറപ്പായിട്ടും റീഅറേഞ്ച് ചെയ്യും. തൊട്ടടുത്ത പോയിന്റിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? CH3 CH3 പ്ലസ് CH2 അയ്യോ അങ്ങോട്ടല്ല ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ, നേരെ തിരിച്ചാൽ ഷിഫ്റ്റ് ചെയ്യുക. കാരണം എന്താ? തൊട്ടടുത്ത പോയിന്റിലേക്കല്ല, ഇപ്പുറത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ഈ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ എന്നിട്ടും റെസൊണൻസ് സ്റ്റെബിലിറ്റി കിട്ടും. ഓക്കെ, CH3 CH3 okay, CH2 CH plus OCH3. Now this carbocation is stabilized by resonance. എന്താണ്? വേക്കൻറ്റ് ഓർബിറ്റൽ ലോൺ പെയർ. ഇതെന്ത് സ്റ്റെബിലിറ്റി ആണ്? റെസൊണൻസ് സ്റ്റെബിലിറ്റി ആണ്, അല്ലെങ്കിൽ ബാക്ക് ബോണ്ടിങ് സ്റ്റെബിലിറ്റി ആണ്. അപ്പോൾ ഉറപ്പായിട്ടും എയിൽ കാണുന്ന കാർബോകാറ്റയോൺ ഷിഫ്റ്റ് ചെയ്യും, ഒരു സംശയവും വേണ്ട. ഓപ്ഷൻ ബിയിലുള്ള കാർബോകാറ്റയോൺ ഷിഫ്റ്റ് ചെയ്യുമോ? ഇതിനിപ്പോൾ ഓൾറെഡി എന്തുണ്ട്? റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട് അല്ലേ? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, വേക്കൻറ്റ് ഓർബിറ്റൽ, ഓൾറെഡി അതിന് റെസൊണൻസ് സ്റ്റെബിലിറ്റി ഉണ്ട്. അത് പോരാത്തതിന് 6 ആൽഫ ഹൈഡ്രജന് സ്റ്റെബിലിറ്റി ഉണ്ട്. അത് തൊട്ടടുത്ത പോയിന്റിലേക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസൊണൻസ് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താലും റെസൊണൻസ് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവും, എങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യില്ല. അപ്പം ഇതിനെന്തില്ല? ഇതിന് ഷിഫ്റ്റ് ചെയ്യാനുള്ള യാതൊരു പോസിബിലിറ്റിയും ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഒരിക്കലും ഷിഫ്റ്റ് ചെയ്യില്ല. ഇനി ഈ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഷിഫ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു സംഭവം നടക്കും. അത് നമ്മൾ പറയുന്ന പേര് റിംഗ് എക്സ്പാൻഷൻ എന്നാണ്. ഇറ്റ് ഈസ് കോൾഡ് റിംഗ് എക്സ്പാൻഷൻ. സ്ട്രിക്റ്റായ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നീറ്റ് സിലബസിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. NCERT ഇല്ല, അതുകൊണ്ട് തന്നെ നീറ്റ് സിലബസിലും ഇല്ല. പക്ഷേ പലപ്പോഴും JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒരു റിംഗ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് മാത്രം ഇവിടെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത്?
നമുക്ക് പറയാൻ പറ്റും ഒരു 3 മെമ്പർ റിങ്ങിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആണ് ആര്, ഒരു 4 മെമ്പർ റിംഗ് എന്ന് പറയാൻ പറ്റും. ഒരു 4 മെമ്പർ റിങ്ങിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആണ് ഒരു 5 മെമ്പർ റിംഗ്. ഒരു 5 മെമ്പർ റിങ്ങിനേക്കാൾ കൂടുതൽ സ്റ്റേബിൾ ആണ് ഒരു 6 മെമ്പർ റിംഗ്. 6 മെമ്പർ റിംഗ് ഈസ് ഈവൻ മോർ സ്റ്റേബിൾ ദാൻ എ 7 മെമ്പർ റിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈക്ലോ ആൽക്കേനുകളുടെ സ്റ്റെബിലിറ്റീൻ്റെ ഓർഡർ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു 4 മെമ്പർ റിംഗ് ഇങ്ങനെ ഉണ്ടെന്ന് കരുതിക്കോ. ഇതുപോലൊരു 4 മെമ്പർ റിംഗ് ഉണ്ട്. ആ 4 മെമ്പർ റിങ്ങിൻ്റെ മുകളിൽ ഒരു CH+CH3 ഉണ്ട് ഇല്ലേ? ഇങ്ങനൊരു കാർബോക്കേറ്റൺ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിട്ട് മാറും? ആ 4 മെമ്പർ റിങ് ഒരു 5 മെമ്പർ റിംഗ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. റിംഗ് എക്സ്പാൻഷൻ നടക്കും. എങ്ങനെയാണ് നടക്കുക? 1 2 3 4 5 എന്ന് നമ്പർ ചെയ്യുക. എന്നിട്ട് 1 3യുമായിട്ട് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. 1 3യുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ആ 4 മെമ്പർ റിങ് ഒരു 5 മെമ്പർ റിംഗ് ആയിട്ട് മാറി. 1 വിൽ ബി കണക്റ്റഡ് ടു 3. 3 is connected to 4. 4 is connected to 5. 5 is connected to 2. പോസിറ്റീവ് ചാർജ് 2ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ആ റിംഗ് എക്സ്പാൻഷൻ നടക്കുക. അത് കഴിഞ്ഞ് വീണ്ടും കാർബോക്കേറ്റോൺ ഷിഫ്റ്റ് ചെയ്യും, തൊട്ടടുത്ത പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്? റിംഗ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്ത ഓപ്ഷനും. അടുത്ത ഓപ്ഷനും നമുക്ക് കാണാൻ പറ്റും. ഒരു 5 മെമ്പർ റിംഗ് ആണ്. ഈ 5 മെമ്പർ റിങ്ങിൻ്റെ മുകളിലാണ് എന്തുള്ളത്? ഒരു CH2+ ഉള്ളത്. ഇങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവിടെയും എന്ത് സംഭവിക്കും? ആ 5 മെമ്പർ റിങ് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഒരു 6 മെമ്പർ റിംഗ് ആയിട്ട് മാറും. എങ്ങനെയാണ് ആ എക്സ്പാൻഷൻ നടക്കുക? 1 വിൽ ബി കണക്റ്റഡ് ടു 3. 1 3യുമായിട്ട് കണക്ട് ചെയ്യും, 1 3യുമായിട്ട് കണക്ട് ചെയ്യും, 3 4യുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, 4 5 5 6യുമായിട്ട്, 6 2യുമായിട്ട് പോസിറ്റീവ് ചാർജ് 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, സ്ട്രിക്റ്റായ സെൻസിൽ ഇത് നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. എങ്കിൽ പോലും ഇത് ഇൻക്ലൂഡ് ചെയ്തത് 1 2 ചോദ്യങ്ങൾ ചിലപ്പം NCERTൻ്റെ പുറത്തുനിന്ന് വരാറുണ്ട്. ഓക്കെ, അങ്ങനെ വരാറുള്ള ചോദ്യങ്ങൾ മിക്കവാറും JEE മെയിൻസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ JEE മെയിൻസിന് കാണാറുള്ള ഒരു ചോദ്യമാണ് ഇത്. അതുകൊണ്ടാണ് അതവിടെ നിങ്ങൾ കാണുന്നത്. അപ്പം ഇങ്ങനൊരു കാർബോക്കേറ്റൺ കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും എന്ന് മാത്രം അറിഞ്ഞിരിക്കുക, വേറെ ഒന്നുമില്ല. എനിവേ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ ബി ഷിഫ്റ്റ് ചെയ്യില്ല എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ട് അല്ലേ? സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, ക്ലിയർ ആണോ? റുക്സാന, വിഷ്ണുപ്രിയ, സൽമാൻ, ജസ്വിൻ ആൻ്റണി, ക്ലിയർ ആണോ? Okay, I am moving to next question. Okay, I hope this is clear to you. Which equation does not represent an example of Friedel-Crafts reaction? ഇതിൽ ഏത് റിയാക്ഷൻ ആണ് Friedel-Crafts റിയാക്ഷൻ അല്ലാത്തത്? ബേസിക്കലി ഇവിടെ എല്ലാം നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? അൺഹൈഡ്രസ് AlCl3. അൺഹൈഡ്രസ് AlCl3ൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷനാണ് എന്ത്? Friedel-Crafts റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ? ഇത് Friedel-Crafts ആൽക്കൈലേഷൻ ആണ്, ഇതും Friedel-Crafts ആൽക്കൈലേഷൻ ആണ്, ഇത് Friedel-Crafts അസൈലേഷൻ ആണ്. പക്ഷേ ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ലൂക്കാസ് ടെസ്റ്റ് ആണ് അല്ലേ? നമ്മൾ ആൽക്കഹോളിനെ ZnCl2/HCl വെച്ച് ട്രീറ്റ് ചെയ്യാണ്. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ, ടേർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടേർബിലിറ്റി തരും. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ ടേർബിലിറ്റി വിത്തിൻ സം മിനിറ്റ്സ് ആയിരിക്കും. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ടേർബിലിറ്റി വിത്തിൻ അവേഴ്സ് ആയിരിക്കും. ലൂക്കാസ് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പം ലൂക്കാസ് ടെസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്തല്ല? Friedel-Crafts ആൽക്കൈലേഷൻ അല്ല. ഓപ്ഷൻ ബി Friedel-Crafts ആൽക്കൈലേഷൻ അല്ല, ലൂക്കാസ് ടെസ്റ്റ് ആണ്. ഇവിടെ ടേർബിലിറ്റി കിട്ടും, വിത്തിൻ അവേഴ്സ് ടേർബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. ഓർ യു ക്യാൻ സേ ഇറ്റ് നെവർ ഫോംസ് ടേർബിലിറ്റി എന്ന് പറയാം. അത് ലൂക്കാസ് ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ Friedel-Crafts ആൽക്കൈലേഷൻ. ഓക്കെ, യെസ്, ഫെബീന ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻസർ ഈസ് ഓപ്ഷൻ ബി, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. Again, this question is also not there in NCERT. NCERT ഇല്ലാത്ത 2 ക്വസ്റ്റ്യൻസേ നിങ്ങളുടെ ഇന്നത്തെ എക്സാമിന് വന്നിട്ടുള്ളൂ. ഇതും NCERT ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ JEE മെയിൻസിന് പലതവണ ചോദിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ NCERTൻ്റെ പുറത്തുനിന്ന് പഠിക്കേണ്ട. NCERTൻ്റെ പുറത്ത് നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരം എക്സാം ഡിസ്കഷൻ വരുമ്പം ഏതെങ്കിലും ചോദ്യം കാണുകയാണെങ്കിൽ അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഈ റിയാക്ഷൻ്റെ പേര് ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ എന്നാണ്. ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ. ഇത് ഞാൻ അവസാനം ഓർക്കേണ്ട ഷോർട്ട് കട്ടും പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഈ റിയാക്ഷൻ എന്ന് പറയാം, അവസാനം ഇത് എങ്ങനെ ഓർത്തിരിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ആൽക്കിൻ ഉണ്ടെന്ന് വെച്ചോ, RCH+CH2 എന്ന് പറഞ്ഞൊരു ആൽക്കിൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പം നിങ്ങളതിനെ മെർക്കുറിക് അസറ്റേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യാണ്. HgOAc ട്വൈസ്. മെർക്കുറിക് അസറ്റേറ്റും വാട്ടറും വെച്ച് ട്രീറ്റ് ചെയ്യാണ്. ഫോളോഡ് ബൈ ഡീമെർക്കുറേഷൻ വിത്ത് സോഡിയം ബോറോഹൈഡ്രേറ്റ്. ഇതാണ് ആ റിയാക്ഷൻ. അപ്പം ഈ റിയാക്ഷനിൽ ആദ്യത്തെ
സ്റ്റെപ്പ് ഓക്സിമെർക്കുറേഷൻ ആണ്. ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ HgOAc+ ആണ്. HgOAc+ എന്ന് പറഞ്ഞ ഇലക്ട്രോഫൈൽ ആണ് അവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പം HgOAc+ എന്ന് പറഞ്ഞ ഇലക്ട്രോഫൈൽ വരുമ്പം അത് എങ്ങനെ അറ്റാക്ക് ചെയ്യും? അത് നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ ക്ലാസിക്കൽ കാർബോകാറ്റയോൺ മെക്കാനിക്സിലാണ് അറ്റാക്ക് ചെയ്യുക. അവിടെ റീഅറേഞ്ച്മെൻ്റ് ഒന്നും നടക്കില്ല കേട്ടോ. അവിടെ കാർബോകാറ്റയോണിൻ്റെ റീഅറേഞ്ച്മെൻ്റ് ഒന്നും നടക്കില്ല. അവിടെ എന്താ കിട്ടുക? RCH ഡബിൾ ബോണ്ട് CH2, ഇവിടെ HgOC ഡബിൾ ബോണ്ടോ CH3. ഓക്കെ, HgOAc. ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡെൽ മൈനസും ഇവിടെ ഡെൽ പ്ലസും വരും. ഇതിങ്ങനെ ഇതിനെ അട്രാക്ട് ചെയ്ത് പിടിക്കും. ആ സമയത്ത് ന്യൂക്ലിയോഫൈലായ വാട്ടർ എന്ത് ചെയ്യും? ന്യൂക്ലിയോഫൈലായ വാട്ടർ ആ പോസിറ്റീവ് ചാർജ് കാർബണിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യുകയും ഡീപ്രോട്ടോണേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് എഫക്റ്റീവ്ലി എന്താ കിട്ടുക? RCHOH CH2 HgOC ഡബിൾ ബോണ്ടോ CH3 എന്നാണ് കിട്ടുക. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിമെർക്കുറേഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓക്സിമെർക്കുറേഷൻ. ഇതിനെ ഞാൻ സോഡിയം ബോറോഹൈഡ്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് മാറി അവിടെ ആര് വരും? അത് CH3 ആയിടും. അപ്പോൾ എന്താ കിട്ടുക? RCHOH CH3. ദ ഹോൾ റിയാക്ഷൻ ഈസ് നോൺ ആസ് ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ. ഇനി ഇതെങ്ങനെയാണ് ഓർക്കേണ്ടതെന്ന് കൂടെ ഞാൻ പറയാം. അതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ മക്കളെ. നിങ്ങളുടെ കയ്യിലൊരു ആൽക്കീൻ ഉണ്ട്. ഓക്കെ, NCERTയിൽ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ റിയാക്ഷൻ പറയുന്നില്ലേ? നിങ്ങളിതിനെ B2H6 ഇൻ ടെട്രാ ഹൈഡ്രോഫ്യൂറാൻ വെച്ച് ട്രീറ്റ് ചെയ്യാണ്, ഫോളോഡ് ബൈ H2O2 ഇൻ OH-. അപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരു നോൺ ടെർമിനൽ ആൽക്കഹോൾ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയില്ലേ? അതേസമയം ഇതിനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെർക്കുറിക് അസറ്റേറ്റ്, ഓക്കെ, ആൻഡ് വാട്ടർ ഫോളോഡ് ബൈ സോഡിയം ബോറോഹൈഡ്രേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഒരു നോൺ ടെർമിനൽ ആൽക്കഹോൾ ആയിരിക്കും. നിങ്ങൾ ഇതിനെ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇന്നിങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ്? ഒരു ടെർമിനൽ ആൽക്കഹോൾ ആണ്. ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു നോൺ ടെർമിനൽ ആൽക്കഹോൾ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ട്? ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ വഴി നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്ന എന്തായിരിക്കും? ഒരു ടെർമിനൽ ആൽക്കഹോൾ ആയിരിക്കും. എങ്ങനെ നോൺ ടെർമിനൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ ആണ്. എങ്ങനെ നോൺ ടെർമിനൽ ആൽക്കഹോൾ പ്രിപ്പയർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ ആണ്. ഓക്കെ, സോ ഉറപ്പായിട്ടും നമ്മൾക്ക് കിട്ടുക നോൺ ടെർമിനൽ ആൽക്കഹോൾ ആയിരിക്കും. സോ ഇവിടെ ഈ പൈ ബോണ്ടിൽ ഇവിടെയാണ് എന്താ ടച്ച് ചെയ്യുക? OH ടച്ച് ചെയ്യുക. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. റീഅറേഞ്ച്മെൻ്റ് ഒന്നും നടക്കില്ല, കാരണം നോൺ ക്ലാസിക്കൽ കാർബോകാറ്റയോൺ മെക്കാനിസം ആണ്. ഓക്കെ, അപ്പം ഈ രണ്ട് ചോദ്യങ്ങളും NCERTൻ്റെ പുറത്തുനിന്നുള്ളതാണ്. പക്ഷേ നിങ്ങളായിട്ട് റെഫർ ചെയ്യാൻ പോകണ്ട. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർ, ഈ ഡിസ്കഷൻ കാണുന്നവർ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ടെർമിനൽ ആൽക്കഹോൾ ആണെങ്കിൽ ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ നോൺ ടെർമിനൽ ആൽക്കഹോൾ ആണ് എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കെയിൻ വിൽ ഗിവ് ഓൺലി വൺ മോണോക്ലോറോ പ്രൊഡക്റ്റ്? ഏതാ മക്കളെ ആൻസർ? ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾ പറയല്ലോ ആൻസർ ഈസ് ഓപ്ഷൻ സി എന്ന്. CH3 C CH3 CH3 CH3. നിങ്ങൾ നോക്കൂ, ഇതിൽ 4 പൊസിഷനും ഇക്വലൻ്റ് അല്ലേ? ഇവിടെ ക്ലോറിൻ വന്നാലും ഇവിടെ ക്ലോറിൻ വന്നാലും ഇവിടെ ക്ലോറിൻ വന്നാലും ഇവിടെ ക്ലോറിൻ വന്നാലും അതിനൊരേ പേരാ പറയുക അല്ലേ? സോ ഇറ്റ് ഗീവ് ഓൺലി വൺ മോണോക്ലോറോ പ്രൊഡക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ? പക്ഷേ പ്രൊപ്പൈൻ ആണെങ്കിലോ? പ്രൊപ്പൈൻ ആണെങ്കിൽ എനിക്ക് 1 ക്ലോറോ പ്രൊപ്പൈനും കിട്ടും, 2 ക്ലോറോ പ്രൊപ്പൈനും കിട്ടും. ബ്യൂട്ടൈൻ ആണെങ്കിൽ 1 ക്ലോറോ ബ്യൂട്ടൈനും കിട്ടും, 2 ക്ലോറോ ബ്യൂട്ടൈനും കിട്ടും അല്ലേ? അതേപോലെ ഇവിടെയാണെങ്കിലും എനിക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവിടെ ആകെ ഒറ്റ സ്ഥലത്ത് മാത്രമേ ക്ലോറിൻ അറ്റാച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. അതുകൊണ്ട് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ടിവേഷൻ എനർജി ഫോർ എ നോൺ കാത്തലൈസ് റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതുപോലെ ആക്ടിവേഷൻ എനർജി ഫോർ കാത്തലൈസ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ log K2/K1 സ്ട്രെയിറ്റ് ഫോമുലല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. log K2/K1 ഈസ് ഈക്വൽ ടു എന്താണ്? EA മൈനസ് EA ഡാഷ് ഡിവൈഡഡ് ബൈ 2.303 RT. ഓക്കെ, സത്യത്തിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ആകെ 2 പേരാണ് ഡിപ്പെൻഡ് ചെയ്യുക, ഒന്ന് ടെമ്പറേച്ചറിനെ ഒന്ന് കാത്തലിസിനെ. റേറ്റ് കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ? log K2/K1 ഈസ് ഈക്വൽ ടു log K2/K1 ഈസ് ഈക്വൽ ടു EA/2.303 R ഇൻറ്റു T2 മൈനസ് T1/T1 T2. അതാണ് ഇക്വേഷൻ. റേറ്റ് കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് കാത്തലിസിനെ ഡിപ്പെൻഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ അല്ലേ? സോ നേരിട്ട് കൊടുത്താൽ മാത്രം മതി. log K2/K1 ഈസ് ഈക്വൽ ടു എന്താണ്? ആക്ടിവേഷൻ എനർജി ഇൻ ദ ആബ്സെൻസ് ഓഫ് കാറ്റലിസ്റ്റ് 200 ആണ്. ആക്ടിവേഷൻ എനർജി ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് 60 ആണ്.
ഡിവൈഡഡ് ബൈ 2.303 ഇൻറ്റു ആർ എത്രയാണ്? ഞാൻ ആക്ടിവേഷൻ എനർജി ഏത് യൂണിറ്റിലാണോ കൊടുത്തത് അതേ യൂണിറ്റിലാണ് ഞാൻ ആറ് കൊടുക്കേണ്ടത്. ഇവിടെ കിലോ കലോറിയാണ്, അപ്പോൾ ആറും കിലോ കലോറി തന്നെ കൊടുക്കണം. ആറിൻ്റെ വാല്യൂ 2 കലോറിയാണ്, അപ്പോൾ 2 × 10⁻³ കിലോ കലോറി ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി. 37 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 310 കെൽവിൻ അല്ലേ? ഇത് ചെയ്താൽ മതി മക്കളെ. ഇത് ചെയ്താൽ നിങ്ങളുടെ ആൻസറായി. എത്ര കിട്ടുക? 200 60 പോയാൽ 140 ഡിവൈഡഡ് ബൈ ഇവിടെ ഈ പറയുന്ന 10⁻³ 10 കൂടെ കട്ട് ചെയ്യുമ്പോൾ 10⁻² ആയി. 10⁻² മുകളിലേക്ക് പോയാൽ എന്തായി മാറി? 10⁻² ആയിട്ട് മാറി. 2.3 × 2 എന്ന് പറഞ്ഞാൽ 4.6. 4.6 × 31 നിങ്ങൾക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുക 142.786 ആണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നിലും കുറവായൊരു വാല്യൂ കിട്ടുക അല്ലേ? അപ്രോക്സിമേറ്റ്ലി 1. സോ 1 അപ്രോക്സിമേറ്റ്ലി 1 × 10² 1 × 100 എന്ന് പറഞ്ഞാൽ വെരി ക്ലോസ് ടു 100 ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, യുവർ ആൻസർ വിൽ ബി വെരി ക്ലോസ് ടു 100. ദെർഫോർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ നമ്പർ 6ൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ ക്വസ്റ്റ്യൻ നമ്പർ 6 ക്ലിയർ ആണോ എന്ന്. യെസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ഓൾസോ ക്ലിയർ ടു യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the following results have been obtained during kinetic study of the reaction 2A plus B gives C plus D. ഓക്കെ, നിങ്ങൾ നോക്കൂ ഇവിടെ ഈ ഒരു പോയിന്റിൽ എ കോൺസ്റ്റൻ്റ് അല്ലേ? എ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ബി ഡബിൾ ചെയ്തില്ലേ? ഞാൻ നോക്കുന്നത് സെക്കൻഡ് ഡാറ്റയും തേർഡ് ഡാറ്റയുമാണ്. ഞാനിവിടെ എ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ബി ഡബിൾ ചെയ്തു. അപ്പോൾ റേറ്റ് എന്തായത്? 7.2 × 10⁻² എന്നുള്ളത് 28.8 × 10⁻² ആയില്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം, 7.2 × 10⁻² എന്നുള്ളത് 28.8 × 10⁻1 ആയി, അതായത് 4 ഇരട്ടിയായി. സോ എ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ബി ഡബിൾ ചെയ്തപ്പം റേറ്റ് 4 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്താ? 2 ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി R is equal to K × ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്താ? 2 ആണെന്ന് മനസ്സിലായി. ഇനി ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എന്താ നോക്കണം. എങ്ങനെ നോക്കുക? ഇവിടെ ബി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ഒന്നാമത്തെ ഡേറ്റയും നാലാമത്തെ ഡേറ്റയും ഞാൻ നോക്കുകയാണ്. ബി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എന്നിട്ട് എ 4 ഇരട്ടിയാക്കി. എ 4 ഇരട്ടിയാക്കിയപ്പം റേറ്റ് എന്തായി? 6 × 10⁻³ എന്നുള്ളത് 24 × 10⁻³ ആയി. അതായത് 6 എന്നുള്ളത് 24 ആയി അല്ലേ? 6 എന്നുള്ളത് 24 ആയി എന്ന് പറഞ്ഞാൽ 4 ഇരട്ടിയായി. അതായത് കോൺസെൻട്രേഷൻ 4 ഇരട്ടിയാക്കിയപ്പം റേറ്റും 4 ഇരട്ടിയായി. കോൺസെൻട്രേഷൻ 4 ഇരട്ടിയാക്കിയപ്പം റേറ്റും 4 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ് അല്ലേ? അപ്പം ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എന്താ? 1 ആണ്. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായോ മക്കളെ? ഒന്ന് പറഞ്ഞേ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്? ഇവിടെ സെക്കൻഡ് ഡാറ്റയും തേർഡ് ഡാറ്റയും നോക്കുമ്പം എ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എന്നിട്ട് ബി ഡബിൾ ചെയ്തു. അപ്പം റേറ്റ് 4 ഇരട്ടിയായി. ബി ഡബിൾ ചെയ്തപ്പം റേറ്റ് 4 ഇരട്ടിയായി എന്ന് പറഞ്ഞാൽ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി 2 ആണ്. അതുപോലെ തന്നെ ഒന്നാമത്തെ ഡേറ്റയും നാലാമത്തെ ഡേറ്റയും നോക്കുമ്പം എ കോൺസ്റ്റൻ്റ് ആക്കി ബി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. എ 4 ഇരട്ടിയാക്കി. അപ്പോൾ റേറ്റും 4 ഇരട്ടിയായി. എ 4 ടൈംസ് ആക്കിയപ്പം റേറ്റും 4 ടൈംസ് ആയി. അപ്പോൾ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എ എന്താ? 1 ആണ്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ വെറുതെ ഏതെങ്കിലും ഡാറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഡാറ്റ എടുക്കുകയാണ്. റേറ്റ് 6 × 10⁻³ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എത്രയാണ്? 10⁻1 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ബി എത്രയാണ്? 10⁻1 ഹോൾ സ്ക്വയർ ആണ്. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 10⁻3 10⁻3 കട്ടായി K ഈക്വൽ ടു 6 എന്ന് കിട്ടും അല്ലേ? K ഈക്വൽ ടു 6. ഏതാ കൂടുതൽ ആൻസർ? K ഈക്വൽ ടു 6 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ? 60 × 10⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 × 10⁻1 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 7 ഓപ്ഷൻ ഡി ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? Na2O ഈസ് മോർ സോല്യബിൾ ഇൻ വാട്ടർ ദൻ Li2O. തെറ്റാണത്. ഓക്കെ, അതാണ് ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, കാരണം എന്താണ്? ഉറപ്പായിട്ടും ലിഥിയം ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ സോല്യബിൾ. ഓക്കെ, കാരണം ലിഥിയത്തിൻ്റെ ഹൈഡ്രേഷൻ ആയിരിക്കും കൂടുതൽ. ഉറപ്പായിട്ടും ലിഥിയം ഓക്സൈഡ് വിൽ ബി മോർ സോല്യബിൾ ദാൻ സോഡിയം ഓക്സൈഡ്. പിന്നെന്താ പറയുന്നത്? ആൽക്കലി മെറ്റൽ നൈട്രേറ്റ്സ് ഡീകമ്പോസ് ടു ഗീവ് നൈട്രേറ്റ്. ശരിയാണ്. ലിഥിയം നൈട്രേറ്റ് ഒഴികെ ബാക്കി എല്ലാ ആൽക്കലി മെറ്റൽ നൈട്രേറ്റ്സും ഡീകമ്പോസ് ചെയ്യുമ്പോൾ കിട്ടും നൈട്രൈറ്റ് ആണ് കിട്ടുക. സോഡിയം ഓൺ റിയാക്ഷൻ വിത്ത് ഈത്തൈൻ ഫോം എത്തനൈറ്റ്. അറിയാലോ, ഈത്തൈനുമായിട്ട് സോഡിയം റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക?
സോഡിയം എത്തനൈഡ് ആണ് കിട്ടുക. ഓക്കെ, നിങ്ങൾക്ക് പരിചയമുള്ള റിയാക്ഷൻ ആണ്. Li2O do not combine with excess oxygen to give superoxide. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ലിഥിയം ഫോം മോണോക്സൈഡ്, സോഡിയം ഫോം പെറോക്സൈഡ്, പൊട്ടാസ്യം, റുബീഡിയം ആൻഡ് സീഷ്യം ഫോം സൂപ്പർ ഓക്സൈഡ്സ്. ഗ്രൂപ്പ് 1 എലമെന്റ്സിൽ നിങ്ങൾ ഓക്സിജൻ വെച്ച് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ലിഥിയം മോണോക്സൈഡ് ആണ് ഫോം ചെയ്യുക, സോഡിയം പെറോക്സൈഡ് ആണ് ഫോം ചെയ്യുക, പൊട്ടാസ്യവും റുബീഡിയവും സീഷ്യവും സൂപ്പർ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? കാൽസ്യം കാർബണേറ്റ് ആണ് കിട്ടുക. കാൽസ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? വീണ്ടും കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. കാൽസ്യം ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ എന്താ കിട്ടുക? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുക, അല്ലേ? കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഈ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. Carbon dioxide turns lime water milky due to the formation of calcium carbonate. Excess carbon dioxide നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ milkiness disappears because of the formation of calcium bicarbonate. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിലേ പഠിച്ച റിയാക്ഷൻസ് ആണ് ഇതല്ലേ? കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്താൽ കാൽസ്യം കാർബണേറ്റ് കിട്ടും. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് മാറുക. കാൽസ്യം ഓക്സൈഡ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പാസ് ചെയ്യുകയാണെങ്കിൽ വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ്. എക്സസ് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മിൽക്കിനെസ് ഡിസപ്പിയേഴ്സ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് കാൽസ്യം ബൈകാർബണേറ്റ് എന്ന് നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിഹോണിയം എന്ന് പറഞ്ഞ ആരാ മക്കളെ? നിഹോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 13ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെൻ്റ് ആണ്, അല്ലേ? അതിൻ്റെ ഹാഫ് ലൈഫ് 20 സെക്കൻഡ് ആണെന്ന് NCERT പറയുന്നുണ്ട് കേട്ടോ. എടുത്ത് നോക്കുക, 13ാമത്തെ ഗ്രൂപ്പിൻ്റെ ഇൻട്രൊഡക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് നിഹോണിയം എന്ന് പറഞ്ഞ എലമെൻറ്റ് റേഡിയോ ആക്റ്റീവ് ആണ്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയത്തിൻ്റെ ഹാഫ് ലൈഫ് വെറും 20 സെക്കൻഡ് ആണ്. ഫ്ലറോവിയം എന്ന് പറഞ്ഞാൽ കാർബൺ ഫാമിലിയാണ്. കാർബൺ, സിലിക്കൺ, ജെർമാനിയം, ടിൻ, ലെഡ്, ഫ്ലറോവിയം. കാർബൺ ഫാമിലിയിലെ അവസാനത്തെ എലമെൻ്റ് ആണ് ഫ്ലറോവിയം. അപ്പം NS2 NP2 ആണ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതായിരിക്കും വരിക. ജെർമാനിയം ഉറപ്പായിട്ടും ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ലെഡ് ഈസ് അൺഅഫക്റ്റഡ് ബൈ വാട്ടർ. ആ ഫാമിലിയിൽ ആരും തന്നെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യില്ല. കാർബണും സിലിക്കണും ജെർമാനിയും ലെഡും എല്ലാം അൺഅഫക്റ്റഡ് ബൈ വാട്ടറാണ്. ടിന്ന് മാത്രം സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യും എന്ന് NCERT പറയുന്നുണ്ട്. Carbon is the 17th most abundant on earth crust. So which is the right answer? Option B. Alle? Nihonium is matched to half life of 20 seconds. Flerovium is matched to NS2 NP2 electronic configuration. Germanium transistor ആണ്. അതുപോലെ lead is unaffected by water and carbon is the 17th most abundant on earth crust. Option B is the right answer. അടുത്ത question. Delta G0 for the extraction of chlorine by electrolysis of brine is plus 422 kilojoule. E0 corresponds to, നമുക്കറിയാം ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു മൈനസ് NF E0 സെല്ലാണ്, അല്ലേ? ഡെൽറ്റ ജിൻ്റെ വാല്യൂ 422 കിലോ ജൂളാണ്, അതായത് 422 × 10³ ആണ്. ഇനി അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ Cl- എന്തായിട്ട് മാറുകയാണ്? 2Cl- Cl2 ആയിട്ട് മാറുകയാണ്, അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ 1 ആണ് ഫോർ 2 ആറ്റംസ്. അവിടെ 2 ഇലക്ട്രോൺസ് ആണ് ഇൻവോൾവ്ഡ്. എന്നിൻ്റെ വാല്യൂ 2 ആണ്. -2 × 96,500 × E0 സെൽ. ഇവിടെ നിന്ന് E0 സെല്ല് കാണുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ക്വസ്റ്റൻ അല്ലേ? നിങ്ങൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ മാത്രം ചെയ്താൽ മതി. 422 × 10³ ഡിവൈഡഡ് ബൈ -2 × 96.5 × 10³ എന്നാക്കാം. അപ്പോൾ 10³ 10³ കട്ടായിപ്പോയി. ബാക്കി നിങ്ങൾക്ക് എന്താ കിട്ടുക? 422 ഇത് ചെയ്യുമ്പം അപ്രോക്സിമേറ്റ്ലി 200 അല്ലേ കിട്ടുക. അപ്പോൾ 422 അപ്രോക്സിമേറ്റ്ലി 200 2 പോയിൻറ്റ് സംതിങ് കിട്ടും. ആൻസർ ഈസ് -2.2 വോൾട്ട്. ഓക്കെ, ചെയ്ത് നോക്കിയാൽ മതി. -2.2 വോൾട്ട് ആണ് നമ്മളെ കറക്റ്റ് ആൻസർ. ഇസ് ഇറ്റ് ക്ലിയർ ടു യു? മക്കളെ, ഞാൻ പറയുന്ന സ്പീഡ് കൂടുതലാണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേ. ഞാൻ പറയുന്നതിൻ്റെ സ്പീഡ് കൂടുതലാണോ? യെസ്, സുസ്മി, കാഫിയ, റുക്സാന, വിഷ്ണുപ്രിയ, ഗായത്രി രാജൻ ഒന്ന് പറഞ്ഞേ. ആർ യു ഫോളോയിങ്? അതോ ഞാൻ പറയുന്നതിൻ്റെ സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കുറയ്ക്കണോ? ഒന്ന് പറഞ്ഞേ. അടുത്ത ക്വസ്റ്റ്യൻ, ദ IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്. ഇവിടെ COH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലേ? പിന്നെ 2, 3, 4, 5. സോ പേര് പറയൂ. എന്താ അതിൻ്റെ പേര്? 4 ബ്രോമോ 2 മീത്തൈൽ സൈക്ലോപെൻറ്റെയിൻ കാർബോക്സിലിക് ആസിഡ്, അല്ലേ? 4 ബ്രോമോ
2-methyl cyclopentane carboxylic acid. എന്താ മക്കളെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയാൻ കാരണം ബിക്കോസ് ദിസ് കാർബൺ ആറ്റം ഈസ് നോട്ട് എ പാർട്ട് ഓഫ് മെയിൻ ചെയിൻ. ആ കാർബൺ ആറ്റം പാരന്റ് ചെയിൻ്റെ പാർട്ടാണെങ്കിൽ നമ്മൾ ഓയിക് ആസിഡ് എന്നാണ് പറയുക. ആ കാർബൺ പാരന്റ് ചെയിൻ്റെ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ കാർബോക്സിലിക് ആസിഡ് എന്നാണ് പറയുക അല്ലേ. ഇയാളുടെ പേര് 4-bromo 2-methyl cyclopentane കാർബോക്സിലിക് ആസിഡ് എന്നാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കാണും. ഇതൊക്കെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്, നിങ്ങൾ പലതവണ കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കി കാണും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി സൈക്ലിക് സ്ട്രക്ചേഴ്സ് ആർ പോസിബിൾ ഫോർ C4H6? C4H6ന് എത്ര സൈക്ലിക് സ്ട്രക്ചർ പോസിബിൾ ആണ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ശരിക്കും നിങ്ങളിത് ചെയ്യേണ്ട രീതി, നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല 1/2 of 2C+2 - M+T എന്നാണ്. ഇതാണ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. അതായത് 2C, ഈ C എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്. 2 കോൺസ്റ്റൻ്റ് ആണല്ലോ. M എന്ന് പറഞ്ഞാൽ മോണോവാലന്റ് ഗ്രൂപ്പാണ്. മോണോവാലന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹാലോജൻസുമാണ് മോണോവാലന്റ് ഗ്രൂപ്പ്. T എന്ന് പറഞ്ഞാൽ ട്രൈവാലന്റ് ആറ്റംസ് ആണ്. ബോറോൺ ഫാമിലിയിലുള്ള എലമെൻറ്റുകളും നൈട്രജൻ ഫാമിലിയിലുള്ള എലമെൻറ്റുകളുമാണ് ട്രൈവാലന്റ് ഗ്രൂപ്പുകൾ. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ DU നോക്കുമ്പം 1/2 of 2C എന്ന് പറഞ്ഞാൽ 2 × 4 8, 8ഉം 2ഉം 10, മോണോവാലന്റ് ഗ്രൂപ്പ് 6. അപ്പം 8ഉം 2ഉം 10, 16 പോയ 4, 4/2 2. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2 ആണ്. മക്കളെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ 2 പൈ ബോണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കിളും ഒരു പൈ ബോണ്ടും ഉണ്ട്, അല്ലെങ്കിൽ 2 സൈക്കിൾ ഉണ്ട്. അതായത് ഒരു സൈക്കിളിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 1 ആണ്, ഒരു പൈ ബോണ്ടിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷനും 1 ആണ്. അപ്പോൾ 2 ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഉണ്ടെന്ന് പറയുമ്പം 2 പൈ ബോണ്ട് ഉണ്ടെന്ന് അർത്ഥമാവാം, അല്ലെങ്കിൽ ഒരു സൈക്കിളും ഒരു പൈ ബോണ്ടും ഉണ്ട്, അല്ലെങ്കിൽ 2 സൈക്കിൾ ഉണ്ട്. അപ്പം നോക്കൂ, ഇവിടെ സൈക്ലിക് സ്ട്രക്ചേഴ്സിന് പ്രത്യേകം പാണ്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഞാൻ കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, ഒരു പോസിബിലിറ്റി 4 കാർബണുള്ള സൈക്ലിക് സ്ട്രക്ചർ സൈക്ലോബ്യൂട്ടീൻ. അടുത്ത പോസിബിലിറ്റി 3 കാർബണുള്ള ഒരു റിംഗ് സ്ട്രക്ചർ, ഒരു പൈ ബോണ്ട് ഇവിടെ പുറത്ത് അല്ലേ, അല്ല ഒരു പൈ ബോണ്ട് പുറത്ത്. അടുത്ത പോസിബിലിറ്റി ഇങ്ങനെ. ഓക്കെ, ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും DU2 ആണ്. റിങ്ങിനൊരു DU, പൈ ബോണ്ടിനൊരു DU. അടുത്ത പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഓക്കെ, 4 പോസിബിലിറ്റി. 5ാമത്തെ പോസിബിലിറ്റി അത് 2 റിങ്ങും വേണമെങ്കിൽ ആവാം, 2 റിങ് ആവാം. ഓക്കെ, 2 സൈക്ലിക് സ്ട്രക്ചർ ആവാം. അപ്പോൾ ഇങ്ങനെ 5 പോസിബിലിറ്റിയാണ് അവിടെ ഉള്ളത്. ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് അപ്രോച്ച് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അൺനോൺ ആയ ഒരു കോമ്പൗണ്ട് മോളിക്കുലാർ ഫോമിൽ തരികയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ നിങ്ങൾ കണ്ടുപിടിക്കുക. എങ്ങനെ നിങ്ങൾ അതിൻ്റെ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കണ്ടുപിടിക്കുക? ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഈസ് ഈക്വൽ ടു 1/2 of 2C+2 - M+T. C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്. M എന്ന് പറഞ്ഞാൽ മോണോവാലന്റ് ആറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ എണ്ണമാണ്. T എന്ന് പറഞ്ഞാൽ ട്രൈവാലന്റ് ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ എണ്ണമാണ്. അപ്പോൾ ആ ഫോർമുല വെച്ച് ഞാൻ നോക്കുമ്പം ഈ കോമ്പൗണ്ട് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2 ആണെന്ന് കിട്ടി. DU2 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു പൈ ബോണ്ട് ഒരു ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ്, അതുപോലെ ഒരു സൈക്കിളും ഒരു ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ 2 ആണെന്ന് പറഞ്ഞാൽ 2 പൈ ബോണ്ട് ഉണ്ടാവാം, അല്ലെങ്കിലോ ഒരു റിങ്ങും ഒരു പൈ ബോണ്ടും ഉണ്ടാവാം, അല്ലെങ്കിലോ 2 റിങ് ഉണ്ടാവാം. അത് നിങ്ങൾ ഓർക്കണം അങ്ങനെ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു റിങ്ങും ഒരു പൈ ബോണ്ടും, ഇവിടെയും ഒരു റിങ്ങും ഒരു പൈ ബോണ്ടും, ഇവിടെയും ഒരു റിങ്ങും ഒരു പൈ ബോണ്ടും, ഇവിടെയും ഒരു റിങ്ങും ഒരു പൈ ബോണ്ടും, ഇവിടെ 2 സൈക്ലിക് സ്ട്രക്ചേഴ്സ്. അതിൻ്റെ ഒക്കെ DU എന്താണ്? DU2 ആണ് വരിക. എല്ലാത്തിലും 4 കാർബൺ ആറ്റമാണ്. സോ 5 സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. ക്ലിയർ ആണോ കുട്ടികളെ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതിയിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Sodium fusion extract obtained from aniline on treatment with ferrous sulfate and sulfuric acid in presence of air gives a Prussian blue precipitate. Blue color is due to, അല്ലേ, നിങ്ങൾക്ക് വളരെ അറിയുന്ന ഒരു റിയാക്ഷൻ ആണിത്. ഓക്കെ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിന് നമ്മൾ ഫെറസ് സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫെറോ സയനൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് കിട്ടുക അല്ലേ. അയേൺ 3 ഹെക്സാസയനൈഡോ ഫെറൈറ്റ് 2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് ആണ് കിട്ടുക. അയേൺ 3 ഹെക്സാസയനൈഡോ ഫെറൈറ്റ് 2. ആരാ കോംപ്ലക്സ്? ആ കോംപ്ലക്സ് Fe4Fe(CN6) ത്രൈസ് അല്ലേ. Fe4Fe(CN6) ത്രൈസ്. ഓക്കെ, അയേൺ 3 ഹെക്സാസയനൈഡോ ഫെറൈറ്റ് 2 കോംപ്ലക്സ് ആണ് നമുക്ക് അവിടെ കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ,
ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ഡിസ്കഷൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ എത്തിയിരിക്കുകയാണ്. എ സാമ്പിൾ ഓഫ് 0.5 gram ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് വാസ് ട്രീറ്റഡ് അക്കോർഡിംഗ് ടു ജെൽഡാസ് മെത്തേഡ്. The ammonia evolved was absorbed in 100 ml of 0.25 molar sulfuric acid. Residual acid required 60 ml of 0.5 molar solution of NaOH for neutralization. What is the percentage composition of nitrogen in the compound? മക്കളെ, നിങ്ങൾ ജെൽഡാസ് മെത്തേഡ് വഴി പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ യൂസ് ചെയ്തോ 1.4 NV ഡിവൈഡഡ് ബൈ W എന്നുള്ള ഫോർമുല. ജെൽഡാസ് മെത്തേഡ് വഴി പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ യൂസ് ചെയ്യാനുള്ള ഫോർമുലയാണ് 1.4 NV ഡിവൈഡഡ് ബൈ W എന്ന് പറഞ്ഞ ഫോർമുല. എങ്ങനെയാണ് ഈ ഫോർമുല കിട്ടിയതെന്നൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കുന്നു ഞാൻ കരുതുന്നു. ഓക്കെ, ആദ്യം നമ്മൾ ആ ഓർഗാനിക് കോമ്പൗണ്ട്, നൈട്രജനുള്ള ഓർഗാനിക് കോമ്പൗണ്ട് നല്ല ശക്തിയായിട്ട് കോപ്പർ സൾഫേറ്റും സൾഫ്യൂരിക് ആസിഡും ഒക്കെ വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. K2SO4 എന്ന് പറഞ്ഞ ബോയിലിംഗ് പോയിന്റ് എലിവേറ്റർ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജൻ മുഴുവൻ എന്തായിട്ട് മാറും? അമോണിയം സൾഫേറ്റ് ആയിട്ട് മാറും. ആ അമോണിയം സൾഫേറ്റ് നമ്മുടെ കോസ്റ്റിക് ആൽക്കലി വെച്ച് ട്രീറ്റ് ചെയ്യുമ്പം ആ നമ്മുടെ കോമ്പൗണ്ടിലെ നൈട്രജൻ മുഴുവൻ എന്തായിട്ട് മാറും? അമോണിയ ആയിട്ട് മാറും. ആ അമോണിയനെ നമുക്ക് അറിയുന്ന സ്ട്രെങ്ത്തും വോളിയവും അറിയുന്ന ഒരു സൾഫ്യൂരിക് ആസിഡ് വെച്ച് ന്യൂട്രലൈസ് ചെയ്യും. എന്നിട്ട് ബാക്കി വന്ന സൾഫ്യൂരിക് ആസിഡ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ടൈട്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കവിടെ പറയാൻ പറ്റും ഇക്വലൻസ് ഓഫ് അമോണിയ അല്ലെങ്കിൽ ഇക്വലൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡും അമോണിയയും അവിടെ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇക്വലൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വലൻസ് ഓഫ് അമോണിയ ആണ്. എങ്ങനെയാണ് ഇക്വലൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് കാണുക? ഇക്വലൻസ് കാണാൻ രണ്ട് ഫോർമുലയാണ്. ഒന്നുകിൽ നോർമാലിറ്റി ഇൻറ്റു വോളിയം അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. ഇവിടെ ഞാൻ നോർമാലിറ്റി ഇൻറ്റു വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ബൈ അമോണിയ എന്നെടുക്കുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് അമോണിയ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു എൻ ഫാക്ടർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ അറിയില്ല, എൻ ഫാക്ടർ ഓഫ് അമോണിയ 1 ആണ്. ഓക്കെ, ഇവിടെ വോളിയം മില്ലി ലിറ്ററിലാണെങ്കിൽ ഞാനൊരു ബൈ 1000 ഇടുകയാണേ. വോളിയം ml ആണെങ്കിൽ ബൈ 1000 വേണം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എന്ന് പറയുന്നത് എന്താ? NV ഡിവൈഡ് ബൈ 1000. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഓഫ് അമോണിയ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസിനെ 14 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും അല്ലേ? ഇതാണ് വെയിറ്റ് ഓഫ് അമോണിയ. എങ്ങനെയാണ് പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണുക? വെയിറ്റ് ഓഫ് അമോണിയ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് അമോണിയ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഇൻറ്റു അമോണിയൻ്റെ മോളാർ മാസ് 17 ആണ്, അതിൽ നൈട്രജൻ 14 ആണ്, ഇൻറ്റു 100. ഇതാണ് ഫോർമുല അല്ലേ? ഈ ഫോർമുലയിൽ ഈ 2 സീറോയും ഈ 2 സീറോയും കട്ട് ചെയ്ത് പോവും, 14ഉം 14ഉം കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സമയത്താണ് നമുക്ക് കിട്ടുക, സോറി 14ഉം 14ഉം അല്ല 17ഉം 17ഉം കട്ട് ചെയ്ത് പോവും അല്ലേ? ഇവിടെ കിട്ടുക 14. ഓക്കെ, യെസ് 14/7. ഇവിടെ 17 അല്ലേ? അമോണിയൻ്റെ മോളാർ മാസ് 17 ആണ്. മൈ മിസ്റ്റേക്ക്. ഇവിടെ 17 എന്നുള്ളതാണ് അമോണിയൻ്റെ മോളാർ മാസ്. വെയിറ്റ് ഓഫ് അമോണിയ ഇതാണ് അല്ലേ? അപ്പോൾ 17ഉം 17ഉം കട്ടായി പോകും. അപ്പോൾ നമുക്ക് 1.4 NV ഡിവൈഡ് ബൈ W എന്ന് കിട്ടും. ഈ ഫോർമുല വന്ന വഴിയൊന്ന് പറഞ്ഞതാണ്. എനിവേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഈ ഫോർമുല മാത്രം ഓർത്താൽ മതി. പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ കാണാൻ വേണ്ടി 1.4 NV ഡിവൈഡ് ബൈ W ചെയ്താൽ മതി. ഓക്കെ, so percentage of nitrogen is equal to 1.4 NV divided by W. That is equal to 1.4 into എന്താ നോർമാലിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ്? ക്വസ്റ്റ്യനിൽ തന്ന സൾഫ്യൂരിക് ആസിഡിൻ്റെ മൊളാരിറ്റി 0.25 ആണ്. മൊളാരിറ്റിനെ എൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നോർമാലിറ്റി കിട്ടുക. സൾഫ്യൂരിക് ആസിഡിൻ്റെ എൻ ഫാക്ടർ 2 ആണ്. 0.25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. നോർമാലിറ്റി 0.5 ആണ്. വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ബൈ അമോണിയ എനിക്കറിയില്ല. ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എത്രയാണ്? 0.5 gram ആണ്. അപ്പോൾ ഇതും കട്ടായിപ്പോയി. സോ വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ബൈ അമോണിയ കണ്ടാൽ മാത്രം എൻ്റെ ആൻസറായി. വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ബൈ അമോണിയ കണ്ടാൽ മതി. ഇനീഷ്യലി എത്ര വോളിയം ഉണ്ടായിരുന്നു? 100 ml ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് NaOH ടൈട്രേഷൻ ഞാൻ എഴുതുകയാണേ. നോർമാലിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് 0.5 ആണ്. വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ബൈ NaOH V ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഓഫ് NaOH 0.5 ആണ്. വോളിയം ഓഫ് NaOH 60 ആണ്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ബൈ NaOH എത്രയാണ്? 60 ml ആണ്. NaOH കൺസ്യൂം ചെയ്ത സൾഫ്യൂരിക് ആസിഡിൻ്റെ വോളിയം 60 ml ആണ്. ഇനീഷ്യലി ഉണ്ടായിരുന്നത് 100 ml ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അമോണിയ കൺസ്യൂം ചെയ്ത സൾഫ്യൂരിക് ആസിഡിൻ്റെ വോളിയം എത്രയാണ്? 100ന്ന് 60 പോയാൽ ബാക്കി 40. അമോണിയ കൺസ്യൂം ചെയ്ത സൾഫ്യൂരിക് ആസിഡിൻ്റെ വോളിയം 40 ആണ്. 1.4 ഇൻറ്റു 40 ഇതാണ് നമ്മുടെ ആൻസർ. 1.4 ഇൻറ്റു 40 ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പം 56 എന്നാണ് കിട്ടുക. സോ അവർ ആൻസർ ഈസ് 56%. 56% ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ മക്കളെ? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ.
അവസാനം പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്തേ. യെസ്, മനുശ്രീക്കൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 56. യെസ്, ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. നിങ്ങൾക്ക് ജെൽഡാസ് മെത്തേഡ് വഴി പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഫോമുല എഴുതിക്കോളൂ 1.4 NV ഡിവൈഡഡ് ബൈ W എന്ന്. എന്താണ് N? നോർമാലിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് യൂസ്ഡ്. എന്താണ് V? വോള്യൂം ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ബൈ അമോണിയ ആണ്. W ഈസ് ദ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ മൊളാരിറ്റി പണ്ടുണ്ട്. ആ മൊളാരിറ്റിനെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? നോർമാലിറ്റി ഓഫ് സൾഫ്യൂരിക് ആസിഡ് കിട്ടി. ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ റിയാക്ഷനിൽ നിന്ന് ഇക്വലൻസ് ഓഫ് NaOH ഈക്വൽ ടു ഇക്വലൻസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഇക്വേറ്റ് ചെയ്തിട്ട് ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് കൺസ്യൂം ചെയ്ത സൾഫ്യൂരിക് ആസിഡിൻ്റെ വോള്യം കണ്ടെത്തി. അത് എത്രയാണ്? 60 ml ആണ്. ഇനീഷ്യലി ഞാൻ 100 ml എടുത്തത്. അതിൽ 60 ml സൾഫ്യൂരിക് ആസിഡിനെ ആര് കൺസ്യൂം ചെയ്തു? NaOH കൺസ്യൂം ചെയ്തു. അപ്പം 100 നിന്ന് 60 പോയാൽ ബാക്കി 40 ആരാ കൺസ്യൂം ചെയ്തത്? അമോണിയാണ് കൺസ്യൂം ചെയ്തത്. സോ 1.4 ഇൻറ്റു 0.5 ഇൻറ്റു 40 ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് 0.5. 0.5 വെട്ടിപ്പോയി 1.4 ഇൻറ്റു 40 ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 56% കിട്ടി. ക്ലിയർ ആണോ? ഈ പറഞ്ഞതൊക്കെ ഞാനത് ഈ ഫോമുല വന്ന വഴി ഒന്ന് പറഞ്ഞതാണ്. ദിസ് ഈസ് നോട്ട് റെലവൻറ്റ്. ഓക്കെ, ഇത് ആ ഫോമുല എങ്ങനെയാണ് വന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞതാണ്. നിങ്ങൾ അവസാനം എന്ത് മാത്രം ഓർത്താൽ മതി? ഈ ഒരു ഫോമുല മാത്രം ഓർത്താൽ മതി. ഈ ഫോമുലയിൽ ചിലപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നേരിട്ട് ക്വസ്റ്റ്യൻ പറയും. വോള്യൂം ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ബൈ അമോണിയ നേരിട്ട് തരും. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, നേരിട്ട് കൊടുത്താൽ മതി. ചിലപ്പം സോഡിയം ഹൈഡ്രോക്സൈഡ് കൺസ്യൂം ചെയ്ത സൾഫ്യൂരിക് ആസിഡിൻ്റെ വോള്യം തരും. അപ്പം ഇനീഷ്യൽ വോള്യൂം ഓഫ് സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് സോഡിയം ഹൈഡ്രോക്സൈഡ് കൺസ്യൂം ചെയ്ത സൾഫ്യൂരിക് ആസിഡിൻ്റെ വോള്യം കുറച്ചാൽ എനിക്ക് അമോണിയ കൺസ്യൂം ചെയ്ത സൾഫ്യൂരിക് ആസിഡിൻ്റെ വോള്യം കിട്ടും. അത് കിട്ടിയാൽ എൻ്റെ ആൻസറായി. ക്ലിയർ ആണോ? പവിത്ര PS ക്ലിയർ ആണെന്ന് പറയുന്നു. വാട്ട് അബൌട്ട് അതേഴ്സ്? ഒന്ന് ചാറ്റ് ബോക്സ് പറഞ്ഞേ. യെസ്, ഓക്കെ. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. അപ്പോൾ കെമിസ്ട്രിയിലെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നെനിക്ക് ഉറപ്പില്ല. ഞാൻ കരുതുന്നത് എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഒന്നുകൂടെ പോയിട്ട് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻ ഒന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ 2 ചോദ്യങ്ങൾ ഇതിൽ NCERTൻ്റെ പുറത്തുനിന്ന് വന്നിരുന്നു. ഒന്നൊരു റിംഗ് എക്സ്പാൻഷൻ്റെ കേസ്, 2 ഒരു ഓക്സി മെർക്കുറേഷൻ ആൻഡ് ഡീമെർക്കുറേഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഈ 2 ചോദ്യങ്ങൾ മാത്രമേ NCERTൻ്റെ പുറത്തുനിന്ന് വന്നിട്ടുള്ളൂ. നിങ്ങൾ NCERTൻ്റെ പുറത്തുനിന്ന് ഒന്നും റെഫർ ചെയ്ത് പഠിക്കാൻ ഇനി പോവണ്ട എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. നിങ്ങളിനി പഠിക്കേണ്ടത് NCERT വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വായിക്കുക, NCERTയിലെ ചോദ്യങ്ങൾ ചെയ്യുക, അതുപോലെ പാസ്റ്റ് നീറ്റ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒരു പാസ്റ്റ് 10 ഇയേഴ്സിന് മെഡിക്കൽ എൻട്രൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പറ്റുകയാണെങ്കിൽ JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. NCERTൻ്റെ പുറത്തുനിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഇതുപോലെ നമ്മുടെ എക്സാം ഡിസ്കഷൻ സമയത്തൊക്കെ 1-2 ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് വരും. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ റിംഗ് എക്സ്പാൻഷൻ്റെയും ഓക്സി മെർക്കുറേഷൻ ഡീമെർക്കുറേഷനും 2 ചോദ്യങ്ങൾ NCERTൻ്റെ പുറത്തുനിന്നായിരുന്നു. അതുപോലെ നീറ്റ് എക്സാമിനും വരികയാണെങ്കിൽ തന്നെ 1-2 ചോദ്യങ്ങൾ മാത്രമാണ് NCERTൻ്റെ പുറത്തുനിന്ന് വരിക. ബാക്കിയെല്ലാം സ്ട്രിക്ട്ലി വിത്തിൻ ദ NCERT ആണ്. ഓക്കെ, സോ that's all from my side. I hope all these concepts are clear to you. Okay, any doubts? Any more doubts? അനഘ, പവിത്ര, അനില, വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, മറ്റ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, നിങ്ങൾക്ക് സുവോളജി ഡിസ്കഷനും ബോട്ടണി ഡിസ്കഷനും വെയിറ്റിംഗ് ആണ്. ഓക്കെ, സോ ഇപ്പം തന്നെ അടുത്ത ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും, സുവോളജി ആൻഡ് ബോട്ടണി. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. ബൈ, ഗുഡ് നൈറ്റ്.
Hi students, in the GIB എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ബോട്ടണിയുടെ ആൻസർ കീ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് us go for the first part, section A, that is the first question. Who proved that light is essential for plants process that purify foul air by placing plants and set up once in light and dark? Jan Egenhaus ആണ് ഇതിൻ്റെ ആൻസർ കീ. ശരിയല്ലേ? നമ്മൾ 207 ലാസ്റ്റ് പാരഗ്രാഫിൽ പഠിച്ച കോൺസെപ്റ്റ് ആണ്. ഹി വാസ് എ പേഴ്സൺ അക്വാറ്റിക് പ്ലാന്റ്സ് ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി സെയ്ഡ് ദാറ്റ് എന്താണ് ഫൗൾ എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ് അല്ലേ. ജോസഫ് പ്രീസ്ലിയും ഇതേപോലത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിൻറ്റ് പ്ലാന്റ് വെച്ചിട്ടാണ്. whatever the breathing animal and burning candle releases, അത് ജോസഫ് പ്രീസ്ലി ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ജാൻ ഇജൻഹൗസ് ആണ്. ഓക്കെ, ആൻസർ കീ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. Moving to the second one, when one molecule of glucose is completely oxidizes during aerobic respiration, how many molecule of carbon dioxide are released during tricarboxylic acid cycle? വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. റെസ്പിറേഷൻ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. TCA, tricarboxylic cycle is the other name for TCA, Krebs cycle ആണ്. 1 molecule of glucose എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്കറിയാം, 2 പൈറുവിക് ആസിഡ് ആണ്. ശരിയല്ലേ? സോ 1 molecule of ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യുമ്പോൾ 2 പൈറുവിക് ആസിഡ് ഉണ്ടാവും നിങ്ങൾക്കറിയാം. ഇത് TCA വഴി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. TCA എന്ന് പറയുമ്പോൾ നിങ്ങൾ പേജ് നമ്പർ 232 എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിഗർ കാണാം. ആ ഫിഗറിൽ TCA എന്ന് പറഞ്ഞാൽ ആ സൈക്കിൾ മാത്രമാണ്. ഓക്സലോഅസറ്റിക് ആസിഡിൽ തുടങ്ങിയിട്ട് ഓക്സലോഅസറ്റിക് ആസിഡിൽ അവസാനിക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഒരു സൈക്കിൾ നടക്കുമ്പോൾ 2 കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്ന കാണാം നിങ്ങൾക്ക്. ശരിയല്ലേ? അങ്ങനെയാകുമ്പോൾ ഒരു ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യുമ്പോൾ 2 പൈറുവിക് ആസിഡ് ഉണ്ട്. അപ്പോൾ 2 പൈറുവിക് ആസിഡ് 2 പ്രാവശ്യം ക്രെബ് സൈക്കിളിൽ കറങ്ങുമ്പോൾ 4 CO2 അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുക. സോ ആൻസർ കീ ഷുഡ് ബി ദ ഫോർത്ത് ഓപ്ഷൻ. യെസ് ഓർ നോ? 4 CO2 ആണ്. ബിക്കോസ് പൈറുവിക് ആസിഡ് അസിറ്റൈൽ കോഎൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് കൺസിഡർ ചെയ്യാൻ പാടില്ല. ബിക്കോസ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും TC ആണ്. ഇത് ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സൈക്കിളിൽ 2 CO2 ആണെങ്കിൽ 2 സൈക്കിളിൽ 4 CO2. ക്ലിയർ? സോ മൂവിങ് ടു ദ തേർഡ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ് അബൌട്ട് സൈറ്റോക്രോം C? ഇതും റെസ്പിറേഷൻ ചാപ്റ്ററിലാണ്. സൈറ്റോക്രോം C എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഐ ഹോപ്പ് സോ. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, പേജ് നമ്പർ 233 എടുക്കുക. 233 ഫസ്റ്റ് പാരഗ്രാഫ് 14th ലൈൻ എടുത്ത മക്കളെ അവിടെ പറഞ്ഞിട്ടുണ്ട്. സൈറ്റോക്രോം C is a small protein that are attached to the outer surface of inner membrane. അല്ലേ? ഇതാണ് ഇന്നർ മെംബ്രെയിൻ എങ്കിൽ ഇന്നർ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫേസിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു സ്മോൾ പ്രോട്ടീൻ ആണ് സൈറ്റോക്രോം C എന്ന് വ്യക്തമായിട്ട് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് 14th ലൈൻ എന്നെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് 8ാമത്തെ ലൈൻ എണ്ണിയാലും മതി കേട്ടോ. യു ക്യാൻ സീ ദ സെയിം കോൺസെപ്റ്റ് വിച്ച് ആർ പ്രസന്റ്. അപ്പോൾ ആൻസർ ഏതാ വരിക മക്കളെ? ഇറ്റ്സ് എ സ്മോൾ പ്രോട്ടീൻ അറ്റാച്ച് ടു ദ ഔട്ടർ സർഫേസ് ഓഫ് ഇന്നർ മെംബ്രെയിൻ ഓഫ് മൈറ്റോകോൺഡ്രിയ. സോ ആൻസർ കീ ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. യെസ് ഓർ നോ? യെസ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. 104. Which of the following reaction shows FADH2 formation? സെയിം ക്രെബ് സൈക്കിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 232ലുള്ള ക്രെബ് സൈക്കിൾ. ക്രെബ് സൈക്കിൾ നിങ്ങൾക്ക് കാണാം ശരിക്കും സക്സനിക് ആസിഡ് ഫിമാരിക് ആസിഡ് ആകുമ്പോഴാണ് FADH2 ഫോർമേഷൻ ഉണ്ടാവുന്നത്. FAD ഗെറ്റ് റെഡ്യൂസ്ഡ് ഫോം FADH2. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ ഫിമാരിക് കാണിക്കാതെ നേരിട്ട് മാലിക് ആണ് കാണിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് വൈ വി സേ ദാറ്റ് വെൻ സക്സനിക് ആസിഡ് ഗെറ്റ് കൺവേർട്ടഡ് ടു മാലിക് ആസിഡ് FAD ഗെറ്റ് റെഡ്യൂസ്ഡ് ഫോം FADH2. അപ്പോൾ ആൻസർ കീ ഏതാ വരിക? സക്സനിക് ആസിഡ് ഗെറ്റ് കൺവേർട്ട് ടു മാലിക് ആസിഡിന്റെ സമയത്താണ് FADH2 ഫോർമേഷൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഫിമാരിക് വരുവാണെങ്കിൽ നമുക്ക് ആപ്റ്റ് ടു ഫിമാരിക് ആണ്. സക്സനിക് ടു ഫിമാരിക്കിന്റെ സമയത്താണ് FADH2 ഉണ്ടാവുക. പക്ഷേ NCERT ഫിഗർ പ്രകാരം സക്സനിക് ടു മാലിക് ആസിഡ് ആണ്. ഓക്കെ, ആൻസർ കീ ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ. 105. In an electron transport chain, in terminal oxidation, the cytochrome C which donates electron to oxygen. ആരാണ് അവസാനം ഓക്സിജനിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നതാണ്? കോംപ്ലക്സ് 4 നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ പേജ് നമ്പർ 233 ഫസ്റ്റ് പാരഗ്രാഫിൽ ലാസ്റ്റ് 3 ലൈനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കോംപ്ലക്സ് 4 is also called as cytochrome C oxidase which consists of cytochrome A, A3 and 2 copper center എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ A3യിലേക്ക് കൊടുത്തിട്ട് A3 ആണ് ഓക്സിജനിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുന്നത്. സോ ഹു ഇസ് പ്രൊവൈഡിങ് ഇലക്ട്രോൺ ടു ദ ഓക്സിജൻ ചോദിച്ചാൽ സൈറ്റോക്രോം A3 ആണ് ഓക്സിജനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആൻസർ സൈറ്റോക്രോം A3 ആണ്. സോ ഹു ഇസ് ദ ഫൈനൽ ആക്സെപ്റ്റർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഓക്സിജൻ ആണ്. പക്ഷെ ഓക്സിജനിലേക്ക് ആരാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും സൈറ്റോക്രോം A3 ആണ്. ക്ലിയർ? കോംപ്ലക്സ് 4ലുള്ള ആളാണ് കേട്ടോ. 105 ആൻസർ കീ ഈസ് ദ തേർഡ് ഓപ്ഷൻ. 106. Which of the metabolite is common to respiration mediated breakdown of fat, carbohydrate and protein? അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിൽ റെസ്പിറേഷനിൽ പേജ് നമ്പർ 236 എടുത്താൽ ഒരു ചാർട്ട് തന്നിട്ടുണ്ടല്ലോ യെല്ലോ കളറിൽ. അത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഏതാ? ഫാറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആവുന്നുണ്ട്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈറുവേറ്റ് ആവുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ ബ്രേക്ക് ചെയ്യുമ്പോൾ അമിനോ ആസിഡ് ആവുന്നു. ആര് ബ്രേക്ക് ചെയ്താലും അവസാനം ക്രെബ് സൈക്കിളിലേക്ക് കയറുന്നുണ്ട്. ശരിയല്ലേ? ആര് ബ്രേക്ക് ചെയ്താലും ഒരാൾ അസിറ്റൈൽ കോഎൻസൈം വഴി, മറ്റൊരാൾ പൈറുവിക് ആസിഡ് വഴി, മറ്റൊരാൾ PGL വഴി എല്ലാം എൻ്റർ ചെയ്താലും അവസാനം ക്രെബ് സൈക്കിളിലേക്കാണ് എത്തുന്നത്. സോ ആൻസർ ഷുഡ് ബി, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് common respiratory mediated breakdown of fat,
കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ. അവസാനം എന്ത് ചെയ്യണം? ക്രെബ് സൈക്കിളിലേക്ക് കയറണമെങ്കിൽ അത് അസിറ്റൈൽ കോഎൻസൈം എ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ക്രെബ് സൈക്കിളിലേക്ക് കയറുള്ളൂ. സോ ആൻസർ കീ ഷുഡ് ബി ദ ഫസ്റ്റ് ഓപ്ഷൻ. ശരിയല്ലേ? ആ ഫിഗർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഓക്കെ, സോ 107. Yeast poison themselves to death when the concentration of alcohol become. അല്ലേ, ഇതും റെസ്പിറേഷൻ ചാപ്റ്ററിലാണ്. പേജ് നമ്പർ 230 എടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിഗർ കാണാം. ഏതാ? പൈറുവിക് ആസിഡ് ലാക്ടിക് ആസിഡും ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫിഗർ ഉണ്ട്. അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നോക്കിയാൽ മക്കളെ ബോൾഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നില്ലേ? അതിന്റെ തൊട്ട് മുകളിലത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് 13% എന്നൊരു വാക്ക് കാണാം. കാണുന്നുണ്ടോ? സോ 1/13%. അപ്പോൾ ആൽക്കഹോൾ ഫെർമെന്റേഷൻ നടക്കുമ്പോൾ ഈസ്റ്റ് പോയിസൺ ദെംസെൽഫ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കഹോൾ ബിക്കംസ് 13% ആണ്. സോ ആൻസർ കീ തേർഡ് ഓപ്ഷൻ ആണ്. ക്ലിയർ അല്ലേ? സോ 107ന്റെ ആൻസർ ചെയ്ത തേർഡ് ഓപ്ഷൻ. ഓക്കെ, ചെയ്യുന്നുണ്ട് എല്ലാവരും? കുറേ ആൾക്കാർ ആൻസറൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആൻസർ കീ പറഞ്ഞു പോവാം. സോ ആൻസർ ഇസ് ദ തേർഡ് ഓപ്ഷൻ. So next one, 108. Which of the following is true about water potential? അല്ലേ, വാട്ടർ പൊട്ടൻഷ്യൽ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് പ്യുവർ വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ വിച്ച് ഇസ് നോട്ട് അണ്ടർ എനി പ്രഷർ ഇസ് 0. എക്സാക്ട്ലി NCERTയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. വാട്ടർ പൊട്ടൻഷ്യൽ അണ്ടർ നോർമൽ കണ്ടീഷൻ ഇറ്റ് ഇസ് 0. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്തായാലും അല്ലേ. അപ്പോൾ ട്രൂ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എ സൊല്യൂഷൻ അറ്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ psi w is equal to psi s. എക്സാക്ട്ലി ഈ സ്റ്റേറ്റ്മെന്റും NCERTയിലുണ്ട്. ഏതാ? psi w is equal to psi at. വാട്ടർ പൊട്ടൻഷ്യലിന്റെ സെക്കൻഡ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് 2 ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം. എവിടെയാണോ വാട്ടർ പൊട്ടൻഷ്യാലിറ്റി കുറവ് അവിടെ സൊല്യൂട്ട് പൊട്ടൻഷ്യലും കുറവായിരിക്കും. എവിടെയാണോ വാട്ടർ പൊട്ടൻഷ്യാലിറ്റി കൂടുതൽ അവിടെ സൊല്യൂട്ട് പൊട്ടൻഷ്യലും കൂടുതലായിരിക്കും. ഓൾവേസ് psi w is equal to psi s. അപ്പോൾ അതും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. Next one, if a pressure greater than atmospheric pressure is applied to a pure water and its water potential increases. ഇതും അതേ കോൺസെപ്റ്റിൽ അതേ പാരഗ്രാഫിന്റെ നെക്സ്റ്റ് പാരഗ്രാഫിന്റെ ഫസ്റ്റ് 2 ലൈൻ ആയിട്ട് തന്നിരിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് രണ്ടുപേരും എന്താ സൊല്യൂഷൻ ആയിക്കോട്ടെ പ്യുവർ വാട്ടർ ആയിക്കോട്ടെ പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൊടുക്കുമ്പോൾ അവരെ വാട്ടർ പൊട്ടൻഷ്യാലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എക്സാക്ട്ലി ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ഓൾ ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് ബിക്കോസ് എവറി ലൈൻ ഇസ് പ്രസന്റ് ഇൻ യുവർ NCERT. വാട്ടർ പൊട്ടൻഷ്യാലിറ്റി ഹെഡിങ്ങിൽ എല്ലാ ലൈൻസും തന്നിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. സോ ആൻസർ കീ ചെയ്ത 108ന്റെ ഫോർത്ത് ഓപ്ഷൻ ആണ് കേട്ടോ. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ മൂവിങ് ടു 109. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ദ സെൽ എന്നാണ് പറയുന്നത് അല്ലേ. സെല്ലിൻ്റെ അകത്തേക്ക് വെള്ളം കയറുമ്പോൾ എന്ത് ചെയ്യും? ഓസ്മോട്ടിക് പ്രഷർ ഡിക്രീസ് ചെയ്യും. ശരിയല്ലേ? ഓസ്മോട്ടിക് പ്രഷർ ഡിക്രീസ് ചെയ്യും, ടർഗാർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ് NCERTയിലുണ്ട്. എവിടെയാ? പേജ് നമ്പർ 182 മൂന്നാമത്തെ പാരഗ്രാഫ് 4ാമത്തെ ലൈൻ നോക്കിയിടാം. വെൻ വാട്ടർ എൻറ്റേഴ്സ് ഇൻ ടു ദ സൈറ്റോപ്ലാസം ഇറ്റ് എക്സേർട്ട് എ പ്രഷർ അഗെയിൻസ്റ്റ് ദ സെൽ വാൾ ദാറ്റ് ക്യാൻ ബി കോൾഡ് എസ് ടർഗാർ പ്രഷർ. അപ്പോൾ വെള്ളം അകത്തേക്ക് കയറുമ്പോൾ ടർഗാർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടർഗാർ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓസ്മോട്ടിക് പ്രഷർ എന്താവും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? തേർഡ് ഓപ്ഷനാണ് ആൻസർ കീ വരിക. ഓസ്മോട്ടിക് പ്രഷർ ഡിക്രീസസ് ആൻഡ് ടർഗാർ പ്രഷർ ഇൻക്രീസസ് അല്ലേ. ബിക്കോസ് എവിടെയാണോ സൊല്യൂട്ട് കൂടുതൽ അവിടെ ഓസ്മോട്ടിക് പ്രഷർ കൂടുതലായിരിക്കും. വെള്ളം കയറുമ്പോൾ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറയും, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറും കുറയും. അതേപോലെ വാട്ടർ പൊട്ടൻഷ്യാലിറ്റി കൂടും. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഓസ്മോട്ടിക് പ്രഷർ ഡിക്രീസസ്, ടർഗാർ പ്രഷർ ഇൻക്രീസസ്. അപ്പോൾ 109ന്റെ ആൻസർ കീ തേർഡ് ഓപ്ഷനാണ്. സോ 110. What will be the direction of movement of water when solution A having a water potential of -15 bar and another B with -10 bar? നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ 2 സെല്ലാണ് ഇവിടെ കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 സെൽ കമ്പയർ ചെയ്ത് പറയുമ്പോൾ സെൽ എൻ്റെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ? സെൽ A is with -15 bars and cell B with -10. As you know that എന്താ സൊല്യൂട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യാലിറ്റി കുറയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നെഗറ്റീവ്നെസ് കൂടി വരും. ശരിയല്ലേ? അപ്പോൾ എയിലാണ് -15 ബാർസ് ഉള്ള, ബിയിൽ -10 ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി എവിടെയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ സൊല്യൂട്ട് ഉള്ളത്. അതിൻ്റെ അർത്ഥം ഇവിടെ സൊല്യൂട്ട് കൂടുതലാണ്, വാട്ടർ പൊട്ടൻഷ്യാലിറ്റി കുറവാണ്. ഇവരെ എനെ കമ്പയർ ചെയ്യുമ്പോൾ ബിയിൽ സൊല്യൂട്ട് കുറവും വാട്ടർ പൊട്ടൻഷ്യാലിറ്റി കൂടുതലാണ്. സോ ഓട്ടോമാറ്റിക്കലി വാട്ടർ മൂവ്സ് ഫ്രം B to A അല്ലേ മക്കളെ വേണ്ടത്? ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പ്യുവർ വാട്ടറിൻ്റെ വാട്ടർ പൊട്ടൻഷ്യാലിറ്റി 0 ആണ്. വെൻ വി ആഡ് സൊല്യൂട്ട് ടു ദാറ്റ് വാട്ടർ പൊട്ടൻഷ്യാലിറ്റി ഡിക്രീസസ്. യെസ് ഓർ നോ? അപ്പോൾ അങ്ങനത്തെ കോൺസെപ്റ്റ് എടുക്കുന്ന സമയത്ത് എത്രമാത്രം ഡിക്രീസ് ചെയ്തോ അവർക്കാണ് ഏറ്റവും കൂടുതൽ സൊല്യൂട്ട് ഉള്ളതെന്നാണ്. അപ്പോൾ എയിലാണ് ഏറ്റവും കൂടുതൽ സൊല്യൂട്ട് ഉള്ളത്, ബിയിൽ സൊല്യൂട്ട് കുറവാണ്. ഓട്ടോമാറ്റിക്കലി വാട്ടർ മൂവ്സ് ഫ്രം B to A. സോ ആൻസർ കീ ഷുഡ് ബി ദ ഫസ്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് 110ന്റെ ആൻസർ കീ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. 111. Which of the following facilitate the opening of stomatal aperture?
സ്റ്റൊമാറ്റൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളം ഗാർഡ് സെല്ലിലേക്ക് കയറുമ്പോൾ ഗാർഡ് സെൽ ടേർജിഡ് ആകുമ്പോൾ എന്താ ഇവിടെ മൈക്രോ ഫൈബ്രൽസ് ഉണ്ട്, അത് ലോങ്കിറ്റ്യൂഡിനലല്ല റേഡിയലി അറേഞ്ച് ചെയ്യുന്നത്. സോ അവരും കൂടി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്താണ് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുക എന്നുള്ള ലൈൻ NCERT പേജ് നമ്പർ 89 ഓഫ് അനാറ്റമി ചാപ്റ്ററിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫിഗർ സ്റ്റൊമാറ്റോയുടെ ഫിഗർ ഇല്ലേ ആ ഒരു പേജിൽ 89 കേട്ടോ. സോ വാട്ട് ഹാപ്പൻസ് ദാറ്റ് റേഡിയൽ ഓറിയന്റേഷൻ ഓഫ് സെല്ലുലോസിക് മൈക്രോഫൈബർ ഇൻ ദ സെൽ വാൾ ഓഫ് ഗാർഡ് സെൽസ്. അവിടെ തന്നിരിക്കുന്ന ലൈൻ എന്താണെന്നറിയോ? മൈക്രോഫൈബേഴ്സ് ആർ അറേഞ്ച് റേഡിയലി റാദർ ദാൻ ലോഞ്ചിറ്റ്യൂഡിനൽ എന്നാണ്. ഇങ്ങനെയല്ല അറേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഏതാ? സെക്കൻഡ് ഓപ്ഷൻ ആണ് വരിക കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫെസിലിറ്റി ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമാറ്റൽ അപ്പർച്ചർ ചോദിച്ചാൽ റേഡിയൽ ഓറിയന്റേഷൻ ഓഫ് സെല്ലുലോസിക് മൈക്രോഫൈബേഴ്സ് ഇൻ ദ സെൽ വാൾ ഓഫ് guard cell. Okay, so 111 answer key should be the second option. 112. The pressure exerted by the protoplast due to the entry of water against the rigid cell wall. As such, the line is present near NCERT page number 182, third paragraph, fifth line. കറക്റ്റ് നോക്കിയിട്ടാ അവിടെ പറഞ്ഞിട്ട് ടർഗർ പ്രഷർ 4th ലൈനിലുണ്ട്. 5th ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂ ടു ദ എൻട്രി ഓഫ് വാട്ടർ ഇൻ ടു ദ സെൽ. നമ്മൾ പറഞ്ഞില്ലേ വെള്ളം എന്താണ് അകത്തേക്ക് കയറുമ്പോൾ സൈറ്റോപ്ലാസം എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ടർഗർ പ്രഷർ. അത് കാരണം പ്രോട്ടോപ്ലാസ്റ്റ് സെൽ വാൾസ് എഗെയിൻസ്റ്റ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് പ്രഷർ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ ചെയ്താ പ്രഷർ പൊട്ടൻഷ്യലാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വേർഡ് ചെയ്താ പ്രോട്ടോപ്ലാസ്റ്റ് ആണ്. അവിടെ സൈറ്റോപ്ലാസം വന്ന ആൻസർ കീ ടർഗർ പ്രഷറും പ്രോട്ടോപ്ലാസ്റ്റ് വന്നാൽ ആൻസർ കീ പ്രഷർ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ എക്സാക്ട് ആൻസർ ചെയ്താൽ മക്കളെ 112 ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആണ് കേട്ടോ. കിട്ടുന്നില്ലേ? നോക്കുന്നുണ്ട് NCERT എല്ലാവരും? യെസ്. ഓക്കെ, സോ ലെറ്റ് us go for the next one. 113. Arrange the following event of meiosis in a correct sequence. നിങ്ങൾക്ക് 168 പേജിൽ മിയോസിന്റെ 5 ഫേസസ് തന്നിട്ടുണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ്. അപ്പോൾ ഈ 5 ഫേസസിന്റെ സ്റ്റേജസിന്റെ ഓർഡർ ആണ് കറക്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ ഒരു സാധനം ഇവിടെ തന്നിട്ടില്ല. സെക്കൻഡ് വൺ ആണ് സൈഗോട്ടീൻ സ്റ്റേജ്, അതിൽ സിനാപ്സിസ് എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും നമുക്ക് 2 ആണ് വേണ്ടത്, ബിക്കോസ് ഇതാണ് ഫസ്റ്റ് നടക്കുന്ന പ്രോസസ് സിനാപ്സിസ്. യെസ് ഓർ നോ? യെസ്. അപ്പോൾ സിനാപ്സിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോസിംഗ് ഓവർ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ക്രോസിംഗ് ഓവർ പാക്കറ്റീൻ സ്റ്റേജിലാണ്, ബിക്കോസ് ലെപ്റ്റോട്ടീൻ കഴിഞ്ഞാൽ അവിടെ പാക്കറ്റീനാണ് നടക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇവന്റ് ക്രോസിംഗ് ഓവർ ആണ് വേണ്ടത്. ഇനി മൂന്നാമത്തെ ഏതാ? ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മെറ്റ ഡയാകൈനസിസ് ഫേസിലാണ് അല്ലേ. ഇനി ടീലോ ഫേസിലാണ് ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ കറക്റ്റ് ഓർഡർ പറയുകയാണെങ്കിൽ ഏതാ വരിക മക്കളെ? സിനാപ്സിസ് കഴിഞ്ഞ്, ക്രോസിംഗ് ഓവർ കഴിഞ്ഞ്, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മെറ്റ, ഡയാകൈനസ് കഴിഞ്ഞ്, അവസാന ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയസ് ഇൻ ദ ഡയാകൈനസ് സ്റ്റേജ് തന്നെ. ഡയാകൈനസ് സ്റ്റേജിൽ തന്നെ എന്താ ന്യൂക്ലിയർ മെംബ്രെയിൻ ന്യൂക്ലിയലിസം ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആൻസർ ബിക്കോസ് മിയോസിന്റെ ഡയാകൈനസിസിലാണ് ഡിസപ്പിയറൻസ് ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 4 ആൻസർ ചെയ്താൽ വരിക 2, 1, 3, 4 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? യെസ്, എക്സാക്ട്ലി തേർഡ് ഓപ്ഷൻ ആണ്. സോ 113th ആൻസർ ചെയ്താൽ വരിക തേർഡ് ഓപ്ഷൻ. ക്ലിയർ? സോ മൂവിങ് ടു നെക്സ്റ്റ് വൺ. Identify the meiotic stage in which the homologous chromosomes separate while the sister chromatids remain associated with the centromere. Anaphase 1 ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. Anaphase 1 എന്താ പഠിച്ചിരിക്കുന്നത്? അതായത് ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ആവും, ജോഡികൾ തമ്മിൽ സെപ്പറേറ്റ് ആവും. പക്ഷെ അവരെ കൂടെ അവരെ സിസ്റ്റർ ക്രൊമാറ്റിഡ്സും അവിടെ തന്നെ സെൻട്രോമിയറിൽ ജോയിന്റ് ആണ്, അങ്ങനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 169 ഫസ്റ്റ് പാരഗ്രാഫ് നോക്കി. Anaphase 1 സെയിം സ്റ്റേറ്റ്മെന്റ് ഇസ് ഗിവൻ. സോ ആൻസർ കീ ഈസ് Anaphase 1 where the homologous chromosomes separate from each other but the sister chromatids remains attached to the centromere. Okay, sister chromatids എപ്പോഴാണ് സെപ്പറേറ്റ് ചെയ്യുക? Anaphase 2 സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അതേ പേജിൽ തന്നെ 169 ലാസ്റ്റ് പാരഗ്രാഫ് നോക്കി. Anaphase 2 പറഞ്ഞിട്ടുണ്ടല്ലോ, സിസ്റ്റർ ക്രൊമാറ്റിഡ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്ത് സിസ്റ്റർ ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ചെയ്യുന്നത് Anaphase 2 ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ കീ തേർഡ് ഓപ്ഷൻ. 115. Select the correct statement from the following. Prophase 1 is shorter and complex than prophase of mitosis. അപ്പോൾ ഇങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്. പ്രൊഫേസ് 1 ഓഫ് മിയോസിസ് ഇസ് മോർ കോംപ്ലെക്സ് ദാൻ ദ പ്രൊഫേസ് ഓഫ് മൈറ്റോസിസ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ മോർ ലോങ്ങറും ആണ്, മോർ കോംപ്ലെക്സും ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. During zygotin, the heterologous chromosome show pairing. Zygotin സ്റ്റേജിൽ എന്താ പറഞ്ഞത്? ഹോമോലോഗസ് ക്രോമോസോം പെയർ ഈച്ച് അതർ എന്നാണ്. കാണാൻ ഒരേപോലത്തെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഒരേപോലത്തെ ഉള്ള ക്രോമോസോം ആണ് നമ്മൾ എന്ത് പറയുക? ഹോമോലോഗസ് ക്രോമോസോം. സോ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോം ഇസ് കോൾഡ് സിനാപ്സിസ്. അത് നടക്കുന്നത് എവിടെയാ? സൈഗോട്ടിൻ സ്റ്റേജിലാണ്. യെസ് ഓർ നോ? യെസ്. മൂവിംഗ് ടു ദ തേർഡ് വൺ. അപ്പോൾ ഹെട്രോലോഗസ് അല്ല ഹോമോലോഗസ് ആണ് വേണ്ടത്. കയാസ്മെറ്റ ഇസ് എക്സ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോംഡ് ഇൻ ഡിപ്ലോട്ടിൻ. എക്സാക്ട്ലി കറക്റ്റ് ആണ്, ബിക്കോസ് 168 നിങ്ങൾ ഡിപ്ലോട്ടിൻ സ്റ്റേജ് എടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഷേപ്പ് പോയിന്റ് ഓഫ് കോൺടാക്ട് അല്ലെ, ക്രോസ്ഡ് ഓവർ ആ ഒരു പോയിന്റിൽ അറ്റാച്ച്ഡ് ആയിരിക്കും, അത് സെപ്പറേറ്റ് ചെയ്യില്ല, ബാക്കിയെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ദ എക്സ് ഷേപ്പ് പോയിന്റ് ഓഫ് കോൺടാക്ട് ദാറ്റ് ഇസ് കോൾഡ് കയാസ്മെറ്റ ഇസ് മോർ വിസിബിൾ ഇൻ ഡിപ്ലോട്ടിൻ സ്റ്റേജ്. എക്സാക്ട്ലി ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്.
Okay, so let us go for the next question, that is about 160. Golgi bodies and endoplasmic reticulum are reformed. നിങ്ങൾക്കറിയാലോ ടീലോഫേസിലാണ് ഗോൾജി ബോഡീസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റീഫോം ചെയ്യുന്നത്, ശരിയല്ലേ? യെസ്. സോ ഗോൾജി ബോഡീസ് ആൻഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആർ ഡിസൻറ്റഗ്രേറ്റഡ്. പ്രൊഫേസ് നമ്മൾ എന്താ പറഞ്ഞത്? ലേറ്റ് പ്രൊഫേസ്. നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി ബോഡീസ് ഒന്നും കാണത്തില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. യെസ് ഓർ നോ? സോ ആൻസർ ഷുഡ് ബി എക്സാക്ട്ലി ഫസ്റ്റ് വൺ ടീലോഫേസും സെക്കൻഡ് വൺ പ്രൊഫേസും ആണ്. അപ്പോൾ ഏതാ മക്കളെ ആൻസർ കീ നമുക്ക് വരിക? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ 116ന്റെ ആൻസർ കീ ചെയ്ത് വരിക ഫസ്റ്റ് ഓപ്ഷൻ, ബിക്കോസ് റെസ്പെക്റ്റീവ്ലി ഏത് ഫേസ് ഓഫ് സെൽ സൈക്കിളാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ റീഅപ്പിയർ ചെയ്യുന്നത് ടീലോഫേസിലും ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് പ്രൊഫേസിലാണ്. അപ്പോൾ ആൻസർ ഫസ്റ്റ് വൺ. സോ മൂവിങ് ടു 117th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? G1 phase correspond to interval between mitosis and initiation of DNA replication. If you take page number 163, കേട്ടാ, റൈറ്റ് സൈഡിൽ 10.1 എന്നൊരു ഫിഗർ കാണുന്നില്ലേ? ഇങ്ങനെ ഒരു വട്ടത്തിൽ സെൽ സൈക്കിളിൻ്റെ ഒരു പിക്ചർ അവിടെ ഉണ്ട്, ശരിയല്ലേ മക്കളെ? അപ്പോൾ അവിടെ പറയുന്നത് എന്താ? അപ്പോൾ G1 phase, ഒരു മിനിറ്റ് കേട്ടോ, അപ്പോൾ വട്ടത്തിൽ അവിടെ ഒരു സൈക്കിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഇതാണ് ഇൻ്റർഫേസിനെ നമ്മൾ G1 ആയിട്ടും S ആയിട്ടും G2 ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യെസ് ഓർ നോ? അപ്പോൾ നോക്കി, DNA റെപ്ലിക്കേഷൻ നടക്കുന്ന എസ് ഫേസിലാണ്, ഇവിടെയാണ് മൈറ്റോസിസ്. അപ്പോൾ മൈറ്റോസിൻ്റെയും DNA റെപ്ലിക്കേഷൻ്റെ ഇടയ്ക്കുള്ള ഫേസ് ഏതാ? G1 അല്ലേ? അപ്പോൾ എക്സാക്ട്ലി ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? കറക്റ്റ് ആണ്. സോ മൂവിങ് ടു നെക്സ്റ്റ് വൺ. ഡ്യൂറിങ് G1 phase the cell is metabolically active. അതും കറക്റ്റ് ആണ്, ബിക്കോസ് സെൽസ് ആർ മെറ്റബോളിക്കലി ആക്റ്റീവ് എന്ന് NCERT പറഞ്ഞിട്ടുണ്ട്, അല്ലേ? DNA replication takes place during S phase. S phase-ലാണ് DNA replicate ചെയ്യുന്നത്. replicate ചെയ്യുന്നത് inside the nucleus ആണ്. histone protein synthesize ചെയ്യുന്നതും S phase-ലാണ്. animal cells ആണെങ്കിൽ centriole duplicate ചെയ്യുന്നതും S phase-ലാണ്. പക്ഷേ centriole duplicate ചെയ്യുന്നത് S phase-ൽ എവിടെ വെച്ചിട്ടാ? സൈറ്റോപ്ലാസത്തിലാണ്, animal cells-ൽ. കേട്ടോ? So answer is ഫസ്റ്റും സെക്കൻഡും തേർഡും കറക്റ്റ് ആണ്. എന്തായാലും സെൽ ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് സൈറ്റോപ്ലാസം ഇൻക്രീസസ് എ ഡിസ്കണ്ടിന്യൂസ് പ്രോസസ്. ഇത് തെറ്റാണ് മക്കളെ, ബിക്കോസ് NCERT കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഏതാ? സെൽ 162-ലല്ലേ ചാപ്റ്റർ തുടങ്ങുന്നത്? 162 ലാസ്റ്റ് പാരഗ്രാഫ് നോക്കി, എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? സൈറ്റോപ്ലാസ്മിക് ഇൻക്രീസസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഡിസ്കണ്ടിന്യൂസ് എന്നുള്ള വേർഡ് അല്ല, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ തെറ്റാണ്. സോ 117 ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോർത്ത് ഓപ്ഷൻ. മൂവിങ് ടു 118th. The housefly has 12 number of chromosomes, that is the diploid condition, during interphase of mitosis. If the number of chromosome at G1 is 12, what would be the number of chromosome after S phase? നമ്മൾ പഠിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് എന്താ? ഒരു ഫേസിലും ക്രോമോസോമിൻ്റെ നമ്പറിൽ വ്യത്യാസം വരില്ല. അപ്പോൾ G1-ൽ എത്ര ക്രോമോസോം ആണോ അത് തന്നെയാണ് S phase-ൽ, അത് തന്നെയാണ് G2 phase-ൽ. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ക്രോമോസോം ഇൻക്രീസ് ചെയ്യില്ല, DNA മാത്രമേ ഡബിൾ ചെയ്യുള്ളൂ S phase-ൽ. യെസ് ഓർ നോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12 ക്രോമോസോം ആണെങ്കിൽ S phase കഴിഞ്ഞാലും അവിടെ എത്രയാ? 12 തന്നെയാണ് ഉണ്ടാവുക. സോ ആൻസർ ഇസ് 12. ഓക്കെ, ബിക്കോസ് നമ്പർ ഓഫ് ക്രോമോസോം നെവർ ചേഞ്ചസ്, DNA മാത്രമേ ഡബിൾ ചെയ്യുള്ളൂ, അല്ലേ? So 19th, the number of mitotic generation required to produce 256 cells from a single cell. 2n ആണ് ഫോർമുല, ബിക്കോസ് ഒരു മൈറ്റോസിസ് വഴി നമുക്ക് 2 സെല്ലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2^8 ചെയ്ത് നോക്കിയാൽ മക്കളെ, യു ക്യാൻ ഗെറ്റ് 256 സെൽ. ദാറ്റ് ഇസ് 2 into 2 into 2 into 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു മൈറ്റോസിസ് വഴി 2 സെല്ലാണെങ്കിൽ 2 4 ആവും, 4 8 ആവും, 16 ആവും, 32 ആവും, 64 ആവും, 128, 256. ദാറ്റ് മീൻസ് 2^8 ആണ്. സോ 8 മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോഴാണ് 256 സെൽ ഉണ്ടാവും. യെസ് ഓർ നോ? യെസ്. സോ 120. Select the option which correctly identifies the similarity between mitosis and മിയോസിസ്. അപ്പോൾ 2 പേർക്കും സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമോസോം ദാറ്റ് ടേക്സ് പ്ലേസ് ദ സൈഗോട്ടിൻ സ്റ്റേജ് സിനാപ്സിസ് എന്നാണ് പറയുക. അത് മിയോസിസിന് മാത്രമേ ഉള്ളൂ, മൈറ്റോസിസിനില്ല. അപ്പോൾ 2 പേർക്കും കോമൺ അല്ല, മിയോസിസിന് പ്രസന്റ് ആണ്, അങ്ങനത്തെ ഒരു പ്രോസസ് മൈറ്റോസിസിന് ഇല്ല. സെക്കൻഡ് ഓപ്ഷൻ, റിക്വയർ ഇൻ ഓൾ ടൈപ്പ് ഓഫ് സെൽസ്, അല്ലേ? സോ മിയോസിസും മൈറ്റോസിസും എല്ലാ ടൈപ്പ് ഓഫ് സെൽസും റിക്വയർ നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ഗ്രോത്ത് നടക്കുമ്പോൾ മൈറ്റോസിസും ഗാമിറ്റ് ഫോം ചെയ്യുമ്പോൾ മിയോസിസ് ആണ്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സെല്ലും രണ്ടും കോമൺ അല്ല. DNA ഡ്യൂപ്ലിക്കേഷൻ ഓഫ് DNA ഓൺലി വൺസ്, അത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. മൈറ്റോസിസ് ആണെങ്കിലും ഇന്റർഫേസ് കഴിഞ്ഞ് മൈറ്റോസിസ് നടക്കുമ്പോൾ എസ് ഫേസിൽ ഒരു പ്രാവശ്യം DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. മിയോസിസ് ആണെങ്കിലും ഇന്റർഫേസ് കഴിഞ്ഞ് മിയോസിസ് 1 തുടങ്ങുമ്പോൾ അവിടെയും എസ് ഫേസിൽ DNA ഒരു പ്രാവശ്യം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 പേർക്കും കോമൺ ആയിട്ടുള്ള ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, അതായത് ഇന്റർഫേസിൽ DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ഓൺലി വൺസ് പെർ സൈക്കിൾ. യെസ് ഓർ നോ? സോ ആൻസർ ഇസ് 120യുടെ ആൻസർ കീ തേർഡ് ഓപ്ഷൻ ആണ്. DNA
ഡ്യൂപ്ലിക്കേറ്റിന് ഓൺലി വൺസ് ഫോർ ബോത്ത് മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. കേട്ടോ? Synapses and synaptonemal complex formed during zygote in page number 168 the second paragraph the fourth line it is clearly saying about zygote in lana synapses നടക്കുന്ന. ഇനി 9th ലൈൻ നോക്കുക, അവിടെ പറഞ്ഞിട്ട് synaptonemal complex അല്ലേ, ഒരേപോലത്തെ ക്രോമസോം ഹോമോലോഗസ് ക്രോമസോം വന്ന് ജോഡിയായിട്ട് നിൽക്കുന്നതാണ് സിനാപ്സസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോം ചെയ്യുന്ന കോംപ്ലക്സ് ആണ് synaptonemal complex. ഫോം ചെയ്ത് കഴിഞ്ഞാൽ ബൈവലന്റ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ് ഓർ നോ? സോ ആൻസർ ഇസ് zygote. 122. The cell of region of meristematic activity of root are. മെറിസ്റ്റമാറ്റിക് റീജിയനിൽ കാണുന്ന സെൽസ് വെരി സ്മോൾ ആയിരിക്കും, തിൻ ആയിരിക്കും അല്ലേ, ആൻഡ് ഓൾസോ ഹാവിങ് ഡെൻസ് പ്രോട്ടോപ്ലാസം ആസ് സച്ച്. ഈ ലൈൻ സെൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താ പറയുന്നത്, സെൽസ് വളരെ വളരെ സ്മോൾ ആണ്, അതേപോലെ കണ്ടമാനം പ്ലാസ്മോഡെസ്മെറ്റൽ കണക്ഷൻ ഉണ്ടാവും, ഡെൻസ് പ്രോട്ടോപ്ലാസം ഉണ്ട്, ആൻഡ് ദേ ആർ തിൻ വാൾഡ് വിത്ത് സെല്ലുലോസ് ഡെപ്പോസിഷൻ. ദാറ്റ് ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് മെറിസ്റ്റമാറ്റിക് സെൽ. സോ ആൻസർ തേർഡ് ഓപ്ഷൻ 122. കേട്ടോ? കിട്ടുന്നില്ല മക്കളെ? കുറേ ആൾക്കാർ പടപടാന്ന് ആൻസർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആൻസർ തരുന്നുണ്ട്, 1-2 ആൾക്കാരാണ് മിസ്റ്റേക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പറയുന്ന വേഗം ഫോളോ ചെയ്യുക കേട്ടോ. So moving to next one, 123. Identify the wrong statement. Wrong statement ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. There may be a variation in the length of filament of stamen within a flower as in salvinia and mustard. നല്ലോണം ശ്രദ്ധിക്കണം. ഏതാ അവിടെ പറഞ്ഞിരിക്കുന്നത്? സാൽവീനിയ ആൻഡ് മസ്റ്റേർഡ് എന്നാണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താ മോർഫോളജിയിൽ ആക്ച്വലി നമ്മൾ പറഞ്ഞിരിക്കുന്നത് സാൽവിയ ആൻഡ് മസ്റ്റേർഡ് ആണ്. ലെങ്ത് ഓഫ് ഫിലമെന്റ് വ്യത്യാസം വരുന്നത് സാൽവിയ ആൻഡ് മസ്റ്റേർഡ് ആണ്. സാൽവീനിയ ആൻഡ് സെല്ലാജനല്ല ടെറിഡോഫൈറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ സാൽവിയ എന്നുള്ള ടേം ആണ്, സാൽവീനിയ അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. സുപ്പീരിയർ ഓവറി ഹൈപ്പോഗൈനസ് ഫ്ലവറിലാണ്. ആക്നോമോർഫിക് ഫ്ലവേഴ്സ് ക്യാൻ ബി ഡിസെക്റ്റഡ് ഇൻ ടു 2 equal half any radial plane. Leaves are converted into spines for defense and cactus. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് ആണ്, സാൽവീനിയ അല്ല വേണ്ടത്, സാൽവിയ ആണ് വേണ്ടത് അവിടെ. കേട്ടോ? 124. Select the incorrect statement. Indigo for a sepal 5 gamosepalous corolla vexillary estuation. അതൊക്കെ കറക്റ്റ് ആണ്, ഫാബേസിയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് അല്ലേ. അപ്പോൾ അത് ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്, അത് കറക്റ്റ് ആണ്. ബ്രിഞ്ചോൾ സോൾനേസിയ ഫാമിലി അല്ലേ, സെപ്പൽസ് 5 യുണൈറ്റഡ് ആണ്, പെർസിസ്റ്റന്റ് കാലിക്സ് ഉണ്ട്, വാൽവേറ്റ് ഈസ്റ്റുവേഷൻ ആണ്, പെറ്റൽ 5 യുണൈറ്റഡ്, അതും വാൽവേറ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആസ്പെറാഗസ് സെപ്പൽസ് 3 ഓഫൻ യുണൈറ്റഡ്. ആസ്പെറാഗസ് വരുന്ന എവിടെയാണ് മക്കള്? ലില്ലിയേസി ഫാമിലിയിലാണ്. ലില്ലിയേസ് നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? സെപ്പൽസും പെറ്റൽസും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പെരിയാന്ത് എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുക. അൺഡിഫറൻഷിയേറ്റഡ് കേലിക്സ് ആൻഡ് കൊറലൈസ് കോൾഡ് എസ് പെരിയാന്ത്. അവിടെ സെപ്പലോ പെറ്റലോ എന്നുള്ള ടേം ഇല്ല, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ടെപ്പൽ എന്ന് പറയുന്നത്. ഇസാർണോ? അപ്പോൾ ഇതാണ് തെറ്റ്. ഇതേതാ? സെപ്പൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അവർക്കില്ല. ടെപ്പൽ, സെപ്പൽ ആൻഡ് പെറ്റൽ ആർ അൺഡിഫറൻഷിയേറ്റഡ്. പെരിയാന്ത് ആണ്. ഓക്കെ, സോ കോൾച്ചസ് ആൻഡ് പെരിയാന്ത് കറക്റ്റ് ആണ്, ലില്ലിയേസിയ ഫാമിലി. അപ്പോൾ തെറ്റായ സ്റ്റേറ്റ്മെന്റ് തേർഡ് ഓപ്ഷൻ ആണ്. 125. Which of the following group of algae belongs to the class Rhodophyceae? Rhodophyceae റെഡ് algae ആണ്. പേജ് നമ്പർ 33 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഏതൊക്കെയാ? ഗ്രാസിലേരിയ, ജെലീഡിയം അല്ലെ, പോളിസൈഫോണിയ, പോർഫൈറ. സോ ആൻസർ ഇസ് ദ തേർഡ് ഓപ്ഷൻ. ഗ്രാസിലേരിയ, ജെലീഡിയം, പോർഫൈറ ആൻഡ് പോളിസൈഫോണിയ ആർ എക്സാമ്പിൾ ഫോർ റെഡ് ആൽഗെ. ബിക്കോസ് ഫസ്റ്റിൽ നോക്കിയേ ലാമിനേരിയ ഫ്യൂക്കസ് ഒക്കെ ബ്രൗൺ ആൽഗെ ആണ്. സെക്കൻഡിൽ ഡിക്റ്റിയോട്ട ഫ്യൂക്കസ്, അതും ബ്രൗൺ ആൽഗെ ആണ്. ലാസ്റ്റ് ഓപ്ഷനിൽ വന്നിരിക്കുന്ന ഫ്യൂക്കസ് ആൻഡ് ഡിക്റ്റിയോട്ട, അതും ബ്രൗൺ ആൽഗെ ആണ്. അപ്പോൾ ഓപ്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. പ്യോർലി റെഡ് ആൽഗെ വരുന്നത് തേർഡ് ഓപ്ഷൻ ആണ്. കേട്ടോ? So 126. In cycas, the male and cycas actually dioecious ആണ്. എന്താ dioecious? Male cone will be present in male plant and female cone will be present in female plant. അപ്പോൾ male cone male plantലും female cone female plantലാണെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റിലാണ് കാണുന്ന കണ്ടീഷൻ is called dioecious. അപ്പോൾ ആൻസർ ചെയ്താ the male and female cones are present on different plant. അപ്പോൾ 126ന്റെ ആൻസർ കീ സെക്കൻഡ് ഓപ്ഷൻ ആണ്. കേട്ടോ? കിട്ടിയോ ആൻസർ? യെസ്. So moving to 127. A structure that connect the cytoplasm of neighboring cells to another which hold the one. That means neighboring cell the cytoplasm connect ചെയ്യുന്നത് പ്ലാസ്മോഡെസ്മെറ്റ ആണ്. ശരിയല്ലേ? നെയ്ബറിംഗ് സെല്ലിന്റെ കണക്ട് ചെയ്യുന്നത് ആരാ? പ്ലാസ്മോഡെസ്മെറ്റ ആണ്. ഇനി അടുത്ത എന്താ? വിച്ച് ഹോൾഡ് ഓർ ഗ്ലൂ ദ ഡിഫറെന്റ് നെയ്ബറിംഗ് സെൽസ്. രണ്ട് സെല്ലിനെ ഒട്ടിക്കുന്നത് ആരാ? ദാറ്റ് ഇസ് കോൾഡ് മിഡിൽ ലാമെല്ല. ശരിയല്ലേ? മിഡിൽ ലാമെല്ല. അപ്പോൾ ആൻസർ ചെയ്താൽ വേണ്ടേ? പ്ലാസ്മോഡെസ്മെറ്റ ആൻഡ് മിഡിൽ ലാമെല്ല. രണ്ട് സെല്ലിന്റെ സൈറ്റോപ്ലാസം കണക്ട് ചെയ്യുന്നത് പ്ലാസ്മോഡെസ്മെറ്റയും രണ്ട് സെല്ലിനെ ഒട്ടിക്കുന്നത് ഏത്? മിഡിൽ ലാമെല്ല വിച്ച് ഇസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം പെക്ടേറ്റ്. അപ്പോൾ ആൻസർ ഫസ്റ്റ് പ്ലാസ്മോഡെസ്മെറ്റ, രണ്ടാമത്തത് മിഡിൽ ലാമെല്ല റെസ്പെക്റ്റീവ്ലി. ആൻസർ കീ ഈസ് ദ സെക്കൻഡ് ഓപ്ഷൻ.
128. In most of the algae, sporophyte generation is represented by zygote. Page number 42 ല് കേട്ടോ പ്ലാന്റിൻ്റെ പേജ് നമ്പർ 42 ബുള്ളറ്റിൻ 1 എന്നിട്ട് ഒരു പോയിന്റ് അവിടെ ഉണ്ട് കേട്ടോ അവിടെ പറയുന്നത് എന്താ sporophytic generation is represented by only the single cell called zygote because algae case le zygote ഉണ്ടായി കഴിഞ്ഞാൽ immediately meiosis നടന്നിട്ട് the haploid spore ആയിട്ട് മാറും അപ്പോൾ zygote നെ തന്നെയാണ് sporophytic stage നെ represent ചെയ്യുന്ന haplontic life cycle algae ശരിയല്ലേ so answer is the first option so algae is the haplontic life cycle ആണ് haplontic life cycle sporophyte നെ represent ചെയ്യുന്ന ഒറ്റൊരു സെൽ ഏതാ zygote ആണ് കേട്ടോ 129. So highly thickened wall and obliterate lumen, central lumen are found in xylem fiber. So page number 87 of your NCERT il xylem fiber പറഞ്ഞിട്ടുണ്ട് ഏതാ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് obliterate lumen അല്ലേ ഒബ്ലിക് ആയിട്ടുള്ളതാണ് അല്ലെ ഡിവിഷൻ സെപ്റ്റ obliterate എന്ന് പറഞ്ഞിട്ടുണ്ട് അത് xylem ഫൈബറിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് കേട്ടോ Endodermis are rich in starch grain and the layer is also referred to as starch sheath. Page number 92 ലുള്ള കോൺസെപ്റ്റ് ആണ് anatomy of flowering plants ല് എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ എൻഡോഡെർമസിൽ സ്റ്റാർച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ സ്റ്റാർച്ച് ഷീത്ത് എന്നും വിളിക്കാം അപ്പോൾ ഏത് ആൻസർ ഡൈക്കോട്ട് സ്റ്റെം ആണ് കേട്ടോ 92 എടുത്ത് നോക്കിയേ ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് 2 ലൈൻ വെച്ചാൽ എക്സാക്ട്ലി ആൻസർ അവിടെ ഉണ്ട് വിച്ച് സേസ് അബൌട്ട് ഡൈക്കോട്ട് സ്റ്റെമ്മിന്റെ എൻഡോഡെർമസിൽ സ്റ്റാർച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഇസ് ഓൾസോ റെഫേർഡ് ടു ആസ് എന്താണ് സ്റ്റാർച്ച് ഷീത്ത് ക്ലിയർ 131. Non-technical term that refers to where all the tissues exterior to vascular cambium. I hope so it is present in page number 97 of your NCERT first paragraph മൂന്നാമത്തെ ലൈൻ കേട്ടോ മൂന്നാമത്തെ ലൈൻ നോക്കിയാൽ മക്കളെ എ നോൺ ടെക്നിക്കൽ ടേം കോൾഡ് എസ് ബാർക്ക് എന്ന് തന്നിട്ടുണ്ട് വാസ്കുലർ കേമ്പിയത്തിന്റെ പുറമേ കാണുന്ന മുഴുവൻ സെല്ലിനെയും നോൺ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ബാർക്ക് അപ്പോൾ ചോദിക്കാം മിസ്സേ വാസ്കുലർ കേമ്പിയം പുറമേ ആരൊക്കെയാണ് ഉള്ളത് lenticel, epidermis, complementary cell, cork or phellum, cork cambium or phellogen, secondary cortex or phelloderm, endodermis, pericycle, then primary phloem, secondary phloem. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ബാർക്ക് അതായത് വാസ്കുലർ കേമ്പിയത്തിന് പുറമെയുള്ള എല്ലാ ആൾക്കാരും അപ്പോൾ ചോദിക്കാം മിസ് ഏതാ ബാർക്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ദാറ്റ് ഇസ് കോൾഡ് സെക്കൻഡറി സൈലം പ്രൈമറി സൈലം പിത്ത് സെക്കൻഡറി സൈലം പ്രൈമറി സൈലം പിത്ത് ഒഴികെ ബാക്കി മുഴുവൻ ആൾക്കാരും ഏതിലാണ് വരിക എ നോൺ ടെക്നിക്കൽ ടേം കോൾഡ് ആസ് ബാർക്ക് ക്ലിയർ So 132. In marginal placentation, the placenta forms a ridge along the ventral suture of the ovary. അല്ലേ പേജ് നമ്പർ 75 പ്ലാസന്റേഷൻ തന്നിട്ടുണ്ട് ആ പ്ലാസന്റേഷൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അലോങ് ദ വെൻട്രൽ സൂച്ചർ അല്ലേ മാർജിനിലാണ് കാണുന്നത് സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് മാർജിനൽ പ്ലാസന്റേഷൻ സോ 132ന്റെ ആൻസർ കീ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് 133. The endomembrane system of eukaryote cell does not include. What is by endomembrane system? 132 in the last paragraph in the endomembrane system which says about എന്താ നാല് ആൾക്കാരാണ് ആ നാല് ആൾക്കാരുടെ പേരും 133 മെൻഷൻ ചെയ്തിട്ടുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി ബോഡീസ് വാക്യൂൾ ആൻഡ് ലൈസോസോം ആരൊക്കെയാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾജി ബോഡീസ് അതേപോലെ ലൈസോസോം ആൻഡ് വാക്യൂൾ ഈ നാല് ആൾക്കാർ മാത്രമേ നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ പറയുന്നുള്ളൂ അത് കോർഡിനേറ്റ്ലി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എസ് ഓർ നോ അപ്പോൾ ഇതിൽ ഏതൊക്കെയുണ്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വന്നിട്ടുണ്ട് ലൈസോസോം വന്നിട്ടുണ്ട് വാക്യൂൾ വന്നിട്ടുണ്ട് പക്ഷെ പെറോക്സിസോം എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇല്ലാത്ത ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ പെറോക്സിസോം ആണ് ബാക്കി മൂന്നും എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ വരുന്നതാണ് ക്യാൻ യു ടെൽ മീ ഓൾ ദ നെയിം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ദെൻ ഗോൾജി ബോഡീസ് ലൈസോസോം വാക്യൂൾ ഈ നാല് ആൾക്കാരാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ വരിക മനസ്സിലായോ ക്ലിയർ അല്ലേ യെസ് സോ മൂവിങ് ടു നെക്സ്റ്റ് 134. A bivalent consists of bivalent എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ 4 chromatids and 2 centromere നോക്കിയേ ഒരു ജോഡിയാണ് ബൈവലന്റ് നോക്കിയേ ഇത് ഒന്ന് ഇത് രണ്ടാമത്തത് അപ്പോൾ രണ്ട് പേര് ജോഡിയായിട്ട് നിൽക്കുന്ന പ്രോസസ്സിനെല്ലാം സിനാപ്സിസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് സെനപ്റ്റോണീമൽ കോംപ്ലക്സ് ഇവിടെ വന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് നോക്കിയേ അപ്പോൾ ഒരാൾക്ക് എത്ര ക്രൊമാറ്റിഡ്സ് ഉണ്ട് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ് അടുത്ത ആൾക്ക് എത്ര ഉണ്ട് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ് അപ്പോൾ എനിക്ക് 2 കൈ ഉള്ളത് പോലെ അല്ലേ അപ്പോൾ ഒരു ക്രോമസോമിന് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ക്രോമസോമിന് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ് ഉണ്ട് രണ്ടുപേരും ജോഡിയായിട്ട് വരുമ്പോഴാണ് ബൈവലൻ എന്ന് പറയാം അപ്പോൾ എത്ര ക്രൊമാറ്റിഡ്സ് കാണാം 4 അപ്പോൾ ഇവർക്ക് 2 സിസ്റ്റർ ക്രൊമാറ്റിഡ്സും ഇവർക്ക് രണ്ടും ടോട്ടൽ 4 സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഉണ്ട് എത്ര സെൻട്രോമിയർ ഇതൊരു സെൻട്രോമിയർ ഇതൊരു സെൻട്രോമിയർ അപ്പോൾ 2 സെൻട്രോമിയർ ഉണ്ട് അപ്പോൾ സെൻട്രോമിയർ രണ്ടും ക്രൊമാറ്റിഡ്സ് 4 1 2 3 4 chromatids ഇത് 1 this is 2 centromere so answer is 4 chromatids and 2 centromere കേട്ടോ
135. Which of the following are not the characteristic feature of bryophytes? Bryophytes characteristic feature അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. മെയിൻ പ്ലാന്റ് ബോഡി ഓഫ് ദ ബ്രയോഫൈറ്റ് ഇസ് ഹാപ്ലോയിഡ്. അത് കറക്റ്റ് ആണ്, ശരിയല്ലേ? The sex organs are unicellular. ഇതാണ് തെറ്റ്. Because the sex organs of bryophytes are multicellular ആണ്. അവർ എവിടെ characteristic feature അല്ല എന്ന് പറയുന്നത് multicellular ആണ്, അത് unicellular അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ട് വരിക, കേട്ടോ? So 136. That is, let us go for section B. Given below are some characteristic feature of photosynthetic plants. Which of these are true for C4 plants? എന്നാ ചോദിച്ചിരിക്കുന്നത്. C4 പ്ലാന്റ്സിന് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? RUBP is a primary CO2 acceptor. അല്ല, PP ആണ് primary CO2 acceptor എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് stable compound formed is oxaloacetic acid. That is correct. C3 cycle occurs in bundle sheath. അല്ലേ? C4 പ്ലാന്റ്സിൽ C3 സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റിലാണ്, അത് ശരിയാണ്. സെക്കൻഡറി CO2 ആക്സെപ്റ്റർ PP അല്ല, അവിടെ RUBP ആണ് വേണ്ടത്. സെക്കൻഡറി CO2 ആക്സെപ്റ്റർ, അത് തെറ്റാണ്. ഫസ്റ്റ് കാർബോക്സിലേഷൻ occurs in മീസോഫിൽ സെല്ലാണ്, ബണ്ടിൽ ഷീറ്റ് സെൽ അല്ല. അപ്പം അതും തെറ്റാണ്, ശരിയല്ലേ? അപ്പോൾ എത്ര സ്റ്റേറ്റ്മെൻറ്റേ ശരിയുള്ളൂ? 2 and 3. അപ്പോൾ 2 and 3 മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ ആൻസർ കീ സെക്കൻഡ് ഓപ്ഷനാണ്, ബാക്കിയെല്ലാം തെറ്റാണ്, കേട്ടോ? So let us go for 137. Select the incorrect statement to the enzyme Rubisco, the most abundant enzyme that are present in the world. That is correct ആണ്. It active site can bind to both CO2 and oxygen. അല്ലേ? Rubisco carboxylase activity ഉണ്ട്, oxygenase activity ഉണ്ട്, രണ്ടിലും ബൈൻഡ് ചെയ്യാന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ശരിയാണ്, കേട്ടോ? ഇനി Rubisco has much greater affinity to oxygen when CO2 and O2 concentration is nearly equal. ഇത് തെറ്റാണ് മക്കളെ. CO2 O2 concentration ഈക്വൽ ആകുമ്പോൾ CO2നെയാണ് ബൈൻഡ് ചെയ്യുക, കാർബോക്സിലേസ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്ന കറക്റ്റ് ലൈൻ NCERT പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ കോൺസെപ്റ്റ് തെറ്റാണ്. അപ്പോൾ ഓക്സിജന് എല്ലാ അഫിനിറ്റി ഉള്ളത് എവിടെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനാണ്. Okay, so moving to next one. It is relatively concentration of O2 and CO2 that determines the binding of enzyme. ശരിയാണ്. CO2 ആണ് O2 ആണ് കൂടുതൽ വരുന്ന അനുസരിച്ചാണ് ബൈൻഡിങ് മാറാതും ശരിയാണ്. അപ്പോൾ ഏതാ തെറ്റ്? The third one. 138. Select the correct option regarding photorespiration pathway. Utilization of ATP, release of CO2 and no synthesis of ATP and NADPH. Exactly correct അല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ കറക്റ്റ് ആണ്, വേറെ ഒന്നും വായിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ATP അവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് റീജനറേഷന് വേണ്ടിയിട്ട്. എന്നാൽ നേരെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് റിലീസും ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ ATP യോ NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് വൈ ഫോട്ടോ റെസ്പിറേഷൻ C2 സൈക്കിൾ ആണ്, ഒരു യൂസ്ഫുള്ളും ഇല്ല. C3 പ്ലാന്റ്സിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ. Yes or no? So first statement is correct. 138 answer key is first one. 139. Which of the following statement are correct about C3 plants? Tolerate high temperature തെറ്റാണ്, അത് C4 plants ആണ്, അല്ലേ? Cran's anatomy is present, അത് C4 plants ആണ്, അതും C3 plants അല്ല. They lack photorespiration, അതും തെറ്റാണ്. C4 പ്ലാന്റ്സിലാണ് ഫോട്ടോ റെസ്പിറേഷൻ ഇല്ലാത്തത്. ഫസ്റ്റ് ടേബിൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇതാണ്, ഏതാ? PGA കറക്റ്റ് ആണ്. ഡു നോട്ട് ടോളറേറ്റ് ഹൈ ടെമ്പറേച്ചർ ശരിയാണ്. RUBP പ്രൈമറി CO2 ആക്സെപ്റ്റർ ശരിയാണ്. ബിക്കോസ് C3 പ്ലാന്റ്സിൽ ആദ്യം CO2 ആക്സെപ്റ്റ് ചെയ്യുന്ന RUBP ആണ്, ശരിയല്ലേ? ഫസ്റ്റ് ടേബിൾ കോമ്പൗണ്ട് PG ആണ്. അപ്പോൾ ആൻസർ 4, 5 and 6. 4, 5 and 6 ആണ് ഇതിൻ്റെ ആൻസർ, കറക്റ്റ് വൺ. So moving to the next one. 140th question. How many of these following statements are correct? Within the chloroplast, there is a membrane system consisting of grana, stroma, lamella and metric stroma. As such, correct ആണ്, because membrane system grana ഉണ്ട്, stroma, lamella ഉണ്ട്, metric stroma ഉണ്ട്. Page number 209 chloroplast തൊട്ട് മുകളിലത്തെ പാരഗ്രാഫിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആണ്, കേട്ടോ? So membrane system is responsible for trapping light and also synthesis of ATP and NADPH, ശരിയല്ലേ? അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ വഴി ATP NADPH ഉണ്ടാക്കുന്നത് മെംബ്രെയിൻ സിസ്റ്റം ആണ്. ഇൻ സ്ട്രോമ എൻസൈമാറ്റിക് റിയാക്ഷൻ റിസൾട്ട് ഇൻ ഷുഗർ, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്ത് ഷുഗർ ഉണ്ടാകുന്ന സ്ട്രോമയിലാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഡാർക്ക് റിയാക്ഷൻ ആർ നോട്ട് ഡയറക്ട്ലി ലൈറ്റ് ഡ്രിവൺ ബട്ട് ഡിപെൻഡന്റ് ഓൺ ലൈറ്റ് റിയാക്ഷൻ പ്രോഡക്റ്റ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റും NCERT ഉള്ളതാണ്. സോ 140യുടെ ആൻസർ കീ, ദാറ്റ് ഈസ് ദ തേർഡ് വൺ. സോ ലെറ്റ് us go for 141 question. Okay, in Z scheme the Z shape is formed because the carriers are placed in the sequence of redox potential scale. വ്യക്തമായിട്ട് NCERT പറഞ്ഞിട്ടുള്ള ലൈനാണ്. റിഡോക്സ് പൊട്ടൻഷ്യൽ സ്കെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എവിടെയെന്ന് അറിയാം? പേജ് നമ്പർ 212 ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കാണാം. റിഡോക്സ് പൊട്ടൻഷ്യൽ സ്കെയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരിയർ പ്ലേസ്ഡ് ഓൺ സീക്വൻസ് ഓഫ് റിഡോക്സ് പൊട്ടൻഷ്യൽ ഓർ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്നുള്ള ലൈനും അവിടെ ഉണ്ട്, കേട്ടോ? So 141 answer key is third one. Moving to 142. T.W. Engelmann, that is evolution of oxygen, അല്ലേ? അത് എയർ ബബിൾ ഫോം ചെയ്യുന്നുണ്ട്, അത് എവല്യൂഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? സെക്കൻഡ് വൺ, ജാൻ ഇജൻ ഹൗസ് പറഞ്ഞത് ലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോട്ടോസിന്തസിസ്, ശരിയല്ലേ മക്കളെ? നെക്സ്റ്റ് വൺ,
Joseph Priestley was a person who did bell jar experiment. നമുക്ക് വേണമെങ്കിൽ മാച്ച് ചെയ്ത് പോവാം കേട്ടോ. So first one A matches with Q and second one B matches with S and C matches with P and D Van Nielde concept എന്തായിരുന്നു? Oxygen released from water. അപ്പോൾ D T ആണ്. Julius von Sass say that glucose is stored as starch. അപ്പോൾ ER. അപ്പോൾ ഓപ്ഷൻ 4th ഓപ്ഷൻ ആണ് ആൻസർ കീ വരിക അല്ലേ. സോ 142 ഓരോ സയൻറ്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ദാറ്റ് ഇസ് 4th ഓപ്ഷൻ ആണ് ആൻസർ കീ വരിക. 142. 143 which statement are wrong for oxidative phosphorylation? അപ്പോൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ റോങ് സ്റ്റേറ്റ്മെന്റ് ചെയ്താ ഓക്സിഡേഷൻ ഓഫ് 1 NADH 3 ATP ഉണ്ടാക്കും ശരിയാണ്. 1 FADH 2 ATP ഉണ്ടാക്കും അതും ശരിയാണ്. 1 NADH 2 ATP ഉണ്ടാക്കുന്നുള്ള കോൺസെപ്റ്റ് തെറ്റാണ്. 1 FADH 3 ATP ഉണ്ടാക്കുന്നുള്ള കോൺസെപ്റ്റ് തെറ്റാണ്. ബിക്കോസ് ഓക്സിഡേഷൻ ഓഫ് 1 NADH ഇൽ 3 ATP 1 FADH ഇൽ 2 ATP. അപ്പോൾ ആൻസർ C and D ആണ് ഇവിടെ റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. 144 which of the following statement is correct for Krebs cycle? അല്ലേ, there is 2 point where cycle of FADH2 form. ഒരു പോയിന്റിൽ മാത്രമേ FADH2 ആവുള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 2 point അല്ല, ഒരു പോയിന്റ് മാത്രം. ഡ്യൂറിംഗ് കൺവേർഷൻ ഓഫ് സക്സിനിൽ കോഎൻസൈം A into succinic acid NADH2 is formed. ഒരിക്കലല്ല. സക്സിനിൽ കോഎൻസൈം സക്സിനിക് ആസിഡ് ആകുമ്പോൾ GDP ആണ് ഫോം ചെയ്യുന്നത്. അത് പിന്നീട് ATP ആയിട്ട് മാറും. അത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ്. The cycle start with the condensation of acetyl coenzyme with pyruvic acid അല്ല. Cycle start with the condensation of acetyl coenzyme with oxaloacetic acid. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? 4th ഓപ്ഷൻ. TCA cycle requires continuous replenishment of oxaloacetic acid which is the first member of TCA cycle. അത് പേജ് നമ്പർ 232 ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. സൈക്കിൾ ആരെ വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്സലോഅസറ്റിക് ആസിഡ്. അപ്പോൾ ആൻസർ 4th ഓപ്ഷൻ ആണ് കറക്റ്റ്. ബാക്കി 3 തെറ്റാണ്. 145 സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. പമ്പ് ആർ പ്രോട്ടീൻസ് ദാറ്റ് ആർ യൂസ് ടു ക്യാരി സബ്സ്റ്റൻസ് അക്രോസ് ദ സെൽ മെംബ്രെയിൻ. കറക്റ്റ് ആണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് പമ്പ് പ്രോട്ടീൻ ആണ് എല്ലാവരും കടത്തിവിടുക. ദ പോറിൻസ് ആർ പ്രോട്ടീൻ ദാറ്റ് ആർ ഫോം ദ ഹ്യൂജ് പോർ ഇൻ ദ ഔട്ടർ മെംബ്രെയിൻ ഓഫ് plastids, mitochondria and some bacteria. പേജ് നമ്പർ 177 സെക്കൻഡ് പാരഗ്രാഫിൽ തന്നിരിക്കുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. Like enzymes, the carrier protein is very specific which carries across the membrane. എല്ലാ പ്രോട്ടീനും സ്പെസിഫിക് ആണ്. സ്പെസിഫിക് ആയിട്ടുള്ള മോളിക്യൂളിനെ മാത്രമേ കടത്തി വിടുള്ളൂ. ഇൻ സിംപോർട്ട് ബോത്ത് മോളിക്യൂൾസ് അക്രോസ് ദ മെംബ്രെയിൻ ദ സെയിം ഡയറക്ഷൻ അല്ലേ. 2 ഡിഫറെന്റ് മോളിക്യൂൾ ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ സിംപോർട്ട് ആണ്. 2 ഡിഫറെന്റ് മോളിക്യൂൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ ആന്റിപോർട്ട് ആണ്. ഒരേ ടൈപ്പ് ഓഫ് മോളിക്യൂൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡയറക്ഷനിൽ പോകുമ്പോൾ യൂണിപോർട്ട് ആണ്. പേജ് നമ്പർ 177 ഫിഗർ 11.2 എന്ന് പറഞ്ഞ ഫിഗറിൽ ഇത് തന്നിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. Seed has water and perform metabolic activity. That is also correct. Up answer. Seed has water and perform metabolic activity. വെള്ളം കിട്ടുമ്പോൾ സീഡ് മെറ്റബോളിക് ആക്ടിവിറ്റി നടത്തും. അപ്പോൾ എയും ബിയും സിയും ഡിയും കറക്റ്റ് ആണ് കേട്ടോ. 146 select the correct statement from the following. Mustard plant absorb water equal to its own weight within 5 hours. ശരിയല്ലേ? അപ്പോൾ മസ്റ്റർഡ് പ്ലാന്റ്സിൽ എന്താ പറയുന്നത്? മസ്റ്റർഡ് പ്ലാന്റ്സിൽ അവരെ വെയിറ്റ് എത്രയാണോ അത്രയും തന്നെ വെള്ളം 5 മണിക്കൂറിൽ അവർ അബ്സോർബ് ചെയ്യും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വാട്ടർമെലോണിൽ 92% ഓഫ് വാട്ടർ ആണുള്ളത്. ആ കോൺസെപ്റ്റും ശരിയാണ്. വുഡി പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഹാസ് ലിറ്റിൽ വാട്ടർ. അതും ശരിയാണ്. ഹെർബേഷ്യസ് പ്ലാന്റിൽ 10 to 15% ഓഫ് ഫ്രഷ് വെയിറ്റ് ആണ് ഡ്രൈ വെയിറ്റ് ആയിട്ട് കാണുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മെച്ചോ കോൺ പ്ലാന്റ് അബ്സോർബ് ഓൾമോസ്റ്റ് 3 ലിറ്റർ ഓഫ് വാട്ടർ പെർ ഡേ അല്ലെ. കോൺ പ്ലാന്റ് ഒരു ദിവസം 3 ലിറ്റർ വെള്ളമാണ് അബ്സോർബ് ചെയ്യുക. അതും കറക്റ്റ് ആണ്. സോ ഓൾ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ കറക്റ്റ്. ട്രാൻസ്പോർട്ടിൽ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റും വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. So moving to next one, 147. Which of the following criteria does not pertain to root pressure? Does not pertain. Root pressure accounts for majority of water transport in plants എന്ന കോൺസെപ്റ്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ബിക്കോസ് മെജോറിറ്റി ഓഫ് ദ വാട്ടർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പിറേഷൻ പുള്ളാണ്, റൂട്ട് പ്രഷർ അല്ല. എന്നിട്ട് ആരല്ല? റൂട്ട് പ്രഷർ അല്ല, ട്രാൻസ്പിറേഷൻ പുള്ളാണ്. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 148 select the total number of plant having epipetalous stamen. Epipetalous stamen സൊളനേസിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ സൊളനേസിയ മെമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടൊമാറ്റോ സൊളനേസിയാണ്, ബ്രിഞ്ചോൾ സൊളനേസി, ബെലഡോണ, പെറ്റൂണിയ, ടൊബാക്കോ, ചില്ലി. അപ്പോൾ എത്ര ആൾക്കാരാണ് എപ്പിപെറ്റാലസ് സൊളനേസിയ മെമ്പർ? 1 2 3 4 5 6. സോ ആൻസർ കീ 6 ആയിരിക്കും. 148 ആൻസർ കീ ഷുഡ് ബി ദ സെക്കൻഡ് ഓപ്ഷൻ. ബിക്കോസ് ആദ്യം തന്നിരിക്കുന്ന എക്സാമ്പിൾ ഗ്രാം ഹരഹറൊക്കെ ഫാബേസി ആണ്. ലാസ്റ്റ് തന്നിരിക്കുന്ന എക്സാമ്പിൾ മുഴുവൻ ലില്ലിയേസി ആണ്. യെസ് ഓർ നോ? യെസ്. 149 read the following statement and find out the correct one. Mitochondria is typically കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ മൈറ്റോകോൺഡ്രിയ ടിപ്പിക്കലി സോസേജ് ഷേപ്പ് ഓർ സിലിണ്ടറിക്കൽ കറക്റ്റ് ആണ്. ദ ഇന്നർ കമ്പാർട്ട്മെന്റ് ഓഫ് മൈറ്റോകോൺഡ്രിയ സ്ട്രോമ അല്ല, മെട്രിക്സ് ആണ്.
Stroma chloroplastന്റെയാണ്. Chromoplast having fats insoluble അല്ല മക്കളെ, fat soluble carotenoids ആണ്. അപ്പോൾ അതും തെറ്റാണ്. Plastids are found in all plants and euglenoids. Plastids പ്ലാന്റ്സിലും യൂഗ്ലിനോയിഡ്സിലും മാത്രമേ കാണുള്ളൂ. അപ്പോൾ എയും ഡിയും കറക്റ്റ് ആണ്. ദാറ്റ് മീൻസ് ബിയും സിയും തെറ്റാണ്. സോ ആൻസർ 149 ഫസ്റ്റ് വൺ. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഇസ് അബൌട്ട് അല്ലേ 150th. Identify the correct statement regarding spring wood and autumn wood. Correct statement ആണ്. In winter, very little activity, large number of xylem having wider lumen are produced. അത് തെറ്റാണ്. എന്തുകൊണ്ടാ? വിന്റർ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൂമൻ്റെ സൈസ് ചെറുതായിരിക്കും, കേമ്പിയത്തിൻ്റെ ആക്ടിവിറ്റി ലെസ് ആയിരിക്കും. അപ്പോൾ അത് തെറ്റാണ്. ഇൻ വിന്റർ കേമ്പിയം ഇസ് ലെസ് ആക്റ്റീവ് ആൻഡ് പ്രൊഡ്യൂസ് ഫ്യൂ xylem എലമെന്റ് വിത്ത് നാരോ ലൂമൻ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വിന്റർ സീസണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ xylem നാരോ ലൂമൻ ആയിരിക്കും. ബിക്കോസ് കേമ്പിയം ലെസ് ആക്റ്റീവ് ആണ്, കുറച്ച് xylem പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ശരിയല്ലേ? In spring season, the cambium is very active and produce large number of xylem with having wider lumen. Correct ആണ്. സ്പ്രിംഗ് സീസണിൽ കുറേ xylem പ്രൊഡ്യൂസ് ചെയ്യും, എല്ലാത്തിനും ലാർജർ ലൂമിലാണ്. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇൻ സ്പ്രിംഗ് ദ cambium is less active. That is wrong because സ്പ്രിംഗിൽ മോർ ആക്റ്റീവ് ആണ്. ആപ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ? സെക്കൻഡ് ആൻഡ് തേർഡ്. സോ 150th ആൻസർ കീ 23 ആണ് കറക്റ്റ്. ഇത് വ്യക്തമായിട്ട് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേജ് നമ്പർ 96 കോൺസെപ്റ്റ് ആണ്, അത് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് ദ കോൺസെപ്റ്റ്. ദറ്റ് മീൻസ് ആൻസർ കീ ഫോർ ദ GIBs ഫോർ ബോട്ടണി ചാപ്റ്റർ. ഹോപ്പ് സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് വിൽ വൈൻഡ് അപ്പ് വിത്ത് ദിസ്. ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൻ്റെ സുവോളജി പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേപ്പർ പൊതുവെ ഈസി ആയിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ വൈസ് നോക്കാം. അല്ല, ആദ്യം 151 ആണ് ക്വസ്റ്റ്യൻ നമ്പർ. യൂക്രോമാറ്റിൻ റീജിയൻസ് ഇൻ എ ക്രോമാറ്റിൻ ആർ. അപ്പം നമ്മൾ പാക്കേജിങ് ഓഫ് DNA ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. യൂക്രോമാറ്റിൻ റീജിയൻസ് ഇൻ എ DNA ആർ. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. അതിൽ ഡാർക്ക്ലി സ്റ്റെയിൻഡ് റീജിയൻസ്, അത് തെറ്റാണ്. യൂക്രോമാറ്റിൻ റീജിയൻസ് ലൈറ്റ്ലി സ്റ്റെയിൻഡ് റീജിയൻസ് ആണ്. റീജിയൻസ് വിത്ത് ഡെൻസ്ലി പാക്ഡ് ക്രോമാറ്റിൻ, അതും തെറ്റാണ്. അതായത് യൂക്രോമാറ്റിൻ റീജിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ ക്രോമാറ്റിൻ ലൂസ്ലി പാക്ഡ് ആണ്, കോമ്പാക്റ്റ്ലി പാക്ഡ് അല്ല. ദെൻ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്. ആക്റ്റീവ്, അത് കറക്റ്റാണ്. അതായത് യൂക്രോമാറ്റിൻ റീജിയൻസ്, ക്രോമാറ്റിൻ്റെ യൂക്രോമാറ്റിൻ റീജിയൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. അപ്പോൾ അതാണ് അവിടെ ആൻസർ. ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് റീജിയൻസ്, അത് ഹെറ്ററോക്രോമാറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻ 3 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ 152 ആണ്. ഫൈൻഡ് ദി ഇൻകറക്റ്റ് മാച്ചിങ് റിഗാർഡിംഗ് പാക്കേജിംഗ് ഓഫ് DNA. അതിൽ ഓപ്ഷൻ 1 ന്യൂക്ലിയോയിഡ്, DNA അറേഞ്ച്ഡ് ആസ് ലാർജ് ലൂപ്സ് പാക്ഡ് വിത്ത് പ്രോട്ടീൻസ് ഇൻ പ്രോകാരിയോട്സ്, അത് കറക്റ്റാണ്. ഇവിടെ ഇൻകറക്റ്റ് മാച്ചിങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. പ്രോകാരിയോട്സിൻ്റെ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീനുകളുമായിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന റീജിയൻ, അതാണ് ന്യൂക്ലിയോയിഡ്, അത് കറക്റ്റാണ്. ഹിസ്റ്റോൺ, റിച്ച് ഇൻ അമിനോ ആസിഡ്സ് ആർജിനിൻ ആൻഡ് ലൈസീൻ, അതും കറക്റ്റാണ്. ഹിസ്റ്റോൺസ് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീനുകളാണ്, റിച്ച് ഇൻ അമിനോ ആസിഡ്സ് ആർജിനിൻ ആൻഡ് ലൈസീൻ. ദെൻ ടിപ്പിക്കൽ ന്യൂക്ലിയോസോം കണ്ടെയ്ൻസ് 120 ബേസ് പെയർസ് ഓഫ് DNA, അതാണ് അവിടെ റോങ്. അപ്പം ടിപ്പിക്കൽ ന്യൂക്ലിയോസോം എന്ന് പറയുമ്പോൾ അവിടെ 120 ബേസ് പെയർസ് അല്ല വരുന്നത്, 200 ആണ് വരുന്നത്. 200 ബേസ് പെയർസ്. അപ്പോൾ അവിടെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ 3 ആണ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ്. ഇനി 4 നോക്കാം. നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്, NHC പ്രോട്ടീൻസ്, പാക്കേജിംഗ് ഓഫ് ക്രോമാറ്റിൻ അറ്റ് ഹയർ ലെവൽ. അപ്പോൾ പാക്കേജിംഗ് ഓഫ് ക്രോമാറ്റിൻ അറ്റ് ഹയർ ലെവൽ റിക്വയർസ് അഡീഷണൽ പ്രോട്ടീൻസ് കോൾഡ് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്, അതും കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഓപ്ഷൻ 3 ആണ് ആൻസറായിട്ട് വരുന്നത്. Then question 153 നോക്കാം. Identify the option that is not true regarding DNA replication. Option 1, in 3' to 5' template strand, DNA synthesis is discontinuous. അപ്പം ഞാനിവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. 3' to 5' template സ്റ്റാൻഡിൽ DNA replication കണ്ടിന്യൂസ് ആണ്, DNA synthesis is continuous. ഇവിടെ ഡിസ്കണ്ടിന്യൂസ് എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ട്രൂ ആണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇൻ 3' to 5' ടെംപ്ലേറ്റ് സ്റ്റാൻഡ് DNA സിന്തസിസ് ഇസ് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയുന്നത് റോങ് ആണ്, കണ്ടിന്യൂസ് ആണ്.
ദെൻ ബാക്കി ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. ഡിസ്കണ്ടിന്യൂസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ സിന്തസൈസ്ഡ് ഇൻ 5' to 3' ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്കണ്ടിന്യൂസ് ഫ്രാഗ്മെൻറ്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സിന്തസൈസ്ഡ് ഇൻ 5' to 3' ഡയറക്ഷൻ. 5' to 3' ഡയറക്ഷൻ. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ദെൻ DNA ligase joins the discontinuous fragments. അപ്പോൾ ഈ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ്, അതായത് ഡിസ്കണ്ടിന്യൂസ് ഫ്രാഗ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ligase. അതും കറക്റ്റാണ്. DNA റെപ്ലിക്കേറ്റ്സ് ഡ്യൂറിങ് S phase ഓഫ് സെൽ ഡിവിഷൻ. അതും കറക്റ്റാണ്. ഇവിടെ ഓപ്ഷൻ 1 ആണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 154 നോക്കാം. ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, DNA-യിൽ നിന്ന് mRNA സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. സോ ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, പ്രൊമോട്ടർ ഇസ് ദി DNA സീക്വൻസ് ദാറ്റ് പ്രൊവൈഡ്സ് ബൈൻഡിങ് സൈറ്റ് ഫോർ DNA പോളിമറൈസ്. അപ്പോൾ അവിടെ DNA പോളിമറൈസ് അല്ല ബൈൻഡ് ചെയ്യുന്നത്, RNA പോളിമറൈസ് ആണ്. പ്രൊമോട്ടർ ഇസ് ദി DNA സീക്വൻസ് ദാറ്റ് പ്രൊവൈഡ് ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറൈസ്. അപ്പോൾ അത് തെറ്റാണ്. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് നോക്കാം. 5' to 3' സ്ട്രാൻഡ് ആക്ട് ആസ് ടെംപ്ലേറ്റ് ഫോർ RNA സിന്തസിസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ ഉണ്ട്. ഇവിടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഏതാണ്? 3' to 5' സ്ട്രാൻഡ്, അതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അപ്പോൾ അവിടെ അതും റോങ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 5' to 3' സ്ട്രാൻഡ് ആക്ട് ആസ് ടെംപ്ലേറ്റ്. അപ്പോൾ ദാറ്റ് ഇസ് റോങ്. അപ്പോൾ 3' to 5' ആണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ദെൻ പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ ഫ്ലാങ്ക് ദി സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇത് പ്രൊമോട്ടർ ആണ്, ഇത് ടെർമിനേറ്റർ. അപ്പോൾ സ്ട്രക്ചറൽ ജീനിൻ്റെ രണ്ടറ്റത്ത്, ഒരറ്റത്ത് പ്രൊമോട്ടർ ഉണ്ട്, മറ്റേ അറ്റത്ത് ടെർമിനേറ്റർ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ ഫ്ലാങ്ക് ദി സ്ട്രക്ചറൽ ജീൻ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ ദി ടെർമിനേറ്റർ ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് 5' എൻഡ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡ്. ടെർമിനേറ്ററിൻ്റെ പൊസിഷൻ 5' എൻഡ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം, ദി ടെർമിനേറ്റർ ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് ദി 3' എൻഡ് ഓഫ് കോഡിംഗ് സ്ട്രാൻഡ്. അപ്പം അതും റോങ് ആണ്. ഇവിടെ ഇന്ന ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, അവിടെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ 3 ആണ്. ഓക്കെ, ഓപ്ഷൻ 3. Okay, next, find the incorrect option regarding VNTR sequences. Variable number of tandem repeats. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. ദേ ആർ മൈക്രോ സാറ്റലൈറ്റ്സ്. അത് റോങ് ആണ്. നമുക്കറിയാം VNTR സീക്വൻസുകൾ എന്ന് പറയുന്ന മിനി സാറ്റലൈറ്റുകളാണ്, മൈക്രോ അല്ല, മിനി സാറ്റലൈറ്റ്സ്. ഓക്കെ, നമ്പർ ഓഫ് VNTR റിപ്പീറ്റ്സ് ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. അത് കറക്റ്റാണ്. Size varies from 0.1 to 20 kilo bases. Then the small DNA sequences that are tandemly repeated. അതും കറക്റ്റാണ്. എല്ലാ ഓപ്ഷൻസും കറക്റ്റാണ് എക്സെപ്റ്റ് ഓപ്ഷൻ 1. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 is the answer. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 156 നോക്കാം. ഫൈൻഡ് ദി മിസ്മാച്ച്ഡ് പെയർ റിഗാർഡിംഗ് കോൺട്രിബ്യൂഷൻസ് ഓഫ് വേരിയസ് സയൻറ്റിസ്റ്റ്. അപ്പോൾ അവിടെ ജേക്കബ് ആൻഡ് മൊണാർഡ്, ഇവിടെ അതിന് മാച്ചിങ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന DNA ഫിംഗർ പ്രിൻറ്റിങ്, അത് തെറ്റാണ്. ജേക്കബ് ആൻഡ് മൊണാർഡിൻ്റെ കോൺട്രിബ്യൂഷൻ ലാക് കോപ്പറോൺ ആണ്. ലാക് കോപ്പറോൺ അത് ഡിസ്ക്രൈബ് ചെയ്തത് ജേക്കബ് ആൻഡ് മൊണാർഡ്. ദെൻ DNA ഫിംഗർ പ്രിൻറ്റിങ് അലക് ജെഫ്രീസ് ആണ്. DNA ഫിംഗർ പ്രിൻറ്റിങ് ബൈ അലക് ജെഫ്രീസ്. അപ്പോൾ അത് തെറ്റ്. ദെൻ മാർഷൽ നെറൻബർഗ് സെൽ ഫ്രീ സിസ്റ്റം ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, അത് കറക്റ്റാണ്. സെവേറ ഒക്കാവ, അത് ന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് ആ എൻസൈം കണ്ടുപിടിച്ചു, അത് കറക്റ്റാണ്. ജോർജ് ഗാമോ ദി കോൺസെപ്റ്റ് ഓഫ് ട്രിപ്ലറ്റ് കോഡ്, അതും കറക്റ്റ്. ഇപ്പോൾ ഇവിടെ മിസ്മാച്ച്ഡ് പെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. മിസ്മാച്ച്ഡ് പെയർ ഈസ് ഓപ്ഷൻ 1. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 157. ദി ഡീജനറസി ഓഫ് ജനറ്റിക് കോഡ് ഇൻഡിക്കേറ്റ്സ്. അപ്പം ജനറ്റിക് കോഡിൻ്റെ ഡീജനറസി എന്ന പ്രോപ്പർട്ടി ഏതാണ്? ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കുക. 1 കോഡോൺ കോഡ്സ് ഫോർ മോർ ദാൻ 1 അമിനോ ആസിഡ്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ഒരു കോഡോൺ ഒന്നിൽ കൂടുതൽ അമിനോ ആസിഡുകളെ കോഡ് ചെയ്യുന്ന അവസ്ഥ ജനറ്റിക് കോഡിനില്ല. ദെൻ 3 സ്റ്റോപ്പ് കോഡോൺസ് ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്സ്.
അത് കറക്റ്റാണ്. 3 സ്റ്റോപ്പ് കോഡോൺസ് ഡു നോട്ട് കോഡ് ഫോർ എനി അമിനോ ആസിഡ്സ് കറക്റ്റാണ്. പക്ഷെ അത് ജനറ്റിക് കോഡിൻ്റെ ഡീജനറസി എന്ന പ്രോപ്പർട്ടി അല്ല. അപ്പോൾ അത് നമുക്ക് ആൻസറായിട്ട് എടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ്. ദെൻ ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻസ് AUG കോഡ്സ് ഫോർ മെത്തിയോണിൻ, അതും കറക്റ്റാണ്. പക്ഷെ അത് ഡീജനറസി എന്ന പ്രോപ്പർട്ടി അല്ല. കോഡ് ഈസ് യൂണിവേഴ്സൽ എന്ന പ്രോപ്പർട്ടിയാണ് ഓപ്ഷൻ 3 പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻസ് AUG കോഡ്സ് ഫോർ മെത്തിയോണിൻ. Then some amino acids are coded by more than 1 codons. ആ ഒരു പ്രോപ്പർട്ടിയാണ് degeneracy of genetic code. Some amino acids are coded by more than 1 codons. അതാണ് degeneracy of genetic code. ഓപ്ഷൻ 4 ആണ് അവിടെ ആൻസർ. ഓപ്ഷൻ 4. Then question 158, splicing is a post-transcriptional modification process during mRNA synthesis. This process is usually absent in. ഇപ്പം നമുക്കറിയാം യൂകാരിയോട്ടുകളുടെ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുമ്പോൾ സ്പ്ലിറ്റ് ജീനാണ്. അപ്പം അതിൽ ഇൻട്രോൺസും എക്സോൺസും ഉണ്ട്. അപ്പം HNRNA സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്താണ് ഇൻട്രോൺസിനെ റിമൂവ് ചെയ്തിട്ട് എക്സോൺസിനെ ജോയിൻ ചെയ്യുന്നത്. ആ പ്രോസസ്സിനെയാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. സ്പ്ലൈസിങ് ആപ്ലിക്കബിൾ അല്ലാത്തത് ആർക്കാണ്? അപ്പം നമുക്കറിയാം സ്പ്ലൈസിങ് ആവശ്യമില്ലാതെ വരുന്നത് പ്രോകാരിയോട്സിനാണ്. അവരുടെ സ്ട്രക്ചറൽ ജീൻ സ്പ്ലിറ്റ് ജീൻ അല്ല, അവർക്ക് സ്പ്ലൈസിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം ഇവിടെ നമുക്ക് പ്രോകാരിയോട്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി, അതാണ് അവിടെ ആൻസർ. സ്പ്ലൈസിങ് ഈസ് എ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ പ്രോസസ് ഡ്യൂറിങ് mRNA സിന്തസിസ്. ദിസ് പ്രോസസ് ഈസ് യൂഷ്വലി ആബ്സെന്റ് ഇൻ. ഇത് പ്രോകാരിയോട്സിന് ആബ്സെന്റ് ആണ്. ഇവിടെ പ്രോകാരിയോട്ട് ആരാണ്? 2 ആണ്. ഓപ്ഷൻ 2 ബാക്ടീരിയ. Then question 159, blood group AB can donate to. അപ്പം നമുക്കറിയാം AB ബ്ലഡ് ഗ്രൂപ്പുകാരുടെ RBC മെംബ്രെയിനിൽ ആൻറ്റിജൻ എയും ഉണ്ട് ആൻറ്റിജൻ ബിയും ഉണ്ട്, 2 ആൻറ്റിജൻസും ഉണ്ട്. അപ്പം ഈ AB ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആൻറ്റിബോഡി A ഉള്ള ബ്ലഡിലും കൊടുക്കാൻ പറ്റില്ല, B ഉള്ള ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഡൊനേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ആർക്ക് കൊടുക്കാം എന്ന് കണ്ടുപിടിക്കണം. ഇപ്പം ബ്ലഡ് ഗ്രൂപ്പ് A ആണെങ്കിൽ A ഗ്രൂപ്പ് ബ്ലഡുകാർക്ക് ആൻറ്റിബോഡി B ഉണ്ട്, ആൻറ്റിബോഡി B. അപ്പോൾ AB ഗ്രൂപ്പുകാർക്ക് A ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി B ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആൻറ്റിബോഡി A ഉണ്ട്. സോ അവിടെയും ഡൊനേറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് B ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഡൊനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത് O ഗ്രൂപ്പുകാർക്ക് ആൻറ്റിബോഡി Aയും ഉണ്ട് ആൻറ്റിബോഡി Bയും ഉണ്ട്. സോ അവർക്കും ഡൊനേറ്റ് ചെയ്യാൻ പറ്റില്ല, അതായത് എക്ക് കൊടുക്കാൻ പറ്റില്ല, ABക്ക് കൊടുക്കാൻ പറ്റില്ല, Oക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ആ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എയ്തർ ആൻറ്റിബോഡി A കാണും അല്ലെങ്കിൽ ആൻറ്റിബോഡി B കാണും. അപ്പം AB ഗ്രൂപ്പുകാർക്ക് കൊടുക്കാൻ പറ്റുന്നത് AB ഗ്രൂപ്പിന് മാത്രമാണ്. ബ്ലഡ് ഗ്രൂപ്പ് AB ക്യാൻ ഡൊനേറ്റ് ഓൺലി ടു AB ഗ്രൂപ്പ്. അപ്പം AB ഓൺലി ആണ് അവിടെ ആൻസർ. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. Then right and left AV valves remain closed during. ഇപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് AV valves എന്ന് പറയുമ്പോൾ ഏതാണ്? ട്രൈകസ്പിഡ് വാൽവ്. റൈറ്റ് AV valve എന്ന് പറയുന്നത് ട്രൈകസ്പിഡ് വാൽവ്. ലെഫ്റ്റ് AV valve is ബൈകസ്പിഡ് വാൽവ്. ഇപ്പം റൈറ്റ് ആൻഡ് ലെഫ്റ്റ് AV valves എപ്പോഴാണ് അടഞ്ഞു കിടക്കുന്നത്? അപ്പം നമുക്കറിയാമല്ലോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് AV valves അടയുന്നത് വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ ബിഗിനിങ്ങിലാണ്. അതായത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെൻട്രിക്കിൾസിനകത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയിൽ റിവേഴ്സ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് AV വാൽവുകൾ അടയുന്നു. അതാണ് ആ രീതിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. കമ്പൈൻഡ് ഡയാസ്റ്റോളിൻ്റെ സമയത്ത് AV വാൽവ്സ് ഓപ്പൺ ആണ്, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്തും AV വാൽവ്സ് ഓപ്പൺ ആണ്, അപ്പോൾ അതും ആൻസർ അല്ല. ദെൻ വെൻട്രിക്കുലാർ സിസ്റ്റോൾ, അതാണ് ആൻസർ. വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ AV വാൽവുകൾ അടയുന്നു. ത്രൂ ഔട്ട് വെൻട്രിക്കുലാർ സിസ്റ്റോൾ തുടർന്ന് AV വാൽവ്സ് ക്ലോസ്ഡ് ആയിട്ട് തന്നെ കിടക്കുന്നു. അപ്പോൾ ഓപ്ഷൻ 3 is the answer. Option 3. Then question 161, an artery has, ആർട്ടറിയും വെയിനും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ആർട്ടറി ഹാസ് തിൻ ട്യൂണിക്ക മീഡിയ ആൻഡ് വൈഡ് ല്യൂമൻ എന്ന് പറയുന്നത് തെറ്റാണ്.
അപ്പം ആർട്ടറിയുടെ കേസിൽ ആർട്ടറിക്ക് ട്യൂണിക്ക മീഡിയ തിന്നാണ്, അതേസമയം ല്യൂമൻ ഈസ് നാരോ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. ദെൻ വൈഡ് ആൻ ആർട്ടറി ഹാസ്, ആർട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കുക. വൈഡ് ല്യൂമൻ ആൻഡ് ന്യൂമറസ് വാൽവ്സ്, അത് ആർട്ടറിക്ക് ആപ്ലിക്കബിൾ അല്ല, അത് വെയിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ, അതും തെറ്റാണ്. അപ്പോൾ ഒരു ആർട്ടറിയിൽ ബ്ലഡ് ഈസ് ഫ്ലോയിങ് വിത്ത് ഹൈ പ്രഷർ, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. ദെൻ നാരോ ല്യൂമൻ ആൻഡ് തിക് ട്യൂണിക്ക മീഡിയ, അതാണ് ആൻസർ. ഓപ്ഷൻ 4, ആർട്ടറിക്ക് ല്യൂമൻ നാരോ ആണ്, അതേസമയം ട്യൂണിക്ക മീഡിയ മസ്കുലാർ ലെയറിന് തിക്നെസ് കൂടുതലാണ്. ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ. 4. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question 162. The second hard sound dub is heard during. അപ്പം രണ്ടാമത്തെ ഹാർട്ട് സൗണ്ട് ഡബ് കേൾക്കുന്നത് എപ്പോഴാണ്? അപ്പം നമുക്കറിയാം രണ്ടാമത്തെ ഹാർട്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ തുടങ്ങുന്നു, വെൻട്രിക്കിൾസിനകത്ത് പ്രഷർ കുറയുന്നു. അപ്പം ആ അവസ്ഥയിൽ പൾമണറി ആർട്ടറിയിലോട്ടും അയോട്ടയിലോട്ടും പമ്പ് ചെയ്ത ബ്ലഡ് തിരിച്ച് വെൻട്രിക്കിൾസിലോട്ട് റിവേഴ്സ് ഫ്ലോ നടത്താനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് സെമിലൂനാർ വാൽവുകൾ അടയുന്ന ശബ്ദം, അതാണ് ഡബ് സൗണ്ട്. അപ്പം അത് വെൻട്രിക്കുലാർ ഡയാസ്റ്റോളിൻ്റെ ബിഗിനിങ്ങിലാണ് ആ ശബ്ദം കേൾക്കുന്നത്. അത് ഏതിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലായല്ലോ, സെമിലൂനാർ വാൽവുകളുടെ ക്ലോഷർ നടക്കുമ്പോഴാണ് ആ സൗണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നോക്കാം, ബിഗിനിങ് ഓഫ് വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ ബിഗിനിങ്ങിൽ കേൾക്കുന്നത് ആദ്യത്തെ ഹാർട്ട് സൗണ്ടാണ്, ലബ് സൗണ്ട്, ലബ് ഫസ്റ്റ് സൗണ്ട് അത്. ദെൻ ക്ലോഷർ ഓഫ് AV വാൽവ്സ്, അതും ആ സൗണ്ടാണ് ലബ്. ദെൻ ഓപ്പണിംഗ് ഓഫ് സെമിലൂനാർ വാൽവ്, അതിന് പ്രത്യേകിച്ച് ശബ്ദമൊന്നുമില്ല. ദെൻ ക്ലോഷർ ഓഫ് സെമിലൂനാർ വാൽവ്സ്, അതാണ് ആൻസർ. അത് കേൾക്കുന്ന സമയം എപ്പോഴാണെന്നറിയാലോ, വെൻട്രിക്കുലാർ ഡയാസ്റ്റോളിൻ്റെ ബിഗിനിങ്ങിലാണ് രണ്ടാമത്തെ ഹാർട്ട് സൗണ്ട്, അതായത് ഡബ് സൗണ്ട് കേൾക്കുന്നത്. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. Then neural signals from pneumotaxic center of breathing can moderate the functions of respiratory rhythm center by. അതായത് ന്യൂമോടാക്സിക് സെന്ററിന് ശരീരത്തിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് റെസ്പിറേറ്ററി റിതം സെന്ററിൻ്റെ ഫങ്ഷൻസ് മോഡറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ന്യൂമോടാക്സിക് സെന്റർ എങ്ങനെയാണ് മോഡറേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പലതവണ. അതായത് ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കും. ന്യൂമോടാക്സിക് സെന്ററിൻ്റെ സിഗ്നൽസ് ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്നു. ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞാൽ ബ്രീത്തിങ് റേറ്റ് കൂടും, ബട്ട് ഡെപ്ത് ഓഫ് ബ്രീത്തിങ് കുറയും, അതാണ് ആൻസർ. അപ്പം ഇൻക്രീസിങ് ദി ഡ്യൂറേഷൻ ഓഫ് എക്സ്പിറേഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഇൻക്രീസിങ് ദി ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ തെറ്റാണ്. ഡിക്രീസിങ് ദി ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ, അതാണ്, ആ രീതിയിലാണ് ന്യൂമോടാക്സിക് സെന്റർ റെസ്പിറേറ്ററി റിതം സെന്ററിനെ മോഡറേറ്റ് ചെയ്യുന്നത്. ദെൻ നാലാമത്തെ ഓപ്ഷനിൽ ഡിക്രീസിങ് ബ്രീത്തിങ് റേറ്റ്, അത് തെറ്റാണ്. ഡിക്രീസിങ് അല്ല, ഇൻക്രീസിങ് ബ്രീത്തിങ് റേറ്റ് ആൻഡ് ഇൻക്രീസിങ് ദി ഡെപ്ത് ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത് ഡിക്രീസിങ് എന്ന് പറയണം. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ 163 കംപ്ലീറ്റ് ചെയ്തു. ദെൻ 164, ഫൈൻഡ് ദി മിസ്മാച്ച്ഡ് പെയർ. ചില വാല്യൂസ് ആണ്, അപ്പം ആൻസർ കണ്ടുപിടിക്കുക. ഹീമോഗ്ലോബിൻ കണ്ടന്റ്, ഒരു നോർമൽ ഹെൽത്തി അഡൽട്ടിൻ്റെ ഹീമോഗ്ലോബിൻ കണ്ടന്റ് ഇവിടെ തന്നിട്ടുണ്ട്. 12 to 16 grams per 100 ml, കറക്റ്റ് ആണ്. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡെലിവേർഡ് ബൈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ആൽവിയോളാർ സൈഡിൽ ഡെലിവർ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 4 ml per 100 ml. ദെൻ CO2 എലിമിനേറ്റഡ് ബൈ ലങ്സ്, ഈ വാല്യൂ നിങ്ങൾ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷനിൽ പഠിക്കുന്നുണ്ട്. 200 ml per minute, അതും കറക്റ്റാണ്. ദെൻ യൂറിയ എക്സ്ക്രീറ്റഡ് 25 to 30 grams എന്ന വാല്യൂ കറക്റ്റാണ്. പെർ മിനിറ്റ് അല്ല, പെർ ഡേ. അപ്പം മിസ്മാച്ച്ഡ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. സോ ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. Urea excreted is 25 to 30 grams per day. Then question 165. The volume of air that remains in the lungs after a normal expiration. ഇപ്പം നിങ്ങൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ലങ്ങിനകത്ത് RV ഉണ്ട്, ദെൻ ERV ഉണ്ട്. ഇൻസ്പയർ ചെയ്യുമ്പോൾ TV വരുന്നു,
എക്സ്പയർ ചെയ്യുമ്പോൾ ടി വി പോകുന്നു. ഈ രീതിയിലാണ് നോർമലി ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞാൽ ലങ്ങിൽ ഏതൊക്കെ എയർ ബാക്കിയുണ്ട്. നോർമൽ എക്സ്പിറേഷൻ അതായത് ടി വി പോയി കഴിഞ്ഞാൽ ലങ്ങിനകത്ത് ERV ഉണ്ട്, RV ഉണ്ട്. അപ്പോൾ ERV പ്ലസ് RV ആണ് ആൻസർ. ERV പ്ലസ് RV ഓപ്ഷൻ 3 ആണ്. അപ്പം നമുക്കറിയാം ERV പ്ലസ് RV എന്ന് പറയുന്നത് FRC ആണ്, ഫങ്ഷണൽ റെസിഡുവൽ കപ്പാസിറ്റി. പിന്നെ IRV പ്ലസ് TV ഈസ് IC, ERV പ്ലസ് TV ഈസ് EC. Then under which of the following conditions there will be no change in the reading frame of the following mRNA? ഒരു mRNAയുടെ കോഡോൺസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഏത് സാഹചര്യത്തിലാണ് റീഡിംഗ് ഫ്രെയിമിൽ മാറ്റം സംഭവിക്കാതെ ഇരിക്കുന്നത്? മ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റീഡിംഗ് ഫ്രെയിം മാറുക എന്ന് പറയുമ്പോൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. അപ്പം ഏത് കണ്ടീഷനാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ അല്ലാത്തത്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാലോ ഫ്രെയിം ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത് ഇൻസർഷൻ ഓഫ് 1 or 2 ബേസ് ആവാം, അല്ലെങ്കിൽ ഡിലീഷൻ ഓഫ് 1 or 2 ബേസ്. ഈ 2 കണ്ടീഷൻസിലാണ് ഫ്രെയിം ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അതായത് എവിടെയാണോ ഇൻസേർട്ട് ചെയ്തത് അല്ലെങ്കിൽ എവിടെയാണോ ഡിലീറ്റ് ചെയ്തത് ആ പോയിന്റ് മുതൽ അങ്ങോട്ട് റീഡിംഗ് ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡിലീഷൻ ഓഫ് G ഫ്രം 5th പൊസിഷൻ. അതായത് ഇവിടെ 5th പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ്. 5th പൊസിഷനിൽ നിന്ന് G മാറ്റിക്കഴിഞ്ഞാൽ അത് മുതൽ G മാറ്റിയത് മുതലുള്ള കോഡോൺസ്, അതായത് റീഡിംഗ് ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇവിടെ നിങ്ങൾക്ക് അറിയാമല്ലോ G മാറ്റിക്കഴിഞ്ഞാൽ കോഡോൺ ACG ആവും, GUG ആവും, CUA, അങ്ങനെ കോഡോൺസ് കംപ്ലീറ്റ് മാറും. അപ്പം അത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ആണ്. അപ്പം അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് ദർ ഇസ് നോ ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. റീഡിംഗ് ഫ്രെയിമിൽ ചേഞ്ച് വരാത്ത കണ്ടീഷൻ ഏത്? Then insertion of A and G at the 4th and 5th പൊസിഷൻ. അപ്പം 4ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. 5ാമത്തെ പൊസിഷൻ G. ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ A and G ഇൻസേർട്ട് ചെയ്യാണ്. അപ്പം അവിടെയും റീഡിംഗ് ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. ദെൻ അടുത്ത് വരുന്ന ഡിലീഷൻ ഓഫ് GGU. ഇത് ഡിലീഷൻ ഓഫ് GGU, ഒരു കോഡോൺ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തു. ഫ്രം 7th, 8th and 9th പൊസിഷൻ. അതായത് ഈ mRNAയിൽ നിന്ന് ഒരു കോഡോൺ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് റിമൂവ് ചെയ്തു. ഒരു കോഡോൺ പോയി. അങ്ങനെയാണെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന പെപ്റ്റൈഡ് ചെയിനിൽ ഒരു അമിനോ ആസിഡിൻ്റെ കുറവ് കാണും. പക്ഷെ ഒരു കോഡോൺ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് റീഡിംഗ് ഫ്രെയിമിൽ മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പം ഡിലീഷൻ ഓഫ് GGU ഫ്രം 7th, 8th and 9th പൊസിഷൻ, അത് റീഡിംഗ് ഫ്രെയിമിൽ ചേഞ്ച് വരുത്തുന്നില്ല. അവിടെ നമുക്ക് ഓപ്ഷൻ 3 ആണ് എടുക്കേണ്ടത്. ദെൻ ഇൻസേർഷൻ ഓഫ് G അറ്റ് 5th പൊസിഷൻ. അപ്പോൾ ഇവിടെ 5ാമത്തെ പൊസിഷനിൽ നമ്മൾ വീണ്ടും ഒരു G ഇൻസേർട്ട് ചെയ്യുന്നു. അവിടെയും റീഡിംഗ് ഫ്രെയിം കംപ്ലീറ്റ്ലി മാറും. ഇവിടെ ഫ്രെയിം ഷിഫ്റ്റ് നടത്താത്ത കണ്ടീഷൻ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓക്കെ. ദെൻ അടുത്തത് മാച്ച് ദി ഫോളോയിങ് കോളംസ് 1 വിത്ത് കോളം 2. അതിൽ RNA പോളിമറൈസ് 1, അത് rRNAക്ക് വേണ്ടി കോഡ് ചെയ്യുന്നത് മാച്ചിങ് കണ്ടുപിടിക്കുക. RNA പോളിമറൈസ് 1ന് 2 ആണ്. സോ ഇറ്റ് ഇസ് ട്രാൻസ്ക്രൈബിങ് rRNA. RNA പോളിമറൈസ് 2 അത് HNRNAക്ക് വേണ്ടി ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു, 3 ആണ്. RNA പോളിമറൈസ് 3 ട്രാൻസ്ക്രൈബ്സ് tRNA 1. അപ്പം 2, 3, 1 വരുന്ന ഓപ്ഷൻ 3 ആണ്. 2, 3, 1 അതാണ് ആൻസർ, ഓപ്ഷൻ 3. Then arteries are best defined as the vessels which, അതായത് എല്ലാ ആർട്ടറീസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക, അതാണ് ഉദ്ദേശം. ദേ ക്യാരി ബ്ലഡ് എവേ ഫ്രം ഹാർട്ട് ടു ഡിഫറെൻറ്റ് ഓർഗൻസ്, അതാണ് ഇവിടെ ആൻസർ. ഈവൻ വിത്തൗട്ട് എക്സെപ്ഷൻ എല്ലാ ആർട്ടറീസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ്. ആർട്ടറീസ് ക്യാരി ബ്ലഡ് എവേ ഫ്രം ഹാർട്ട് ടു ഡിഫറെൻറ്റ് ഓർഗൻസ്. ദെൻ ബ്രേക്കപ്പ് ഇൻറ്റു ആർട്ടറീസ് ബ്രേക്കപ്പ് ഇൻറ്റു വെന്യൂൾസ് എന്ന് പറയുന്നത് തെറ്റാണ്. ആർട്ടറീസ് ആർട്ടീറിയോൾസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്യുന്നു. ആർട്ടീറിയോൾസ് ബ്രാഞ്ചസ് കാപ്പിലറീസ്. ദെൻ ക്യാരി ബ്ലഡ് ഫ്രം വൺ വിസറൽ ഓർഗൻ ടു അനദർ വിസറൽ ഓർഗൻ, അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ഒരു പർട്ടിക്കുലർ വിസറൽ ഓർഗനിലോട്ടായിരിക്കും ബ്ലഡ് എത്തിക്കുക. ദെൻ സപ്ലൈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ഡിഫറെൻറ്റ് ഓർഗൻസ്.
സപ്ലൈ ഓർ ഓക്സിജനേറ്റഡ് ഒരു പർട്ടിക്കുലർ ആർട്ടറി ഇപ്പം ഇവിടെ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നാണ് വന്നിരിക്കുക. അവിടെ എക്സെപ്ഷൻ ഉണ്ട്. പൾമണറി ആർട്ടറി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലോട്ട് എത്തിക്കുന്നു. അപ്പം എല്ലാ ആർട്ടറികൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ആണ്. 1 is the answer. Then question 169, which of the following is a genetic disorder that cause progressive degeneration of skeletal muscles? ഇത് നിങ്ങൾ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെലറ്റൽ മസിൽസ് കോസ് ചെയ്യുന്ന ജനറ്റിക് ഡിസോർഡർ നിങ്ങൾക്കറിയാം. മസ്കുലാർ ഡിസ്ട്രോഫി ആണ് ആൻസർ. മസ്കുലാർ ഡിസ്ട്രോഫി. പിന്നെ മയാസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഇത് ന്യൂറൽ സിസ്റ്റത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ന്യൂറൽ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ന്യൂറോണുകളുടെ ഡീമയലിനേഷൻ ആണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിന്റെ സിംറ്റം. ദെൻ ടെറ്റനി, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടെറ്റനി ബോഡി ഫ്ലൂയിഡ്സിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ് ടെറ്റനി. അപ്പോൾ ഇവിടെ ആൻസർ മസ്കുലാർ ഡിസ്ട്രോഫി, ഓപ്ഷൻ 3 ആണ് ആൻസർ. Then question 170, which of the following genotypes will produce 4 different types of gametes? അതിൽ ഓപ്ഷൻ 1 നോക്കാം. ഇവിടെ ഹെട്രോസൈഗസ് കണ്ടീഷൻ ഒരു ജീനിനും ഇല്ല. ക്യാപിറ്റൽ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി, ക്യാപിറ്റൽ ഇ. അപ്പം ഈ ഒന്നാമത്തെ കണ്ടീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗാമീറ്റുകളും ഇങ്ങനെ ഈ രീതിയിലായിരിക്കും. ക്യാപിറ്റൽ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി, ദെൻ ക്യാപിറ്റൽ ഇ. ഓൾ ഗാമീറ്റ്സ് ഈ ഒരു കോമ്പിനേഷനിലായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ ഒറ്റ തരത്തിലുള്ള ഗാമീറ്റിൻ്റെ പ്രൊഡക്ഷനേ നടക്കുന്നുള്ളൂ. കാരണം എല്ലാ ജീനുകളും ഹോമോസൈഗസ് കണ്ടീഷനിലാണ് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. ക്യാപിറ്റൽ എ, ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ എഴുതാം. സ്മോൾ എ, ദെൻ ക്യാപിറ്റൽ ബി, small b, then small c, small d. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 2 തരത്തിലുള്ള ഗാമീറ്റുകളായി ആണ് വരുന്നത്. സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ സി, സ്മോൾ ഡി. പിന്നെ അടുത്ത ഗാമീറ്റ് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി. അപ്പം അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. മൂന്നാമത്തെ ഓപ്ഷനിൽ 2 ജീനുകൾ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് 4 തരത്തിലുള്ള ഗാമീറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് എഴുതി നോക്കാം. ക്യാപിറ്റൽ എ, സ്മോൾ എ, ദെൻ ക്യാപിറ്റൽ ബി, സ്മോൾ ബി. ഇവിടെയും ക്യാപിറ്റൽ ബി, സ്മോൾ ബി കൊടുക്കണം. പിന്നെ സ്മോൾ സി, ഇവിടെയും സ്മോൾ സി. ഇത് ഫോർക്ക് ആൻഡ് ലൈൻ മെത്തേഡാണ്. അപ്പം നമുക്ക് ഗാമീറ്റുകൾ ഇത് വെച്ചിട്ട് തന്നെ എഴുതാം. ആദ്യം ഇതാണ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, സ്മോൾ സി. അടുത്ത ക്യാപിറ്റൽ എ, സ്മോൾ ബി, സ്മോൾ സി. ദെൻ സ്മോൾ എ, ക്യാപിറ്റൽ ബി, സ്മോൾ സി. ദെൻ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി. അപ്പം അങ്ങനെ 4 തരത്തിലുള്ള ഗാമീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ഈ ഒരു കോമ്പിനേഷൻ. പിന്നെ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ക്യാപിറ്റൽ എ, സ്മോൾ ബി, അവിടെ 2 തരത്തിലുള്ള ഗാമീറ്റുകളെ ഉണ്ടാവുന്നുള്ളൂ. ക്യാപിറ്റൽ എ, സ്മോൾ ബി, സ്മോൾ എ, സ്മോൾ ബി. അപ്പോൾ ഇവിടെ ആൻസർ 3 ആണ്. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 3. Then question 171, 3 children in a family has O, AB and B blood groups respectively. What are the genotypes of their parents? അപ്പം 3 കുഞ്ഞുങ്ങൾ, അവർക്ക് ചിലർക്ക് ഒരു കുട്ടിക്ക് O ഗ്രൂപ്പാണ്, വേറൊരു കുട്ടിക്ക് AB ആണ്, വേറൊരു കുട്ടിക്ക് B ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ അവരുടെ പേരൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ IA ഇൻറ്റു IBI. അപ്പം ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് വരുന്നത്, ഇവിടെ IA മാത്രമാണല്ലോ ഗാമീറ്റിൽ വരുന്നത്, ഇവിടെ IBയും Iയും വരും. അപ്പം കിട്ടുന്ന കുഞ്ഞുങ്ങൾ IA, IB
AB ബ്ലഡ് ഗ്രൂപ്പുകാരും ഉണ്ട്, A ഗ്രൂപ്പുകാരും ഉണ്ട്. ABയും Aയും മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ AB, B ആൻഡ് O ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്തതിൽ വന്നിരിക്കുന്നത് IAI ആൻഡ് IBI. ഇങ്ങനെ വരുവാണെങ്കിൽ IAIB, അടുത്തത് IAI, then അടുത്തത് IBI, അടുത്തത് II. അപ്പം ഇവിടെ AB ഗ്രൂപ്പ് ഉണ്ട്, A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് എടുക്കാം. ഓപ്ഷൻ 2 ആണ് ആൻസർ. IAI ആൻഡ് IBI. ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. അപ്പം ഇവിടെ വരുന്നില്ല. ഇവിടെ ഇതിൻ്റെ ഓഫ് സ്പ്രിങ്സ് ഒക്കെ AB ഗ്രൂപ്പ് ആയിരിക്കും. ഇവിടെ AB ഗ്രൂപ്പും A ഗ്രൂപ്പും വരും. അപ്പോൾ ഓപ്ഷൻ 2 ഇസ് ദി ആൻസർ. 2 ആണ് ആൻസർ. അടുത്ത ദി പെർസെൻറ്റേജ് ഓഫ് ഗാമീറ്റ്സ് വിത്ത് ദി ജീനോടൈപ്പ് സ്മോൾ ആർ ക്യാപിറ്റൽ Y പ്രൊഡ്യൂസ്ഡ് ബൈ എ ഹെട്രോസൈഗസ് പാരന്റ് വിത്ത് ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y അക്കോർഡിംഗ് ടു ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അപ്പം നമുക്ക് എഴുതി നോക്കാം. അപ്പം പാരന്റ് ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y. അപ്പം ഇത് ഇൻഡിപെൻഡൻ്റായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു ഓരോ ജീനും. ക്യാപിറ്റൽ Y സ്മോൾ y. അപ്പം ഇതുമായിട്ട് പെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y കിട്ടുന്നു. അടുത്തത് ഇതുമായിട്ട് പെയർ ചെയ്യാം. ക്യാപിറ്റൽ R സ്മോൾ y കിട്ടി. പിന്നെ സ്മോൾ r ക്യാപിറ്റൽ Y, അടുത്തത് സ്മോൾ r സ്മോൾ y. ഇങ്ങനെയാണ് ഗാമീറ്റുകൾ കിട്ടുന്നത്. ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R സ്മോൾ y, സ്മോൾ r ക്യാപിറ്റൽ Y, സ്മോൾ r സ്മോൾ y. അപ്പം ഈ രീതിയിൽ വരും. അതായത് 1/4 ഇവിടെ ഞാൻ എഴുതാം. 1/4 capital R capital Y. 1/4 of the gametes will be capital R small y. 1/4 small r capital Y. 1/4 small r small y. അപ്പോൾ അവിടെ നമുക്ക് ഇപ്പം ഞാൻ 1/4 എന്നാണ് എഴുതിയത്. പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ 25% ആണ്. അപ്പം സ്മോൾ ആർ ക്യാപിറ്റൽ Y ജീനോടൈപ്പിൻ്റെ സാധ്യത പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 25% ആണ്. ഓപ്ഷൻ 1 ആണ് ഇവിടെ ആൻസർ. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റോങ് റിഗാർഡിങ് ലിങ്കേജ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വായിച്ചാൽ മതി. റോങ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലിങ്ക്ഡ് ജീൻസ് ആർ പ്രസൻറ്റ് ഓൺ ദി സെയിം ക്രോമസോം. കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഒരു ക്രോമസോമിൽ ഇരിക്കുന്ന ജീനുകളെയാണ് നമ്മൾ നമ്മൾ ലിങ്ക്ഡ് ജീൻസ് എന്ന് വിളിക്കുന്നത്. അത് കറക്റ്റ്. ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ഹൈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. അത് തെറ്റാണ്. ജീൻസ് ടൈറ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ലെസ് ആയിരിക്കും. ദെൻ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ലോ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. അത് കറക്റ്റാണ്. ദെൻ ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ് ഷോ ഹൈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി. അതും കറക്റ്റാണ്. ഇവിടെ റോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. റോങ് എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. ഇപ്പോൾ 173 ഓപ്ഷൻ 2. Then 174, phenylketonuria is a Mendelian disorder due to error in the metabolism of following amino acid. അപ്പോൾ അത് നമുക്കറിയാമല്ലോ. ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുമ്പോൾ അവിടെ ആക്ച്വലി നടക്കേണ്ടത് ഫിനൈൽ അലാനിൻ അമിനോ ആസിഡ്. ഫിനൈൽ അലാനിൻ ഷുഡ് ബി കൺവേർട്ടഡ് ആസ് ടൈറോസിൻ. അതാണ് മെറ്റബോളിക് പാത്വേ. ഫിനൈൽ അലാനിൻ ഷുഡ് ബി കൺവേർട്ടഡ് ആസ് ടൈറോസിൻ. അപ്പം ഈ മെറ്റബോളിക് പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഓക്കെ, അപ്പോൾ ഫിനൈൽ കീറ്റോൺ യൂറിയ ഉള്ളവർക്ക് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ ഇല്ല. കാരണം അതിനുവേണ്ടി കോഡ് ചെയ്യുന്ന ജീൻ മ്യൂട്ടേറ്റഡ് ആണ്. അപ്പോൾ അത് കാരണം അവർക്ക് ഫിനൈൽ അലാനിൻ വിൽ നോട്ട് ബി കൺവേർട്ടഡ് ആസ് ടൈറോസിൻ. അപ്പോൾ ഫിനൈൽ കീറ്റോന്യൂറിയ ഇസ് എ മെൻഡേലിയൻ ഡിസോർഡർ ഡ്യൂ ടു എറർ ഇൻ ദി മെറ്റബോളിസം ഓഫ് ഫോളോയിങ് അമിനോ ആസിഡ്.
ഫിനൈൽ അലാനിൻ ടു ടൈറോസിൻ. ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്തത്, വിച്ച് among the following disease never possess a carrier male ഇല്ലാത്ത ഡിസീസ് ഏത്? അത് നമുക്കറിയാലോ, സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസിലാണ് കാരിയർ മെയിൽ വരാത്തത്. കാരണം സെക്സ് ലിങ്ക്ഡ് റിസസീവ്, എക്സ് ലിങ്ക്ഡ് റിസസീവ്. ഇപ്പം മെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണുള്ളത്. ആ എക്സ് ക്രോമസോമിൽ ഇരിക്കുന്ന ജീൻ റിസസീവ് ആയാലും എക്സ്പ്രസ് ചെയ്യും, ഡോമിനൻ്റ് ആയാലും എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ എക്സ് ലിങ്ക്ഡ് റിസസീവ് മ്യൂട്ടേഷൻ ഇവിടെ എക്സാമ്പിളായിട്ട് വരുന്നത് ഹീമോഫീലിയയാണ്. ഹീമോഫീലിയയിൽ നോർമൽ ജീൻ മ്യൂട്ടേറ്റ് ചെയ്ത് റിസസീവ് ആയത് കാരണം ബ്ലഡ് കൊയാഗുലേഷൻ കാസ്കേഡിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോട്ടീനിൻ്റെ സിന്തസിസ് നടക്കുന്നില്ല. അത് കാരണം അവർക്ക് ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യില്ല. അതാണ് ഹീമോഫീലിയ എന്ന ഡിസീസ്. അപ്പോൾ ഈ ഹീമോഫീലിയ ഉള്ള മെയിലിൻ്റെ എക്സ് ക്രോമസോമിൽ ഹീമോഫീലിയ ജീൻ ഉണ്ട്. സോ ആ ജീൻ എക്സ്പ്രസ്ഡ് ആവും. അപ്പം മെയിൽസിന് ഒരിക്കലും കാരിയർ ആവാൻ പറ്റില്ല. അവർക്ക് റിസസീവ് അലീൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഡിസീസ് എക്സ്പ്രസ്ഡ് ആവും. കാരണം അവർക്ക് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. പക്ഷേ ഫീമെയിൽസിന് കാരിയർ ആവാം. കാരണം ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോം ഉണ്ട്. ഇവിടെ മ്യൂട്ടൻ്റ് അലീലുണ്ട്, അടുത്തതിൽ നോർമൽ അലീലുണ്ട്. അപ്പം അത് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ഫീമെയിൽ കാരിയർ ആയിരിക്കും. ഫീമെയിൽ ഡിസീസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ 2 എക്സ് ക്രോമസോമിലും മ്യൂട്ടൻ്റ് അലീൽ ഉണ്ടാവണം. So males cannot be carrier in X-linked recessive disorders. അപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് വരുന്നത് ഹീമോഫീലിയ. ബാക്കി രണ്ടും സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോണ്യൂറിയ, അതെല്ലാം ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡേഴ്സ് ആണ്. അവിടെ മെയിൽസിന് കാരിയേഴ്സ് ആവാം. ഇവിടെ ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓപ്ഷൻ 1. Then അടുത്ത question number 176. Consider the following statements. A motor neuron along with the muscle fibers connected to it constitute a motor unit. അത് കറക്റ്റാണ്. ഒരു മോട്ടോർ ന്യൂറോണും അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ മസിൽ ഫൈബേഴ്സും ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മോട്ടോർ യൂണിറ്റ്. Then the neurotransmitter released at the neuromuscular junction is acetylcholine. അപ്പം നമുക്കറിയാലോ ഇതൊരു ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. മസിൽ സെല്ലിൻ്റെ സാർക്കോലെമ്മയും മോട്ടോർ ന്യൂറോണും മീറ്റ് ചെയ്യുന്ന സൈറ്റാണ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. അപ്പം ഇങ്ങനെയുള്ള ന്യൂറോമസ്കുലാർ ജംഗ്ഷനിൽ മോട്ടോർ ന്യൂറോൺ ഒരൊറ്റ തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററെ റിലീസ് ചെയ്യുന്നുള്ളൂ. അതാണ് അസറ്റൈൽകോളിൻ. ഓക്കെ, അപ്പോൾ അതും കറക്റ്റാണ്. മയോസിൻ ഹെഡ് ഹാസ് ATPase ആക്ടിവിറ്റി, അതും കറക്റ്റാണ്. ഇപ്പം മയോസിൻ ഹെഡ്, ഇത് മയോസിൻ ഹെഡാണ്. മയോസിൻ ഹെഡിൽ ഇവിടെ ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, ഇവിടെ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. ഇത് ATP ബൈൻഡിങ് സൈറ്റ്, ഇത് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്. മാത്രമല്ല ഈ മയോസിൻ ഹെഡ് എൻസൈമാണ്, ATPase എൻസൈം. അപ്പോൾ അതും കറക്റ്റ്. അപ്പോൾ എല്ലാം 3 ഓപ്ഷൻസും കറക്റ്റാണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. ശരി, അടുത്തത് മാച്ച് ദി ഫോളോയിങ് ആണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മയാസ്തീനിയ ഗ്രേവിസ്. അപ്പം മയാസ്തീനിയ ഗ്രേവിസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ 5 ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അഫക്റ്റിംഗ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻസ്. ദെൻ അടുത്തത് മസ്കുലാർ ഡിസ്ട്രോഫി. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുമ്പോൾ പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെലറ്റൽ മസിൽസ്. അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഡീജനറേഷൻ ഓഫ് സ്കെലറ്റൽ മസിൽസ് ഡ്യൂ ടു ജനറ്റിക് ഡിസോർഡർ. ഓപ്ഷൻ 3. ടെറ്റനി നിങ്ങൾക്കറിയാം, ബോഡി ഫ്ലൂയിഡ്സിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കാരണം സ്കെലറ്റൽ മസിൽസിൻ്റെ സ്പാസം, വൈൽഡ് കോൺട്രാക്ഷൻസ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാകുന്ന അവസ്ഥ. അവിടെ റാപ്പിഡ് ആൻഡ് സസ്റ്റെയിൻഡ് സ്പാസം ഓഫ് മസിൽസ് ഡ്യൂ ടു ഡിക്രീസ്ഡ് ലെവൽ ഓഫ് കാൽഷ്യം ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. ദെൻ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് ഈ മെയിൻ ഫീമെയിൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെനോപോസ് കഴിഞ്ഞ ഫീമെയിൽസിന് ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നത് കാരണം ബോണിൻ്റെ മാട്രിക്സിൽ മിനറൽസിൻ്റെ അളവ് കുറയുന്നു. അങ്ങനെ ബോൺ മാസ് കുറഞ്ഞ് ബോൺ ഫ്രാക്ചേഴ്സിന് സസെപ്റ്റബിൾ ആവുന്ന അവസ്ഥ. അപ്പോൾ അവിടെ ഓപ്ഷൻ 1 എടുക്കാം. ഡിക്ലൈൻ ഇൻ ബോൺ മാസ് ഡ്യൂ ടു ഡിക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രോജൻ. ഇനി ഗൗട്ട് എന്താണെന്നറിയാലോ, ജോയിൻറ്റുകളിൽ യൂറിക് ആസിഡ് അടിഞ്ഞ് ജോയിൻറ്റുകൾ ഇൻഫ്ലെയിംഡ് ആവുന്ന കണ്ടീഷനാണ് ഗൗട്ട്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് ഡ്യൂ ടു യൂറിക് ആസിഡ് അക്യൂമുലേഷൻ. അപ്പോൾ 53214 അതാണ്
ഓപ്ഷൻ 3 ആണ് ആൻസർ. അടുത്തത് ഐഡൻറ്റിഫൈ ദി ഓപ്ഷൻ ദാറ്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. അവിടെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ. അപ്പം നമുക്കറിയാം ഡിസെൻഡിങ് ലിംബ് ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ ആണെന്നറിയാം. ഡിസെൻഡിങ് ലിംബ് ഈസ് ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത അസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. അതും തെറ്റാണ്. ലൂപ്പ് ഓഫ് ഹെൻലിയുടെ അസെൻഡിങ് ലിംബിന് ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഇലക്ട്രോലൈറ്റ്സ് അതായത് സോൾട്ടിനെ പമ്പ് ഔട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നിയർലി 99% ഓഫ് ഗ്ലോമർലാർ ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ബൈ റീനൽ ട്യൂബ്യൂൾസ്. അത് കറക്റ്റാണ്. അപ്പോൾ ഒരു ദിവസം ഏകദേശം 180 ലിറ്റേഴ്സ് ഓഫ് ഫിൽട്രേറ്റ് ഉണ്ടാവുന്നുവെങ്കിലും അതിൽ നിന്ന് 1 to 1.5 ലിറ്റർ മാത്രമാണ് യൂറിനായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നത്. 99% ഓഫ് ദി ഫിൽട്രേറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ബൈ ദി ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് റീനൽ ട്യൂബ്യൂൾ. ഓപ്ഷൻ 3 ആണ് ആൻസർ ട്രൂ ആയിട്ട് വരുന്നത്. ദെൻ DCT ഡസ് നോട്ട് റീഅബ്സോർബ് ബൈകാർബണേറ്റ് അയോൺസ്. അതും തെറ്റാണ്. DCTയിൽ ബൈകാർബണേറ്റ് അയോൺസിൻ്റെ റീഅബ്സോർപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. നെക്സ്റ്റ് 179. ഇൻ ഹ്യൂമൻ അപ്പൻഡിക്കുലാർ സ്കെലറ്റൺ ഗ്ലീനോയിഡ് കാവിറ്റി ആർട്ടിക്കുലേറ്റ്സ്. അപ്പം നമുക്കറിയാം സ്കാപ്പുലയിലാണ് ഗ്ലീനോയിഡ് കാവിറ്റി. ഇത് സ്കാപ്പുല വിത്ത് അക്രോമിയൺ. സ്കാപ്പുലയുടെ ഡോർസൽ സൈഡിൽ കാണുന്ന ഡയഗണൽ റിഡ്ജാണ് സ്പൈൻ. ഈ സ്പൈൻ വെളിയിലോട്ട് ഒരു എക്സ്പാൻഡഡ് പ്രോസസ്സായിട്ട് പ്രൊജക്റ്റ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതാണ് അക്രോമിയൺ. അപ്പം സ്കാപ്പുല വിത്ത് അക്രോമിയൺ എന്ന് പറയുമ്പോൾ തെറ്റാണ്. ക്ലാവിക്കിൾ വിത്ത് സ്കാപ്പുല. അപ്പം ഇവിടെ ഗ്ലീനോയിഡ് കാവിറ്റി ആർട്ടിക്കുലേറ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ക്ലാവിക്കിൾ ഡയറക്റ്റായിട്ട് അക്രോമിയണിൽ സ്കാപ്പുലയുടെ അക്രോമിയണിലാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ. ദെൻ ഇവിടെ ഗ്ലീനോയിഡ് കാവിറ്റി എന്ന് പറയുന്ന സ്കാപ്പുലയിൽ കാണുന്ന കാവിറ്റിയാണ്. അതിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ബോണാണ് ഹ്യൂമറസ്. അപ്പം ഹ്യൂമറസ് ഇതിലിങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്യും. ഇതാണ് ഷോൾഡർ ജോയിൻറ്റ്. അപ്പം ഹ്യൂമറസ് വിത്ത് സ്കാപ്പുലയാണ് അവിടെ ആൻസർ. ഓപ്ഷൻ 3 ആണ് ആൻസർ. ക്ലാവിക്കിൾ വിത്ത് അക്രോമിയൺ അല്ല. Then question 180. Which enzymes are likely to act on baked potatoes eaten by man starting from mouth as it moves down the alimentary canal? അപ്പോൾ ഇത് ഓൾറെഡി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഞാനിവിടെ എഴുതാം. അതായത് ബേക്ക്ഡ് പൊട്ടാറ്റോസ് എന്ന് പറയുമ്പോൾ സ്റ്റാർച്ചാണ്. സ്റ്റാർച്ച്. അപ്പം സ്റ്റാർച്ചിൽ ആദ്യം ആക്ട് ചെയ്യുന്നത് സലൈവറി അമൈലേസ്. അത് കഴിഞ്ഞാൽ ഡിയോഡിനത്തിൽ വന്നാൽ പാൻക്രിയാറ്റിക് അമൈലേസ് അതിൽ ആക്ട് ചെയ്യും. പാൻക്രിയാറ്റിക് അമൈലേസ്. അപ്പം അങ്ങനെ നമ്മൾ അൾട്ടിമേറ്റ്ലി മാൾട്ടോസ് കിട്ടും. മാൾട്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് മാൾട്ടേസ്. നമുക്ക് ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് ആ റിയാക്ഷൻ. ഇവിടെ നോക്കാം. നമുക്ക് ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ. ടയാലിൻ ഈസ് സലൈവറി അമൈലേസ്. പിന്നെ പാൻക്രിയാറ്റിക് അമൈലേസ്, മാൾട്ടേസ്. ഓപ്ഷൻ 4 ഇസ് ദി ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ 181 വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദി കോമ്പോസിഷൻ ഓഫ് ഗ്യാസ്ട്രിക് ജ്യൂസ്? നമുക്കറിയാലോ ഗ്യാസ്ട്രിക് ജ്യൂസിൽ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഉണ്ട്, പിന്നെ പെപ്സിൻ ഉണ്ട്, HCl ഉണ്ട്, ദെൻ റെനിൻ. ഇൻഫൻസിൻ്റെ ഗ്യാസ്ട്രിക് ജ്യൂസിലുണ്ട് റെനിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ എടുക്കാം. 3 ആണ്. ഗ്യാസ്ട്രിക് ലൈപ്പേസ്, പെപ്സിൻ, റെനിൻ. ദെൻ അമൈലേസ് എന്ന് പറയുമ്പോൾ സലൈവറി അമൈലേസും പാൻക്രിയാറ്റിക് അമൈലേസും. ദെൻ പെപ്സിൻ ഓൾറെഡി പറഞ്ഞു. ബാക്കി ഓപ്ഷൻ ട്രിപ്സിൻ പാൻക്രിയാറ്റിക് ജ്യൂസിലാണ്. സൂക്രേസ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ കാണുന്ന എൻസൈം. ഓക്കെ, ഓപ്ഷൻ 3. Then question 182. Find the correctly matched pair. Bile salts, bilirubin and biliverdin. അത് തെറ്റാണ്. ബൈൽ സോൾട്ടുകൾ എന്ന് പറയുമ്പോൾ സോഡിയം ഗ്ലൈക്കോക്കൊളേറ്റ്, സോഡിയം ടോറോക്കൊളേറ്റ്. ഓക്കെ, ബൈൽ സോൾട്ടുകൾ സോഡിയം ഗ്ലൈക്കോക്കൊളേറ്റും സോഡിയം ടോറോക്കൊളേറ്റും. ബിലിറൂബിൻ, ബിലിവേർഡിൻ എന്ന് പറയുന്ന ബൈൽ പിഗ്മെൻസ് ആണ്. ബൈൽ സോൾട്ടുകളല്ല, ബൈൽ പിഗ്മെൻസ്.
ഓക്കെ, ഇവിടെ കറക്റ്റ്ലി മാച്ച്ഡ് പെയറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ദെൻ കൈലോ മൈക്രോൺസ് പ്രോട്ടീൻസ് കോട്ടഡ് വിത്ത് ഫാറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാലോ കൈലോ മൈക്രോൺസ് എന്ന് പറയുന്നത് ഫാറ്റാണ്, ഫാറ്റ് കോട്ടഡ് വിത്ത് പ്രോട്ടീൻ. ഇത് ഫാറ്റ് കോട്ടഡ് വിത്ത് പ്രോട്ടീൻ തിരിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റ്. ദെൻ ഇമൾസിഫിക്കേഷൻ ഇൻക്രീസസ് ദി സർഫസ് ഏരിയ ഓഫ് പ്രോട്ടീൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇമൾസിഫിക്കേഷൻ ഏതിൻ്റെ സർഫസ് ഏരിയ കൂട്ടാനാ? ഫാറ്റിൻ്റെ സർഫസ് ഏരിയ കൂട്ടാൻ. അപ്പോൾ അതും തെറ്റാണ്. ഇൻട്രിൻസിക് ഫാക്ടർ പ്രൊഡ്യൂസ്ഡ് ബൈ ഓക്സിൻറ്റിക് സെൽസ്, അത് കറക്റ്റാണ്. ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകളിൽ കാണുന്ന സെൽ ടൈപ്പാണ് ഓക്സിൻറ്റിക് സെൽസ് അല്ലെങ്കിൽ പെറൈറ്റൽ സെൽസ് എന്ന് പറയാം. അത് ഇൻട്രിൻസിക് ഫാക്ടറും HCl പ്രൊഡ്യൂസ് ചെയ്യുന്നു. Then അടുത്ത ക്വസ്റ്റ്യൻ 183 പാർട്സ് ഓഫ് നെഫ്രോൺ സിറ്റുവേറ്റഡ് ഇൻ ദി കോർട്ടെക്സ് ഓഫ് കിഡ്നി. അപ്പം ഞാനിവിടെ ഒരു നെഫ്രോൺ വരയ്ക്കാം. ഇത് കോർട്ടെക്സ്, ഇത് മെഡുല്ല. ഇപ്പം നെഫ്രോണിൻ്റെ കോർട്ടെക്സിലിരിക്കുന്ന പാർട്സ് മാൽപീജിയൻ കോർപ്പസലുണ്ട്, ഒന്നാമത്തെ ഓപ്ഷൻ. ഹെൻലീസ് ലൂപ്പ് ഇൻ മെഡുല്ല, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല, ഒന്നാമത്തെ ഓപ്ഷൻ റോങ് ആണ്. ദെൻ PCT DCT, PCT ഇത് DCT ഇത് കോർട്ടെക്സിലിരിക്കുന്ന പാർട്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. DCTയും കോർട്ടെക്സിലാണ്, പക്ഷേ ലൂപ്പ് ഓഫ് ഹെൻലി ഇസ് ഇൻ ദി മെഡുല്ല, അപ്പോൾ ആ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. ദെൻ മാൽപീജിയൻ കോർപ്പസൽ അത് കോർട്ടെക്സിലാണ്. PCT DCT അതും കോർട്ടെക്സിലാണ്. ഓപ്ഷൻ 3 നമുക്കെടുക്കാം. ഓപ്ഷൻ 3 അതായത് മാൽപീജിയൻ കോർപ്പസൽ, PCT DCT. ദെൻ 4 ഗ്ലോമറുലസ്, PCT DCT, അവിടെ ഹെൻലീസ് ലൂപ്പ് വരുന്നുണ്ട്, അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ 184 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഫാൾസ് റിഗാർഡിംഗ് റെസ്റ്റിംഗ് ന്യൂറോൺ. ഇൻ എ റെസ്റ്റിംഗ് ന്യൂറോൺ ആക്സോണൽ മെംബ്രെയിൻ ഈസ് വിച്ച് ഈസ് ഫാൾസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫാൾസ്. In a resting neuron, axonal membrane is more permeable to K+ and nearly permeable to Na+. അത് കറക്റ്റാണ്. റെസ്റ്റിംഗ് ന്യൂറോണിൽ K+ കണ്ടിന്യൂസ് ആയിട്ട് വെളിയിലോട്ട് ഡിഫ്യൂസ് ചെയ്ത് പോകും. കാരണം റെസ്റ്റിംഗ് ന്യൂറോൺ ഈസ് ഫ്രീലി പെർമിയബിൾ ടു K+. അതേസമയം Na+ വെളിയിൽ ഹൈ ആണ്, അകത്തോട്ട് വരാൻ പറ്റുന്നില്ല. കാരണം മെംബ്രെയിൻ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ നിയർലി ഇംപെർമിയബിൾ ടു Na+ ആണ്. അപ്പം അത് കറക്റ്റ്. Then fluid outside the axon has a high concentration of Na+ and low concentration of K+. കറക്റ്റ് ആണ്. റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ന്യൂറോണിൻ്റെ എക്സ്റ്റീരിയറിൽ Na+ൻ്റെ അളവ് കൂടുതലാണ്, K+ൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അത് കറക്റ്റ്. ദെൻ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിൻ ഈസ് കോൾഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, അതും കറക്റ്റാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി ന്യൂറോണൽ മെംബ്രെയിൻ ഇൻ ഇറ്റ്സ് റെസ്റ്റിംഗ് സ്റ്റേറ്റ്, അതാണ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. അടുത്ത 4ാമത്തെ ഓപ്ഷനിൽ Na+, K+ പമ്പ് ട്രാൻസ്പോർട്ട്സ് 3 Na+ outwards and 2 Na+ outward and 3 K+ into the cell, അത് തെറ്റാണ്. Na+, K+ പമ്പ് 2 Na+നെ അല്ല കളയുന്നത്, 3 Na+നെ വെളിയിലോട്ട് കളയും. 3 Na+നെ വെളിയിലോട്ട് കളഞ്ഞിട്ട് 2 K+നെ അകത്തോട്ട് എടുക്കുന്നു. അപ്പോൾ അത് തെറ്റാണ്, തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് റോങ്. അപ്പോൾ അവിടെ ആൻസർ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 185 വാട്ട് ഈസ് ട്രൂ റിഗാർഡിംഗ് ഫങ്ഷനിങ് ഓഫ് റീനൽ ട്യൂബ്യൂൾ. JG cells, juxtaglomerular cells, secrete renin in response to drop in blood pressure, renal blood flow and GFR. അത് കറക്റ്റാണ്. ബ്ലഡ് പ്രഷർ കുറയുന്നു, റീനൽ ബ്ലഡ് ഫ്ലോ കുറയുന്നു, GFR കുറയുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജെക്സ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിലുള്ള JG സെൽസ് റെനിൻ എന്ന എൻസൈമിൻ്റെ റിലീസ് നടത്തുന്നു, അത് കറക്റ്റ്. ആൻജിയോടെൻസിൻ 2 പ്രൊമോട്ട്സ് സെക്രീഷൻ ഓഫ് Na+ ഇൻ ദി DCT. അതായത് DCTയിൽ സെക്രീഷൻ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, റീഅബ്സോർപ്ഷൻ. അതായത് ആൽഡോസ്റ്റീറോൺ എന്ന ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസിൽ റീഅബ്സോർപ്ഷനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. Na+ൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ പ്രൊമോട്ട് ചെയ്യും. ആൻജിയോടെൻസിൻ 2 ഡയറക്റ്റ് ആയിട്ടല്ല, അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൽഡോസ്റ്റീറോൺ എന്ന മിനറലോ കോർട്ടിക്കോയിഡ് റിലീസ് ചെയ്ത്
അതിനെ ഉപയോഗിച്ചാണ് Na+ൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ കണ്ടീഷണൽ അപ്ടേക്ക് ഓഫ് Na+ ടേക്സ് പ്ലേസ് ഇൻ PCT എന്നാണ് കൊടുത്തിരിക്കുന്നത്. തെറ്റാണ്. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ Na+, ഇത് നടക്കുന്നത് DCTയിലാണ്, PCTയിലല്ല, ഇൻ ദി DCT. അപ്പോൾ ഓപ്ഷൻ 3 തെറ്റാണ്. ദെൻ ANF ഇൻക്രീസസ് Na+ റീഅബ്സോർപ്ഷൻ ഇൻ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ്, അതും തെറ്റാണ്. ANF Na+ സെക്രീഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ എന്ന് പറയാം. പ്രൊമോട്ട്സ് സോഡിയം എക്സ്ക്രീഷൻ, സോഡിയം എക്സ്ക്രീഷനാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ 186, സെലക്ട് ദി ഇൻകറക്റ്റ് മാച്ച്. ഗ്ലൈക്കോസ്യൂറിയ, ഗ്ലൂക്കോസ് ഇൻ യൂറിൻ കറക്റ്റാണ്. ഡയബറ്റിസ് മെല്ലിറ്റസ് പേഷ്യൻസിൻ്റെ സിംറ്റമാണത്. ദെൻ റീനൽ കാൽക്കുലൈ, ക്രിസ്റ്റലൈസ്ഡ് ഓക്സാലേറ്റ്സ് ഇൻ ദി കിഡ്നി സ്റ്റോൺസ്, അത് കറക്റ്റാണ്. കീറ്റോന്യൂറിയ, അപ്പിയറൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ യൂറിൻ, അത് കറക്റ്റാണ്. യുറീമിയ, അക്യൂമുലേഷൻ ഓഫ് യൂറിയ ഇൻ യൂറിൻ, അത് റോങ് ആണ്. യുറീമിയയിൽ യൂറിയ ഈസ് അക്യൂമുലേറ്റിംഗ് ഇൻ ബ്ലഡ്, യൂറിനിലല്ല ബ്ലഡ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ക്വസ്റ്റ്യൻ 187, ഔട്ട് ഓഫ് X പെയർസ് ഇൻ ബോഡി ഇൻ ഹ്യൂമൻസ് ഓൺലി Y പെയർസ് ആർ ട്രൂ റിബ്സ്. അപ്പം നമുക്കറിയാമല്ലോ X പെയർസ് എന്ന് പറയുമ്പോൾ റിബ്സിൻ്റെ നമ്പർ 12 പെയർസ് ആണ് അല്ലേ, 12 ജോഡി. ആൻഡ് 7 പെയർസ് ആർ ട്രൂ റിബ്സ്, 7 ജോഡി ട്രൂ റിബ്സ് ആണ്. സെലക്ട് ദി ഓപ്ഷൻ ദാറ്റ് കറക്റ്റ്ലി റെപ്രസെൻറ്റ് ദി വാല്യൂസ് ഓഫ് X ആൻഡ് Y ആൻഡ് പ്രൊവൈഡ്സ് ദെയർ എക്സ്പ്ലനേഷൻ. അവിടെ ഓപ്ഷൻ 1 ആണ്. X 12 പെയർസ് ആണ്, Y 7 പെയർസ്. True ribs are attached dorsally to vertebral column and ventrally to sternum. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കറക്റ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ദെൻ പ്രോ എൻസൈംസ് പ്രസൻറ്റ് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ്. അപ്പം നമുക്കറിയാമല്ലോ പാൻക്രിയാറ്റിക് ജ്യൂസിലെ പ്രോ എൻസൈംസ് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്. അപ്പോൾ ഇത് വരുന്ന ഓപ്ഷൻ എടുത്താൽ മതി. പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് ഉണ്ട്, ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ. ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3. ശരി, അടുത്ത ഫൈൻഡ് ദി മിസ്മാച്ച്. എക്സ്റ്റേണൽ ഇയർ, പിന്ന ആൻഡ് ഓഡിറ്ററി കെനാൽ, അത് കറക്റ്റാണ്. ഇയർ ഓസിക്കിൾസ്, മാലിയസ് ഇൻകസ് ടേപ്പസ്, അതും കറക്റ്റാണ്. ഓർഗൻ ഓഫ് കോർട്ടി, ഓർഗൻ ഓഫ് കോർട്ടിയാണ്. സെൻസറി ഹെയർ സെൽസ്, ടെക്ടോറിയൽ മെംബ്രെയിൻ, ഇത് രണ്ടും കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് ഓട്ടോലിറ്റ്സ് ആണ്. ഓട്ടോലിറ്റ്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്, CaCO3, കാൽഷ്യം കാർബണേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ആണ്. അപ്പം ഇത് ദിസ് ഈസ് സീൻ ഇൻ ദി മാക്കുല, ഇൻ മാക്കുലയിലാണ് ഓട്ടോലിറ്റ്സ് കാണുന്നത്, ക്രിസ്റ്റൽസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. അപ്പം മിസ്മാച്ച് 3 ആണ്. കോക്ലിയ, സ്കേല മീഡിയ, സ്കേല വെസ്റ്റിബുലൈ, ഓർഗൻ ഓഫ് കോർട്ടി, എല്ലാം കോക്ലിയയുടെ പാർട്ടാണ്. ഓപ്ഷൻ 3 ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ദി റെറ്റിന ഓഫ് ഹ്യൂമൻ ഐ ആസ് ലൈറ്റ് റേസ് ഓഫ് വിസിബിൾ വേവ് ലെങ്ത് കൺവേർജ് ഓൺ ദി റെറ്റിന, സിഗ്നൽസ് റീച്ച് വിഷ്വൽ കോർട്ടെക്സ് ഓഫ് ബ്രെയിൻ ത്രൂ. അപ്പം ഇൻഫർമേഷൻ, അതായത് വിഷ്വൽ ഇൻഫർമേഷൻ എങ്ങനെയാണ് റെറ്റിനയിൽ നിന്ന് വിഷ്വൽ കോർട്ടെക്സിൽ എത്തുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യുന്നത് ഫോട്ടോ റിസപ്റ്റർ ലെയറിലാണ്. ഇപ്പോൾ ഫോട്ടോ റിസപ്റ്റർ സെല്ലുകളുടെ മെംബ്രെയിൻ പെർമിയബിലിറ്റി അത് കാരണം മാറുന്നു. ഫോട്ടോ റിസപ്റ്റർ സെൽസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോട്ടോ റിസപ്റ്റർ സെൽസിൽ നിന്ന് ഇമ്പൾസ് ബൈപോളാർ ന്യൂറോൺസിലോട്ട് കടക്കുന്നു. ബൈപോളാർ ന്യൂറോൺസ്. ഓക്കെ, ബൈപോളാർ ന്യൂറോൺസിൽ നിന്ന് ഗാംഗ്ലിയോൺ സെൽസ്. ദെൻ ഗാംഗ്ലിയോൺ സെൽസിൽ നിന്ന് ഓപ്റ്റിക് നെർവ് വഴി ഇൻഫർമേഷൻ വിഷ്വൽ കോർട്ടെക്സിലെത്തും. വിഷ്വൽ കോർട്ടെക്സ്. അപ്പോൾ വിഷ്വൽ കോർട്ടെക്സ് ഇരിക്കുന്നത് ടെമ്പോറൽ ലോബ്. വിഷ്വൽ കോർട്ടെക്സ് ഈസ് ഇൻ ദി ഓസിപ്പിറ്റൽ ലോബ്. ഓക്കെ, അപ്പോൾ ഫോട്ടോ റിസപ്റ്റർ ലെയർ, ബൈപോളാർ ന്യൂറോൺസ്, ഗാംഗ്ലിയോൺ സെൽസ്, ഓപ്റ്റിക് നെർവ്, വിഷ്വൽ കോർട്ടെക്സ്. ഓപ്ഷൻ 4 ആണ്
ആൻസർ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ 190 കഴിഞ്ഞു. ഇനി 191 മാച്ച് ദി ഫോളോയിങ് റിഗാർഡിംഗ് ഫങ്ഷൻസ് ഓഫ് റീനൽ ട്യൂബ്യൂൾ. അതിൽ ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ, റീനൽ ട്യൂബ്യൂളിൻ്റെ പല സൈറ്റുകളിൽ ഏത് രീതിയിലാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. ആക്റ്റീവ് റീഅബ്സോർപ്ഷൻ നമുക്കറിയാം, ഗ്ലൂക്കോസ് അമിനോ ആസിഡ്സ് Na+, ഇത് ആക്റ്റീവായിട്ട് റീഅബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് T എഴുതാം. ദെൻ പാസീവ് റീഅബ്സോർപ്ഷൻ നിങ്ങൾ പഠിച്ചു, നൈട്രജനസ് വേസ്റ്റ് ആർ റീഅബ്സോർബ്ഡ് പാസീവ്ലി എന്ന് പഠിച്ചു. അപ്പോൾ യെസ്. ദെൻ ട്യൂബുലാർ സെക്രീഷൻ, ഇപ്പോൾ അയോണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും pH റെഗുലേഷൻ നടത്താനും ട്യൂബുലാർ സെക്രീഷൻ ഉണ്ട്. ഏതൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? K+, H+ ആൻഡ് അമോണിയ P. ദെൻ ആബ്സെൻസ് ഓഫ് വാട്ടർ റീഅബ്സോർപ്ഷൻ. അപ്പം നമ്മുടെ റീനൽ ട്യൂബ്യൂളിൻ്റെ എല്ലാ പാർട്സിലും വെള്ളം റീഅബ്സോർബ് ചെയ്യും എക്സെപ്റ്റ് അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി Q. ദെൻ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കുന്ന സൈറ്റാണ് DCT. ഇപ്പം TSPQR അതാണ് ആൻസർ. TSPQR ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3. അടുത്ത ഫൈൻഡ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. വാല്യൂസ് ആണ്. <2% ഓഫ് ദി ജീനോം കോഡ്സ് ഫോർ പ്രോട്ടീൻസ്, അത് കറക്റ്റാണ്. ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻസ് 3164.7 മില്യൺ ബേസ് പെയേഴ്സ്, അതും കറക്റ്റാണ്. ദി ലാർജസ്റ്റ് നോൺ ഹ്യൂമൻ ജീൻ ബീയിങ് ഡിസ്ട്രോഫിൻ അറ്റ് 3.4 മില്യൺ ബേസസ് എന്ന് പറയുന്നത് തെറ്റാണ്. 2.4 മില്യൺ ബേസസ് ആണ്. 2.4. അപ്പോൾ ഓൺലി സി ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4. ഓക്കെ. അടുത്തത് അസർഷൻ ആൻഡ് റീസൺ. ഇൻ ദി ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഫിൽട്രേറ്റ് ബിക്കംസ് പ്രോഗ്രസീവ്ലി ഹൈപ്പർടോണിക്. ഡിസെൻഡിങ് ലിംബ്, അപ്പോൾ ഇതിനകത്ത് കടക്കുന്നത് 300 മില്ലി ഓസ്മോളാരിറ്റി ഉള്ള ഫിൽട്രേറ്റ് ആണ്. ഫിൽട്രേറ്റ് ഡിസെൻഡിങ് ലിംബ് വഴി താഴോട്ട് ഇറങ്ങും തോറും ഫിൽട്രേറ്റിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഫിൽട്രേറ്റ് ലൂസസ് വാട്ടർ. ഓക്കെ. അപ്പോൾ വാട്ടർ നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് കാരണം വെള്ളം കുറയുന്നു അല്ലേ? വെള്ളം കുറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് ആവും. അപ്പോൾ ഇവിടെ 400 ആവും, 600, ദെൻ 800, 1000, ഇവിടെ വരുമ്പോൾ 1200 ആവും. ഓക്കെ. അപ്പോൾ അത് കറക്റ്റാണ്. ആൻഡ് ഇൻ ദി അസെൻഡിങ് ലിംബ് ഫിൽട്രേറ്റ് ബിക്കംസ് ഡൈല്യൂട്ടഡ്. അപ്പം നമുക്കറിയാം അസെൻഡിങ് ലിംബിനെ ആക്റ്റീവായിട്ടും പാസീവായിട്ടും NaClനെ പമ്പ് ഔട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. NaClനെ പമ്പ് ഔട്ട് ചെയ്യും. അപ്പം ഈ ഹൈപ്പർടോണിക് ഫിൽട്രേറ്റ് അസെൻഡിങ് ലിംബ് വഴി മേളിലോട്ട് പോകുമ്പോൾ NaCl നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പക്ഷേ വാട്ടർ നഷ്ടപ്പെടുന്നില്ല. അത് കാരണം ഫിൽട്രേറ്റ് പ്രോഗ്രസീവ്ലി ഹൈപ്പോട്ടോണിക് ആവും. അപ്പം ഞാനിവിടെ ഓസ്മോളാരിറ്റി എഴുതാം. ഇവിടെ 1000 ആയി, ഇവിടെ 800 മില്ലി ഓസ്മോൾസ് പെർ ലിറ്റർ, ഇവിടെ 600, ഇവിടെ 400 ആയി, ഇവിടെ 300. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആക്റ്റീവായിട്ട് NaClനെ പമ്പ് ഔട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പോർഷനിലെത്തുമ്പോൾ, അതായത് അസെൻഡിങ് ലിംബിൻ്റെ അപ്പർ മോസ്റ്റ് പാർട്ടിലെത്തുമ്പോൾ ഫിൽട്രേറ്റ് ഹൈപ്പോട്ടോണിക് ആവും. ഹൈപ്പോട്ടോണിക്. അപ്പം ഇൻ ദി ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലി ഫിൽട്രേറ്റ് ബിക്കംസ് പ്രോഗ്രസീവ്ലി ഹൈപ്പർടോണിക് എന്ന് പറയുന്നത് കറക്റ്റാണ്. ആൻഡ് ഇൻ ദി അസെൻഡിങ് ലിംബ് ഫിൽട്രേറ്റ് ബിക്കംസ് ഡൈല്യൂട്ടഡ് എന്ന് പറയുന്നതും കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ റീസൺ നോക്കാം. ഡിസെൻഡിങ് ലിംബ് ഈസ് ഇംപെർമിയബിൾ ടു വാട്ടർ, തെറ്റല്ലേ? ഡിസെൻഡിങ് ലിംബ് ഈസ് ഫ്രീലി പെർമിയബിൾ ടു വാട്ടർ, വൈൽ ദി അസെൻഡിങ് ലിംബ് ഈസ് ഇംപെർമിയബിൾ ടു സോൾട്ട്, അതും തെറ്റാണ്. അപ്പോൾ അസർഷൻ കറക്റ്റാണ്, പക്ഷേ റീസൺ റോങ് ആണ്. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അസർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. ഓപ്ഷൻ 3. Then question 194. A marriage between normal visioned man and color blind woman. ഇപ്പോൾ ഫീമെയിൽ കളർ ബ്ലൈൻഡ് ആണ്. കളർ ബ്ലൈൻഡ് ജീൻ ഉണ്ട് X ക്രോമസോമിൽ. ദെൻ മെയിൽ ഈസ് നോർമൽ. ഓക്കെ. വിൽ പ്രൊഡ്യൂസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ഓഫ് സ്പ്രിങ്സ്. നമുക്കിത് എഴുതി നോക്കാം. ഇത് കാരിയർ ഫീമെയിലാണ്.
ഇത് കളർ ബ്ലൈൻഡ് മെയിൽ. ഇത് വീണ്ടും കാരിയർ ഫീമെയിൽ. ഇത് കളർ ബ്ലൈൻഡ് സൺ. അതായത് ഇപ്പം ഒരു നോർമൽ വിഷൻഡ് മാനും കളർ ബ്ലൈൻഡ് ഫീമെയിലും തമ്മിലുള്ള മാരേജിൽ ഫീമെയിൽസ് എല്ലാം കാരിയേഴ്സാണ്. ഫീമെയിൽസ് വിൽ ബി കാരിയേഴ്സ്, സൺസ് വിൽ ബി അഫക്റ്റഡ്. അങ്ങനെയാണ് വരുന്നത്. ഓൾ സൺസ് ആർ കളർ ബ്ലൈൻഡ് ആൻഡ് ഓൾ ഡോട്ടേഴ്സ് ആർ കാരിയേഴ്സ്. ഓപ്ഷൻ 2. Then identify the events involved in normal expiration. Normal expiration involved in the events. Ribs and sternum returns to their original position. അത് കറക്റ്റ് ആണ്. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് റിലാക്സ് ചെയ്യുന്നു. റിബ്സും സ്റ്റേർണവും ഒറിജിനൽ പൊസിഷനിലോട്ട് തിരിച്ചു വരുന്നു. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന തെറ്റാണ്, റിലാക്സ് ആണ്. ദെൻ ഡയഫ്രം ഈസ് ഡോം ഷേപ്ഡ്, അതും കറക്റ്റാണ്. ഡയഫ്രം റിലാക്സ് ചെയ്ത് ഡോം ഷേപ്പ് ഗെയിൻ ചെയ്യും. ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ഡിക്രീസ്ഡ് അല്ല, ഇൻക്രീസ്ഡ് ആണ്, അത് റോങ് ആണ്. തൊറാസിക് വോള്യൂം ഈസ് ഡിക്രീസ്ഡ്. ഇപ്പോൾ എക്സ്പിറേഷൻ്റെ സമയത്ത് തൊറാസിക് ചേംബറിൻ്റെ വോള്യൂം കുറയും, ലങ് വോള്യൂം കുറയും, ലങ്ങിനകത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യും. തൊറാസിക് വോള്യൂം ഈസ് ഡിക്രീസ്ഡ് എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിഫൈ ദി ഈവൻസ് ഇൻവോൾവ് ഇൻ നോർമൽ എക്സ്പിറേഷൻ. 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 1, 3, 5. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4. Then question 196. Choose the right option to fill the blanks in the chart given below regarding PO2 and PCO2 values in different medium. അല്ല, അറ്റ്മോസ്ഫറിക് എയർ എ തന്നിട്ടുണ്ട്, അത് എ 159 mm മെർക്കുറി. ദെൻ ആൽവിയോളാർ എയറിൽ PCO2 ആണ് ചോദിച്ചിരിക്കുന്നത്. PCO2 ഈസ് 40 mm മെർക്കുറി, 40. ദെൻ ഓക്സിജനേറ്റഡ് ബ്ലഡിലും PCO2 ആണ് ചോദിച്ചിരിക്കുന്നത്, സി, അതും 40 mm മെർക്കുറി. അപ്പോൾ 159, 40, 40. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4 is the answer. Then next, which of these are present in blood as blood flows through blood vessel? അതായത് ബ്ലഡ് വെസലിലൂടെ ഒഴുകുന്ന അവസ്ഥയിൽ ബ്ലഡിൽ എന്തൊക്കെയുണ്ട്, അതാണ് ക്വസ്റ്റ്യൻ. ഫൈബ്രിൻ ഉണ്ടാവില്ലല്ലോ, കൊയാഗുലേഷൻ്റെ സമയത്താണ് ഫൈബ്രിൻ ഉണ്ടാവുന്നത്. ദെൻ ഫൈബ്രിനോജൻ ഉണ്ട്, പ്രോത്രോംബിൻ ഉണ്ട്, ത്രോംബോകൈനേസ് ഇല്ല. ത്രോംബോകൈനേസ് ഫോം ചെയ്യണമെങ്കിൽ കൊയാഗുലേഷൻ പ്രോസസ്സ് ഇനിഷ്യേറ്റഡ് ആയി കാസ്കേഡിംഗ് റിയാക്ഷൻസിൻ്റെ റിസൾട്ടായിട്ടാണ് ത്രോംബോകൈനേസ് എന്ന എൻസൈം കോംപ്ലക്സ് ഉണ്ടാവുന്നത്. ആൽബുമിൻ ഉണ്ട്. ഇപ്പോൾ ഫ്ലോയിങ് ബ്ലഡിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് ഫൈബ്രിനോജൻ, പ്രോത്രോംബിൻ, ആൽബുമിൻ. ഇപ്പം 2, 3 and 5. ഇപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. Question 198. In a mismatched blood transfusion, the recipient has blood group A and the donor has blood group B. Which of the following is likely to happen? അതാണ് ക്വസ്റ്റ്യൻ. അതായത് റെസിപ്പിയൻറ്റ് ഹാസ് ബ്ലഡ് ഗ്രൂപ്പ് എ, ഇവിടെ എഴുതാം. റെസിപ്പിയൻറ്റിന് എ ഗ്രൂപ്പാണ്, ഡോണർ ബി. അപ്പോൾ എ ഗ്രൂപ്പുകാരന് ബി ഗ്രൂപ്പ് ബ്ലഡ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡിലാണ് റിയാക്ഷൻ. റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡിൽ പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡീസാണ് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ആൻറ്റിബോഡീസ്, റെസിപ്പിയൻറ്റിൻ്റെ പ്ലാസ്മയിലുള്ള ആൻറ്റിബോഡീസാണ് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. എ ഗ്രൂപ്പുകാരന് ബി ആൻറ്റിബോഡീസാണ് ഉള്ളത്. അപ്പോൾ എ ഗ്രൂപ്പുകാരൻ്റെ ബി ആൻറ്റിബോഡീസ് ഡോണറിൻ്റെ RBC മെംബ്രെയിനിലിരിക്കുന്ന ബി ആൻറ്റിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ ഡോണറിൻ്റെ RBCs റെസിപ്പിയൻറ്റിൻ്റെ ബ്ലഡിൽ അഗ്ലൂട്ടിനേറ്റഡ് ആയി ക്ലംപ് ചെയ്ത് ഹീമോലൈസിസ് നടക്കും. അതാണ് റിയാക്ഷൻ. അപ്പം ഞാൻ ആൻസർ വായിക്കാം. ആൻറ്റിബോഡി ബി ഇൻ ദി പ്ലാസ്മ ഓഫ് റെസിപ്പിയൻറ്റ് മേ അഗ്ലൂട്ടിനേറ്റ് ദി RBCs ഓഫ് ദി ഡോണർ. ഓപ്ഷൻ 2 ആണ് ആൻസർ അവിടെ. Then identify the option that gives correct representation of systemic circulation. അപ്പോൾ സിസ്റ്റമിക് സർക്കുലേഷൻ തുടങ്ങുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോട്ടയിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നു.
പിന്നെ ആർട്ടറീസ്, അയോട്ട, ബ്രാഞ്ചസ് അറിയാമല്ലോ. ആർട്ടറീസ്, ആർട്ടീരിയോൾസ്, കാപ്പിലറീസ്, പിന്നെ വെന്യൂൾസ് ആണ്. കാപ്പിലറീസിൽ നിന്ന് വെന്യൂൾസിലോട്ട് ഫ്ലോ ചെയ്യുന്നു ബ്ലഡ്. വെയിൻസ്, വീന കേവ, പിന്നെ അത് റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്തും. റൈറ്റ് ഏട്രിയം. ഇപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി റൈറ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേറ്ററി പാത്വേ ആണ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കാം. ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് നോക്കാം. ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ട, ഇൻഫീരിയർ വീന കേവ, റൈറ്റ് ഏട്രിയം. ഇത് നമുക്ക് എടുക്കാം. ഇത് കറക്റ്റാണ്. ഓപ്ഷൻ 2. ഇവിടെ ഒരു ലെഫ്റ്റ് വെൻട്രിക്കിൾ വരുന്നുണ്ട്. അയോട്ട, ആർട്ടറീസ്, വീന കേവ, ലെഫ്റ്റ് ഏട്രിയം എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റ്. ഓപ്ഷൻ 2 ആണ് ആൻസർ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങി റൈറ്റ് ഏട്രിയത്തിലാണ് സിസ്റ്റമിക് സർക്കുലേഷൻ അവസാനിക്കുന്നത്. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 200 അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, പ്ലിയോട്രോപ്പിസം is a condition in which single gene product may produce more than one effect. അത് കറക്റ്റാണ്. ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ ആ ജീനിനെ നമുക്ക് പ്ലിയോട്രോപ്പിക് ജീൻ എന്ന് വിളിക്കാം. Then in pea plants, the gene that controls starch grain size also controls seed shape is a pleiotropic gene. അതും കറക്റ്റാണ്. ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബി ജീൻ. ഇപ്പം സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് ആണെങ്കിൽ സ്റ്റാർച്ച് ഗ്രെയിൻ സൈസ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ബി വരികയാണെങ്കിൽ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻ, ക്യാപിറ്റൽ ബി സ്മോൾ ബി വരികയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റാർച്ച് ഗ്രെയിൻ, സ്മോൾ ബി വരികയാണെങ്കിൽ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻ. ഇനി അതേസമയം സീഡ് ഷേപ്പ് എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ബി റൗണ്ട് ആയിരിക്കും, ക്യാപിറ്റൽ ബി സ്മോൾ ബി റൗണ്ട് സീഡ്സ്, സ്മോൾ ബി റിങ്കിൾഡ് സീഡ്സ് വരും. അപ്പോൾ അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പം അങ്ങനെ നമ്മൾ 200 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഭയങ്കര ഈസി ആണെന്ന് പറയാൻ പറ്റില്ല. മോഡറേറ്റ് ലെവൽ, പക്ഷേ നല്ല പ്രിപ്പറേഷൻ നടത്തിയ കുട്ടിക്ക് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.